CRI Pumps, presenting a wide range of products, delivering end-to-end for various applications. Over 50 years of strong made it possible to design and deliver energy-efficient pumps in over 30 countries. Winner. So, നമ്മുടെ ഉദ്ഘാടകരും താഴേക്ക് ചേർന്നിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, എല്ലാവരും ഒന്ന് വേഗം തന്നെ അകത്തേക്ക് വന്നിരിക്കണം. നമ്മുടെ സ്പോൺസേഴ്സ് എല്ലാവരും പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളും കൂടെ ഈ ഒരു സമയത്ത് നമ്മുടെ ഉദ്ഘാടന സഭയിൽ എല്ലാവരുടെയും പ്രസൻസ് വേണം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അകത്തേക്ക് വന്ന സീറ്റിലേക്ക് ഇരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ സാറിന്റെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്, പുറത്തു നിൽക്കുന്ന എല്ലാവരും, നമ്മുടെ സ്പോൺസേഴ്സും എല്ലാവരും ഈ ഒരു മൊമെന്റിൽ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ വേണം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അകത്തേക്ക് വന്ന് വേഗം സീറ്റ്സിലേക്ക് ഇരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. മാക്സിമം ഫ്രണ്ടിലേക്ക് വന്നിരിക്കാനും കൂടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് അകത്തേക്ക് വന്നിരിക്കുക. സോ നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും സീറ്റ്സിലേക്ക് ഇരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. സേഫ്റ്റി ഈസ് എ ലോക്ക് ബട്ട് യു ആർ ദ കീ എന്ന സുരക്ഷാ മുദ്രാവാക്യം ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഗുഡ് മോർണിംഗ് ആൾ. ഫയർ പ്രൊട്ടക്ഷൻ മേഖലയിലെ കമ്പനികളുടെ ക്ഷേമത്തിനായി കഴിഞ്ഞ 3 വർഷക്കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ സംഘടനയാണ് FSCWA. ഇതിനോടകം തന്നെ നിരവധി ഫയർ ട്രെയിനിംഗ് ക്ലാസുകൾ നടത്തുവാനും മോക്ക് ആപ്പുകൾ നടത്തുവാനും നാം നിരന്തരം നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളിൽ ഇടപെടലുകൾ നടത്തുവാനും അതിൽ വിജയം കണ്ടെത്തുവാനും നമുക്ക് സാധിച്ചു. നമ്മുടെ നാടിന്റെയും ജനങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാരുമായും ഫയർ ഓഫീസർമാരുമായും കൈകോർത്ത് നിരവധി കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്യുവാനുണ്ട്. നാം ഈ ദിനം അഗ്നിരക്ഷ 2023 എന്ന പേരിൽ നമ്മുടെ വാർഷികാഘോഷം നടത്തപ്പെടുകയാണ്. കരുത്തോടെ കരുതലോടെ FSCWA. ഈ മുദ്രാവാക്യം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഊർജ്ജമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടിയും സ്വാഗതം ചെയ്യുന്നു FSCWAയുടെ വാർഷികാഘോഷ ചടങ്ങിലേക്ക്. സോ എന്തായാലും നിങ്ങളുടെ അധിക സമയമൊന്നും എടുക്കാതെ നമ്മൾ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തുള്ളത് FSCWA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രസിഡന്റ് സാറാണ്. അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. അതിനായി പ്രീത സുനിൽ ആൻഡ് പൃഥ്വി സുനിൽ എന്ന രണ്ടുപേരെ വേദിയിലേക്ക് ക്ഷണിച്ചോളും. ദേവദേവമേ മിഴികുറക്കണേ, വീതിയിൽ ദീപമാക്കണേ, കർമ്മശോഭയാൽ ഉള്ളിലവിടുന്നു നിത്യവും കളിയാടണേ, അഖില സാരമായി സ്നേഹമുയരണേ, ഉലകിൽ ശാന്തി കളിയാടണേ, അഖില സാരമായി സ്നേഹമുയരണേ, ഉലകിൽ ശാന്തി കളിയാടണേ, ഞങ്ങളിൽ കൃപാസാഗരത്തിലെ ജീവബിന്ദുക്കളാകണേ, ദേവദേവമേ മിഴി തുറക്കണേ, വീഥിയിൽ ദീപമാകണേ, കർമ്മശോഭയാൽ ഉള്ളിലവിടുന്നു നിത്യവും കളിയാടണേ, നിത്യവും കളിയാടണേ, നിത്യവും കളിയാടണേ. അടുത്തതായി ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും FSCWAയുടെ പേരിൽ സ്വാഗതം ചെയ്യാനായിട്ട് FSCWA സംസ്ഥാന സെക്രട്ടറി ശ്രീ സനു സ്റ്റീഫൻ സാറിനെ ക്ഷണിച്ചോളും.
പ്രിയമുള്ളവരെ, കേരളത്തിന്റെ ഫയർ ആൻഡ് സേഫ്റ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന 100ഓളം കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് FSAWA. കഴിഞ്ഞ 3 വർഷ കാലഘട്ടമായി FSAWA കേരളത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ആദ്യ വർഷം കോൺട്രാക്ടേഴ്സിന്റെ വെൽഫെയറിനും അവരുടെ ഫയർ എൻഒസിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുമാണ് സംഘടന മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ സംഘടന ഫയർ ട്രെയിനിങ് ക്ലാസുകൾ, ഫ്രീ ആയിട്ട് ഫയർ ട്രെയിനിങ് ക്ലാസുകൾ കേരളത്തിൽ ഉടനീളം നടത്തുവാൻ തീരുമാനിച്ചു. നമുക്കെല്ലാം അറിയാം, നാഷണൽ ബിൽഡിംഗ് കോഡ് റൂളും കേരള പഞ്ചായത്ത് റൂളും പ്രകാരം എല്ലാ ബിൽഡിങ്ങുകളിലും, ഹൈറൈസ് ബിൽഡിങ്ങുകളിലും ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബിൽഡിങ്ങുകളിൽ ഒരു ഫയർ ആക്സിഡന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫയർ ബേസിക് ആയിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് പോലും എടുത്ത് പ്രവർത്തിക്കാൻ നമുക്കാർക്കും അറിയില്ല. അതിന് ഒരു പുതിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സംഘടന കഴിഞ്ഞ വർഷങ്ങളിൽ സാധിച്ചത്. യുവതലമുറയ്ക്കിടയിൽ ഒരു പുതിയ സേഫ്റ്റി സംസ്കാരം, അതുതന്നെയായിരുന്നു FSAWയുടെ കഴിഞ്ഞ വർഷത്തെ അജണ്ടകൾ. അതോടൊപ്പം തന്നെ കേരള പോലീസിന്റെ കേരള സ്റ്റുഡൻസ് വിംഗ് SPCയുമായി ചേർന്ന് നിന്ന് കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ ഫയർ ട്രെയിനിങ് ക്ലാസുകൾ ഫ്രീ ആയി നടത്തുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ സാധിച്ചു. അതോടൊപ്പം ഹൈറൈസ് ബിൽഡിങ്ങുകൾ, കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ, ഇൻഡസ്ട്രീസ് പലയിടങ്ങളിലും ഫ്രീ ട്രെയിനിങ്ങുകൾ നടത്തി സംഘടന സമൂഹത്തിനിടയിൽ ഒരു പുതിയ സേഫ്റ്റി സംസ്കാരം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ചാരിറ്റി മേഖലയിൽ കൂടി ഈ വർഷം FSAWA കടന്നു വരികയാണ്. ഇന്ന് ഈ സമ്മേളനത്തിൽ അതിന് തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കൂടി കടക്കുകയാണ്. ആദ്യമായി എനിക്ക് സ്വാഗതം അർപ്പിക്കാനുള്ളത് ഈ യോഗത്തിന്റെ ബഹുമാനീയനായ അധ്യക്ഷൻ ശ്രീ പ്രസന്നൻ അവറുകളെയാണ്. ഈ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഉദ്ഘാടനം ശ്രീ രമേശ് ചെന്നിത്തല അവറുകൾ. കഴിഞ്ഞ വർഷവും ഏത് തിരക്കിലും നമ്മോടൊപ്പം വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തെ FSAWയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യ അതിഥി വി ജോയ് MLA അവറുകൾ, അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA അവറുകൾ ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ളതാണ്. അവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ സാർ. കഴിഞ്ഞ വർഷവും നമുക്ക് വേണ്ടി വന്ന് ഇവിടെ ടെക്നിക്കൽ ക്ലാസുകൾ അദ്ദേഹം നടത്തി. നമ്മുടെ സംഘടനയ്ക്ക് ഒരു പൂർണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൽ നിന്ന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഓഫീസറാണ് അരുൺ ഭാസ്കർ സാർ. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് FSAWയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ലെൻസ്ഫെഡിന്റെ പ്രസിഡന്റ് ശ്രീ അൻകുമാർ സാർ, സുരേഷ് കുമാർ സാർ ക്രെഡായി, ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ദിഗ്വിജയ് സിംഗ് സാർ, എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ സംഘടനയുടെ ഏത് ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മെമ്പേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ശ്രീ ഗോകുമാർ സാർ. അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളിലും ഇവിടെ എത്തിച്ചേർന്നു. ഈ വർഷം നമുക്ക് വന്ന് എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തന്നു. അദ്ദേഹത്തെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ സുരേഷ് കുമാർ സാർ, ഈ പ്രോഗ്രാമിന്റെ കൺവീനർ സെബാസ്റ്റ്യൻ മാത്യു, സംഘടനയുടെ കോർഡിനേറ്റർ സന്തോഷ് സ്വാമി, അതോടൊപ്പം ഈ സംഘടനയുടെ ട്രഷറർ ശ്രീ സേവ്യർ ആന്റണി എന്നിവരെയും ഈ യോഗത്തിലേക്ക് FSAWയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയിട്ടുള്ള നമ്മുടെ മെമ്പേഴ്സ്, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സ്പോൺസേഴ്സ് CRA പമ്പ്സ്, പ്രകാശ് സൂര്യ പൈപ്സ്, അസസ് സെക്യൂരിറ്റി സിസ്റ്റം, ആസ്ട്രൽ പൈപ്പ്,
പോളിക്യാബ്, KSB, കിർലോസ്കർ, ലൂബി പംപ്സ്, ഇൻസ്പയർ സൊല്യൂഷൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിന് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് FSC WA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രസന്നൻ കെ സാറിനെ ക്ഷണിച്ചോളൂ. ഗുഡ് മോർണിംഗ് ടു ആൾ. എല്ലാവർക്കും നമസ്കാരം. ഈ ഫയർ ആൻഡ് സേഫ്റ്റി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അഥവാ FSCWA ഫയർ ആൻഡ് സേഫ്റ്റി ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഏകദേശം 100ഓളം കമ്പനികളുടെ കൂട്ടായ്മയാണ്. ഈ ഫയർ ആൻഡ് സേഫ്റ്റി ബിൽഡിങ്ങുകളിൽ ഏർപ്പെടുത്തുന്ന ഏകദേശം 100ഓളം കമ്പനികളുടെ കൂട്ടായ്മയാണ് ഈ സംഘടന. ഏകദേശം 10,000-ൽ പരം സ്കിൽഡ് അൺസ്കിൽഡ് വർക്കേഴ്സ് ഈ സംഘടനയിലെ വിവിധ കമ്പനികളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ സംഘടന രൂപീകരിച്ചിട്ട് 3 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. പ്രായം കൊണ്ട് നമ്മൾ വളരെ കുഞ്ഞാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ 3 വർഷം കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക കമ്പനികളെയും ഈ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യം ഉണ്ട്. ഈ സമ്മേളനം നമ്മൾക്ക് നൽകുന്ന വിലപ്പെട്ട ഒരു കാര്യം നമ്മുടെ നേട്ടങ്ങൾ പ്രതിഫലിപ്പിക്കാനും വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും ഭാവിയിലേക്കുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു അവസരമാണ് ഈ സമ്മേളനം നമ്മൾക്ക് നൽകുന്നത്. കഴിഞ്ഞ വർഷത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ കമ്പനികളുടെ അചഞ്ചലമായ അർപ്പണബോധവും കഠിനാധ്വാനവും അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനുള്ള നമ്മളുടെ കമ്പനികളുടെ പ്രതിബദ്ധത വ്യക്തിഗത കമ്പനികളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല മൊത്തത്തിൽ ഗണ്യമായ സ്വാധീനം നൽകുവാനും കഴിഞ്ഞിട്ടുണ്ട്. 2023 വർഷം നമ്മൾ നിരവധി വെല്ലുവിളികൾ ഉയർത്തിയ ഒരു വർഷമായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് പുതിയ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകുവാനായിട്ട് നമ്മുടെ ഈ കമ്പനികൾക്കെല്ലാം തന്നെ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥിരോത്സാഹത്തിനും അർപ്പണബോധത്തിനും ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മുന്നോട്ട് നോക്കുമ്പോൾ ഉയർന്നു വരുന്ന വെല്ലുവിളികളും നേരിടുന്നതിൽ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടിയിരിക്കുന്നു. അത് സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിലായാലും മാനദണ്ഡങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലായാലും അതുപോലെ തന്നെ ഈ ഫയർ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അതിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ നേരിടുന്നതിന് നമ്മുടെ ഓരോ കമ്പനികളും മികച്ച സാങ്കേതിക വിദ്യകളും പിന്നെ നമ്മുടെ കമ്പനികളിൽ പുതിയ സ്റ്റാൻഡർഡൈസേഷനും കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യകതയാണ്. അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുപാട് ടെക്നിക്കൽ സെഷനുകൾ നടത്തുന്നുണ്ട്. പിന്നെ അതിലേക്കെല്ലാം തന്നെ നിങ്ങളെല്ലാവരും പങ്കെടുക്കേണ്ടിയിരിക്കുന്നു. പങ്കെടുത്ത് പിന്നെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ടീമുകളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അവരിൽ നിന്നും ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഓക്കെ. അതുപോലെ തന്നെ ഈ മേഖലയിൽ നിങ്ങളുടെ പിന്നെ പരിചയസമ്പത്തും വൈദഗ്ധ്യവും വിലമതിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ഇവരുമായിട്ട് നമ്മൾ കൂടുതൽ സംവദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഈ സമ്മേളനത്തിൽ നിന്ന് നമ്മൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. ഒപ്പം പ്രവർത്തിക്കുന്നതിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും വളർച്ചയ്ക്കും വികസനത്തിനുമുള്ള അവസരങ്ങൾ തിരിച്ചറിയാനും നമുക്ക് കഴിയും. ഒപ്പം തന്നെ നമ്മൾ ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ 1-2 മെമ്മോറാണ്ടങ്ങൾ കൊടുത്തിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിരുന്നത് നമുക്കൊരു ലൈസൻസിങ് സമ്പ്രദായം വേണമെന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെന്റിന്റെ പല സ്ഥാപനങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ലൈസൻസിങ് അവർ ചോദിക്കുന്നുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഒരു ലൈസൻസ് ആർക്കും തന്നെ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ വടക്കേ ഇന്ത്യൻ കമ്പനികളാണ് നമ്മുടെ കേരളത്തിൽ വന്ന് ഒട്ടുമിക്ക വർക്കുകളും ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ആവശ്യമായി ഉയർത്തി നമ്മൾ പിന്നെ DGക്ക് വീണ്ടും ഒരു മെമ്മോറാണ്ടം കൊടുത്തിരുന്നു. അപ്പോഴത് ഉടനെ തന്നെ അതിന്റെ ഫോളോ അപ്പ് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ.
പിന്നീട് ഈ ലൈസൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇലക്ട്രിക്കൽ ലൈസൻസ് കിട്ടുന്നുണ്ട്, പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നവർക്ക് പ്ലംബിംഗ് ലൈസൻസ് ഉണ്ട്. പക്ഷേ വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മൾക്കൊരു ലൈസൻസ് വേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒപ്പം തന്നെ ഇത് ഗവൺമെന്റിന് ഒരു വരുമാന മാർഗം കൂടിയാണ്. കാര്യം നമ്മൾ ഈ കോൺട്രാക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത തുക മേടിച്ചുകൊണ്ട് അതിനുള്ള ക്രൈറ്റീരിയ എല്ലാം ഫിക്സ് ചെയ്തുകൊണ്ട് അവർക്ക് ലൈസൻസ് നൽകുകയാണെങ്കിൽ വർഷാവർഷം അത് പുതുക്കുന്നതിനൊക്കെ നമ്മളിൽ നിന്നൊരു ചെറിയ ഫണ്ട് അവർക്ക് മേടിക്കാവുന്നതാണ്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെയും നടപ്പിലാക്കണമെന്നാണ് പിന്നെ നമ്മുടെ സംഘടനയുടെ ഒരു വലിയ ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പിന്നെ രംഗത്തിറങ്ങുന്നുണ്ട്. അവസാനമായി ഈ സമ്മേളനം പല പുതിയ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാൻ തീർച്ചയായും ഒരു പ്രേരണയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ കമ്പനികളെയും വ്യക്തികളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിലേക്കുള്ള ചുവടുവയ്പ്പുകൾ നമുക്ക് നടത്താനും കഴിയും. ഈ അവസരത്തിൽ നമ്മളെ സഹായിക്കുന്ന ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലെ ഓരോ ഉദ്യോഗസ്ഥരെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾക്ക് സഹായകരമായി നിൽക്കുന്ന പിന്നെ ബിൽഡേഴ്സ്, കോൺട്രാക്ടേഴ്സ്, കൺസൾട്ടന്റ്സ് അവരെല്ലാം തന്നെ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മുടെ പ്രകൃതിയെയും വ്യക്തികളെയും വസ്തുക്കളെയും എല്ലാം തന്നെ നമുക്ക് സംരക്ഷിക്കാം അഗ്നിയിൽ നിന്നും. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി നമ്മുടെ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ്. ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള ശ്രീ രമേശ് ചന്ദ്രൻ MLA സാറാണ്. ആദ്യം തന്നെ ദീപം തെളിയിച്ചുകൊണ്ട് സംസാരിച്ചു. പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ, സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ പ്രസന്നൻ, സ്വാഗതം ആശംസിച്ച ശ്രീ സന്നു സ്റ്റീഫൻ, ഈ വേദിയിൽ പങ്കെടുക്കുന്ന ശ്രീ അനിൽകുമാർ, ശ്രീ സുരേഷ് കുമാർ, ശ്രീ ദിഗ്വിജയ് സിംഗ്, എന്റെ കൺസൾട്ടന്റായിട്ടുള്ള ശ്രീ ഗോപകുമാർ പണിക്കർ, ശ്രീ സുരേഷ് കുമാർ, സെബാസ്റ്റ്യൻ മാത്യു, സന്തോഷ് സ്വാമി, സേവിയർ ആന്റണി, സഹപ്രവർത്തകരെ, കഴിഞ്ഞ വർഷവും എന്നെയാണ് വിളിച്ചത് ഉദ്ഘാടനത്തിന്. കൃത്യസമയത്ത് തന്നെ അന്നും വന്നു. ഏതായാലും ഇന്നും കൃത്യസമയത്ത് വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ബിൽഡിങ്ങുകൾ വെക്കുമ്പോഴും സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോഴുമെല്ലാം കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ഒന്നാണ് സേഫ്റ്റി. അതിൽ ഫയർ സേഫ്റ്റിക്കാണ് ഏറ്റവും പ്രാധാന്യം. ഗവൺമെന്റുകൾ തന്നെ ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് തീപിടുത്തത്തിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകളിലൊക്കെ തീപിടുത്തമുണ്ടായാൽ പലപ്പോഴും അവിടെ താമസിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ കഴിയാത്ത ധാരാളം അവസ്ഥ നമ്മൾ ഇന്ന് കണ്ടുവരുന്നുണ്ട്. അതെല്ലാം മുൻനിർത്തിയാണ് രാജ്യത്ത് ഫയർ ആൻഡ് സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഫയർഫോഴ്സും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും എല്ലാം അംഗീകാരം വേണം എന്ന് കെട്ടിട നിർമ്മാതാക്കളോട് നിഷ്കർഷിക്കുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ കെട്ടിടങ്ങൾക്ക് അനുമതി കൊടുക്കാറുള്ളൂ. കാരണം പഴയ കെട്ടിടങ്ങൾക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. പലയിടത്തും അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും സേഫ്റ്റി പൂർണ്ണമായി ഉറപ്പുവരുത്താനുമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനീസ്, അതിന്റെ വെൽഫെയർ അസോസിയേഷനാണിത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഇതുപോലെയുള്ള വലിയ കെട്ടിടങ്ങൾ, ഹൈറൈസ് ബിൽഡിങ്ങുകൾ, സ്ഥാപനങ്ങൾ, അവിടെയെല്ലാം ഫയർ ആൻഡ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന ജോലിയാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഒരു രാജ്യസേവനമാണ്, ജനസേവനമാണ്. അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റുകൾക്കുമുണ്ട്. ശ്രീ പണിക്കർ ഇവിടെ കൺസൾട്ടന്റാണ്. ഇതുപോലെയുള്ള കൺസൾട്ടന്റുകളാണ് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു തരാൻ കഴിയുന്നത്. അവർ ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. അപ്പൊ ആധുനിക കാലഘട്ടത്തിൽ കൂടുതൽ ജാഗ്രതയോടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും സേഫ്റ്റി ഉറപ്പുവരുത്താനുമുള്ള നീക്കങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അത് ജനങ്ങളുടെ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പ്രാധാന്യവും വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ ഇവിടെ ശ്രീ പ്രസന്നൻ പറഞ്ഞ ഒരു കാര്യം വളരെ ന്യായമാണ്. നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ഉണ്ടാകണം. ഇത് ജോലി ചെയ്യുന്ന കമ്പനികൾക്ക് ഒരു രജിസ്ട്രേഷൻ.
അതിനൊരു ഫീസ് വെക്കാം ഗവൺമെന്റിന്. അങ്ങനെ ഇതിനെ ഒരു അംഗീകൃത സംഘടനയാക്കി അല്ല അംഗീകൃത സംവിധാനമാക്കി മാറ്റാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളെ പരിപൂർണമായി ഞാൻ പിന്താങ്ങുന്നു. അടുത്ത അസംബ്ലിയിൽ നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യം ഞാൻ ഉന്നയിക്കുന്നതാണ്. അത് ഗവൺമെന്റിന് ലാഭമാണ് സത്യം അല്ലേ? കാശില്ലാത്ത കാലത്ത് നിങ്ങളുടെ കൂടെ 10 രൂപ കിട്ടിയാൽ, ഇപ്പൊ പിച്ച നീട്ടുന്ന കാലമായതുകൊണ്ട് നിങ്ങളുടെ ഒരു 10 രൂപ കിട്ടിയാൽ വലിയ സന്തോഷമായിരിക്കും. അപ്പൊ ഇതാരും പറഞ്ഞു കൊടുത്ത് കാണത്തില്ല ഇത്രയും നാള്. അതുകൊണ്ടാണ് അതിന് ശ്രമിക്കാത്തത്. അതുകൊണ്ട് ഏതായാലും ഞാനത് പറഞ്ഞു കൊടുക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. മറ്റ് നിങ്ങളുടെ ആവശ്യങ്ങളെപ്പറ്റി ഞാൻ സെക്രട്ടറി റാഫിയോട് പറഞ്ഞതെല്ലാം തയ്യാറാക്കി എന്റെ കയ്യിൽ തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് ഇത്തിരി തിരക്കുള്ളൊരു ദിവസമായതുകൊണ്ടാണ് കൂടുതൽ. തന്നെയല്ല, നമ്മുടെ പണിക്കരൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിവുള്ളവരാണ്. ഞങ്ങളൊക്കെ ലേമൻസ് ആണ് ഇക്കാര്യത്തിൽ. ഞാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്തതേ ഉള്ളൂ, അത് കുറെ കാലമായി. അപ്പൊ അതുകൊണ്ട് ഫയർ ആൻഡ് സേഫ്റ്റിക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഏതൊരു ആധുനിക സമൂഹത്തിനും ഇതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതാണ് ഏറ്റവും പ്രധാനം. ഫയർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്ന്. ഇപ്പൊ നമ്മൾ എല്ലാ വർഷവും വായിക്കുന്നുണ്ട് ആമസോൺ കാടുകളിലെ തീപിടുത്തം ഇല്ലേ? നമ്മൾ വായിക്കാറുണ്ട്. അതാരും വായിച്ചാലും തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഞാൻ ഇവിടെ ഒരു പുസ്തകം വായിച്ചു ആമസോൺ കാടുകളെ സംബന്ധിച്ച്. ആ കാടുകളിൽ യാത്ര ചെയ്ത ഒരു വിദേശീയ യുടെ ഓർമ്മക്കുറിപ്പുകളാണ്. അതിൽ പറയുന്നത് ഇതുപോലൊരു ഫയർ ലോകത്തൊരിടത്തും ഉണ്ടാവില്ല. അത്രമാത്രം ഭീകരമായ തോതിലാണ് ആമസോൺ കാടുകളിൽ ഫയർ ഉണ്ടാകുന്നത്. ഇതിനൊന്നും നമുക്കാർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. അതുപോലെയാണ് നാച്ചുറൽ ഫയർ ഉണ്ടാകുന്നതും അൺനാച്ചുറൽ ഫയർ ഉണ്ട്. ഇത് നമ്മൾ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രിക്കോഷൻ സ്വീകരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഫയറിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നാച്ചുറൽ ഫയർ ഉണ്ടാകാറുണ്ട്. ഈ ഉണക്കൊക്കെ വളരെ വർദ്ധിക്കുന്ന സമയത്ത്, വരൾച്ച ഉണ്ടാകുന്ന സമയത്തൊക്കെ നാച്ചുറലായി ഉണ്ടാകുന്ന ഫയർ. ഇതെല്ലാം അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ്. സോ വി ഹാവ് ടു ടേക്ക് ഇനഫ് പ്രിക്കോഷൻസ്. നമ്മൾ പ്രിക്കോഷൻ എടുത്തുകൊണ്ട് ഫയർ സേഫ്റ്റി പരിപൂർണമായി ഉറപ്പുവരുത്താനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അതിന് നിങ്ങൾ മുൻകൈ എടുത്ത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനുള്ള സന്തോഷകരമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ SPC കുട്ടികളെ കൊണ്ട് അവബോധം ഉണ്ടാക്കുന്നു, സമൂഹത്തിന് അവബോധം ഉണ്ടാക്കുന്നു, ജനങ്ങളിൽ സേഫ്റ്റി മെഷേഴ്സിന്റെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾ ഊന്നിപ്പറയുന്നു. അതെല്ലാം നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ഇത് അറിയില്ല. പലപ്പോഴും ഇതെല്ലാം ബോധ്യപ്പെടുത്തി എടുക്കാനുള്ള, ചിലപ്പം ഇലക്ട്രിസിറ്റി ലീക്ക് കൊണ്ടുണ്ടാവും അപകടം, വലിയ ഉണ്ടാവും. നിങ്ങളുടെ കുറ്റമായിരിക്കത്തില്ല, ലീക്ക് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ. പക്ഷെ ഇതെല്ലാം മനുഷ്യജീവനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നേരിടുന്നതാണ്. അതിനെയൊക്കെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ഈ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വെൽഫെയർ അസോസിയേഷൻ നല്ല നിലയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കഴിഞ്ഞ തവണ 60 കമ്പനിയായി, ഇത്തവണ 100 കമ്പനിയായി, അടുത്ത തവണ 150 കമ്പനിയായി വരട്ടെ എന്ന് ആശംസിച്ച്. അത് വന്നാൽ നിങ്ങൾക്ക് കുഴപ്പമായിരിക്കും അല്ലേ? അങ്ങനെ ഞാൻ ആശംസിക്കുന്നില്ല. എന്തായാലും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. യോഗ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച്. സന്യാസി അമ്മമാരും ഉണ്ടല്ലോ ഇതിനകത്ത്. അതെങ്ങനെയാണ്? അത് അടുത്ത ചെറിയ സെറമണി ഉണ്ട് സർ. ചാരിറ്റിയുടെ ഇതിന് വന്ന വെരി ഗുഡ്. അവരാണ് ഏറ്റവും നല്ല ചാരിറ്റി ചെയ്യുന്ന ആളുകൾ. അപ്പൊ അവരെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യണം. ദീപം തെളിയിക്കാനായിട്ട് രമേശ്വരൻ സാറിനെയും മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളെയും ദീപത്തിനടുത്തേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. വിളക്കിനടുത്തേക്ക് എല്ലാവരും എത്തിച്ചേർന്ന് നമ്മുടെ ഇന്നത്തെ വാർഷികാഘോഷം ദീപം തെളിയിച്ചുകൊണ്ട് വളരെ ഐശ്വര്യപൂർണ്ണമായിട്ട് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. നല്ലൊരു കയ്യടിയാവാം എല്ലാവരും ചേർന്നിട്ട്. നമ്മുടെ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് വേദിയിൽ നടക്കുന്നത്. ആദ്യം തന്നെ രമേശ് ചന്ദ്ര സാറ് ദീപം തെളിയിച്ചിരിക്കുകയാണ്, ആദ്യത്തെ ദീപം. തുടർന്ന് മറ്റെല്ലാ വിശിഷ്ടാതിഥികളും ദീപം തെളിയിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. Thank you so much.
സോ സാറ് ചോദിച്ചതുപോലെ തന്നെ രണ്ട് അമ്മമാര് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുണ്ട്, അല്ലെ? സിസ്റ്റേഴ്സ് ആണ്, പക്ഷെ അമ്മമാരെന്ന് വിളിക്കാനാണ് നമുക്ക് ഏറെ ഇഷ്ടം. അവർ രണ്ടുപേരെയും ഈ ഒരു വേദിയിലേക്ക് ഞാൻ ക്ഷണിച്ചു കൊള്ളുകയാണ്. നമ്മുടെ FSCWAയുടെ വാർഷിക പ്രമാണിച്ച് കരുണാഭവനിലെ നിരാലംബരായ നമ്മുടെ അന്തേവാസികൾക്ക് ഒരു ചെറിയ സഹായം നമ്മുടെ സംഘടന കൊടുക്കുന്നുണ്ട്. അത് ഏറ്റുവാങ്ങാനായിട്ട് കരുണാഭവനിൽ ചേർന്ന രണ്ട് അമ്മമാരെയും ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. അത് അവരുടെ കയ്യിലേക്ക് നൽകാനായിട്ട് രമേശ് ചെന്നിത്തല സാറിനെയും അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ടുപേരും ചേർന്ന് അമ്മമാരുടെ കയ്യിലേക്ക് ആ ഒരു കൈത്താങ്ങ് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അമ്മമാരെ രണ്ടുപേരും അത് അവരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിക്കുക. ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷം കൂടിയാണിന്ന്. കാരണം നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാടല്ല, ആരുമില്ലാത്ത ഒരുപാട് പേർക്ക് ഒരു സഹായം ആവുകയാണ്. ആൻഡ് രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നതിന് ഒരുപാട് സന്തോഷവും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. രണ്ടു വാക്ക് സംസാരിക്കുന്നുണ്ടോ? യെസ്. ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തല സാർ, പ്രിയപ്പെട്ട ഈ വെൽഫെയർ അസോസിയേഷന്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, അംഗങ്ങളെ, ഞങ്ങളെ ഈ ഒരു വേദിയിലേക്ക് വിളിച്ച് ഈ ഒരു നിങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് തന്ന നിങ്ങളുടെ ഈ വലിയ ഉപകാരത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് കാട്ടാക്കട ചെമ്പൂര് മേഖലയിലുള്ള മാനസിക രോഗികളായ സ്ത്രീജനങ്ങളുടെ ഒരു പുനരധിവാസ കേന്ദ്രത്തിലാണ്. കഴിഞ്ഞ ഒരു വർഷമായതേ ഉള്ളൂ ആ സ്ഥാപനം അവിടെ ആരംഭിച്ചിട്ട്. അതിന്റെ ആരംഭഘട്ടങ്ങളിലായതുകൊണ്ട് തന്നെ ഏറെ സാമ്പത്തികമായ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിലാണ് ഇങ്ങനെ ഒരു വിളി ഞങ്ങൾക്ക് വന്നത്. പ്രിയപ്പെട്ട വൈജു സാർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ സംഘടനയുടേതായ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്, അതിന് നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ തരാമോ എന്ന്. അപ്പം ഞങ്ങൾ അവിടുത്തെ അംഗങ്ങളെയും ഞങ്ങളെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി. അപ്പം അങ്ങനെ ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചതനുസരിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. ഈ മെന്റൽ ഹോസ്പിറ്റലിൽ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഉപേക്ഷിച്ച് ആരും നോക്കാനില്ലാതെ കിടക്കുന്ന കുറെ അമ്മമാരും, അതായത് 19 വയസ്സ് മുതൽ ഒരു 65 വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് ഇപ്പം ഞങ്ങളുടെ അവിടെ ഉള്ളത്. ഒരു വർഷമേ ആയുള്ളൂവെങ്കിലും 25 പേര് ഇപ്പോൾ തന്നെ അവിടെയുണ്ട്. അവരുടെ ഭക്ഷണം, വസ്ത്രം, മരുന്ന്, മറ്റ് അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ സുമനസ്സുകളായ അനേകരുടെ സഹായം കൊണ്ടൊക്കെയാണ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇനിയും അനേകരെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഇതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ കുറേശ്ശെ പേരെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, കാരണം ഇത് ആരംഭഘട്ടമായതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്രമീകരിക്കാൻ കുറച്ച് ഞെരുക്കം അനുഭവപ്പെട്ടിരുന്നു. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഈ ഉപകാരം വലുതാണെന്നും അതിന് ഇതിന്റെ സംഘടനയിലെ ഭാരവാഹികളോട് ഓരോരുത്തരോടും ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങളുടെ കരുണാഭവൻ കുടുംബത്തിന്റെ പേരിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഞങ്ങളെ കൂടി ഓർമ്മിക്കണമേ എന്നും ഉൾപ്പെടുത്തണമേ എന്നും അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ആൻഡ് അമ്മ ആവശ്യപ്പെട്ടതുപോലെ തന്നെ എന്നും FSCWAയുടെ കൈത്താങ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. ആൻഡ് രണ്ടു വാക്ക് സംസാരിച്ചതിന് ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്തതായി ആശംസകൾ അറിയിക്കാനായിട്ട് നമ്മുടെ സംഘടനയുടെ പ്രചോദനവും വഴികാട്ടിയുമായ ശ്രീ അരുൺ ഭാസ്കർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഡിസ്ട്രിക്ട് ഫയർ ഓഫീസറാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ് അക്കാദമിയുടെ ഡയറക്ടറുമാണ്. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് ആശംസകൾ അറിയിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സർ പ്ലീസ്. നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തല സാർ, ഇവിടെ എത്താമെന്ന് സമ്മതിച്ചിട്ടുള്ള പ്രിയപ്പെട്ട MLA ശ്രീ വി ജോയ്, പ്രിയപ്പെട്ട MLA ശ്രീ VK പ്രശാന്ത് സാർ, മറ്റ് സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി ശ്രീ അധ്യക്ഷൻ ശ്രീ പ്രസന്നൻ, ശ്രീ സനു, മറ്റ് ഇവിടെ പ്രസംഗിക്കുന്ന ശ്രീ ഗോകുമാർ, ദിഗ്വിജയ് സിംഗ്, സുരേഷ് കുമാർ, സെബാസ്റ്റ്യൻ മാത്യു, സന്തോഷ് സ്വാമി, സേവ്യർ, മറ്റ് സുഹൃത്തുക്കൾ, ഫയർ ആൻഡ് സേഫ്റ്റി വെൽഫെയർ അസോസിയേഷന്റെ അതിലുള്ള കമ്പനികൾ, മറ്റ്
സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2ാം തവണയാണ് ഇതിന് വരുന്നത് ഈ പ്രോഗ്രാമിന്. സാധാരണ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ പലതവണ പലർക്കും ക്ലാസ് എടുക്കാനായിട്ട് പോകാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് അങ്ങനെ കൂടുതൽ പോകാറില്ലായിരുന്നു. അപ്പൊ ഇവിടെ ഈ നിങ്ങളുടെ കാര്യം പറഞ്ഞത് എനിക്ക് കുറെ ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങളൊരു ബിസിനസ് എന്നതിലുപരി സോഷ്യൽ സർവീസ് സേഫ്റ്റി കൂടി നോക്കിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം. കാരണം നിങ്ങൾ ആദ്യം 1-2 കാര്യം പറയാം. നമ്മൾ ഫയർ സിസ്റ്റം ചെയ്യാത്ത ബിൽഡിങ്ങുകൾ ചെയ്യിക്കുക, ഓക്കെ, ചെയ്യാത്തവരെ കൊണ്ട് ചെയ്യിക്കുക, റൂളുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക, NBC KMBR ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. പക്ഷെ അതിനോട് ഒപ്പം തന്നെ നമ്മൾ ചെയ്ത ബിൽഡിങ്ങുകളുടെ അവസ്ഥയും കൂടെ നോക്കുക. എനിക്ക് അതും കൂടെ പറയാനുള്ളത്. നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഫയർ ഓഡിറ്റ് അല്ലെ ഫയർ ഇൻസ്പെക്ഷനാണ്. ചെയ്ത ബിൽഡിങ്ങും ചെയ്യാത്ത ബിൽഡിങ്ങും ഒക്കെ ആയിരക്കണക്കിന് ബിൽഡിങ്ങുകൾ, ആയിരക്കണക്കിനില്ലെങ്കിൽ 100 കണക്കിന് ബിൽഡിങ്ങുകൾ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങളുടെ കുറ്റം തെറ്റാന്ന് ഞാൻ പറയില്ല. എത്ര ബിൽഡിങ്ങില് ഫയർ സിസ്റ്റം നിങ്ങൾ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞ് വരെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റിന്യൂവൽ വരുന്നുണ്ട്. റിന്യൂവൽ കമ്പൽസറി അല്ലാത്ത സമയമുണ്ട്. ഇപ്പോഴൊക്കെ കഴിഞ്ഞ കുറച്ച് കാലം റിന്യൂവൽ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ റിന്യൂവൽ ചെയ്തില്ലെങ്കിലും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല പല സമയങ്ങളിൽ. അപ്പൊ എത്ര ബിൽഡിങ്ങിൽ നിങ്ങൾ ചെയ്ത സിസ്റ്റമുള്ള എത്ര ബിൽഡിങ്ങിൽ 2-3 വർഷം കഴിഞ്ഞ് പോയി നോക്കുക, സിസ്റ്റം വർക്കിംഗ് ആണോ നോക്കുക. ഇനി അടുത്ത കേസ് ഫയർ ഉണ്ടായ കേസിൽ ഞാൻ തന്നെ ഈ ഫയർ സിസ്റ്റം ഉള്ള ഒരു 10 ബിൽഡിംഗ് ഫയറെങ്കിലും ഏറ്റവും കുറേ 10 അല്ല അതിൽ കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 9 സിസ്റ്റം വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. അവരടുത്ത് വർക്ക് ചെയ്ത് അവിടുത്തെ സിസ്റ്റം അല്ല തൊട്ടപ്പുറത്ത് ബിൽഡിംഗിൽ നിന്ന് എടുത്തത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ സിസ്റ്റം ചെയ്യുന്നതൊക്കെ റിസൾട്ടിൽ വെറുതെ ആയി പോവാണ് അല്ലെ. ഈവൻ വളരെ കഴിഞ്ഞ വർഷം തൃശ്ശൂരുണ്ടായ ഒരു ഫയർ ഉണ്ടായി. കഴിഞ്ഞ വർഷം ഈ വർഷം ആദ്യം. അപ്പൊ അതില് 1-2 ഫയർ ഉണ്ടായി. ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല. അതിലൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും വർക്ക് ആയില്ല എന്നുള്ളതാണ്. അവിടെ ഇടയ്ക്കൊരു ഹോസ്പിറ്റലിൽ ഫയർ ഉണ്ടായത്. അവിടെ ഡിറ്റക്ടർ ഉണ്ട്. ഡിറ്റക്ടറിന്റെ വെള്ള കരിഞ്ഞ് കറുപ്പായി, അത് പ്ലാസ്റ്റിക് കരിഞ്ഞു പോയി. എന്നിട്ടും ഡിറ്റക്ടർ വർക്കായില്ല. ഡിറ്റക്ടറിന് സ്മോക്കായി, പുക വന്നു, ചൂടടിച്ച് കരിഞ്ഞു പോയി. എന്നിട്ട് പോലും ഡിറ്റക്ടർ വർക്കായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. പല സാധനങ്ങളും അവിടെ ഇരിക്കുന്നെങ്കിലും അത് വർക്കാവുന്ന ഒരിക്കലും ഉറപ്പൊന്നുമില്ല. ഒരു പൊടി കയറിയാലും മതി അല്ലെ, എന്താണ് പൊടിയകത്ത് കയറിയാലും അത് വർക്കാവില്ല അല്ലെ. വേറൊരു ടെക്സ്റ്റൈൽസ് ഇൻസ്പെക്ഷൻ പോയി, പേരായിട്ട് ടെക്സ്റ്റൈൽസ് ഇൻസ്പെക്ഷൻ പോയപ്പോൾ അവർ പറഞ്ഞാൽ സാർ അതെല്ലാം വർക്കിംഗ് ആണ്, ഇതെല്ലാം വർക്കിംഗ് ആണ്, ഡിറ്റക്ടർ എല്ലാം വളരെ കറക്റ്റായിട്ട് അടുത്തടുത്ത് ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും നോക്കാനില്ല, എല്ലാം ഓക്കെ. ഞാൻ പറഞ്ഞു വെറുതെ നമുക്കൊന്ന് ടെസ്റ്റ് വർക്ക് ചെയ്യുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതൊന്നും കുഴപ്പമില്ല, എല്ലാ ആഴ്ചയും ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു ഡിറ്റക്ടറിന്റെ അടുത്ത് പോക കാണിച്ച് തിരി കത്തിച്ച് നോക്കി. അവർ 10 തിരി ഒരുമിച്ച് കത്തിച്ച് നോക്കി. അത് ഒന്നും അനങ്ങുന്നില്ല. അപ്പൊ അവിടെ പൊടി കയറിയായിരിക്കും. അടുത്ത ഡിറ്റക്ടർ നോക്കാം. അങ്ങനെ 5 ഡിറ്റക്ടർ പല സ്ഥലത്ത് പോയി നോക്കി, ഒന്നും വർക്കാവുന്നില്ല. അപ്പൊ അതൊക്കെ പലതും പേരിന് വേണ്ടി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ചെയ്ത സമയത്തൊക്കെ വർക്കിംഗ് ആയിരിക്കും. അപ്പൊ അതും കൂടി നമ്മൾ നോക്കുക. റിസൾട്ട് എത്ര വരുന്നുള്ളതാണ് അതിന്റെ ഒരു പരാജയം വരുന്നത്. റിസൾട്ട് നമ്മൾ കിട്ടുന്നില്ല. ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഒരു ഫയർ സിസ്റ്റം ചെയ്യുന്നതിന്റെ റിസൾട്ട് ഇൻ പ്രാക്ടിക്കൽ ഇന്നൊരു ഫയർ ഇൻസിഡന്റ് ഉണ്ടാകും. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ചെയ്യുന്ന ബിൽഡിംഗ് നമ്പർ കിട്ടാനോ പെർമിറ്റ് കിട്ടാനോ ഒക്കുപൻസി കിട്ടാനോ ഒക്കെ ആയിരിക്കും അല്ലെ. അതിന് മാത്രമാണ് ചെയ്യുന്നുള്ള കാര്യമാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അത് ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ സേഫ്റ്റി കൂടെ വേണ്ടിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെയും കൂടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ കുറെയൊക്കെ പഠിച്ചിട്ട് അവരെക്കാൾ അറിയുന്ന ആൾക്കാരാവും. നിങ്ങളായാലും എഞ്ചിനീയേഴ്സ് ആയാലും കൺസൾട്ടൻസ് ആയാലും അതൊരു കാര്യം അവരെ ബോധ്യപ്പെടുത്തുക. ഇനി നമ്മുടെ മലയാളിയുടെ ഒരു സ്വഭാവമാണ്, നമ്മുടെ ബിൽഡിംഗ് കത്തിയാൽ മാത്രമേ, നമ്മുടെ വീട്ടിൽ ആൾക്ക് അപകടം പറ്റിയാൽ മാത്രമേ അവർക്ക് വിഷമം അവരെ ബാധിക്കുള്ളൂ. മറ്റൊരു ബിൽഡിംഗിൽ നിന്ന് മറ്റൊരാളുടെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊരു കാര്യം ശ്രദ്ധിക്കും ഫയർ സിസ്റ്റത്തിന്റെ. രണ്ടാമത്തെ കാര്യം എക്സിറ്റുകളും സ്റ്റെയർ കേസുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ തന്നെ നമുക്ക് 2 ഇൻസിഡന്റ് ഇവിടെ അടുത്തുണ്ടായി. കളമശ്ശേരിയിൽ കൺവെൻഷൻ സെന്ററിൽ അവിടെ ഉണ്ടായത് അല്ലെ. 8 പേര് ഇപ്പം മരിച്ചു. ഒരാള് തന്നെ ചെയ്ത സംഭവം. അതേപോലെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാമ്പേഡ് ഉണ്ടായി അല്ലെ, പ്രോഗ്രാം, മ്യൂസിക്കൽ പ്രോഗ്രാം ഇടയ്ക്ക്. അപ്പൊ ഇവിടെ ഒന്നും പ്രോപ്പർ നമ്പർ എക്സിറ്റ്സ് ഉണ്ടായിരുന്നില്ല, കറക്റ്റ് പോകാനുള്ള വഴി ഉണ്ടായിരുന്നില്ല, എക്സിറ്റ് എൻട്രി സെപ്പറേറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെ പലപ്പോഴും ആർക്കിടെക്ടിന്റെ അല്ല എഞ്ചിനീയറിന്റെ സൈഡും കൂടെ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. ഒരു ബിൽഡിംഗിൽ കറക്റ്റ് നമ്പർ ഓഫ് പേഴ്സൺ അനുസരിച്ച് അതിന് എക്സിറ്റിന്റെ എണ്ണം 2 സൈഡിലും എക്സിറ്റ്, അല്ലെങ്കിൽ 4 സൈഡിലും എക്സിറ്റ് കൊടുക്കുക. അപ്പൊ എക്സിറ്റ് എൻട്രി സെപ്പറേറ്റ് കൊടുക്കുക, അതിന് കറക്റ്റ് വിട്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ഒരു അസംബ്ലി ഹാളിൽ ആൾക്കാർക്ക് എല്ലായിടത്തും ഒരു സൈഡിലേക്കൊക്കെ ഓടേണ്ട അവസ്ഥ വരുന്നു പലപ്പോഴും. അപ്പൊ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാ സൈഡിലും 4 സൈഡിലും പെട്ടെന്ന് 4 സൈഡിലും എക്സിറ്റ് കൊടുക്കേണ്ടി വരും അല്ലെ.
അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 4 എക്സിറ്റ് ഉണ്ടെങ്കിൽ 4 സൈഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഫയർ ഉണ്ട്, അവർക്ക് പോകണമെങ്കിൽ നേരെ അങ്ങോട്ട് പോകണം. ഇത്രയും ദൂരം ഓടി പോകുമ്പോൾ 1000 പേരുള്ള ഹാൾ, 2000 പേരുടെ ഹാളാണ്. ഇവിടുന്ന് അങ്ങേയറ്റം വരെ ഓടി പോകുന്ന ആ സൈഡിലാണ് 2 എക്സിറ്റ് ഇരുന്നിരിക്കുന്നത്. ബാക്കി ഒരു എക്സിറ്റ് ഉള്ളത് ക്ലോസർ ആണെങ്കിൽ അവിടെ വരെ ഓടണമെങ്കിൽ അതിന് മുമ്പിൽ ആൾക്കാർ ചവിട്ടി മറിച്ചിടും, അല്ല സ്റ്റാമ്പേഡ് ഉണ്ടാവും. ആൾക്കാർ പുറത്തെത്തും, പക്ഷേ ഇത്രയും സ്ഥലത്തേക്ക് ഒരേ ഡയറക്ഷനിലേക്ക് 1000 പേര് ഓടുമ്പോൾ എങ്ങനെ കുറെ പേര് ചവിട്ടി മറിക്കപ്പെടും, അല്ലെ? അത് തന്നെ ഈ അസംബ്ലി ഹാളുകളിൽ ഇതുള്ള ഓഡിറ്റോറിയങ്ങളിലൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ആണ്. അതിപ്പോ അതിന് തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ അങ്ങനെ സംഭവങ്ങൾ. സ്റ്റാമ്പേഡ് കേരളത്തിൽ ഇല്ലായിരുന്നു. പുൽമേട് സംഭവം കഴിഞ്ഞ പിന്നെ സ്റ്റാമ്പേഡിൽ അപകടം എന്ന് വെച്ചാൽ ചവിട്ടി മരിക്കപ്പെടുക, തിക്കിലും തിരക്കിലും കൊണ്ട് ആൾക്കാർ മരിക്കുന്ന സംഭവം ഇല്ലായിരുന്നു. അതിനി അതും കൂടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ഒരു സിംഗിൾ ഒരു ഓഡിറ്റോറിയം ആയാൽ പോലും എക്സിറ്റ് ഒക്കെ എങ്ങനെ കൊടുക്കാമെന്നുള്ള കാര്യം നിങ്ങളെ ആർക്കിടെക്ട്സിനും എഞ്ചിനീയേഴ്സിനും കൂടെ അത് പറഞ്ഞു കൊടുക്കുക. നമ്മളെ എസ്തെറ്റിക്സ് അല്ലെങ്കിൽ ബ്യൂട്ടിക്ക് മാത്രമാണ് പലരും പരിഗണന കൊടുക്കുന്നത്. ബ്യൂട്ടി ബിൽഡിങ്ങിന്റെ ബ്യൂട്ടിയെ ബാധിക്കുമെങ്കിൽ അവര് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അത് കൊടുക്കും, അല്ലെ? സ്റ്റെയർ കേസ് ആയാലും എക്സിറ്റ് ആയാലും ബിൽഡിങ്ങിന്റെ എസ്തെറ്റിക് സെൻസ് ഒക്കെ നോക്കിയിട്ട് ബ്യൂട്ടിഫിക്കേഷൻ നോക്കിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. എല്ലാവരും അല്ല, കുറെ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട്, അതുകൊണ്ട് ബിൽഡിങ്ങിന്റെ സിവിൽ വർക്കും കൂടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് നോക്കുക കുറെയൊക്കെ. ഇപ്പൊ നമുക്ക് നമ്മുടെ ചെക്ക് ലിസ്റ്റ്, ഫയർഫോഴ്സ് നമ്മുടെ NOC കൊടുക്കുന്ന ചെക്ക് ലിസ്റ്റിനകത്ത് പകുതിയോളം കാര്യങ്ങൾ സിവിലോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഫയർ എക്സിറ്റ്, ലിഫ്റ്റ്, അങ്ങനെ ട്രാവൽ ഡിസ്റ്റൻസ്, അങ്ങനെ കുറെ സിവിൽ വർക്കോട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, എക്സസ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ നോക്കുക. നിങ്ങളുടെ ബിൽഡിംഗ് NOC എടുക്കാൻ പോകുമ്പോൾ ആ സിവിൽ വർക്കും കൂടെ നോക്കുക. സിവിൽ വർക്ക് ഒന്നും കറക്റ്റ് ആകത്തില്ല, അല്ലാതെ ഒരു ബിൽഡിംഗ് നിങ്ങൾ സിസ്റ്റം ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് NOC കിട്ടില്ല, അല്ലെ? അതിന് ഇരട്ടി പണി പിന്നെ ചെയ്യേണ്ടി വരും, പൊളിക്കേണ്ടി വരും. എക്സിറ്റ് ആണെങ്കിലോ സ്റ്റെയർ ആണെങ്കിൽ ലിഫ്റ്റ്, സ്റ്റെയറിന്റെ അടുത്ത് ലിഫ്റ്റ് പണിയുക, അല്ലെ ഫയർ എക്സിറ്റ് എക്സ്റ്റേണൽ അല്ലാതെ ലാബട്ടിങ്ങിന്റെ കണ്ടീഷൻസ് വെച്ചല്ലാതെ പണിയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അതിന് നമ്മൾ ചെക്ക് ലിസ്റ്റ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ചെക്ക് ലിസ്റ്റ് തന്നെ വായിച്ചു നോക്കിയാൽ മതിയാവും. 10, 30, 35 പോയിന്റ് ഉണ്ട്. അതിലൊരു 10-15 പോയിന്റുകളും കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ട് അതും കൂടെ ഒക്കെ കൊണ്ടുപോയി ആ ബിൽഡിങ്ങിൽ പോയി നോക്കുക, ഒരു ബിൽഡിംഗ് എടുക്കുന്നതിന് മുമ്പ്, എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ നിങ്ങൾ ഹൈറൈസ് ബിൽഡിംഗ് സിസ്റ്റം ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്കിപ്പോ ഹൈറൈസ് ബിൽഡിങ്ങുകളിലും അവിടെ എത്രത്തോളം സിസ്റ്റം കറക്റ്റ് നമുക്കറിയാം. നമ്മുടെ സ്റ്റേറ്റിൽ ഇപ്പൊ സ്കൈ ലിഫ്റ്റ് ഒന്നുമില്ല, അല്ലെ? നമുക്ക് മാക്സിമം പോകാൻ പറ്റുന്ന ഒരാളെ രക്ഷാപ്രവർത്തനം നടക്കണമെങ്കിൽ 5 നില 6 നില 5 നിലയ്ക്കൊക്കെ മുകളിലാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ രക്ഷാപ്രവർത്തന സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് വളരെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഫയർ ലിഫ്റ്റ് ഒക്കെ വെക്കുന്ന ബിൽഡിംഗ് ഉണ്ട്. പലപ്പോഴും 15 മീറ്ററിന് മേളിൽ NBC പകരം ഫയർ ലിഫ്റ്റ് വേണം, 15 മീറ്റർ ഹൈറ്റ് കൂടുതൽ. പക്ഷേ ഈ ഫയർ ലിഫ്റ്റ് ഒക്കെ NOC എടുക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ അതൊന്നും വർക്ക് ആവുന്ന, എനിക്ക് ചില സാഹചര്യങ്ങളിലൊന്നും പല സാഹചര്യങ്ങളിലും വർക്ക് ആവുന്നില്ല. കാരണം അത് പിന്നെ ഫയർ ലിഫ്റ്റിന് ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് പവർ സപ്ലൈ വേണം. സാധാരണ ലിഫ്റ്റിനെ തൽക്കാലം ഒരു ARD വെച്ചിട്ട് ഫയർ ലിഫ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. അതിന് ആൾട്ടർനേറ്റീവ് പവർ സപ്ലൈ വേണം. പവർ ഓഫ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ 6ാം നിലയിൽ ഫയർ ലിഫ്റ്റ് അല്ല 5ാം നിലയിൽ ഫയർ ലിഫ്റ്റ് നിൽക്കുവാണെങ്കിൽ പവർ ഓഫ് ആയാലും അത് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് ഓപ്പൺ ആയി നിൽക്കണം, വേറെ എങ്ങും തുറക്കാൻ പാടില്ല. നേരിട്ട് ഗ്രൗണ്ട് ഫ്ലോർ, അത്ര ഒരു ബാക്കപ്പ് വേണം. സാറിന് ARD വെച്ച് നമ്മൾ സാറിന് ലിഫ്റ്റിന് 6ാം നിലയിൽ പ്രശ്നമുണ്ട്, 5 വന്ന് ഓപ്പൺ ആയി നിൽക്കും. പക്ഷെ ബിൽഡിംഗിൽ ഫയർ ഉണ്ടെങ്കിൽ ഒരിക്കലും അകത്ത് ഓപ്പൺ ആകാൻ പാടില്ല, ഏറ്റവും താഴെ ഗ്രൗണ്ടിലെത്തണം എന്നുള്ളതാണ്. അപ്പൊ ഫയർ ലിഫ്റ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ നോക്കും. ഇൻ കേസ് എമർജൻസി നമുക്ക് ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഫയർ ലിഫ്റ്റ് വഴി. അതായത് എക്സ്റ്റേണലായിട്ടും കൂടെ സെറ്റ് ചെയ്യുവാണെങ്കിൽ, അത് ഇങ്ങനെ പറയുന്നില്ല നിർബന്ധമായിട്ട്, എക്സ്റ്റേണൽ ഫയർ ലിഫ്റ്റ് ആണെങ്കിൽ അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. ഓൾട്ടർനേറ്റീവ് പവർ സപ്ലൈ ഉണ്ട്, എക്സ്റ്റേണൽ ഫയർ ലിഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഫയർ എക്സിറ്റ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഈവൻ കാഷ്വാലിറ്റി ഉണ്ടെങ്കിലും ആൾക്കാരെ ഉണ്ടെങ്കിൽ രക്ഷിച്ച് അത് കൂടെ താഴെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതൊക്കെ പലരും അകത്ത് ഫയർ ലിഫ്റ്റ് ബിൽഡിംഗ് ഇന്റേണലായിട്ട് ചെയ്യുന്നുണ്ട്. പല നല്ലത് എക്സ്റ്റേണലായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ ഫയർ സിസ്റ്റം ചെയ്യുമ്പോഴും നമ്മൾ പലപ്പോഴും അകത്ത് കൊണ്ടുപോയി ചെയ്യാറുണ്ട്. ഏറ്റവും അകത്ത് 1-2 ബിൽഡിങ്ങിൽ ഫയർ ആയപ്പോൾ ഞാൻ ഇപ്പൊ തന്നെ കഴിഞ്ഞ 1 വർഷം മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി, ഈ കഴിഞ്ഞ 1 വർഷം ഇടയ്ക്കുള്ള ഒരു ഫയറാണ്. ഫയർ സിസ്റ്റം ഉണ്ട്, പക്ഷേ ഇന്ത്യയാണ് ഏറ്റവും അകത്താണ്, ഏറ്റവും ഉള്ളിലെ ബിൽഡിങ്ങിന്റെ കറക്റ്റ് നടുക്കാണ് ചെയ്തിരിക്കുന്നത്. അകത്തുള്ള സ്റ്റെയറിന് അങ്ങോട്ട് അടുക്കാനേ പറ്റുന്നില്ല ആർക്കും, പോക കാരണം സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ആ അവസ്ഥയിൽ. സ്പ്രിംഗ്ലർമാരുടെ അതൊന്നും വർക്കായില്ല. ഈ സിസ്റ്റം റൈസർ എങ്കിലും വർക്ക് ചെയ്യാൻ പോയപ്പോൾ അത് വർക്കാവുന്നില്ല. അത് അകത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ആർക്കും അടുക്കാൻ പറ്റുന്നില്ല, അല്ലെ? ഈവൻ ഫയർ ഉണ്ടാകുന്ന സമയത്ത് ആ ഒക്കുപ്പൻസ് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി ഫയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അവർക്കെന്നല്ല, ഫയർ ടീമിന് പോലും നമുക്ക് പോലും അകത്ത് കയറാൻ പറ്റാതെ ഈ ചൂടും പുകയായി. അപ്പൊ അത് മാക്സിമം അതിന്റെ ഔട്ട് നമുക്ക് ഫയർ എക്സിറ്റിനോട് അടുത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് എക്സ്റ്റേണലായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിൽ ഫയർ സിസ്റ്റം പണിയുകയാണെങ്കിൽ, അത് ആദ്യം തൊട്ടേ സിവിൽ കൺസ്ട്രക്ഷൻ വരുമ്പോഴേ നിങ്ങൾ അതിനുള്ള ഡക്റ്റും അതൊക്കെ നിങ്ങൾ പറഞ്ഞ് കൊടുക്കേണ്ടി വരും, ഡക്റ്റോടെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എക്സ്റ്റേണലി അല്ലെ പുറത്തുനിന്ന് ഈസിലി അക്സസിബിൾ ആയുള്ള സ്ഥലത്താണ് ഫയർ സിസ്റ്റം ചെയ്യുന്നതെങ്കിൽ
ഫയർ ആയാലും ഒരു ബിൽഡിംഗ് ഫയർ ആയ പിന്നെ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. ഫയർ ആയാലും നമുക്ക് പുറത്തുനിന്ന് ആ പബ്ലിക്കിനോ അതിനുള്ള സ്റ്റാഫിനോ ആർക്ക് വേണമെങ്കിലും അവിടെ നിന്ന് ഫയർ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇത്രയും ഡാമേജ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഫയർ ഹൈഡ് നമുക്ക് FBI ഇപ്പൊ വെക്കുന്നുണ്ട്, ഫയർ ബ്രിഗേഡ് ഇൻലെറ്റ് വെക്കുന്നുണ്ട്, FBC എല്ലാ ബിൽഡിങ്ങിലും വെക്കുന്നുണ്ട്. പക്ഷേ ആ FBC തന്നെ ഒരു ഫയർ ഹൈഡന്റ് കണക്ഷനോട് കൊടുക്കുകയാണെങ്കിൽ, ഒരു പോയിന്റോട് കൊടുക്കുകയാണെങ്കിൽ അത്ര വലിയ ചിലവൊന്നും ഉണ്ടാവില്ല. കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് ഭയങ്കര കൂടുതലാണ്. കാരണം സാധാരണ ബിൽഡിംഗ് ഇപ്പൊ രാത്രി കാലങ്ങളിൽ ഫയർ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായ ബിൽഡിങ്ങിന് അടുത്തുള്ള ബിൽഡിങ്ങുകൾ അവിടെയൊക്കെ സിസ്റ്റം ഉണ്ടാവും. ഒരു ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ചിലപ്പോൾ സിസ്റ്റം ഉണ്ട്, അതിനോട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. അതുപോലെ രാത്രി കാലങ്ങളിലൊക്കെ ഫയർ ഉണ്ട്, അവിടെ ആരും ഉണ്ടാവില്ല ബിൽഡിങ്ങിൽ ഫയർ സിസ്റ്റം ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യാർഡിൽ അല്ലെങ്കിൽ ബിൽഡിംഗിൽ പുറത്ത് ഫയർ ബ്രിഗേഡ് ഇൻലെറ്റിന്റെ കൂടെ ഒരു ഹൈഡ്രന്റ് പോയിന്റോട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ. ഈവൻ ഗ്രാവിറ്റി പ്രശ്നങ്ങൾ കിട്ടും, അല്ലെങ്കിൽ പമ്പ് വർക്ക് ചെയ്യാൻ ഓട്ടോമാറ്റിക് പമ്പോ അല്ലെങ്കിൽ ടെറസിൽ ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്കത് കിട്ടും. അപ്പൊ അത് ഒരു നല്ല ഇതായിരിക്കും. അത് ഒന്ന് രണ്ട് സ്ഥലത്ത് ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ അത് നമ്മുടെ റിസൾട്ട് വരുന്നത് നമുക്കൊരു ഫയർ ഉണ്ടാകുമ്പോൾ ഇത് ഏതെങ്കിലും സിസ്റ്റം വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഒരു ബിൽഡിങ്ങിൽ ആ ഏരിയയിലുള്ള ഏത് ബിൽഡിങ്ങിനായിരുന്നു ഒരു രണ്ടോ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ നിന്ന് അതിനടുത്ത ബിൽഡിങ്ങിൽ നിന്നൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എമർജൻസി നമുക്ക് നമ്മുടെ ആക്ട് ഭാരം തന്നെ അങ്ങനെ എടുക്കാൻ പറ്റും. ഫയർ സിസ്റ്റം ഉള്ള ഏത് ബിൽഡിങ്ങിൽ നമുക്ക് ഇൻ കേസ് ഓഫ് ഫയർ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ബിൽഡിങ്ങുകളുടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ളതായിരിക്കും, ഒരു ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഫയർ എക്സിഡന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ താഴെ ഞാൻ ഇപ്പൊ ഒരു 5 നില ബിൽഡിംഗ് ആയിരിക്കട്ടെ, ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫയർ ഉണ്ടായി അല്ലെങ്കിൽ പുകയുണ്ടായി. അപ്പൊ അത് ഏതൊക്കെ ഫ്ലോറിനെ ബാധിക്കും? 5 നില ബിൽഡിംഗ് ആണ്, ഗ്രൗണ്ടിലാണ് പുക ഉണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിനെ ബാധിക്കുള്ളൂ. കംപ്ലീറ്റ് 5 നില വരെ ബാധിക്കും അല്ലെ. അപ്പൊ ആരൊക്കെ പുറത്തു വരണം ബിൽഡിങ്ങിൽ നിന്ന്? ഫസ്റ്റ് ഫ്ലോറിലുള്ളവർ ആദ്യം പുറത്തു വരണോ? 5th ഫ്ലോറിലുള്ള ആദ്യം പുറത്തു വരണോ? കാരണം ഈ പുകയ്ക്ക് ഡെൻസിറ്റി കുറവായതുകൊണ്ട് നേരെ മുകളിലേക്ക് പോകും അല്ലെ. പുക കട്ടി കുറവാണ്ട് ഏറ്റവും മേളിൽ പോകും. ഏറ്റവും മേളിൽ പോയിട്ട് അവിടെ തങ്ങി നിൽക്കും. പുറത്തേക്ക് പോകാൻ വഴിയില്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി നിൽക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഏറ്റവും ടോപ്പ് ഫ്ലോർ മാത്രമല്ല അതിന് താഴെ എല്ലാം ബാധിക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എല്ലാത്തിനും അഫക്ട് ചെയ്യും, ടോപ്പ് ഫ്ലോർ ഉൾപ്പെടെ. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ പറയുന്നത് ഫയർ എക്സിറ്റ് എക്സ്റ്റേണൽ വേണമെന്ന് പറയുന്നതിന്റെ കാര്യം. ഇന്റേണലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്റേണൽ സ്റ്റെയർ കേസ് ഒക്കെ കംപ്ലീറ്റ് പുകയായിരിക്കും. നമ്മൾ ഈ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ അകത്തുള്ള വഴിയെല്ലാം വെർട്ടിക്കൽ ഓപ്പണിംഗ് വഴിയെല്ലാം പുക മേലോട്ട് പോകും. അകത്തുള്ള സ്റ്റെയർ വിടാം, അകത്തുള്ള റാമ്പാൽ എന്ത് സംഭവമല്ല, ബിൽഡിങ്ങിനകത്തുള്ള എല്ലാ വഴി കൂടെയും പുക മേലേക്ക് പോകും. അപ്പൊ അതുവഴി നമുക്ക് താഴെ എത്താൻ പറ്റാത്ത കേസിലാണ് ഫയർ എക്സിറ്റ് എക്സ്റ്റേണൽ വെക്കണമെന്ന് പറയുന്നത്. ബിൽഡിങ്ങിന് എൻഡിൽ വെക്കണമെന്ന് പറയുന്നത് ഡയറക്ട്ലി ഓപ്പൺ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. പലതും ഫയർ എക്സിറ്റ് വെക്കുന്നത് ഇങ്ങനെ വന്നിട്ട് താഴെ വന്നിട്ട് ബിൽഡിങ്ങിന് അകത്തേക്ക് ഇങ്ങനെ വരുവാണ്. ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ താഴെ അവരിങ്ങനെ പുറത്തു വരെ വന്നിട്ട് ഇങ്ങനെ അകത്തേക്കാണ് വരുന്നത്. അങ്ങനെ വരാൻ വളരെ തിരിച്ചായിരിക്കണം എന്റെ ബിൽഡിംഗ് പുറത്തേക്ക് ഇറങ്ങണം. കാരണം ഇവിടെ നിന്ന് ബിൽഡിംഗ് റൂമിനകത്ത് കയറിയിട്ട് കാര്യമില്ല, പുകയിലായിരിക്കും വന്ന് ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ അത് ബിൽഡിംഗ് സ്റ്റെയർ പണിയുമ്പോൾ അങ്ങനെ അതിന്റെ ഫ്ലൈറ്റ് പുറത്തേക്ക് ആയിരിക്കണം, പുറത്ത് ഓപ്പൺ ഏരിയയിലേക്കായിരിക്കണം തുറക്കേണ്ടത്. അപ്പൊ അത് ഈ പുകയുടെ ഒരു പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ 99% ആൾക്കാർ മരിക്കുന്നത് പുകയിൽ കുടുങ്ങി തന്നെയാണ് ഫയറിന് സംഭവിക്കുന്നത്. തീ പിടിച്ചിട്ട് അല്ല മരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ അത് ശ്രദ്ധിക്കുക ഫയർ എക്സിറ്റ് പണിയുമ്പോഴും. പിന്നെ അതുപോലെ ഇനിയിപ്പോ ഫയർ എക്സിറ്റിന്റെ അടുത്താണ് തീ പിടിച്ചെങ്കിൽ എന്ത് ചെയ്യും? ഫയർ എക്സിറ്റിന്റെ അടുത്താണ് തീപിടുത്തം ഉണ്ടായത്, നമ്മൾ മേളിൽ നിൽക്കുക, മേളിലെ ഫ്ലോറിൽ നിൽക്കുക, ഏത് വഴി താഴെ എത്താൻ പറ്റും? മെയിൻ സ്റ്റെയറിൽ തീപിടുത്തം ഇല്ല, പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതും സേഫ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. ഓപ്പൺ ടെറസ് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ബിൽഡിങ്ങിന്റെ ഒരു അറ്റ്ലീസ്റ്റ് 1/3 എങ്കിലും ഓപ്പൺ ടെറസ് ആയിട്ട് ഒഴിച്ചിട്ടുണ്ടെന്ന് നമ്മളൊക്കെ പറയുന്നത്. നമ്മൾ NOC കൊടുക്കുമ്പോഴൊക്കെ അത് നോക്കുന്നുണ്ട്. ഇപ്പം അത്ര അങ്ങനെ റൂള് പ്രകാരം സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് 1/3 എങ്കിലും ഓപ്പൺ ടെറസ് ആയിട്ട് ഇടണമെന്ന് പറയുന്നത്. കാരണം നമുക്കൊരു ടെമ്പററി റെഫ്യൂജ് ഏരിയ, ടെമ്പററി അസംബ്ലി പോയിന്റ് ആയിട്ട് ഓപ്പൺ ടെറസിന് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഫയർ ഉണ്ടായാൽ നമുക്ക് അവിടെ കയറി നിൽക്കാൻ പറ്റും. ഈവൻ ബിൽഡിംഗ് പൊളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെറസിന് വേണ്ടി നിൽക്കാം. അതിനുമ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വന്നിട്ട് നിങ്ങൾ രക്ഷപ്പെടുത്തും അല്ലെ. റോപ്പ് ഉപയോഗിച്ച്, ലാഡർ ഉപയോഗിച്ച്, നെറ്റ് ഉപയോഗിച്ച് എങ്ങനെയാലും രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ അത് ഓപ്പൺ ഏരിയ ആണ്. അപ്പൊ ഓപ്പൺ ടെറസ് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഓപ്പൺ ടെറസ് കെട്ടിയടക്കരുതെന്ന് പറയുന്നത്. ടെറസ് മൊത്തം കെട്ടിയടച്ച് പലരും
അടയ്ക്കുന്നുണ്ട്, റൂഫിങ്ങിന് വേണ്ടി അടയ്ക്കുന്നുണ്ട്, അത് കെട്ടിയടച്ച് ഫ്ലോറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലീഗലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീ പിടിച്ചാൽ മേലോട്ട് പോയി രക്ഷപ്പെടാൻ പറ്റത്തില്ല, താഴേക്കും പോകാൻ പറ്റില്ല, മേലേക്കും പോകാം. ഒരു ഉദാഹരണം, നമ്മൾ കഴിഞ്ഞ ഇവിടെ സൂററ്റിൽ ഒരു ഫയർ ഉണ്ടായിട്ട് കുറെ കുട്ടികൾ 20-21 സ്കൂൾ കുട്ടികൾ മരിച്ചൊരു സംഭവം ഉണ്ടായി ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ. G+1 ബിൽഡിംഗ് ആണ്. G+1 ഫയർ എക്സിറ്റ് വേണ്ട, അല്ലെ? ഫയർ എക്സിറ്റ് വേണ്ട. പക്ഷെ എന്ത് ചെയ്ത് അതിന്റെ മേളിൽ അവർ ഒരു ടെറസ് മൊത്തം കെട്ടിയടച്ച് ഫ്ലോറായിട്ട് ഉപയോഗിച്ചു. അവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. എൻട്രൻസ് കോച്ചിങ് +2 പഠിക്കുന്ന ആ സൈഡിലെ കുട്ടികളാണ്. അപ്പൊ ആകെ ഒരു സ്റ്റെയറേ ഉള്ളൂ. G+1 ഫയർ എക്സിറ്റ് വേണ്ട, ഒറ്റ സ്റ്റെയറേ ഉള്ളൂ. ആ സ്റ്റെയർ വഴി താഴേക്ക്, അവിടെയാണ് തീ പിടിച്ചത്. ആ സ്റ്റെയറിനടുത്ത് തീ പിടിച്ചു. പിന്നെ താഴേക്ക് വരെ ഒരു വഴിയില്ല. പിന്നെ കുറെ ഇടയ്ക്കുള്ള റൂട്ടിലൊക്കെ മേലേക്ക് പോയെന്ന് അവിടെ കംപ്ലീറ്റ് പുകയായി. പുക പുറത്തും ഒരു വഴിയില്ല, ടെറസ് മൊത്തം കെട്ടി നിൽക്കുക. അപ്പോൾ ഒന്നുകിൽ പുകയെ കുടുങ്ങി മരിക്കണം, അല്ലെ എടുത്തിയാടി മരിക്കണം. 12 കുട്ടികൾ എടുത്തിയാടി മരിച്ചു. അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. 12 കുട്ടികൾ എടുത്തിയാടി മരിച്ചു, 9 പേര് പുകയിൽ മരിച്ചു. അല്ലെ? ഈ ഒരു സംഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഫയർ എക്സിറ്റ് ഓപ്പൺ ആയിരിക്കണം, എക്സ്റ്റേണൽ ആയിരിക്കണം. നിർബന്ധമായിട്ടും ടെറസ് കെട്ടിയടച്ച് ഫ്ലോറായിട്ട് ഉപയോഗിച്ചാൽ അതിന് ഫയർ എക്സിറ്റ് വെക്കണം. ഒരു ഫ്ലോറായിട്ട് ഉപയോഗിക്കുന്ന കുഴപ്പമില്ല, ഫയർ എക്സിറ്റ് വെക്കണം, ഫയർ സിസ്റ്റം ചെയ്യണം എന്നേ ഉള്ളൂ. ടെറസുകൾ പല സ്ഥലങ്ങളിലും കെട്ടിയടച്ച് ഉപയോഗിക്കാറുണ്ട്, ഇല്ലീഗലായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പലതും നോട്ടീസിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ എങ്ങനെയൊക്കെയോ ഈ ലോക്കൽ അതോറിറ്റി സ്ട്രിക്റ്റ് ആയിട്ട് നടപടി എടുക്കാത്ത സ്ഥലത്ത് പലതും രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും ശാശ്വതമായ സംഭവമല്ല. അവിടെയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളത് പിടിക്കും, അവർക്ക് ലീഗൽ ആക്ഷൻ ഉണ്ടാവും. അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴേ പ്രശ്നം ഉണ്ടാവും. നമ്മുടെ ആക്ട് ഒക്കെ വരുമ്പോൾ അത് കൂടുതൽ സ്ട്രിക്ട്ലി ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ ഒരുപാട് ബിൽഡിംഗ്, ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ടെറസ് കെട്ടിയടച്ച ബിൽഡിങ്ങുകൾ, അതൊക്കെ ഇനി അപകടങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ടെറസ് കെട്ടിയടച്ചവിടെ സ്റ്റോക്ക് ചെയ്യുക, പല സാധനങ്ങളും ഡംപ് ചെയ്തിടുക, സ്റ്റോർ ചെയ്ത് വെക്കുക. തീ പിടിച്ചു കഴിഞ്ഞാൽ ആ പുക കാരണം ഒന്നും ചെയ്യാം, തൊട്ടടുത്ത ബിൽഡിങ്ങോട് സ്പ്രെഡ് ആവും പുക. ആ ഒരു കോംപ്ലക്സ് മൊത്തം കത്തിപ്പോവും. അത്രയ്ക്ക് സ്റ്റോക്ക്. കാരണം അവിടേക്ക് കയറാൻ വഴി ഉണ്ടാവില്ല. ഓപ്പൺ ടെറസിന്റെ ഇല്ലീഗലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അവിടത്തേക്ക് സ്റ്റെയറും കാര്യമായിട്ട് ഉണ്ടാവില്ല, ഒരു വഴിയേ ഉണ്ടാവുള്ളൂ. ആ ഒരു വഴി മൊത്തം പുകയായിരിക്കും. പിന്നെ എങ്ങനെ കയറും? ഫയർ ഫൈറ്റിംഗ് ടീമിന് പോലും കഴിഞ്ഞ ഒരു ബിൽഡിംഗ് ഫയർ ഉണ്ടാണെങ്കിൽ ടെറസ് മൊത്തം കെട്ടിയടച്ച് ഉപയോഗിക്കുന്ന സ്ഥലത്ത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു ഒരുപാട് സാധനങ്ങൾ. അവിടെ കംപ്ലീറ്റ് താഴ്ന്ന് സ്പ്രെഡായി, പുക സ്പ്രെഡായി, തീ പിടിച്ചു. തൊട്ടടുത്തൊക്കെ ബിൽഡിങ്ങുകളാണ്. അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റുന്നില്ല. 3-ാം നിലയാണ്, 2 നില, ആകെ ഒരു സ്റ്റെയറേ ഉള്ളൂ അവിടെ കൂടെ കയറാൻ. ആ സ്റ്റെയറിന്റെ അടുത്ത് മൊത്തം തീയാണ്, പുകയാണ്. പിന്നെ നമ്മൾ മറ്റ് ബിൽഡിങ്ങിന് മേളിലേക്ക് കയറി വെള്ളം അടിക്കേണ്ടി വന്നു, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ. അതുപോലെ നമ്മുടെ പുതിയ വെഹിക്കിൾ ഉപയോഗിച്ച് വാട്ടർ ബോസറും അങ്ങനെ തന്നെ മോണിറ്റർ ഉപയോഗിച്ച്, പിക്ചർ മോണിറ്റർ ഒക്കെ, റൊട്ടേറ്റിംഗ് മോണിറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് ദൂരെ നിന്ന് വെള്ളം അടിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ എല്ലാ പ്രവർത്തനവും, ഇപ്പൊ ലൈസൻസിങ്ങിന്റെ കാര്യം പറഞ്ഞു, അത് നമ്മുടെ ആക്ട് കുറെ നാളായിട്ട് ഫ്രീസായി കിടക്കുകയാണ്. നമ്മുടെ ആക്ട് ഒക്കെ ഒരു 5 വർഷം മുമ്പേക്ക് അതിന്റെ പുറകെ നടന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ഇതൊക്കെ എല്ലാ ഫയർ ലൈസൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു പക്ഷേ അത് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ജിയോ ഇറക്കിയിട്ട് ചെയ്യാൻ പറ്റും. DG നല്ല സപ്പോർട്ടിംഗ് ആണ് സാറ്. അപ്പൊ നിങ്ങൾ നിരന്തരമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുക. ലൈസൻസിങ് സംഭവങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. ബാക്കി എല്ലാത്തിനും ഉണ്ട്, ഫയറിന് മാത്രമുള്ള ലൈസൻസിങ് ഇല്ലാത്തല്ലേ, ബാക്കി എല്ലാ പണിക്കും ലൈസൻസിങ് കൊണ്ടാണ് ചെയ്യുന്ന എല്ലാ പണിക്കും. അപ്പൊ ഇതും കൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഓരോ വർഷം നീട്ടി കൊണ്ടുപോകാതെ അത് സ്ട്രിക്റ്റ് ആയിട്ട് അതിന്റെ പുറകെ നടന്നിട്ട് അടുത്ത ഒരു വർഷം മുമ്പ് അടുത്ത മീറ്റിംഗ് വരുമ്പോൾ അത് ആക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് അതിന്റെ പുറകിൽ നടക്കുക, ഫോളോ അപ്പ് ചെയ്യുക. കാരണം ഈ പല കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നടക്കില്ല. അത് ചെയ്യാന്ന് പറഞ്ഞു പോയിട്ട് അടുത്ത വർഷമായിരിക്കും പിന്നെ നമ്മൾ പോകുന്നത്. അവരതൊക്കെ 100 കൂട്ടം 1000 കണക്കിന് കാര്യങ്ങൾ അവിടെ ചെയ്യാനുള്ളത്. അതുകൊണ്ട് അതിന്റെ പുറകെ ഒരാൾ അല്ലെ കുറച്ച് പേര് ഫോളോ അപ്പ് ചെയ്ത് നടക്കുക എന്നുള്ള അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ട്രെയിനിങ്ങും മറ്റൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളെ ചെയ്ത സിസ്റ്റം കറക്റ്റായിട്ട് പരിപാലിക്കാനുള്ള ഒരു സംഭവം സെറ്റ് ചെയ്യുക. അതേപോലെ അത് ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുള്ള ഉറപ്പ് നിങ്ങൾ എന്റെ സർവേ നടത്തി നോക്കുക. നിങ്ങളുടെ അസോസിയേഷന്റെ സർവേ നടത്തും. നിങ്ങൾ ചെയ്ത എത്ര ബിൽഡിംഗ് സിസ്റ്റം 2 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് അത് വർക്ക് ആവുന്നുണ്ട്. അതിൽ ഫയർ ഇൻസിഡന്റ് എത്ര ഉണ്ടായി, എത്ര ഫയർ ഉണ്ടായപ്പോൾ അത് വർക്കായി. ഒരു 10%, 5% പോലും അത് കിട്ടില്ല റിസൾട്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ബാക്കി നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾക്കും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നതിന് ഒരു പണി, ഒരു ജോബ് എന്ന രീതിയിൽ കൂടെ ഞങ്ങളുടെയൊക്കെ ജോലി എന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, ഫയർ ഓഫീസർ എന്നൊക്കെ ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ജോലി വേറൊരു ജോലി മാത്രമല്ല, അല്ലെ, ഒരു ദൈവികമായ ഒരു പണിയാണ്, ജോലിയാണ്. കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുക, ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു പുണ്യപ്രവൃത്തിയാണ്. ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. അപ്പൊ ആ പ്രവൃത്തിയിൽ ഭാഗമാവുന്ന ഒരു ടീമായി നിങ്ങളും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെ? നിങ്ങളുടെ റിസൾട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഒരു സംഭവം, ഒരു ഇൻസിഡന്റ് ആയി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു വർക്കാണ്. അപ്പൊ അത് ഡയറക്ട്ലി നിങ്ങൾ അത് ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു പുണ്യം നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെ?
ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നമ്മുടെ ഒരു ദൈവികമായ വർക്കാണ്. അതെ, ഗോഡ് വിൽ നോട്ട് കം ടു എർത്ത് ടു സേവ് ലൈഫ്, ദേ വിൽ സെൻഡ് us ഓൺ ബിഹാഫ് ഓഫ് ദ ഗോഡ് വി വിൽ സേവ് ലൈഫ്. ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവൻ രക്ഷിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം പ്രാക്ടിക്കലായി നടക്കുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ എത്രത്തോളം ഇംപ്ലിമെന്റ് ആവുന്നെന്ന് കൂടെ നിങ്ങൾ നോക്കുക എന്നുള്ള കാര്യം എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനോടൊപ്പം പങ്കെടുക്കാനും കൂടുതൽ ഉന്നതിയിൽ എത്താനും നിങ്ങൾക്ക് എല്ലാവിധ നിങ്ങളുടെ സംഘടനയ്ക്കും ഫയർ സേഫ്റ്റി വെൽഫെയർ അസോസിയേഷന്, കമ്പനീസ് വെൽഫെയർ ഫയർ ആൻഡ് സേഫ്റ്റി വെൽഫെയർ കമ്പനി അസോസിയേഷന്റെ ഭാരവാഹികൾക്കും നിങ്ങളുടെ എല്ലാ കമ്പനികൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് സന്തോഷം. സാറിന്റെ ഊർജ്ജസ്വലമായ വാക്കുകൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് ആശംസകൾ അറിയിക്കാനായി BAI തിരുവനന്തപുരം ചെയർമാൻ ശ്രീ ദിഗ് വിജയ് സിംഗ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Good morning, guests on the dais and off the dais. ബിൽഡേഴ്സ് അസോസിയേഷന് ഈ വേദിയിൽ ക്ഷണിച്ചതിന് എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുന്നു. ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനീസ് വെൽഫെയർ അസോസിയേഷൻ നടത്തുന്ന ഈ ഒരു ഇനീഷ്യേറ്റീവിന് എല്ലാം വിധം ഹൈറ്റ്സ് കിട്ടട്ടെ, ഈ ഒരു ഉയരത്തേക്ക് എല്ലാവരും എത്തട്ടെ എന്നുള്ള ആശംസകളോടെ ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങിയാണ്. ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ഹൈ റൈസ് ബിൽഡിങ്സിൽ നമ്മൾ ഡെവലപ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പം എല്ലാ ഫയർ സേഫ്റ്റി മെഷേഴ്സ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് നമ്മൾ അതിന്റെ ഓണേഴ്സിനും ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് ഈ അസോസിയേഷൻസ് ആണ് അതിനെ ടേക്ക് ഓവർ ചെയ്യുന്നത്. ഒരു വർഷം കഴിഞ്ഞാൽ അവിടുത്തെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഈ അസോസിയേഷൻസ് ഈ ഫയർ ആൻഡ് സേഫ്റ്റിന്റെ കോൺട്രാക്ടേഴ്സിനെ വിളിച്ചിട്ട് AMC കൊടുക്കും. ഈ AMC കൊടുക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ സാധനങ്ങൾ കറക്റ്റ് സമയത്ത് മാറ്റണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സാധാരണ അസോസിയേഷൻസ് അതിനകത്ത് റെസിഡന്റ് അസോസിയേഷൻ അതിനകത്ത് കുറച്ച് കോംപ്രമൈസ് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് ഒരു റിന്യൂവൽസ് കുറേ കാര്യങ്ങളൊക്കെ അവർ മാറ്റാതെ എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. അതിനൊന്നും സപ്പോർട്ട് ചെയ്യാതെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഐ തിങ്ക് കുറേ ഇൻസിഡൻസ് ഒക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. കാര്യം അവിടെയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു ഫയർ വരുമ്പോഴാണ് കുറേ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പം അത് വരാതിരുന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇൻസിഡൻസ് ഒക്കെ കുറയും. ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ വർഷവും എല്ലാ പ്രോജക്ട്സിലും പോയി റിന്യൂവൽസ് ഉണ്ട്, ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇൻസിഡൻസ് ഫയർ ആൻഡ് സേഫ്റ്റി ഇൻസിഡൻസ് കുറഞ്ഞു വരികയാണ്. പക്ഷെ അത് മൊത്തത്തിൽ ഇല്ലാതാക്കണം എന്നുള്ളതാണ് നമ്മൾ ബിൽഡേഴ്സിന്റെ ആവശ്യം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സംഘടനയിലെ ആൾക്കാർക്ക് കോൺഫിഡൻസ് വരും, ഹൈ റൈസിൽ താമസിക്കാൻ അവർക്കൊരു ട്രസ്റ്റ് വരും. ഈ ഒരു ഫയർ ഇൻസിഡന്റ് വരുമ്പോഴത്തേക്ക് ഏറ്റവും പെട്ടെന്ന് ആൾക്കാർ ഭയന്ന് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ട്, സേഫ്റ്റി ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതാണ്. ഐ തിങ്ക് ടു എ ലാർജർ എക്സ്റ്റെന്റ് ആ സേഫ്റ്റിക്ക് ഒരു സൊല്യൂഷൻ ഓൾറെഡി ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി നമ്മൾ അതിനൊന്ന് കെയർ ചെയ്യാണ്. AMCന്റെ കാര്യത്തിൽ നമ്മൾ കെയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഇൻസിഡൻസ് ഇല്ലാതാവും, ടോട്ടലി ഇല്ലാതാവും. ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിയ അപ്പം ഇതോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ നീട്ടുന്നില്ല. ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനീസ് വെൽഫെയർ അസോസിയേഷന് എല്ലാവിധം ആശംസകൾ. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ഒരു ആദരവാണ്. കേരളത്തിലെ മുതിർന്ന കൺസൾട്ടന്റും അനുഭവ സമ്പത്തിലൂടെയും തന്റേതായ അറിവിലൂടെയും കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് പങ്കുവഹിച്ച വ്യക്തിത്വം MEP കൺസൾട്ടന്റ് ശ്രീ ഗോപകുമാർ പണിക്കർ സാറിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് സാറിനെയും അതുപോലെ തന്നെ ആദരവ് നൽകാനായിട്ട് ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ ശ്രീ അരുൺ ഭാസ്കർ സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് ശ്രീ ഗോപകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങാം. ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതെന്താ ഇത്? ആർക്കെങ്കിലും പറയാമോ ഇതെന്താണെന്ന്? ഇത് ലോകത്ത് ആദ്യമായി ഒഫീഷ്യലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട സ്പീച്ചാണ്. ആരാ ആ സ്പീച്ച് ഡെലിവർ ചെയ്തതെന്നറിയാമോ? ലോകത്തിലെ ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും അറിയപ്പെട്ട സ്കോളറായ പ്രൊഫസർ മാക്സ് മുള്ളർ. ആരാ റെക്കോർഡ് ചെയ്തതെന്നറിയാമോ? തോമസ് അൽവ എഡിസൺ. ഇത് സത്യത്തിൽ എന്താ? ഇത് ഋഗ്വേദത്തിലെ ആദ്യത്തെ ശ്ലോകമാണത്. അത് ആരാണ് ഡെലിവർ ചെയ്തെന്ന് ഓർക്കണം. മാക്സ് മുള്ളറാണ് ഇവിടെ ഉണ്ടായത് ഭാരതത്തില്, അല്ലേ? അപ്പോ എന്താണ് ഇതിന്റെ അർത്ഥം? അഗ്നി യജ്ഞസ്യ പുരോഹിതം. പുരോഹിതൻ. പുരം മീൻസ് സിറ്റി, ഹിതം മീൻസ് ഇൻട്രസ്റ്റ്. വൺ ഹൂ ലുക്ക് ആഫ്റ്റർ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സിറ്റി ഈസ് നോൺ ആസ് പുരോഹിതൻ. അതാണ് ആദ്യകാലത്ത് പുരോഹിതനുണ്ടായത്. ഒരു നാടിന്റെ ഹിതം നോക്കുന്ന ആളാണ് പുരോഹിതൻ. ഈ ചാതുർവർണ്ണ്യം വരുന്നതിന് മുമ്പുള്ളതാണിത്. എന്നാൽ ചാതുർവർണ്ണ്യം വരുമ്പോൾ പഠിച്ച സംസ്കരിച്ച ഭാഷ, ലോകത്തെ ആദ്യത്തെ സംസ്കരിച്ച ഭാഷ ഏതാണെന്നറിയാമോ? സംസ്കൃതം. സംസ്കൃതത്തിലാണ് ഈ ഇതുണ്ടാകുന്നത്. അപ്പോൾ ലോകത്തിൽ വേറെ ഒന്നും ഇല്ല. അതിനോടൊപ്പം ഉള്ളത് മെസോപ്പൊട്ടേമിയയിലും ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളേ ഉള്ളൂ. അതിനൊപ്പം വന്നില്ലായിരുന്നു, നമ്മുടെ സംസ്കൃതത്തിന്റെ ഒപ്പം വന്നില്ല, അല്ലേ? 4 വേദങ്ങളിൽ കൂടിയും 64 ഉപവേദങ്ങളിൽ കൂടിയും 128 ഉപനിഷത്തുകൾ കൂടിയും പറഞ്ഞു കൂട്ടിയതൊക്കെ എന്താ? ഇനി നമുക്ക് വരാം. നമ്മളുമായിട്ട് എന്താ ബന്ധം നോക്കാം. അഗ്നി യജ്ഞസ്യ പുരോഹിതം. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെമിനാർ ഒരു യജ്ഞമാണ്, അല്ലേ? ആ യജ്ഞത്തില് മുന്നിൽ നിൽക്കുന്ന ആള് അഗ്നി. ഇവിടെയും അഗ്നി തെളിച്ചോണ്ടല്ലേ തുടങ്ങിയത്, അല്ലേ? അഗ്നി യജ്ഞസ്യ ദേവൻ. കൂടുതൽ പറയുന്നില്ല. അഗ്നി യജ്ഞസ്യ ഹൃദിക്, അതും ദേവനോടൊപ്പം നിൽക്കുന്നു. അഗ്നി യജ്ഞസ്യ ഹോതാരം. ഹോതാരം മീൻസ് വൺ ഹൂ പോർ ബ്ലെസ്സിങ് ഓൺ us എന്നാണ്. നമ്മളിലേക്ക് ബ്ലെസ്സിങ് നൽകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താ? അഗ്നി ഒരു യജ്ഞത്തിലെ പ്രധാനിയാണ്, അല്ലേ? അഗ്നി രത്നദാതമം. എന്താ രത്നദാതമം എന്ന് പറഞ്ഞാൽ? രത്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ? പ്രഷ്യസ് സ്റ്റോൺ. രത്നം തരുന്നു, നമുക്ക് പ്രോസ്പെരിറ്റി തരുന്നു. അപ്പൊ അഗ്നിയാണ് ഏറ്റവും വലുത്. ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ഗോഡ് ഇൻ ഫ്രണ്ട് ഓഫ് മോസസ് വാസ് ഇൻ ദ ഫോം ഓഫ് ഹോളി ഫയർ. ശരിയാണോ? മോസസിന്റെ മുമ്പിൽ ദൈവം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാ? ഫയറായിട്ടാണ്, അല്ലേ? അടുത്ത് നമ്മുടെ പ്രൊമീത്യൂസ് അറിയാലോ, ഗ്രീക്കിലെ ജൂനിയർ ദേവനായിരുന്നു. അങ്ങേര് നോക്കിക്കഴിഞ്ഞപ്പോ മോർട്ടൽസ്, നശിച്ചു പോകുന്ന നമ്മൾ തീയില്ലാണ്ട് കഷ്ടപ്പെടുന്നു. പ്രൊമീത്യൂസ് എന്ത് ചെയ്തു? തീ കട്ടെടുത്തുകൊണ്ടുവന്ന് അവര് സമ്മതിച്ചില്ല, ദേവന്മാര് സമ്മതിച്ചില്ല, കട്ടെടുത്തുകൊണ്ടുവന്ന് ജനങ്ങൾക്ക് കൊടുത്തു. അതുകൊണ്ട് ജനത്തിന് ഭയങ്കര ട്രമൻഡസ് ആയ പുരോഗതി ഉണ്ടായി. ആ കാരണത്തിൽ ആ സിയൂസ് ദേവന് ദേഷ്യം വന്നിട്ട് 30,000 കൊല്ലമാണ് പ്രൊമീത്യൂസിനെ ശിക്ഷിച്ചത്. എങ്ങനെ ശിക്ഷിച്ചത്? ഒരു മലയെ കൊണ്ടുപോയിട്ട് ബന്ധനസ്ഥനാക്കിയിട്ടിട്ട് കഴുകനെ വിട്ട് ഓരോ ദിവസവും കരൾ പറിച്ചുകൊണ്ടുപോകും. ദേവനായോണ്ട് പിറ്റേ ദിവസം കരൾ വരും. അങ്ങനെ 30,000 വർഷം ശിക്ഷിച്ചിട്ട് അവസാനം ദേവന്മാരെ കൂടി സിയൂസിന്റെ കാലിൽ വീണിട്ടാണ് മാപ്പ് കൊടുക്കുന്നത്. അവർ ഇമ്മോർട്ടൽസ് ആണ്, അവരൊരിക്കലും നശിക്കില്ല. അവർക്ക് എത്ര വർഷം വേണമെങ്കിലും ജീവിക്കാം. നമ്മളെപ്പോലെ മോർട്ടൽസ് അല്ല. ഇനി വേറൊരെണ്ണം പറയുന്നുണ്ട്. പ്രോഫറ്റ് ഇബ്രാഹിമിനെ തീയിലെറിഞ്ഞു കൊല്ലാനായിട്ട് ബാബിലോണിയൻ കിങ് നമ്രോദ് ഓർഡർ ഇട്ടു. അത് അവർ തമ്മിലുള്ള സമരങ്ങൾ. പക്ഷെ എന്താ പറയുന്നതെന്നറിയാമോ? അഗ്നി ഹാസ് ഗിവൺ ഹിം കൂൾനെസ് ആൻഡ് കാംനെസ് എന്നാ പറയുന്നത്. ചുരുക്കി പറഞ്ഞ അഗ്നിയാണ് എല്ലാം, അല്ലേ? അഗ്നി നമുക്ക് രത്നം തരും. പക്ഷേ ഫയർ ഡബിൾ ഇൻ ദി ഫസ്റ്റ് മിനിറ്റ്, ക്വാഡ്രാപ്പിൾ ഇൻ ദി സെക്കൻഡ് ആൻഡ് 10-fold ഇൻ ദി തേർഡ് ആൻഡ് ഇറ്റ് ഗ്രോസ് എക്സ്പോണൻഷ്യൽ എന്നാണ് പറയുന്നത്. അത് ഇങ്ങനെ വലുതായി എത്ര പെട്ടെന്നാണ് തീ പടരുന്നത്. അത് ഒരു മണിക്കൂറുകൾ കൊണ്ട് ഒരു കെട്ടിടത്തെ നശിപ്പിച്ചു കളയും, അല്ലേ? മണിക്കൂറുകളോ എടുത്താൽ എന്ത് സംഭവിക്കും? ഒരു പ്രദേശത്തെ നശിപ്പിച്ചു കളയും. അപ്പൊ അഗ്നി അതാണ്. പഞ്ചഭൂതങ്ങളെ അറിയാമല്ലോ നിങ്ങൾക്ക്. എന്താ? ഭൂമി, അതിന്റെ താഴെ വെള്ളം, വായു, ആകാശം ആൻഡ് ഫയർ.
ഈ മനുഷ്യകുലം ഉണ്ടല്ലോ ആദ്യത്തെ 4 എണ്ണത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഭൂമിയായാലും മിസ്യൂസ് ചെയ്ത്, വായുവിനായാലും ആകാശത്ത് ഈ വേസ്റ്റുകളും മറ്റേ റോക്കറ്റ് വേസ്റ്റുകളും എത്രയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നിരിക്കുകയാണ്. പക്ഷെ അഗ്നി എന്താ ചെയ്യുന്നത്? നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നേയാസ്ത്രം. അഗ്നേയാസ്ത്രത്തെ ചെറുക്കണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ? വരുണാസ്ത്രം, വരുണന്റെ അസ്ത്രം. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും വരുണാസ്ത്രങ്ങളാണ്. ശരിയാണോ? എന്താണ് നമ്മളോട് ആദ്യം പറഞ്ഞത്? സമൂഹം ആവശ്യപ്പെട്ടത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് മുതൽ എന്താ ആവശ്യപ്പെട്ടത്? നിങ്ങൾ മനുഷ്യനെ തീയിൽ നിന്ന് സംരക്ഷിക്കുക. അതാണ് ആദ്യം ആവശ്യപ്പെട്ടത്. ശരിയാണോ? അപ്പൊ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മനുഷ്യനെ തീയിൽ നിന്നാണ്. കാരണം അന്ന് പുകയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം അന്ന് എല്ലാ കൺസ്ട്രക്ഷൻ, ഞാൻ നൂറ്റാണ്ടുകൾ മുമ്പുള്ള കഥയെ പറയുന്നു, കൺസ്ട്രക്ഷനുകളും പ്യുവർ നാച്ചുറൽ മെറ്റീരിയൽ വെച്ചാണ്. അതിൽ ഇമ്പ്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് അതിൽ നിന്നുണ്ടാവുന്ന സ്മോക്കിന് വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ ആധുനികം അത്യാഡംബരം വന്നപ്പോൾ പ്ലാസ്റ്റിക്കുകൾ, നൈലോണുകൾ, ഒരുപാട് നമുക്കറിയാത്ത കോമ്പൗണ്ടുകൾ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് വീട് പണിയാനും കെട്ടിടം പണിയാനും ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് പുക വരുന്നത്. എന്താണ് ഈ പുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ടാവും? ഹോട്ട് പാർട്ടിക്കിൾസ് കാണും, ഹോട്ട് ഗ്യാസസ് കാണും, കമ്പസ്റ്റബിൾ ഗ്യാസസ് കാണും, ടോക്സിക് ഗ്യാസ് കാണും, വിഷം കാണും, ഹൈലി ടോക്സിക് ആയ സാധനങ്ങളും കാണും. ഈ പുക അടിച്ചാൽ എന്താ കുഴപ്പം? പുക അടിച്ച നമ്മളൊരു ഹൈറൈസ് ബിൽഡിങ് 19ാമത്തെ നിലയിൽ നിങ്ങൾ നിൽക്കുന്നു. അവിടെ ഒരു തീയുണ്ടായി, സ്മോക്ക് വന്നു. എന്താ കുഴപ്പം? ശ്വാസം മുട്ടൽ ഫസ്റ്റ്. പിന്നെന്താണ്? ബേണിംഗ് ഓഫ് ഐസ്. 3ാമത്തെ എന്താണ്? നമ്മൾ പാരലൈസ്ഡ്, സെമി പാരലൈസ്ഡ്, പേടിച്ചോണ്ട് പാനിക് ആയതുകൊണ്ടാണ്. പാനിക്കാണ് ഏറ്റവും പാനിക്കായതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുക കാണുമ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കണ്ടാൽ അതിലേക്ക് എടുത്ത് ചാടും. അതാണ് അതിൻ്റെ സൈക്കോളജി. അപ്പം അധികം കിട്ടുന്നില്ല അതിലേക്ക്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലെടുക്കാം, പറയാം. ഇങ്ങനെ ചാടും. അതിൻ്റെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മിസ്റ്റർ അരുൺ ഭാസ്കറും പറഞ്ഞു 1-2 കാര്യങ്ങൾ. അതനുസരിച്ച് പോവാം. അപ്പം നമ്മളോട് പിന്നെ പറഞ്ഞത് എന്താണ്? നിങ്ങളെ തീരെ മാത്രമല്ല, പുകയിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കണം, ഇല്ലേ? അപ്പം പുക അത് നമുക്ക് ഡ്യൂട്ടി കൂടി, നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് വരിക, നമ്മുടെ ഡ്യൂട്ടി കൂടി. അത് കഴിഞ്ഞിട്ടോ കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോരാ, വസ്തുക്കളെ സംരക്ഷിക്കണം. അതായത് കെട്ടിടവും സംരക്ഷിക്കണം, കെട്ടിടവും അതിനകത്തുള്ള സാധനങ്ങൾ. അത് അപ്പം നമ്മൾ എന്തു വെച്ചാണ് ഈ തീ കെടുത്തുന്നത്? ആദ്യമൊക്കെ വെള്ളം. അതാണ് ലോകത്തെ നാച്ചുറലായിട്ടുള്ള ഏറ്റവും നല്ല ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് ഏജന്റ്. അപ്പം അത് ചെയ്യാൻ പറഞ്ഞു. അത് അപ്പോഴ് പറഞ്ഞു പോരാ ഫയലുകളുടെ കൂമ്പാരമുണ്ട് വലിയ വലിയ ഓഫീസുകളിൽ. ഇപ്പോഴല്ലേ ഈ ഫയൽ വന്നത്. UK-ലൊക്കെ ഇപ്പോഴും മറ്റേ കടലാസ് ഫയലുകൾ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ കടലാസ് നനഞ്ഞു പോകും വെള്ളം വെച്ചാലല്ലേ. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ മറ്റ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചു. ഏത്? ഗ്യാസ് സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാൻ തുടങ്ങി, ഹാലൻ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ഹാലൻ ഈസ് നല്ല ഫയർ ഫൈറ്റിംഗ് ഏജന്റ്. ഹാലൻ, കാർബൺ ഡൈ ഓക്സൈഡ് നല്ലത് തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ കാർബൺ മോണോക്സൈഡ് കാണും. അത് എന്താണ് പറഞ്ഞാൽ കില്ലിംഗ് ഗ്യാസ് ആണ്, അതല്ലേ? സൈലന്റ് കില്ലറാണ് മോണോക്സൈഡ്. ഈ ഇടയ്ക്കും ഒരാൾ കാറ് ഓൺ ചെയ്തിട്ട് അതിൽ മരിച്ചില്ല. ഒരുപാട് പറയാൻ കേട്ടോ, എനിക്കറിയാം, എല്ലാ സംഭവങ്ങളും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സും സെർവർ റൂമൊക്കെ ചെയ്യണം. അതിനാണ് നമ്മൾ ഗ്യാസ് ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് കടന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ മോണോക്സൈഡ് ഉള്ളതുകൊണ്ട് അവനെ തടഞ്ഞു. അടുത്ത് പറഞ്ഞു നിങ്ങൾ വസ്തുക്കളെയും മനുഷ്യനെയുമായി സംരക്ഷിച്ചാൽ പോരാ, എൻവയോൺമെന്റിനെ സംരക്ഷിക്കണം. മനസ്സിലായില്ലേ? നമ്മൾ എൻവയോൺമെന്റിനെ സംരക്ഷിക്കേണ്ടവരാണ്. എൻവയോൺമെന്റിനെ സംരക്ഷിക്കാനായിട്ട് എന്താ വേണ്ടത്? അപ്പൊ എന്ത് ചെയ്യണം? ഹാലൻ ആദ്യമേ ഫേസ് ഔട്ട് ചെയ്തു. കാരണം എന്താ? അത് ഓസോൺ ഡിപ്ലീറ്റിംഗ് ഏജന്റാണ്. പിന്നെ FM200 പോലെയുള്ള ഗ്യാസുകൾ വന്നു, അല്ലേ? ഇപ്പൊ പറയുന്നു ഈ ഗ്യാസുകൾ പലതും ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നതാണ്, ഇത്രയോടുകൂടിയാണ്. അതുകൊണ്ട് അതിനെ പതുക്കെ ഫേസ് ഔട്ട് ചെയ്തിട്ട് ഇനർജൻ ഗ്യാസ്, സഫയർ, അങ്ങനെയുള്ള ചില സിസ്റ്റങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്യൂട്ടി.
നമുക്ക് ആളെ സംരക്ഷിക്കണം, പിന്നെയോ വസ്തുവകളെ സംരക്ഷിക്കണം, എൻവയോൺമെന്റിനെ സംരക്ഷിക്കണം, ആകാശത്തിനെ സംരക്ഷിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? ഞാൻ എപ്പോഴും പറയും, എൻ്റെ വീട്ടിൽ 3 ഡോക്ടർമാരുണ്ട്, എല്ലാം പെൺകുട്ടികളാണ്, ചെറിയ പ്രായക്കാരാണ്. അപ്പോൾ അന്ന് കയറിയുള്ളത് കഴിഞ്ഞ് ജോലിക്കൊക്കെ കയറി തുടങ്ങിയുള്ളൂ, സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞ്. അവരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ ദൈവത്തോടടുത്ത് നിൽക്കുന്നവരാണ് ഡോക്ടർ, അല്ലേ? നിങ്ങൾ ദൈവത്തോടടുത്ത് നിൽക്കുന്നതാണ്. പക്ഷേ ഉവൈസിനെ പോലുള്ളവരും ഉണ്ടോ കൂട്ടത്തില്? ആരാണ് ഉവൈസ് എന്ന് മനസ്സിലായല്ല? ഉവൈസിനെ പോലെ മറ്റേ നമ്മുടെ ആരോഗ്യമന്ത്രിയെ മറ്റേ അന്നൊരു കുട്ടി വന്ദന എന്നല്ലേ പറഞ്ഞു, കുട്ടി കൊന്നു കഴിഞ്ഞപ്പോ ആൾ അങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ വിളിച്ചു പറഞ്ഞവനാ, അവനിപ്പോ അകത്താ. ഇതുപോലുള്ള ഡോക്ടർമാർ കാണും. എന്നാലും മെജോറിറ്റി ഓഫ് ഡോക്ടർമാര് ദൈവത്തിന് തുല്യമാണ്. നിങ്ങളും മോശക്കാരല്ല, നമ്മളും മോശക്കാരല്ല. നമ്മൾക്ക് അവർക്ക് ആളെ മാത്രം സംരക്ഷിച്ചാൽ മതി ഡോക്ടർമാർക്ക്, ശരിയല്ലേ? നമ്മൾ പ്രപഞ്ചത്തെ വരെ സംരക്ഷിക്കേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന എന്റെ ദൈവം വേറെ ആട്ടോ, എനിക്ക് ലോക്കൽ ദൈവങ്ങളൊന്നും വിശ്വാസം, ഐ ആം ബിലീവിംഗ് ഇൻ ഓൾമൈറ്റി ഓൺലി. അപ്പൊ എന്തായാലും അവരവരുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ദൈവത്തിന്റെ ഒപ്പം നിൽക്കുന്നവരാണ്, ആണോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കടമകളുണ്ട്. നിങ്ങൾ ആ കടമകൾ പാലിക്കുന്നുണ്ടോ? അതാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലേ? നമുക്ക് ഒരുപാട് റൂളുകളുണ്ടല്ലേ? FM റൂളുണ്ട്, NFPA ഉണ്ട്, ലോസ് പ്രിവെൻഷൻ കൗൺസിലുണ്ട്, ജപ്പാന്റെ റൂൾസ് ഉണ്ട്, നമുക്ക് NBC ഉണ്ട്. ഇതൊക്കെ പൂർണ്ണമല്ല, എല്ലാം കൂടി നോക്കിയാലേ പൂർണ്ണമാകുള്ളൂ. NBC ആദ്യമൊക്കെ NBC പറഞ്ഞ എന്താ? വേണം വേണ്ട. അത് തന്നെ അന്ന് ഫയർ ഓഫീസർമാർ നോക്കിയിരിക്കുന്നത്. അന്നത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും കൈകൊണ്ട് വരച്ചുകൊണ്ട് കൊടുക്കും, ഓഫീസർമാരിരുന്ന് നോക്കും. ഉണ്ടോ? NBCയിലുണ്ട്, ഉണ്ട്. ഇല്ല, ഇല്ല. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഉണ്ട്. വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴും ഇല്ല. ഞാനിതൊക്കെ വളരെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ആയിപ്പോവും. നിങ്ങൾ ഈ ആളെയും വസ്തുവിനെയും പ്രപഞ്ചത്തെയും സംരക്ഷിക്കുന്നവരാണോ നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെ മാത്രം ഞാൻ കുറ്റം പറയില്ല. കാരണം എന്താ കാര്യം? പണ്ട് ഇത് തുടങ്ങുന്ന കാലത്ത് എനിക്ക് 88-ൽ ഇംപ്ലിമെന്റ് ചെയ്ത എന്നാന്ന് ഞാൻ പണ്ട് ശിവാനന്ദ സാറിനോട് വരെ ചോദിച്ചിട്ടുണ്ട്, പുള്ളിക്ക് വരും ഓർമ്മയില്ല. ഏതായാലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം 1, 2, 3 കോൺട്രാക്ടർമാരെ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ, ശരിയാണോ? ഒക്കെ കൈകൊണ്ട് വരച്ചു കൊടുക്കുന്ന എന്തെങ്കിലും വരച്ചു കൊടുക്കും, അവിടെ ഉണ്ടെന്ന് പറയും. അപ്പം പറയും, സ്ക്രൂട്ടിനി കമ്മിറ്റി വിളിച്ചിട്ട് പറയും, പറ്റില്ല, ഇവിടെ സ്പ്രിംഗ്ലർ ഇല്ല. അപ്പം ഉടനെ കൈകൊണ്ട് 2 സ്പ്രിംഗ്ലർ വെച്ചേക്കും. ചെയ്യാനൊന്നും പോകുന്നില്ല കേട്ടോ. ഇതായിരുന്നു ആദ്യത്തെ. ഇപ്പം അതൊക്കെ മാറി. നമ്മുടെ ആദ്യം നമ്മുടെ ഒരു നല്ലൊരു ഓഫീസർ ഉണ്ടായിരുന്നല്ലോ, വിവരാവകാശ കമ്മീഷണറായിട്ട് പോയ ആള്, CG ആയിരുന്ന ആള്, പേര് പറയുന്നത് ഓർമ്മയുണ്ടോ? ഇല്ല, പോട്ടെ. അങ്ങേരാണ് ആദ്യമായിട്ട് ഇത് നോക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് അങ്ങേര് വെള്ളത്തിന്റെ കാര്യത്തിൽ വെള്ളത്തിന് സപ്ലിമെന്റേഷനൊക്കെ വേണമെന്ന് പറഞ്ഞു തുടങ്ങിയത് അദ്ദേഹമാണ്. അതിനുശേഷം ജേക്കബ് തോമസ് സാർ വന്നിട്ടാണ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞത്. ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞത് അന്നത്തെ DTയുടെ കൊടുത്തു. DT ഇത് കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാനത് കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അതിനുശേഷം ബെഹ്റ വന്നതിന് ശേഷമാണ് ഇതുണ്ടാക്കുന്നത്. അതിൻ്റെ നക്കല് ഞാനും അന്നത്തെ DTയും, പേര് പറയുന്നില്ല, അന്നത്തെ DTയും ഒരു സ്റ്റേഷൻ ഓഫീസറും കൂടി എൻ്റെ വീട്ടിലിരുന്നാണ് ഉണ്ടാക്കുന്നത്, മൂവാറ്റുപുഴയുള്ള. അതാണ് എൻ്റെ ആദ്യത്തെ നക്കല്. അന്ന് ഞാൻ പറഞ്ഞു, അവിടെ പറഞ്ഞത്, നിങ്ങൾ ലൈഫ് സേഫ്റ്റി സിസ്റ്റത്തിൽ NBC ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു ഇതുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? GG തോമസിന് ഇറക്കിയത്, സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അതായത് KBRനുള്ളത് KBR, NBCയിലുള്ളത് NBC. എന്ത് വൃത്തികെട്ട നിയമമെന്നറിയാമോ ഇത്? ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുന്നത്? NBC ഫോളോ ചെയ്യേ. KBR എന്ന് പറഞ്ഞ ജാംബുവാന്റെ കാലത്ത് കുറെ ആർക്കിടെക്ടർമാർ ഇന്ന് ഉണ്ടാക്കിയതാ. അതിന് പിന്നെ ഇന്നും ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. NBC തന്നെ നോക്കണം. ചെറിയ ബിൽഡിങ്ങിന് നിങ്ങൾ വിടുന്നേ, വലിയ ബിൽഡിങ്ങിനെ കുറിച്ച് ഞാൻ എൻ്റെ ഒരു ക്ലാസ് ഉണ്ടല്ലോ, അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ചെയ്ത്, ഞാൻ ഒരിക്കൽ പറഞ്ഞു തോന്നുന്നു, ഒരു വലിയ ഹോസ്പിറ്റല്
ഒരു 20 ഡോക്ടർമാരോളം കൺസൾട്ടിങ്ങിന് ഇരിക്കുന്ന ഒരു ഹാള്. അതിൻ്റെ ഒരു 1000 പേരെങ്കിലും ഉള്ള വലിയ ഹോസ്പിറ്റലായതുകൊണ്ട് 1000 പേരെങ്കിലും ഞാനും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, അതിന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സൈഡിൽ കൂടി ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ എന്നിട്ട് സ്പ്രിംഗ്ലർ എണ്ണാൻ തുടങ്ങി. 28 എണ്ണം ഉണ്ട് 1 ഇഞ്ചിൽ. അതിന് അപ്രൂവൽ കിട്ടും. ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. എന്തുകൊണ്ടാ? നിങ്ങൾ പലരും ഇപ്പം ഹൈലി ക്വാളിഫൈഡ് ആണ് അല്ലേ? നിങ്ങൾ ഈ കോമ്പറ്റീഷൻ, കട്ട് ത്രോട്ട് കോമ്പറ്റീഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കട്ട് ത്രോട്ട് കോമ്പറ്റീഷനിൽ നിന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യണം. ക്ലയൻസിനെ ഞാൻ കുറ്റം പറയില്ല. കാരണം അപൂർവം ചില ക്ലയൻസുകളെ കാശ് വെച്ച് കളിക്കുന്നുള്ളൂ. ബാക്കി ഇടത്തരം ക്ലയൻസ് മുഴുവൻ എന്താണ്? പലിശയ്ക്ക് എടുത്തും ഗൾഫുകാരനോട് കടം മേടിച്ചും വട്ടിപ്പലിശയ്ക്ക് എടുത്തുമാണ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവരെന്ത് പറയും? നിങ്ങൾ എങ്ങനെയെങ്കിലും അപ്രൂവൽ മേടിച്ചു തന്നാൽ മതി അല്ലേ? പിന്നെ ആരാ ഇത് നോക്കേണ്ടത്? ഇതിൻ്റെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന, എൻഫോഴ്സ്മെന്റ് ചെയ്യേണ്ട അതോറിറ്റി ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ. ഇവിടുത്തെ അതോറിറ്റി ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ആരാ? ഇവിടെ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്. അതിലെത്ര ഓഫീസർമാർക്ക് ഈ സബ്ജക്റ്റ് എന്താണെന്ന് അറിയാവുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ 1, 2, 3, 4, 5 മാക്സിമം 10 പേര്. ബാക്കി എല്ലാവരും എന്താണ്? എന്തൊക്കെയോ ചെയ്യുന്നു. ഈ 1 ഇഞ്ച് പൈപ്പിൽ 28 സ്പ്രിംഗ്ലർ തൂക്കിയിട്ട് വരെ അപ്രൂവൽ കൊടുക്കുന്നു. ഹോസ്രിയിൽ വളരെ പൊക്കത്തിൽ ഡെക്റ്റിനുള്ളിൽ കയ്യെത്താത്ത സ്ഥലത്ത് വയ്ക്കുന്നു. അതിനും അപ്രൂവൽ കൊടുക്കും അല്ലേ? അപ്പോൾ ഇത് മാറണം. മാറണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ 2 പേര് ഇവിടെ പലതും പറഞ്ഞപ്പോൾ എനിക്ക് പലരും മറുപടി പറയാതെ പറ്റില്ല. 2 ഡിസാസ്റ്റർ കളമശ്ശേരിയിൽ നടന്നു അല്ലേ? ആദ്യത്തെ എന്താ? ഒരു കൺവെൻഷൻ സെന്ററിൽ യഹോവയുടെ സാക്ഷികളുടെ യോഗം നടക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ വിമതനായ ഒരു വട്ടൻ, ഒരു എക്സെൻട്രിക്, അയാൾ ചെറിയ ബോംബുണ്ടാക്കി 3 സ്ഥലത്ത് വെച്ചു. അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ ബോംബ് പൊട്ടുന്നല്ലായിരുന്നു പുള്ളി ഉദ്ദേശിച്ചത്. കുറെ പടക്കം പോലെ പൊട്ടണം, എന്നിട്ടോ തീ പടരണം അല്ലേ? അങ്ങനെ തന്നെ നമ്മുടെ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോയിട്ട് കസേരയുടെ അടിയിലൊക്കെ വെച്ച് എന്ത് സംഭവിച്ചു? പൊട്ടി, തീ പടർന്നു. ഓക്കെ, തീർച്ചയായിട്ടും അതിൻ്റെ അടുത്തിരിക്കുന്നവർ പൊള്ളലേക്കും. പക്ഷെ മറ്റു സ്ഥലത്തേക്ക് തീ പടരാൻ പാടില്ല. എന്താണ്? ഫയർ അതിൻ്റെ സ്പോട്ടിൽ തന്നെ എക്സ്റ്റിങ്വിഷ് ചെയ്യണം എന്നാണ് നിയമം. ഫയർ അതിൻ്റെ സ്പോട്ടിൽ തന്നെ എക്സ്റ്റിങ്വിഷ് ചെയ്യണം. ഉണ്ടായോ? ഒരു വലിയ കൺവെൻഷൻ സെന്റർ അല്ലേ? ഉണ്ടായോ? അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചില്ല കേട്ടോ, എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട്. പക്ഷേ ഇതിന് ആരാ ഉത്തരവാദി? ഗവൺമെന്റിൽ ഉടനെ പിണറായി രാജിവെക്കണം അല്ലേ? ഉടനെ പിണറായി രാജിവെക്കണം. അതാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ പുറകിലുണ്ടായ കാര്യങ്ങളോ അതെല്ലാം എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? സോറി. അപ്പൊ അവിടെ അതിൽ സ്പ്രിംഗ്ലർ ഉണ്ടായിരുന്നോ? സ്പ്രിംഗ്ലർ വർക്ക് ചെയ്തോ? വേറെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടായിരുന്നോ? ആരാ ചോദിക്കാനുള്ളത്? പിണറായി രാജിവെച്ചാൽ മതി, പ്രശ്നം തീർന്നേ. എത്ര പേര് മരിച്ചു? ഇന്നലത്തോടുകൂടി 8, 75 പേർക്കാണ്. ബാക്കി 75 പേര് ഇഞ്ചുവേർഡ്. അടുത്തത് എവിടെയാ? നമ്മുടെ റോമൻ അമ്പി തിയേറ്ററിനകത്ത്. എവിടെ? കുസാറ്റിനകത്ത് അല്ലേ? കുസാറ്റിനകത്ത്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുസാറ്റിനകത്ത് ഒരു കുഴിക്കകത്ത്. അതിന് 3 എക്സിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ ഒരെണ്ണം മാത്രമേ തുറന്നിട്ടുള്ളൂ. എക്സിറ്റ് ആൻഡ് എൻട്രി ആയിട്ട് ഒരെണ്ണേ തുറന്നുള്ളൂ. പിള്ളേര് അത് ഒരു ശരിയായ അപ്രൂവലോട് കൂടി തുടങ്ങിയ ഒരു പരിപാടിയല്ല. കുറെ വിമത പിള്ളേരങ്ങ് തുടങ്ങിയ പരിപാടി അല്ലേ? ഇന്ന് മലബാറിക്കോസ് എന്നോട്ടായിരുന്നു അവരുടെ പേര്. അവർ വന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്തൊക്കെയോ കാണിച്ച് കുറെ പേര് കയറി, കുറെ പേരായി ഇറങ്ങുന്ന നടയെ തന്നെ നിന്നു. സ്റ്റീപ്പ് സ്റ്റെപ്പാണത്. അവിടെ നിന്നു. എന്ത് സംഭവിച്ചു? മഴ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ചിലപ്പോൾ ഉണ്ടാക്കിയതാകാം. ഉണ്ടാക്കിയതായിട്ട് ഓടി വന്ന് എന്താ സംഭവിക്കുന്നത്? ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് നിന്നവരുടെ പുറകിലേക്ക് വീണ് 4 പേര് മരിച്ചു അല്ലേ? ഈ കുസാറ്റിന്റെ പ്രത്യേകത എന്താ? അവിടെ
സേഫ്റ്റി ആൻഡ് ഫയർ എന്ന് പറഞ്ഞ കോഴ്സ് ഉള്ളതാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ്. ലോകത്തിന്റെ പലയിടത്തും അവിടെ നിന്ന് പാസ്സായവർ പോയി എത്തിക്കഴിഞ്ഞു. അതെ, പോരാ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട് അവിടെ. അവിടുത്തെ കോഴ്സുകളിൽ രണ്ടാണ് പറഞ്ഞു. ഒന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഒന്ന് സേഫ്റ്റി ആൻഡ് ഫയർ എന്നാണ് അവർ പറയുന്നത്. ഇത്രയുള്ള സ്ഥലത്താണ്, ഇത്രയും വലിയ ഇതിലാണ് ഇത് ഉണ്ടായത്. ഹലോ. അപ്പൊ ഇതാണ് അവിടെ നടന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നേരോടെ നിർഭയം. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ മോട്ടോ എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പറയാൻ, എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറയാം, അങ്ങോട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ ഇതെല്ലാം. പിന്നെ നിങ്ങളുടെ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞു. ലൈസൻസിനെ കുറിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് 23 കൊല്ലമായി ഇവിടെ കൺസൾട്ടൻസി തുടങ്ങിയിട്ട് കേരളത്തിൽ വന്ന്. അന്ന് മുതൽ ഫയർ ഓഫീസേഴ്സിനോടൊക്കെ ഞാൻ പറയുന്നതാണ്, ഇതിങ്ങനെ പോകരുത്, നിങ്ങളിതിന് ലൈസൻസ് ഉണ്ടാക്കണമെന്ന്. ഇന്നുവരെ നടന്നിട്ടില്ല. പക്ഷെ ലൈസൻസ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ. സ്ട്രിക്റ്റായിട്ട് എക്സാം വെച്ചിട്ട് ഓരോരുത്തരെ സെലക്ട് ചെയ്യുള്ളൂ. കൺസൾട്ടൻ്റ് ആണെങ്കിൽ കൺസൾട്ടൻ്റ് തന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷനോടുകൂടി. കോൺട്രാക്ടറിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയതായിരിക്കരുത് ലൈസൻസ്. ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അവരുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ റിട്ടേൺ എക്സാമിനേഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ഓറൽ ഉണ്ടെങ്കിൽ അതുകൂടി കഴിഞ്ഞിട്ട് ചെയ്ത് വേണം ചെയ്യാൻ. അല്ലാതെ ഈ വെറുതെ ഒരു ലൈസൻസ് കിട്ടിയോണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് ബോറടിപ്പിച്ചല്ലേ, നമുക്കങ്ങ് തീർക്കാതെ. അപ്പോൾ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് നടന്നതിന് ഈ ഹോള് നിറയെ ആളായിരുന്നു. എന്താ കുറഞ്ഞു പോയേ? നമ്മുടെ ഭാരവാഹികൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനിയും കാണാം. എല്ലാം നന്നായിട്ട് വരട്ടെ. നിങ്ങളുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? മനുഷ്യകുലത്തെയും അവരുടെ വസ്തുവകകളെയും പ്രപഞ്ചത്തെയും ആകാശത്തെയും ഭൂമിയെയും വെള്ളത്തിനെയും സംരക്ഷിക്കുക. വെള്ളത്തിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി ഒരു കാര്യം. വെള്ളമാണല്ലോ ഏറ്റവും നല്ല ഏജന്റ്. പക്ഷെ വെള്ളം ഇപ്പം എന്താണ്? പ്രഷ്യസ് ദാൻ ഡയമണ്ട്. ബ്ലൂ ഡയമണ്ട് എന്ന വാട്ടറിനെ അറിയുന്നത്. ഇപ്പം ബ്ലൂ ഡയമണ്ട് എന്ന് പറഞ്ഞ സാധനം വേറെ ഉണ്ട് കേട്ടോ, പക്ഷെ വാട്ടറിൻ്റെ പേര് ഇപ്പം ബ്ലൂ ഡയമണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം ഒരുപാട് നമുക്ക് സ്റ്റോക്ക് ചെയ്യാനോ ഫയറിനോ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ മിസ്റ്റ് സിസ്റ്റം വന്നത്. ഹൈ പ്രഷർ വാട്ടർ മിസ്റ്റ് സിസ്റ്റം ആരെങ്കിലും പ്രോജക്റ്റിൽ ഉണ്ടായിട്ടുണ്ടോ? ഹൈ പ്രഷർ വാട്ടർ മിസ്റ്റ് സിസ്റ്റം. ഹൈ പ്രഷർ വാട്ടർ സിസ്റ്റത്തിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പം അതിനും സൊല്യൂഷൻ വന്നിട്ടുണ്ട്. ലോ പ്രഷർ വാട്ടർ മിസ്റ്റ് സിസ്റ്റം. ഇത് കമ്പ്യൂട്ടർ റൂമിനും കൊടുക്കാം, ബയോമെഡിക്കൽ എക്യുപ്മെന്റിനും കൊടുക്കാം, എവിടെയും കൊടുക്കാം. ഗ്യാസിന് പകരമായിട്ട് ലോ പ്രഷർ വാട്ടർ മിസ്റ്റ് സിസ്റ്റവും വർക്ക് ചെയ്യും, ഹൈ പ്രഷർ വാട്ടർ മിസ്റ്റ് സിസ്റ്റം ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്നോട് ഫോണിലൂടെ ചോദിച്ചാൽ മതി. ഫോണിലൂടെ ചോദിക്കുന്നതിന് കാശ് വേണ്ട കേട്ടോ, ബാക്കി വല്ലതിനും പൈസ മേടിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും നമോഭാഗം. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ആശംസകൾ അറിയിക്കാനായിട്ട് ലാൻഡ്സ്പെഡ് തിരുവനന്തപുരം പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഞാൻ ലെൻസ്ഫെഡിനെ പ്രതിനിധീകരിച്ച് ആണ് ഇവിടെ ആശംസ അർപ്പിക്കാൻ വന്നിട്ടുള്ളത്. എനിക്ക് 1-2 കാര്യങ്ങൾ പറയണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇതിനനുസരിച്ച് സാറോട് പറഞ്ഞില്ലേ KPBR KMBRനെ പറ്റിയൊക്കെ സാർ പറഞ്ഞു. അപ്പം KPBRന് KMBRന് പറയുകയാണെങ്കിൽ 300 m² മുകളിൽ അല്ലേ സാർ, 300 m² മുകളിൽ വരുന്ന റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഹൈറൈസ് ബിൽഡിംഗ്, പിന്നെ അസംബ്ലി ആക്യുപ്പൻസീസ്, അങ്ങനെയൊക്കെയുള്ള ബിൽഡിംഗ്സിനാണ് ശരിക്കും നമുക്ക് ഫയറിന്റെ ഇത് വരുന്നത് ശരിക്കും. അപ്പൊ അത് ഞാൻ ഇവിടെ നേരത്തെ സാറിനോട് ചോദിച്ചു. ശരിക്കും പലതിലും 1-2 ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ശരിക്കും MS പൈപ്പാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. MS പൈപ്പ് പെട്ടെന്ന് തുരുമ്പൂടിക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട് ശരിക്കും. അപ്പം അത് GI ആക്കിയാൽ കുറച്ചുകൂടെ ഒക്കെ ഒരു ബെറ്റർ കാര്യം എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറെ കാലം ഈട് നിൽക്കുന്ന ഒരു സാധനമായിരിക്കണം. അപ്പൊ സാറിനോട് ചോദിച്ചാൽ പറഞ്ഞ ISI മാർക്കിന്റെ കാര്യമാണ് സാറ് പറഞ്ഞത്. അപ്പം ISI മാർക്ക് മാത്രമല്ല ശരിക്കും സത്യം പറഞ്ഞാൽ അത് MS മാറി GI ആവണമെങ്കിൽ കുറെ കൂടെ ഒക്കെ നമുക്ക് ഇതാകാനൊക്കും. കോസ്റ്റ് കൂടുമായിരിക്കും, പക്ഷെ കോസ്റ്റ് കൂടിയിരുന്നാലും അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാകാറുണ്ട് ശരിക്കും.
പിന്നെ ഇത് ശരിക്കും സാറിനോട് തന്നെ വേറൊരു കാര്യം ചോദിച്ചു. ശരിക്കും നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് റൂള് അമെന്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് റൂൾ അമെന്റ് ചെയ്യുന്നില്ല, ബിൽഡിംഗ് റൂൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പുള്ള ഒത്തിരി ബിൽഡിംഗ്സ് ഉണ്ട്. അതിനൊന്നും ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുവരെയ്ക്കും നമ്പർ ആകാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും നിങ്ങളുടെ അസോസിയേഷനിൽ നിന്നാണ് ഇതിന് എന്തെങ്കിലും ഇത് വരേണ്ടത്. നമുക്ക് പോയി കഴിഞ്ഞാൽ സാറിനോട് ചോദിച്ചാൽ സാർ പറഞ്ഞു കോടതി തന്നെ വഴിയുണ്ടെന്ന്. കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാലം നമ്മുടെ കോടതി കിട്ടും. കാരണം പറഞ്ഞാൽ എനിക്ക് അടുത്ത കാലത്ത് ഞാനാണ് എഞ്ചിനീയറിംഗ് സൈഡ് ചെയ്യുന്നത് ഇവിടെ എഴുത്തച്ഛൻ ഫാർമസി കോളേജ്. അതിൽ 2 ബിൽഡിംഗ് അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. 2 ബിൽഡിംഗ്. അതിൽ ഒരു ബിൽഡിംഗ് റൂൾ വരുന്നതിന് മുമ്പുള്ളതാണ്. പക്ഷെ ബിൽഡിംഗ് റൂൾ വരുന്നതിന് മുമ്പുള്ള ആ ബിൽഡിങ്ങിന് ഇന്നും റെഗുലറൈസ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ അതൊക്കെ ശരിക്കും നമ്മുടെ അതിനൊരു എന്താണ് ഒരു ഇത് വേണം. കാരണം പറഞ്ഞാൽ എങ്ങനെ നമ്പർ കൊടുക്കാം, നമ്പർ ഫയറിന്റെ ഇത് വന്നാൽ മാത്രമേ അത് നമുക്ക് നമ്പർ ആകുന്നുള്ളൂ. അപ്പൊ അതൊക്കെ ശരിക്കും നമ്മുടെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. അത് എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്താൽ നമുക്ക് നമ്പർ ആക്കാനൊക്കെ. നമ്പർ ആകുന്ന ഭാഗം നമ്മുടേതാണ്. പക്ഷെ അതിന് ഫയറിന്റെ ഇത് ചെയ്ത് അത് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്പർ ആകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകണം. അതിന് എന്താണ് വഴി എന്നുള്ള കാര്യം അതെനിക്ക് ശരിക്കും എനിക്കത് പറയാൻ അറിയില്ല. അത് നിർബന്ധമായിട്ട് അത് കുറെ കാര്യങ്ങൾ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഇത് വേണം. അതേപോലെ ഇത് പറയുകയാണെങ്കിൽ ഒരു എന്ത് പറയാം, ഇത് ഒരു 1 ഇയറിനകത്ത് അത് നമ്മുടെ ഈ ഫയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ ആണോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടത്. അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലൈസൻസിയെയും ഓണറെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ. അത് സാറിനോട് സാറ് പറഞ്ഞു പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും അതിനൊരു പീരിയഡിക്കൽ ടൈമിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. പല സ്ഥലത്തും അത് ചെക്ക് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ലൈസൻസിയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ശരിക്കും നമ്മുടെ എഞ്ചിനീയർ എന്നുള്ള രീതിക്ക് നമ്മളെ ബാധിക്കില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിങ്ങൾ ഈ ഫയറിന്റെ ഇത് ചെയ്യുന്ന ലൈസൻസിയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ശരിക്കും അസോസിയേഷൻ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യണം. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ശരിക്കും പല സ്ഥലത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിക്കും. അപ്പൊ അത് പല സ്ഥലത്തും ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ, സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വരെ ആരും നോക്കാറില്ല. അത് ഓണർക്ക് അറിയില്ല. പക്ഷെ ലൈസൻസ് അത് പോകുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. ശരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് അതിന്റെ പിന്നിൽ ഓടുന്നതും അതിനുശേഷം വരുന്ന നൂലാമാലകളിൽ നിന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ അതിനുശേഷം ഒത്തിരി എഫർട്ട് എടുത്താൽ മാത്രമേ നമ്മൾ അതിന് ഊരാൻ പറ്റുള്ളൂ. ശരി. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മളിങ്ങനെ അസോസിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അസോസിയേഷനിൽ മാക്സിമം പുറത്തേക്കുന്ന ആൾക്കാരെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് ഒരു സംഘടനയാണ്, സംഘടിത ശക്തിയായിട്ട് നമ്മൾ അതിനെ കൊണ്ടുവരിക. എല്ലാ അംഗങ്ങളും നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇതിൽ ശരിക്കും അസോസിയേഷൻ തന്നെ അതിൽ കൂടുതൽ ഇത് ചെയ്യേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അംഗം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് നമ്മുടെ സംഘടനയിൽ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാർ നോക്കണം നിർബന്ധമായിട്ടും. അപ്പൊ അങ്ങനെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സംഘടന ഇരിക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മേൾ ഘടകത്തിൽ നിന്ന് ശരിക്കും അംഗത്വം വരെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാകാറുണ്ട്. അപ്പം നിർബന്ധമായിട്ടും നമ്മുടെ തൊഴിലാണ്, ആ തൊഴില് നമ്മുടെ തൊഴിലിൽ വെള്ളം ചേർക്കാത്ത രീതിയിൽ, അറിയാതെ വെള്ളം ചേർക്കാം, അത് എല്ലാവരും ചെയ്യാറുമുണ്ട്. പക്ഷേ മാക്സിമം അത് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് നല്ലൊരു സംഘടനയായിട്ട് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ, ഇവിടെ പൈപ്പുകളെ കുറിച്ച് സംസാരിച്ചു. MS പൈപ്പ് അല്ലേ? അത് ജാമ്പുവിന്റെ കാലത്തുള്ള തിയറിയാണ്. MS പൈപ്പ് അന്ന് അതേ ഉള്ളൂ. MS പൈപ്പ് അതേ ഉള്ളൂ. പറഞ്ഞാൽ അത് റിജിഡാണ്. MS പൈപ്പിന് തുരുമ്പിടിക്കാതെ നിൽക്കാം. എങ്ങനെയാണെന്നറിയാമോ? പ്രോക്സിമിറ്റി ഓഫ് സീന്ന്, ഒരു സീയുടെ പ്രസൻസ് അല്ലെങ്കിൽ ബാക്ക് വാട്ടറിന്റെ പ്രസൻസിൽ നിന്ന് 8 കിലോമീറ്റർ വരെ അപ്പുറത്തുള്ളതാണെങ്കിൽ MS പൈപ്പ് ഉപയോഗിക്കാം. പക്ഷെ അതിനകത്ത് പ്യുവർ വാട്ടർ ആയിരിക്കണം ഇടേണ്ടത് കേട്ടോ. പുറത്ത് എപ്പോക്സി കോട്ടിയും പെയിന്റ് കൊടുത്താൽ MS പൈപ്പ് നിൽക്കും. പിന്നെ തീ പിടിച്ചാൽ ദി ബാഡസ്റ്റ് തിങ് ഈസ് അയൺ. അതറിയാമോ? വെസ്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, ബാഡസ്റ്റ്. തീ പിടിച്ചാൽ ഏറ്റവും മോശം MS ആണ്. അതുകൊണ്ട് പിന്നെ ഗാൽവനൈസ്ഡ് പൈപ്പ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം. GI പൈപ്പ് അങ്ങ് വെൽഡ് ചെയ്യും. തെറ്റ്. GI പൈപ്പ് വെൽഡ് ചെയ്യരുത്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും വലിയ സമൂഹത്തിനോട് ചെയ്യുന്നതാണ്. ഗാൽവനിക് പോയിസൺ ഉണ്ടാക്കുന്നതാണ്. അത് ചെയ്യുന്നവനും അടുത്ത് നിൽക്കുന്നവനും പ്രപഞ്ചത്തിനും കേടുവരുന്നതാണ് GI പൈപ്പ് വെൽഡ് ചെയ്യുന്നില്ല. അതിന് GI പൈപ്പ് ഇട്ടാൽ എന്ത് ചെയ്യണം? ത്രെഡഡ് അല്ലെങ്കിൽ ഗ്രൂഡ് ഫിറ്റിങ്സ് മാത്രമേ പാടുള്ളൂ. പിന്നെ
ഇപ്പോഴത്തെ ഏറ്റവും നല്ല പൈപ്പ് ഏതാണെന്നറിയാമോ? അതുകൂടി പറഞ്ഞു തീർക്കാം. ആളുകളെയൊക്കെ ചില ഫയർ ഓഫീസർമാർ ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് പറയാം, CPVC പൈപ്പ് കത്തൂല്ലെന്ന്. എന്താ പറയുന്നത്? CPVC പൈപ്പ് ഏറ്റവും പതുക്കെ കത്തുള്ളൂ. അത് ഇവിടെ ഉണ്ടാവോ? CPVC പൈപ്പിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുന്നത്. CPVC പൈപ്പ് അതുമല്ല, CPVC പൈപ്പ് കത്തിയാൽ അതിൽ നിന്ന് വരുന്ന ടോക്സിക് ഗ്യാസിന്റെ അളവ് കുറവാണ്. മറ്റേ MSCന്നോ ഏറ്റവും ഭയങ്കരമാണത്. MS കത്തിക്കഴിഞ്ഞാൽ 800 ഡിഗ്രിക്ക് മുകളിൽ അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ ആർട്ടിക്കിൾ തന്നെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം, എന്തുകൊണ്ട് അത് പാടില്ലാതെ. അതുകൊണ്ട് വെൽഡ് ചെയ്യരുത്, തെറ്റ്. പണ്ടാരോ വെൽഡ് ചെയ്തു, ഇപ്പോഴും ഞാൻ വെൽഡ് ചെയ്യുന്നു. അതാണ് ഇന്നത്തെ ശാസ്ത്രമായിട്ട് മാറിയിരിക്കുകയാണ്. CPVC പൈപ്പിന് പക്ഷേ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ IS അനുസരിച്ച് 125 m² താഴെയുള്ളതിനെ പറ്റുള്ളൂ, അല്ലേ? പക്ഷേ നിങ്ങൾ ഓർക്കുക, CPVC is the first as far as fire is concerned. പലർക്കും, ഞാൻ ഫയർ ഓഫീസേഴ്സിനും എൻ്റെ അറിവിന് വേണ്ടിയിട്ട് പറയാണ്, CPVC ആണ് നല്ലത്. വെറുതെ ഒന്നുമല്ല കേട്ടോ, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തയ്യാറാണ്. സോറി ഫോർ ഇന്റർപ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ആശംസകൾ അറിയിക്കാനായിട്ട് FSCWA മുൻ സെക്രട്ടറിയും നമ്മുടെ വഴികാട്ടിയുമായ അതുപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ ശ്രീ സെബാസ്റ്റ്യൻ മാത്യു സാറെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മൾ 2020 നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ രൂപം കൊടുത്ത ഒരു സംഘടനയാണ്. അത് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു സംഘടനയായി മാറി. വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് നിൽക്കുന്നത്. അതിന് നിങ്ങളെ ഓരോരുത്തരെയും ഈ സംഘടനയുടെ ഓരോ പ്രവർത്തനങ്ങളിലും മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും അവരവരുടെ കഴിവുകൾ കൊണ്ടും ഈ സംഘടനയെ എല്ലാവരും ഉയർത്തിക്കൊണ്ടുവരികയാണ്. നമ്മുടെ ചെന്നിത്തല സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ മുമ്പത്തെ വർഷം 54 കമ്പനികൾ നമ്മൾ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ഒരു 100ഓളം കമ്പനികളുടെ കൂട്ടായ്മയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഇതിൽ സംഘാടകർ, ഭാരവാഹികൾ എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ നന്ദിയുള്ള വാക്ക് വേറെ വരുന്നുണ്ട്. എങ്കിലും കൺവീനർ എന്ന നിലയിൽ എനിക്ക് അവർക്ക് ഭാരവാഹികൾക്കും അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും നന്ദി പറയുകയാണ്. എല്ലാവർക്കും നമ്മുടെ സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ഇത് അടുത്ത വർഷത്തെ മീറ്റിംഗ് ഇതിലും വലിയ ഒരു സംരംഭമാകണം എന്നും ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും വരും കാലങ്ങളിൽ നല്ല ഒരു ഈ ഇൻഡസ്ട്രി കൊണ്ട് നല്ല ഒരു പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി FSCWA മുൻ സംസ്ഥാന പ്രസിഡന്റും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ശ്രീ സുരേഷ് കുമാർ സാറിനെ ആശംസകൾ അറിയിക്കാനായി ക്ഷണിച്ചോളൂ. ആണ്ടത്തെ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ സെക്രട്ടറി പറഞ്ഞതുപോലെ ഇതിൽ നമ്മുടെ ഈ സംഘടന രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ഒട്ടേറെ പരിശ്രമിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെയും പേര് ഞങ്ങൾ പ്രത്യേകമായിട്ട് വിളിച്ച് പറയുന്നില്ല. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച, അതായത് ഈ സംഘടിപ്പിക്കാനായിട്ട് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനമായിട്ടും ഈ വെന്യൂ കോർഡിനേറ്റർ ശ്രീ രഞ്ജന്റെ പേരാരും ഇവിടെ പരാമർശിച്ചില്ല. അദ്ദേഹത്തിനെയും ഒരു പ്രത്യേകമായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ FSCWA ഇന്നിപ്പോൾ 100 മെമ്പർമാർ കവിഞ്ഞ് ഈ സംഘടന വളർന്നു വന്നിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ ഇതിലും വിപുലമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലുപരി സാമൂഹ്യ സേവനത്തിനും കൂടെ ഊന്നൽ നൽകിക്കൊണ്ട് ഈ സംഘടന മറ്റൊരു തലത്തിലേക്കും കൂടി ഉയർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നതാണ്. ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന
വിശിഷ്ട വ്യക്തികളും അതേപോലെ ഈ സമ്മേളനത്തിന് സ്പോൺസർഷിപ്പ് എന്ന് വന്ന എല്ലാ കമ്പനികളെയും ഒന്നുകൂടി ഞാൻ പിന്നെ എൻ്റെ നന്ദി എൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും പിന്നെ സംഘടനയുടെ പേരിലും ഞാൻ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അടുത്ത ആളെ ക്ഷണിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുള്ളൊരു വാർത്തയോടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. കാരണം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈവനിങ് വരെയുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണല്ലേ. അപ്പോൾ ഈവനിങ് വരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ് നമുക്കിവിടെ വേണം. ഈവനിങ്ങിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ലക്കി ഡ്രോ ഉണ്ട്. ഓക്കെ, വൈകിട്ടാണ് കേട്ടോ, അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈവനിങ്ങിലാണ്. ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 42,000 രൂപ വിലമതിക്കുന്ന ഒരു സമ്മാനമാണ് ഒന്നാം സമ്മാനം ആയിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം സമ്മാനം 4,000 രൂപ വിലമതിക്കുന്ന ഒരു സമ്മാനമാണ്. അത് 3 പേർക്കാണുള്ളത്. കൂടാതെ അതുപോലെ തന്നെ മൂന്നാം സമ്മാനമായിട്ട് 3 പേർക്ക് 3,500 രൂപ വിലമതിക്കുന്ന സമ്മാനമാണ് ഉള്ളത്. അപ്പം വെയിറ്റ് ചെയ്താൽ നിങ്ങളിൽ ഒരാളായിരിക്കാം ആ ഒരു സമ്മാനം നേടുന്നത്. ഒന്നാം സമ്മാനം 42,000 രൂപ വിലമതിക്കുന്ന സമ്മാനമാണ്. രണ്ടാം സമ്മാനം 4,000 രൂപ വിലമതിക്കുന്നത് 3 പേർക്കും. അതുപോലെ തന്നെ മൂന്നാം സമ്മാനം 3,500 രൂപ വിലമതിക്കുന്ന സമ്മാനമാണ്. അത് 3 പേർക്കാണ് ലഭിക്കുന്നത്. സോ അതുവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, സന്തോഷമാണ്. കൈയടിച്ചോളൂ. യെസ്, നിങ്ങൾക്ക് തന്നെയാണ് സമ്മാനം കിട്ടുന്നത്. അതുപോലെ തന്നെ സമ്മാനം ഇവിടെ നിന്ന് ആള് മേടിക്കുമ്പോഴും നിങ്ങൾ ഒരാൾ മേടിക്കുമ്പോഴും എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസിലായിരിക്കും ആ സമ്മാനം നമ്മൾ നൽകുന്നത്. സോ എനിവേസ് അടുത്തതായി ആശംസകൾ അറിയിക്കാനായിട്ട് തന്റെ അനാരോഗ്യം പോലും വകവയ്ക്കാതെ അഹോരാത്രം FSCWD എന്ന സംഘടന എപ്പോഴും മുന്നിൽ നിന്ന് നയിക്കുന്ന ശ്രീ സന്തോഷ് സാറിനെ ഈ ഒരു വേദിയിലേക്ക് ആശംസകൾ അറിയിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സർ പ്ലീസ്. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ തന്നെ സീനിയർ കൺസൾട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ മെന്ററായിട്ടുള്ള ഗോപകുമാർ സാർ, ഫയർഫോഴ്സിന്റെ തന്നെ അഭിമാന ഭാജനമായിട്ടുള്ള അരുൺകുമാർ സാർ, വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പേര് സന്തോഷ്. ഞാൻ മോൺസ്റ്റർ ഇന്ത്യ സേഫ്റ്റി എക്യുപ്മെന്റ്സിന്റെ റീജിയണൽ ഹെഡ് കൂടിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ് പറഞ്ഞു അനാരോഗ്യമായ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന്. ഞാൻ തീർത്തും ഇപ്പോൾ ആരോഗ്യത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ നല്ല ആരോഗ്യത്തിലാണ് നിൽക്കുന്നത്. ഒരു കാലത്തില് ഞാൻ അനാരോഗ്യമായ അവസ്ഥയിലുണ്ടായിരുന്നു. കാരണം 2 കാലുമൊക്കെ തളർന്നു പോയിട്ട് ഒരു ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. പക്ഷെ ജീവിതത്തിൽ എന്ത് നമുക്ക് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജീവിതം. ഇനി FSCWA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസോസിയേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. കാരണം നമ്മൾ അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഫയർ സേഫ്റ്റി സിസ്റ്റത്തിലുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ, അതായത് കമ്പനികൾ. പല ആളുകളും ജീവിതത്തിലെ മരുപ്പച്ചകൾ തേടി അവരുടെ ജീവിതം തന്നെ പല മേഖലകളിലും, ഇപ്പൊ വിദേശത്തൊക്കെ പോയിട്ട് പല മേഖലകളിലും വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ പോലും ഈ ഒരു ഫയർ സേഫ്റ്റി സിസ്റ്റത്തില് വന്നിട്ട് കമ്പനിയൊക്കെ തുടങ്ങി നമ്മുടെ നാടിന് വേണ്ടിയിട്ട് അഗ്നി സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ജോലികളൊക്കെ എടുക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു സേഫ്റ്റി സിസ്റ്റത്തില് എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും ഒരു യൂണിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇപ്പോ ഒരു ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ക്ലയൻസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാതെ അണ്ടർകൂട്ട് ചെയ്തെടുക്കുന്ന ആളുകളുണ്ട്. അതിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് സമൂഹത്തിന് ഉണ്ടാവുന്നുമുണ്ട്. നേരത്തെ നമ്മുടെ അരുൺ സാറ് പറഞ്ഞ രീതിയിൽ നമ്മുടെ ബിൽഡിങ്ങുകളുടെ സുരക്ഷ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മളെല്ലാവരും തന്നെ ഈ ഒരു അഗ്നിസുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെയും നാട്ടുകാരുടെയും ഒക്കെ ജീവൻ നമ്മുടെ കൈകളിലാണ്. ഒരു ചെറിയ ഒരു തീപ്പൊരി മതി, അല്ലെങ്കിൽ ചെറിയ ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി, വളരെ വലിയൊരു തീപിടുത്തത്തിലേക്ക് അത് നയിക്കാൻ സാധിക്കും. അതൊരു കാരണമാകും. അപ്പൊ അതിന് തടയിടുന്നവരാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾക്കറിയാം, ഈ ഒരു മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യൂണിറ്റി ഇല്ലാത്തതാണ്.
നിങ്ങളിൽ പല ആളുകളും ഒരു നെഗോസിയേഷൻ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ എത്ര പേര് പരസ്പരം കണ്ടു കഴിഞ്ഞാൽ കൈകൊടുക്കും, ചിരിക്കും എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിശേഷങ്ങൾ നിങ്ങൾ തിരക്കിറക്കുണ്ടോ? ആരും ചെയ്യില്ല. എല്ലാവരും മുഖം വീർപ്പിച്ചിരിക്കും. കാരണം എന്താ? ഇവൻ എന്റെ വർക്ക് കൊണ്ടുപോകും, അതുകൊണ്ട് ഇവന്റെ അടുത്ത് മിണ്ടിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല, എന്റെ കാര്യങ്ങളെല്ലാം ഇവൻ എടുക്കും, ഊറ്റിയെടുക്കും എന്നുള്ള രീതിയിലാണ്. അതാണ് യൂണിറ്റി ഇല്ലാത്ത ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ആ പ്രശ്നത്തിനെ നമുക്കൊന്ന് മാറ്റിക്കൊണ്ടുവരണം. ഒരു കൊറോണ കാലഘട്ടത്തില് ജനങ്ങളെല്ലാവരും തന്നെ വീടിനുള്ളിൽ അടച്ചുകൂടി ഇങ്ങനെ വീർപ്പുമുട്ടിയിരിക്കുന്ന സമയത്താണ് എന്റെ അടുത്ത് മിസ്റ്റർ സെബാസ്റ്റ്യൻ മാത്യുവും സുരേഷ് സാറും ഇതേണക്ക് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സന്തോഷ്, നമുക്ക് ഇതേണക്കൊരു അസോസിയേഷന്റെ കാര്യം നമുക്ക് ആലോചിക്കണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. കാരണം ഞാനൊരു കോൺട്രാക്ടർ അല്ല. പണ്ട് കാലത്ത് ഞാനൊരു സീനിയർ എഞ്ചിനീയർ ആയിരുന്നു. ദുബായ് മെട്രോയിൽ ഉണ്ടായിരുന്നു. അത് കണക്ക് തന്നെ ദുബായിലെ തന്നെ വിവിധ പ്രോജക്റ്റുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും വിവിധ പ്രോജക്റ്റുകളിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഒരു മോൺഷർ എന്ന് പറഞ്ഞിട്ടുള്ള സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിൽ അതിന്റെ ടോപ്പിൽ നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫയർ സിസ്റ്റത്തിൽ ഫയർ കോൺട്രാക്ടിങ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു അസോസിയേഷൻ നമ്മൾ ഫോം ചെയ്തതാണ്. എന്തിനാണ് ഞാൻ ഈ ഒരു അസോസിയേഷനിൽ ജോയിൻ ചെയ്യുന്നതെന്ന് പല ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആർക്കും ഒന്നും തരത്തില്ല, ഒരു ഗുണവുമില്ല. അതായത് ഇവിടെ ആദ്യ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ അസോസിയേഷനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. പക്ഷേ അസോസിയേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതികൾ മാറ്റേണ്ടി വരും, പേഴ്സണാലിറ്റി മാറ്റേണ്ടി വരും, നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന രീതികൾ മാറ്റേണ്ടി വരും. കാരണം ഈ അസോസിയേഷനിൽ ആഴ്ചകളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഓൺലൈനായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ, ഇന്ത്യയിലെ വിവിധമായിട്ടുള്ള ടോപ്പ് പ്രിയോറിറ്റി കമ്പനികൾ അവർ ഓൺലൈനായിട്ട് വന്നിട്ട് നമ്മുടെ അസോസിയേഷനിലെ ആളുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ കൺസൾട്ടന്റ് ഗോപകുമാർ സാറും ക്ലാസ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇനിയും എന്റെ അറിവ് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെ അരുൺകുമാർ സാർ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോ നമുക്കറിയാം അരുൺകുമാർ സാറിനെയൊക്കെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്ത് അപകടം നടന്നു കഴിഞ്ഞാലും ശരി, കേരളത്തിൽ എന്ത് ആവശ്യമുണ്ടായാലും ശരി, അത്യാപത്തുകളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ സ്വന്തം ആ ദിവസം പോലും മറന്നുകൊണ്ട്, സ്വന്തം കാര്യങ്ങൾ പോലും മറന്നുകൊണ്ട് അധ്വാനിക്കുന്ന ആ അദ്ദേഹത്തെ TV സ്ക്രീനിൽ കാണാത്ത ആളുകൾ വളരെയധികം കാണില്ല, അല്ലെ? വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഓഫീസർ കൂടിയാണ് അദ്ദേഹം. കാരണം അദ്ദേഹമായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിന് ഷെയർ ചെയ്യാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പോസിറ്റീവായിട്ടുള്ള റിപ്ലൈസ് ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കിട്ടാറുണ്ട്. അത് കണക്ക് തന്നെ ഗോപകുമാർ സാറിന്റെ അടുത്തുനിന്നും. ഈ ഒരു സംഘടനയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ ചോദിച്ചല്ലോ, പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കും, എനിക്ക് എന്താണ് പ്രയോജനം? കെട്ടുതാലി വരെ പണയം വെച്ചുകൊണ്ട് പല പ്രോജക്റ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പല സുഹൃത്തുക്കളെ എനിക്കറിയാം. അതായത് ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ട് പല സുഹൃത്തുക്കളും കൊണ്ടുപോയിട്ട് പല പ്രോജക്റ്റുകളിലും കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട്. അവസാനം പൈപ്പ് തൂക്കി കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ക്ലയന്റ് പറയും, പൈസയില്ല. പൈസ അവിടെ പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള ഘട്ടത്തിൽ അവരനുഭവിക്കുന്ന, ആ കോൺട്രാക്ടർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിലൊരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഒരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു രേഖാമൂലം പരാതി അസോസിയേഷന് കൊടുത്തു കഴിഞ്ഞാൽ ഈ അസോസിയേഷൻ ഈ കാര്യങ്ങളിൽ ഇടപെടും. നിങ്ങൾക്ക് പണം കിട്ടാനുള്ള സാഹചര്യങ്ങളെ തുറന്നു തരും. കാരണം ഈ അസോസിയേഷന് ഒരു ലീഗൽ അഡ്വൈസർ ഉണ്ട്. നമുക്ക് ലീഗലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പോകാനുള്ള കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾ ഒരു വർക്ക് എടുത്തു, ക്ലയന്റ് പണം തന്നില്ല, പകുതിക്ക് വെച്ച് വർക്ക് നമുക്ക് നിർത്തേണ്ടതായിട്ട് വന്നു. അപ്പോ വേറൊരാൾക്ക് ആ വർക്ക് അലോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രേഖാമൂല അസോസിയേഷനിൽ പരാതിപ്പെടാം. അതായത് ആർക്കാണോ അതിന്റെ LOA ആയി കിട്ടിയേക്കുന്നത്, അവരുടെ NOC ഇല്ലാതെ അടുത്ത ഒരാൾക്ക് ആ വർക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അതിന് അസോസിയേഷൻ ഇടപെട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും.
ഇപ്പൊ നിങ്ങൾക്കറിയാം, വെൽഡിംഗ് പഠിച്ച ആളുകൾ പോലും പുതിയ പുതിയ കമ്പനികൾ തുടങ്ങിയിട്ട് ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ് എന്നുള്ള രീതിയിൽ അവര് സംസാരിക്കുന്നുണ്ട്, പുതിയ കമ്പനികൾ തുടങ്ങുന്നുണ്ട്. അവര് ഫയർ സിസ്റ്റത്തിനെ കുറിച്ച് തെറ്റായിട്ടുള്ള ധാരണകൾ പോലും ആളുകൾക്കിടയിൽ പരത്തുന്നുണ്ട്. ഞാനൊരു ക്ലയന്റുമായിട്ട് സംസാരിച്ചപ്പോൾ ക്ലയന്റ് കുറെ BOQ എൻ്റെ അടുത്ത് മുന്നിൽ വെച്ചു. സന്തോഷം, ഇത് ഞങ്ങൾക്ക് വരാൻ പോകുന്ന പ്രോജക്റ്റിന്റെ BOQ ആണ്. ശരി, നല്ല കാര്യം. ഇത്രയും കൊട്ടേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ഇതിൽ ലോവസ്റ്റ് ആയിട്ടുള്ള ആള് ഇതാണ്, ഇദ്ദേഹത്തിന് ഞാൻ വർക്ക് കൊടുക്കാൻ പോവാണ്. അപ്പൊ അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത് A ക്ലാസ് പൈപ്പാണ്. ബാക്കിയുള്ളവരൊക്കെ ഇട്ടേക്കുന്നത് B ക്ലാസും C ക്ലാസും ഒക്കെ ഇട്ടിട്ടുണ്ട്. A ക്ലാസ് പൈപ്പ്. അപ്പൊ ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് എന്താണ്, B ക്ലാസ് എന്താണ്, C ക്ലാസ് എന്താണെന്ന് ക്ലയന്റിന് അറിയത്തില്ല. അവിടെ ഒരു ചീറ്റിംഗ് നടക്കുകയാണ്. ഈ അടുത്ത് നമ്മുടെ ഒരു ക്ലയന്റിന്റെ NOC വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് 2.5 ലക്ഷം രൂപ വാങ്ങി ആലപ്പുഴയിലുള്ള ഒരു കമ്പനിയിൽ നിന്നും വാങ്ങിയിട്ട് ഒരു നമ്മളുടെ ഫയർ ഫൈറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത് പോലീസ് പിടിയിലായി. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലയന്റിനെ ബോധവൽക്കരിക്കേണ്ടതും സംഘടനയുടെ ആവശ്യമാണ്. ഒരു യൂണിറ്റി, ഒരു യൂണിഫോമിറ്റി എല്ലാ BOQയിലും കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഒരു കൊട്ടേഷനിൽ കൊണ്ടുവരേണ്ടത്, അത് നമ്മുടെ ആവശ്യമാണ്. ലൈസൻസിംഗ് സമ്പ്രദായം നമുക്ക് കൊണ്ടുവരേണ്ടത്, അതും നമ്മുടെ സംഘടനയുടെ ലക്ഷ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടിയിട്ട് അതിനുള്ള ശബ്ദിക്കാൻ ആളുണ്ട്. നമ്മുടെ അസോസിയേഷന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ഇന്ന് ആളുണ്ട്. കാരണം ഇത് 100 പേരിൽ കഴിഞ്ഞു, മെമ്പർഷിപ്പ് കഴിഞ്ഞു. ഇന്ന് ഞാനിപ്പോ രജിസ്ട്രേഷൻ ആ കൗണ്ടറിൽ വെച്ചിരിക്കുന്ന ആ രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിലും കൂടുതൽ ആളുകളുണ്ട്. കാരണം ഈ ചക്കര കൊണ്ട് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ചൊപ്പ് തീർന്ന കണക്കാണ് അവിടെ സപ്ലൈസിന്റെ അടുത്ത് ഈ കൗണ്ടറിലൊക്കെ ആൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്നിട്ട് പല ആളുകളും സീറ്റ് കാലിയായിട്ട് കിടക്കുന്നു. വെളിയിൽ നിറയെ തിരക്കൂട്ടി ആളുകൾ നിൽപ്പുണ്ട്. അതാണ് ഒരു വലിയൊരു പ്രശ്നം. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങള് ഞാൻ പറഞ്ഞ രീതിയിൽ ഈ അസോസിയേഷനിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ രൂപം മാറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ട്രക്ചർ മാറ്റുകയല്ല, നിങ്ങളുടെ സ്വഭാവം മാറ്റുക, ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക, ഒരു പങ്ക്ച്വാലിറ്റി കൊണ്ടുവരിക, ഒരു പേഴ്സണാലിറ്റി കൊണ്ടുവരിക, നിങ്ങൾ നല്ല ടെക്നോളജീസ് കൊണ്ടുവരിക. കാരണം ടെക്നോളജീസ് ഓരോ ദിവസവും മാറി 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 വരികയാണ്. ആ ടെക്നോളജി മാറി വരുന്നതനുസരിച്ച് നിങ്ങൾ മാറിയില്ല എങ്കിൽ നിങ്ങൾ പഴമക്കാരായി പോവും. പഴമക്കാരെ പുതിയ തലമുറയ്ക്ക് ആവശ്യമില്ല. മാറുന്നതിനനുസരിച്ച്, ടെക്നോളജി മാറുന്നതനുസരിച്ച് നിങ്ങൾ മാറിയില്ല എങ്കിൽ നിങ്ങളെ കാലത്തിന് വേണ്ടാതാവും. അതുകൊണ്ട് നിങ്ങൾ പണ്ട് പഠിച്ചിരുന്ന, അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തു പോന്നിരുന്ന സിസ്റ്റം അല്ല ഇന്ന് ഫയർ ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. ഗോപകുമാർ സാറൊക്കെ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്ന ആളാണ്, കൂടുതൽ പഠിക്കുന്ന ആളാണ്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തില് വലിയ വലിയ കമ്പനീസിന്റെ ട്രെയിനിങ് ഓൺലൈനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് വെറുതെ അല്ല, ഇതിന് ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ആരുടെയും കയ്യിൽ നിന്ന് ഫീസ് ഒന്നും വാങ്ങിയിട്ടല്ല കേട്ടോ ഈ ഒരു ഓൺലൈൻ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യിക്കുന്നത്. ഈ ഒരു ഓൺലൈൻ ട്രെയിനിങ് എല്ലാം ഫ്രീ ആണ്. കാരണം ഉദ്ദേശം ഒന്നു മാത്രമേ ഉള്ളൂ, നമ്മുടെ നാടിന്റെ സുരക്ഷ, നമ്മുടെ നാട്ടുകാരുടെ സുരക്ഷ, നല്ല ക്വാളിറ്റിയുള്ള വർക്ക്. ഇതാണ് ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യം, ഈ അസോസിയേഷന്റെ ലക്ഷ്യം. അത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും, നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് 100% ഉറപ്പുണ്ട്. നിങ്ങളെ മാറ്റാനായിട്ട് തയ്യാറാവൂ. നിങ്ങളുടെ ബിസിനസ് നല്ല പോലെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ കാട്ടിലെ രാജാവെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന ആരെയാ? എല്ലാവരും ഉറങ്ങിയിരിക്കും, എല്ലാവർക്കും വിശപ്പ് തുടങ്ങി തോന്നുന്നു. ആരെയാണ്? പറയൂ. സിംഹം. ശബ്ദം പോരാ, സിംഹമാണ് അല്ലേ? എന്നാൽ ആനയ്ക്ക് സിംഹത്തിനെക്കാട്ടിലും വലിപ്പമുണ്ട്. ആനയെ ആരെങ്കിലും രാജാവെന്ന് പറയുവോ? ജിറാഫിന് സിംഹത്തിനെക്കാട്ടിലും ഉയരമുണ്ട്. ആരെങ്കിലും ജിറാഫിനെ സിംഹം എന്ന് പറയുവോ? കുറുക്കന് സിംഹത്തിനെക്കാട്ടിലും നല്ല ബുദ്ധിയുണ്ട്. കുറുക്കനെ ആരെങ്കിലും രാജാവെന്ന് പറയുവോ? പറയില്ല. സിംഹത്തിനെ മാത്രമേ പറയുള്ളൂ. എന്തുകൊണ്ടാണ്? അവന്റെ തീക്ഷണമായ വീക്ഷണം, അവന്റെ ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ആ ലക്ഷ്യം അവൻ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവന്റെ കഠിന പ്രയത്നം, അതാണ് നമുക്ക് വേണ്ടത്. വിശന്നിരിക്കുന്ന ഒരു സിംഹത്തിന് മുന്നിൽ ഒരു ഇരയെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഭക്ഷിക്കും. എന്നാൽ വിശപ്പിന് ശേഷം ഒരു ഇരയെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഭക്ഷിക്കില്ല.
കാരണം എന്താ, വിശക്കുന്ന നേരത്ത് മാത്രമേ അത് അശിക്കുകയുള്ളൂ. അപ്പോ ഇത്തരത്തിൽ നിറയെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനീസ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന ഈ നാടിന്റെ ഉന്നമനത്തിനു വേണ്ടിയും ഈ ഫയർ സേഫ്റ്റി സിസ്റ്റത്തിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് കഴിവുള്ള ഒരു സംഘടനയാണ്. ഈ സംഘടനയിൽ നിങ്ങൾ ഓരോരുത്തരും അംഗങ്ങളാവുക, അതിന്റെ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി, നാളെയുടെ മക്കൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിക്കാം. നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിക്കാം. അറിവുകൾ നേടുന്നതിൽ ഗോപകുമാർ സാറിനെ പോലെ, നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പൊരുതുന്നതിൽ നമ്മളുടെ അരുൺ സാറിനെ പോലെ നമുക്കും കരുത്താർജിച്ച പ്രതിഭാശാലികളാവാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ഒരു ആദരവാണ്. KKL ഫയർ എക്യുപ്മെന്റ് ഒരു വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ് ആദരവ് ഏറ്റുവാങ്ങിക്കാനായിട്ട്. അദ്ദേഹം വേദിയിലേക്ക് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കൃഷ്ണൻ സാർ വേദിയിലേക്ക് വന്ന് ആദരവ് ഏറ്റുവാങ്ങിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആദരവ് നൽകാനായിട്ട് പ്രസിഡന്റ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ മറ്റു വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും ജോയിൻ ചെയ്യണമെന്നോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി നല്ലൊരു കൈയടിയാവാം. താങ്ക് യു സോ മച്ച് സർ. താങ്ക്സ് എല്ലാം. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം അല്ലേ, വളരെ മനോഹരമായ രീതിയിൽ ഈ ഒരു പ്രോഗ്രാം ഇതുപോലെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഇതിന് പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട്. ഈ ഒരു സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒരുപാട് പേര് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. സോ ഈ ഒരു മൊമെന്റിൽ അവർക്ക് ഒരു ഉപഹാരം നൽകണം എന്നുള്ളത് ഉറപ്പായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഞാൻ പേര് വിളിക്കുന്നവർ ഈ ഒരു വേദിയിലേക്ക് വന്ന് പ്രസിഡന്റ് സാറിന്റെ കയ്യിൽ നിന്ന് ഒരു ആദരവ് ഏറ്റുവാങ്ങിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആദ്യമായി സുനിൽകുമാർ എസ്, മിസ്റ്റർ സുനിൽകുമാർ സർ വേദിയിലേക്ക് വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്തതായി ശ്രീ കുമാർ എ പണിക്ക്. അടുത്തതായി ശ്രീമതി വിജി ആർ. അടുത്തതായി ആളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അടുത്തതായി ശ്രീ സന്തോഷ് സ്വാമി സർ. എല്ലാവരും ഒന്ന് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് വേഗം തന്നെ ഹാളിനുള്ളിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും ആദരിക്കുന്ന ചടങ്ങാണ്. അപ്പൊ ആ ഒരു മൊമെന്റിൽ എല്ലാവരും ഇവിടെ വേണം. സോ പുറത്ത് നിൽക്കുന്നവരൊക്കെ ഒന്ന് അകത്തേക്ക് കടന്നു വരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വിശ്വസായിട്ട് നല്ല കയ്യടികൾ കൂടെ നിങ്ങൾ നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. നല്ലൊരു കയ്യടി കൊടുക്കാം. ഈ ഒരു അവസരത്തിൽ സന്തോഷ് സ്വാമി സാറാണ് മൊമെന്റ് ഏറ്റുവാങ്ങിക്കുന്നത്. അടുത്തതായി ശ്രീമതി സുനിത കുമാരൻ. ശ്രീമതി വിജയ. So congratulations and thank you. ശ്രീമതി സുനിദാസ് കുമാരൻ. ശ്രീ രഞ്ജൻ കെ എൻ.
താങ്ക് യു സർ. അടുത്തത് ശ്രീ ജോസ് ജോൺ. താങ്ക് യു സർ. അടുത്തതായി ശ്രീ വൈശാഖി രാജ്. നിറഞ്ഞ കയ്യടികളാവാൻ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഇവർ തന്നെയാണ്. സോ ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നല്ല കയ്യടികൾ നൽകേണ്ടത് ഇവർക്ക് തന്നെയാണ്. അടുത്തതായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു ശ്രീ സുരേഷ് കുമാർ എസ്. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കാം. ശ്രീ സുരേഷ് കുമാർ എസ്. അടുത്തതായി ശ്രീ സെബാസ്റ്റ്യൻ മാത്യു. താങ്ക് യു സോ മച്ച്. നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് ഒരു മൊമെന്റ് നൽകുന്ന ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നമ്മുടെ ഒഫീഷ്യൽ സെറമണീസ് ഇവിടെ കഴിയുകയാണ്. അടുത്തതായി നന്ദി പ്രകാശനം ചെയ്യാനായിട്ട് FSCWA സംസ്ഥാന ട്രഷറർ ശ്രീ സേവ്യർ ആന്റണിസാനെ ക്ഷണിച്ചോളൂ. FSCWA നമ്മുടെ അസോസിയേഷന്റെ 3ാം വർഷമാണ് അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആദ്യമായി നന്ദി പറയാനുള്ളത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറിനോടാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എത്തി നമുക്ക് വളരെ എനർജി നൽകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനും പ്രത്യേക അസോസിയേഷന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തേക്ക് നന്ദി പറയാനുള്ളത് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള ശ്രീ വി ജോയ് MLAക്കാണ്. എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹത്തിനും അസോസിയേഷന്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തേക്ക് നന്ദി പറയാനുള്ളത് അഡ്വക്കേറ്റ് VK പ്രശാന്ത് സാറിനോടാണ്. അദ്ദേഹം എത്തിച്ചേരാന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിനും അസോസിയേഷന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തി നമുക്ക് വളരെ നല്ല ക്ലാസ് നൽകിയ അരുൺ ഭാസ്കർ സാറിന് DFAക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ലെൻസ് ഫിഡിന്റെ തിരുവനന്തപുരം പ്രസിഡന്റായ അനിൽകുമാർ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ക്രിഡായുടെ തൃശൂർ ട്രിവാൻഡ്രം ചാപ്റ്റർ പ്രസിഡന്റ് സുരേഷ് കുമാർ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. വിജയ് സിംഗ് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ അസോസിയേഷൻ മെമ്പറും കൂടിയായിട്ടുള്ള നമുക്ക് എല്ലാ വർഷവും ഓൺലൈൻ ട്രെയിനിങ്ങും ക്ലാസ്സുകളും നൽകുന്ന നമ്മുടെ സീനിയർ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഗോപകുമാർ പണിക്കർ സാറിന് അസോസിയേഷന്റെ പേര് വളരെയേറെ നന്ദി പറയുന്നു. നമ്മുടെ പഴയ പ്രസിഡന്റും ഈ വർഷത്തെ പ്രോഗ്രാം കോർഡിനേറ്ററുമായ സുരേഷ് കുമാർ സാർ, ഇവിടെ എല്ലാ കാര്യങ്ങളും ട്രിവാൻഡ്രത്ത് നടത്തി തന്ന സുരേഷ് കുമാർ സാറിനും അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച രഞ്ജൻ സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം കൺവീനറായ കഴിഞ്ഞ വർഷത്തെ മുൻ സെക്രട്ടറിയും കൂടിയായ സെബാസ്റ്റ്യൻ മാത്യു സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. അസോസിയേഷന്റെ കോർഡിനേറ്റർ കൂടിയായ എല്ലാ കാര്യങ്ങളും അസോസിയേഷന്റെ പോസ്റ്ററുകളായാലും നമ്മുടെ മെമ്പേഴ്സിന്റെ കോർഡിനേറ്ററിന്റെ കാര്യവും എല്ലാ കാര്യങ്ങളും മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കുന്ന സന്തോഷ് സ്വാമി സാറിന് അസോസിയേഷന്റെ പേര് പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ പ്രസിഡന്റ് പ്രസന്ന സാറിന് ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിച്ച പ്രസന്ന സാറിനും സെക്രട്ടറി സനൂരിനും പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തായി നന്ദി പറയാനുള്ളത് നമ്മുടെ ഈ അസോസിയേഷൻ മെമ്പേഴ്സ് ആയിട്ടുള്ള കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള മെമ്പേഴ്സും ഉണ്ട്. ഇവിടെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഈ കുറെ പേർക്ക് ഇന്നലെ എത്തിച്ചേർന്നു, കുറെ പേര് ഇന്ന് രാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അസോസിയേഷന്റെ പേരിൽ വളരെയേറെ നന്ദി അറിയിക്കുന്നു. അടുത്തായി നന്ദി പറയാനുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി നടത്തുന്നതിന് നമ്മളെ സഹായിച്ചിട്ടുള്ള നമ്മുടെ സ്പോൺസേഴ്സിനെയാണ്. ആദ്യമായി നന്ദി പറയാനുള്ളത് CRI പംപ്സ് ASS സെക്യൂരിറ്റി സിസ്റ്റം എന്നിവയുടെ മെയിൻ ഡീലറായിട്ടുള്ള എയിം ഫയർ സേഫ്റ്റി എക്യുപ്മെന്റ്സിനാണ് നന്ദി പറയുന്നത്. അടുത്ത സ്പോൺസർ ആയിട്ടുള്ള സൂര്യ പൈപ്സിന് അസോസിയേഷന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തായി നന്ദി അറിയിക്കുന്നത് ആസ്ട്രൽ ഫയർ എക്യുപ്മെന്റ്സ് അസോസിയേഷന്റെ ഭാഗം നന്ദി അറിയിക്കുന്നു. അടുത്ത നന്ദി പറയാനുള്ളത് പോളികപ്പ് വയർസ് ആൻഡ് കേബിൾസ്. അടുത്ത നന്ദി പറയാനുള്ളത് KSB പംപ്സ് വിജയ ഫ്ലൂയിടെക് എറണാകുളം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത നന്ദി പറയാനുള്ളത് കിർലോസ്കർ പമ്പ്സിന്റെ ഡീലറായിട്ടുള്ള ബ്ലൂ ഡയമണ്ട് ഏജൻസീസ്. അടുത്ത നന്ദി പറയാനുള്ളത് ലൂബി പംപ്സ് ഡീലർ ഗീത ട്രേഡേഴ്സ്. അടുത്ത നന്ദി പറയാനുള്ളത് ഇൻസ്പയർ ആർക്കിടെക്ചറൽ സൊല്യൂഷൻ. അടുത്തായിട്ട് നന്ദി പറയാനുള്ളത്
ഇവിടുത്തെ ഈവന്റ് ടീമിനാണ്. അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന രഞ്ജൻ സാറിനും ഈവന്റിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഓൺലൈൻ പോസ്റ്ററുകളും മറ്റ് വീഡിയോസും നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ സുനിൽ സാറിന്റെ മകൻ പ്രണവാണ്. പ്രണവിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ നന്ദി പറയാനുള്ളത് നമ്മുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിനാണ്. നമ്മളുടെ ഈ സംഘടനയായിട്ട് കൂടെ നിന്ന് നമ്മളെ പല കാര്യങ്ങൾക്കും കണ്ടുമുട്ടാറുണ്ട്. ഫയർ ഡിപ്പാർട്ട്മെന്റിന് നമ്മുടെ അസോസിയേഷനിൽ കൂടെ നിൽക്കുന്നതിന് വളരെയേറെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സോ താങ്ക് യു സോ മച്ച് സർ. അങ്ങനെ നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാംസ് കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. ഹലോ, നമ്മുടെ ഈ വന്നിരിക്കുന്ന കോൺട്രാക്ടേഴ്സ് എല്ലാവരും തന്നെ നമ്മുടെ ഇവിടെ സ്പോൺസേഴ്സിന്റെ ഒരുപാട് കൗണ്ടറുകളുണ്ട്. ആ കൗണ്ടറുകളിലെല്ലാം വിസിറ്റ് ചെയ്യണം. അവർക്ക് വിസിറ്റിംഗ് കാർഡ് നിങ്ങൾ ഓരോന്ന് കൊടുക്കണം. അതിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചെന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അവരുടെ ഫുഡ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ടെക്നിക്കൽ സെഷൻ ഉണ്ട്. പമ്പിന്റെ കാൽക്കുലേഷനുകളായാലും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. വീഡിയോ പ്രസന്റേഷൻസ് ഉണ്ട്. നിങ്ങളെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കാര്യം ഇനിയിപ്പോൾ ഒരു സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിന്റെ കാലഘട്ടമാണ്. നമ്മളെ ഈ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തെ പുതിയ പുതിയ നവീന സിസ്റ്റങ്ങൾ വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ സ്പോൺസേഴ്സുമായിട്ട് ചോദിച്ച് പങ്കുവയ്ക്കാം. ഇതിന്റെ അവസാനം ഒരു ലക്കി ഡ്രോ ഉണ്ട്. ആ ലക്കി ഡ്രോയിൽ അതിഭയങ്കരമായൊരു ഫസ്റ്റ് പ്രൈസ് ആണ് കിട്ടാൻ പോണത്. ഏകദേശം 42,000 പരം രൂപയുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നുണ്ട്. സെക്കൻഡായിട്ട് ഏകദേശം 3 പേർക്ക് കൊടുക്കുന്ന 5,000 പരം രൂപയുടെ സമ്മാനങ്ങളാണ്. അടുത്ത തേർഡ് പ്രൈസ് അതുപോലെ തന്നെ 3,500 രൂപീസിന്റെ സമ്മാനങ്ങൾ 5 പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ലാസ്റ്റ് വരെ നമ്മൾ നിൽക്കണം. അതല്ലാതെ ഉച്ചയ്ക്ക് ഊണം കഴിച്ചിട്ട് നമ്മളൊന്നും ദയവായിട്ട് പിരിഞ്ഞു പോകരുത് എന്നുള്ള ഒരു ദയവായിട്ടുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും തന്നെ സഹകരിക്കുന്ന വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് നമ്മുടെ പ്രോഗ്രാം ഒഫീഷ്യൽ സ്റ്റേജിലെ സെറമണി കഴിഞ്ഞെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇനി ലഞ്ച് ബ്രേക്കിന് മുന്നേ ആയിട്ട് കുറച്ച് പ്രോഗ്രാം കൂടി വരുന്നുണ്ട്. അതായത് നമുക്കൊരു ടെക്നിക്കൽ സെഷൻ വരുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ എനിക്ക് ചെറിയ റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിൽ. അവരെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ള നിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും ദയവായിട്ട് സ്റ്റേജിലേക്ക് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യണം. അകത്തേക്ക് വരണം. നിങ്ങളുടെ കൗണ്ടറിൽ ഓരോരുത്തർ നിർത്തിയതിനു ശേഷം നിങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും റെപ്രസെന്റ് ചെയ്ത് ഒരാളെങ്കിലും ഒന്ന് വേദിയിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പുറത്ത് നിൽക്കുന്നവർ നമ്മുടെ സ്പോൺസേഴ്സ് ആരെങ്കിലും ഒരാൾ റെപ്രസെന്റ് ചെയ്ത് അകത്തേക്ക് വന്ന് എല്ലാ സ്പോൺസേഴ്സിൽ നിന്നും ഓരോരുത്തർ വീതം വേദിയിലേക്ക് വരണമെന്ന് ഹാളിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ചു നേരം എല്ലാം ഒഫീഷ്യലായിട്ട് കുറച്ച് സെറമണിയൊക്കെ ആയിരുന്നു. എല്ലാവരും ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ട് ഒരു ചായയൊക്കെ കിട്ടിയപ്പോൾ ചെറിയൊരു ബ്രേക്കാണ് അല്ലെ. ലഞ്ചിന്റെ ടൈം ആയിട്ടില്ല, അതിന് ടൈമുണ്ട്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ആ ഒരു ചായ കുടിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പാടി തരാനായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫയർ സോങ്ങിലാണ് ആരംഭിച്ചത്. അപ്പൊ പൃഥ്വി മോനാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തന്നതല്ലേ, ഈശ്വര പ്രാർത്ഥന പാടിയത്. അടുത്തതായിട്ട് മറ്റൊരു പാട്ട് പാടാനായിട്ട് വീണ്ടും ഞാൻ മോന്റെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ടാവാം. നമുക്ക് ഇത്രയും നേരം കയ്യടിയൊക്കെ പറയാനായിട്ട് എനിക്കും ഒരു ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ ഓഫീഷ്യലായിട്ട് എല്ലാം കഴിഞ്ഞു. ഇനി എല്ലാവരും ഒന്ന് ഫ്രീ ആവാണ്. കുറച്ചുകൂടെ ഫ്രീ ആവാം. ഇനി ഫ്രണ്ടിലേക്ക് വന്നിരിക്കാം കേട്ടോ. ബാക്കി ഒരുപാട് പേര് ബാക്കി ഇരിക്കുമായിരുന്നു. പാട്ട് കേൾക്കാനും ചായ കുടിക്കാനൊക്കെ ഫ്രണ്ടിൽ ഇരിക്കാം കേട്ടോ. അപ്പൊ മാക്സിമം ഫ്രണ്ടിലേക്ക് വന്നിരിക്കുക. അതുപോലെ തന്നെ സ്പോൺസേഴ്സ് ഒന്ന് അകത്തേക്ക് വരണം കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് അടുത്തതായിട്ട് പൃഥ്വി മോൻ ഒരു പാട്ടോട് കൂടി ബാക്കി പരിപാടികൾ ആരംഭിക്കാം. ഓക്കെ പ്ലീസ്. Thank you.
കൈകളുയരുന്നതോ പനിമഴയോ പുലരുടെയോ കാവ്യ സംഗീതം കനിക്കാരുണ്യം സ്വന്തത്തെ ചിഹ്നം അതിവീഴും തേൻവണ്ടു ഞാൻ കടയും തേൻവണ്ടു ഞാൻ ഒരു മധുര കിടാവിലെങ്ങും ഗുണമുള്ള പൂവിരിഞ്ഞോ അതിലായിരം ആശകളായൊരു പൊൻവല തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. താങ്ക് യു. സോ നല്ലൊരു കൈയടി കൊടുക്കും എല്ലാവരും ചേർന്നിട്ട്. നല്ലൊരു പാട്ടുമായിരുന്നു. ചായ കുടിക്കുമ്പോഴത്തേനില്ല ബാക്കിലൊക്കെ ഇരിക്കുന്നവർ എന്താണോ എന്നല്ല എന്തെങ്കിലും ഇരിക്കുന്നത് കൈയ്യടി പോലും കൊടുക്കാനില്ല. കൈ ഫ്രീ അല്ലേ? ചായയാണോ കയ്യില്? ഫോണാണെന്ന് തോന്നുന്നല്ലേ? എന്തായാലും തിരക്കിലേക്കാണ്. എനിവേസ് നമ്മുടെ സ്പോൺസേഴ്സ് എല്ലാവരും അകത്തേക്ക് വന്നെന്ന് വിശ്വസിക്കുന്നു. സ്പോൺസേഴ്സിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്നവരിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് ഒരാളെങ്കിലും ഒന്ന് അകത്തേക്ക് വരണം. അപ്പോ എല്ലാവരും ചിന്തിക്കും എന്തിനാണ് ഇനി അവരെ വിളിക്കുന്നതെന്ന്. ഉറപ്പായിട്ട് നമ്മൾ അവരെ കൂടെ ഈ ഒരു വേദിയിൽ ആദരിക്കുകയാണ്. സോ പ്രസിഡന്റ് സാർ ഒരിക്കൽ കൂടി ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ സ്പോൺസേഴ്സിനുള്ള ആദരവ് നൽകാനായിട്ട് സാർ വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഈവനിങ് വരെ പ്രോഗ്രാംസ് ഉണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ആരും പോകാൻ പാടില്ല. 42,000 രൂപ ചിരിക്കണം, സത്യമാണ്. 42,000 രൂപ വില വരുന്ന സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4,000 രൂപയുടെയാണ് സെക്കൻഡ് പ്രൈസ്. അത് ഒരാൾക്കല്ല 3 പേർക്കാണ്. ആൻഡ് തേർഡ് പ്രൈസും ഉണ്ട്. 3,500 രൂപ വില വരുന്ന സമ്മാനമാണ്. അത് 3 പേർക്കുണ്ട്. സോ നമ്മളല്ല നിങ്ങളുടെ ഒരാൾക്കായിരിക്കും സമ്മാനം ലഭിക്കുന്നത്. സോ എല്ലാവരും അത് വെയിറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു. എല്ലാവരും ഇവിടെ ഉണ്ടാവണം ഈവനിങ് വരെ. അതുപോലെ തന്നെ ആദരവ് നൽകാനായിട്ട് അരുൺ ഭാസ്കർ സാർ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സാർ വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സാറിന്റെ പ്രസൻസിലാണ് നമ്മുടെ സ്പോൺസേഴ്സിനെ ആദരിക്കുന്നത്. സാർ ഒരിക്കൽ കൂടി വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു സെറമണിക്ക് ശേഷം വീണ്ടും നമുക്കൊരു സെഷൻ വരുന്നുണ്ട്. അതിനുശേഷം ലഞ്ച് ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സെഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ ഈവനിങ്ങിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ലക്കി ഡ്രോ, അതൊക്കെയാണ് ഇന്നത്തെ പ്രോഗ്രാംസ്. സോ എല്ലാവരും ഇവിടെ ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സെറമണീസ് അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. അതിന് മുന്നേ ആയിട്ട് അരുൺ ഭാസ്കർ സാർ ഒരിക്കൽ കൂടി വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്പോൺസേഴ്സ് എല്ലാവരും ഒന്ന് അകത്തേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. സ്പോൺസേഴ്സ് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് ഒരാളെങ്കിലും ഒന്ന് വേദിയിലേക്ക് ഹാളിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് ചെറിയൊരു ഡിലേ ഉണ്ട്. അരുൺ സാറ് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിക്കാണ്. ഇപ്പൊ വരും പുറത്തല്ല, നമുക്ക് ഫ്രഷ് ആവുന്നത് പോയിക്കാണ്. സാറ് വരുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വേണ്ടി സാർ എത്തിച്ചേർന്നു. അരുൺ ഭാസ്കർ സാറിന്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മുടെ സ്പോൺസേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ്. സോ അവർക്കുള്ള ആദരവ് നൽകാനായിട്ടാണ് സാറിനെ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓരോ സ്പോൺസേഴ്സിന്റെ അടുത്തേക്ക് വിളിക്കും. ഓരോരുത്തരുടെ വേദിയിലേക്ക് വന്ന് അതിൽ വെയിറ്റ് വാങ്ങിക്കണം റിക്വസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മള് മൊമെന്റോ നൽകുന്നത് ഡയമണ്ട് ലെവൻ സ്പോൺസർക്കാണ്. ദാറ്റ് ഈസ് CRI പംപ്സ്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് CRI പംപ്സിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ള ആളെ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ് നല്ലൊരു കൈയടി ആവാം. കൈയടിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ളതല്ലേ. ഇരിക്കുന്നവർ അവിടെ ഇരിക്കുകയാണ്. എന്തായാലും നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് അതേ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഡയമണ്ട് ലെവൻ സ്പോൺസർ ആണ് ഈ ഒരു വേദിയിൽ വന്ന് ഇപ്പോൾ ആദരവ് ഏറ്റു വാങ്ങിക്കുന്നത്. ദാറ്റ് ഈസ് CRI പംപ്സ്. സോ താങ്ക് യു സർ. താങ്ക്സ് എ ലോട്ട്. അടുത്തതായി പ്ലാറ്റിനം ലെവൽ സ്പോൺസറിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. നമുക്ക് 5 സ്പോൺസേഴ്സ് ഉണ്ട് പ്ലാറ്റിനം ലെവൽ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് SS സെക്യൂരിറ്റി. വേദിയിലേക്ക് വന്ന്
ആദരവേറ്റ് വാങ്ങിക്കണം റിക്വസ്റ്റ് ചെയ്യുന്നു. ഓരോരുത്തർ വാങ്ങിക്കുമ്പോഴത്തേനും ഞാൻ കൈയടിക്കാൻ പറയില്ല കേട്ടോ. നല്ല കൈയടി വേണം നിങ്ങളുടെ സൈഡിൽ നിന്ന്. നിങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് അറിയുന്ന കൈയടിയിലൂടെയാണ്. സോ താങ്ക് യു സോ മച്ച്. ആസ് എ സെക്യൂരിറ്റിയിൽ നിന്നുള്ള മെമ്പറാണ് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ആദരവേറ്റ് വാങ്ങിക്കുന്നത്. ഒരുപാട് സന്തോഷവും നന്ദി ഈ ഒരു മൊമെന്റിൽ അറിയിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഈസ് സൂര്യ സ്റ്റീൽസ് ആൻഡ് പൈപ്സ്. സൂര്യ സ്റ്റീൽസ് ആൻഡ് പൈപ്സ് റെപ്രസെന്റേറ്റീവ്സ് വേദിയിലേക്ക് വന്ന് മൊമെന്റോ ഏറ്റുവാങ്ങിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ അവരെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കാം നമുക്ക്. സോ താങ്ക് യു. താങ്ക്സ്. Thank you so much, sir. And next one is that is Astral 5 Pro. യെസ്, നല്ല കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം ഒരു മൊമെന്റ് ഏറ്റുവാങ്ങിക്കാനായിട്ട്. പ്ലാറ്റിനം ലെവൽ സ്പോൺസേഴ്സ് ആണ് ഈ ഒരു മൊമെന്റ് ഏറ്റുവാങ്ങിക്കുന്നത്. ദാറ്റ് ഈസ് ആസ്ട്രൽ 5 Pro ആണ് ഇപ്പോൾ മൊമെന്റ് ഏറ്റുവാങ്ങിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഈസ് പോളിക്യാപ് വയേഴ്സ് ആൻഡ് കേബിൾസ്. പോളിക്യാപ് വയേഴ്സ് ആൻഡ് കേബിൾസ്. Thank you so much, sir. And next one is KSB pumps. KSB pumps. Thank you. അങ്ങനെ നമ്മുടെ പ്ലാറ്റിനം ലെവൽ സ്പോൺസേഴ്സിനുള്ള മൊമെന്റ് നൽകി കഴിഞ്ഞു. അടുത്തതായി സിൽവർ ലെവൽ സ്പോൺസേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻസ്പയർ ആർക്കിടെക്ചർ സൊല്യൂഷൻസ്. ഇൻസ്പയർ ആർക്കിടെക്ചർ സൊല്യൂഷൻസ് റെപ്രസെന്റേറ്റീവ് വേദിയിലേക്ക് വന്ന് മൊമെന്റ് ഏറ്റുവാങ്ങിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം ഒരു മൊമെന്റ് റിസീവ് ചെയ്യാനായിട്ട്. താങ്ക് യു സർ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കിർലോസ്കർ പമ്പ്സ് റെപ്രസെന്റേറ്റീവ് വേദിയിലേക്ക് വന്ന് സമ്മാനം ഏറ്റുവാങ്ങിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സർ. Thank you so much. And next one is Luby Pumps and Motors. Representative വേദിയിലേക്ക് വന്ന് സമ്മാനം ഏറ്റുവാങ്ങിക്കണം മൊമെന്റ് ഏറ്റുവാങ്ങിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ സ്പോൺസേഴ്സിനുള്ള മൊമെന്റ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് അരുൺവാസ് സർ. താങ്ക്സ് എല്ലാം. ഒരുപാട് സമയം അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ആൻഡ് അടുത്തതായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് വൈകിട്ട് വരെ പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി 42,000 രൂപ വില മതിക്കുന്ന, ഇനി നിങ്ങൾക്ക് എന്താണെന്ന് അറിയണമെന്നുണ്ടായിരിക്കും അല്ലേ? അതാണ് ഞാൻ നോക്കുന്നത്, 42,000 രൂപ എന്താണെന്നാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ദാറ്റ് ഈസ് കിർലോസ്കർ പമ്പാണ്, പമ്പ് സെറ്റ് ആണ് സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, 42,000 രൂപയുടേതാണ്. അതൊന്ന് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതുമായിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നതാണ്. ഇതിൽ ആരാണ് ഭാഗ്യശാലി എന്ന് നമുക്ക് ഇന്ന് ഒരു 2-3 മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് കിർലോസ്കർ ഫോർ സ്പോൺസറിംഗ് ദാറ്റ് ഗിഫ്റ്റ്. നമ്മുടെ മെമ്പേഴ്സ്, നമ്മുടെ പാർട്ടിസിപ്പൻസിന് വേണ്ടിയിട്ട് ആ ഒരു സ്പോൺസർ ആയിട്ട് നിങ്ങളുടെ എത്തിച്ചതിൽ ഒരുപാട് നന്ദി ആയിരിക്കണം. താങ്ക് യു സോ മച്ച് കിർലോസ്കർ. ആൻഡ് നമ്മൾ വീണ്ടും നമ്മുടെ പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ അതിന് മുന്നേ നമ്മുടെ മെമ്പേഴ്സ്, നിങ്ങളിൽ ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടോ? പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ വരാൻ കേട്ടോ, ടൈം ഉണ്ട്. സാർ പാടുന്നുണ്ടോ? കവിത പാടാം. ഓക്കെ, സാറിന് തന്നെ ഞാൻ സാറിന്റെ പേരൊന്ന് പറയോ? ഭുവനേന്ദ്രൻ സാറിന്റെ ഒരു കവിത നമുക്ക് കേൾക്കാം, അതിനുശേഷം മറ്റു പരിപാടികൾ. പ്ലീസ് വേദിയിലേക്ക്. ഹലോ, നമ്മൾ ദിവസവും ലക്ഷക്കണക്കിന് കോഴികളെ കൊന്നൊടുക്കി നമ്മൾ തന്നെ കഴിക്കുകയാണ്. ആ കോഴിയെ പറ്റിയാണ് ഞാൻ ഒരു കവിത പറയാൻ പോണത്. ഏകഭാവനയോടെ ദിനത്തിലും ലോകശില്പി നിലശില്പ കൗശലം ആകരിഞ്ഞ് വെളിവാക്കിടുന്നു. അങ്കമാനമഴകാർന്ന കോഴിയെ കണ്ടാൽ കിഞ്ചനമൊന്നും ഇതമാം കഴുത്തൊടും ചഞ്ചലാക്ഷ കുടവീക്ഷണത്തിലും രാത്രിതൻ പോക്കത്രത്തോളമാ നൽചന്തലപ്പാവുള്ള കോഴികൾ ഉച്ചത്തിൽ കോയിനാർക്കു കുടങ്ങൾ. ഇതാണ് ആ കോഴിയെ പറ്റിയുള്ള ഒരു കവിത. ഇനി ഒരു കവിതയോടെ പറയാം, നമ്മുടെ മതസൗഹാർദ്ദത്തിനെ പറ്റി. അത് ഒരു 4 പേര് പറയാം.
കേരളം ചെറുതല്ല ഭിന്നമാം മതങ്ങൾക്കും താവളം കലാപര സംസ്കാര സേവാദളം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരുന്ന ഇതെത്രയോ ശതാബ്ദമായി. നന്ദി. ഇത് പറയാനുള്ള അവസരം തന്നെ നന്ദി. അടുത്തതായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറിൽ നിന്ന് ഒരാൾ തന്നെ നമുക്ക് ഒരു ഗായകനുണ്ട്, സുനിൽ സാറുണ്ട്. അദ്ദേഹത്തെ മറ്റൊരു പാട്ട് പാടാനായിട്ട് ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു പാട്ടിന് ശേഷം അടുത്ത ടെക്നിക്കൽ സെഷൻ വരുന്നുണ്ട്. അതിനുശേഷം ലഞ്ച് ബ്രേക്ക് ആണ്. സോ കുറച്ച് ടൈം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് സുനിൽ സാറിനെ ഒരു പാട്ട് പാടാനായിട്ട് ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു.
കാറ്റിലാടിയുലഞ്ഞു മാലി മാലി മണൽ തട്ടു ആതിരപ്പൂവണിഞ്ഞു ആനിന്റെ കൊമ്പത്തെ ഗന്ധർവനോ താരയോ മന്ത്രമോടി ഉണർത്തിയിരുന്നു നീരാടുവാൻ ഇലയിൽ നീരാടുവാൻ നീരാടുവാൻ ഇലയിൽ നീരാടുവാൻ പൂന്തിങ്കളേ നീ എന്റെ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. താങ്ക് യു. സോ താങ്ക് യു സോ മച്ച് സർ. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ടെക്നിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈം 12:30 ആവുന്നല്ലേ, ഒരുപാട് നേരമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അറിയാം. ഏതായാലും നമുക്കൊരു സെഷന് ശേഷം നിങ്ങൾ ലഞ്ച് ബ്രേക്ക് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സെഷൻ ദാറ്റ് ഈസ് നമ്മുടെ ഡയമണ്ട് സ്പോൺസറായ CRI പംസിന്റെ ഒരു സെഷനാണ്. മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആ സെഷൻ ഇരിക്കുന്നവർ വേദിയിലേക്ക് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും സീറ്റിൽ തന്നെ ഇരിക്കണം. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ നമുക്ക് ലഞ്ച് ബ്രേക്ക് ആവുന്നതാണ്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ടെക്നിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. CRI പംസ് നമ്മുടെ ഡയമണ്ട് സ്പോൺസറായ CRI പംസ് ആണ് ഈ ഒരു സെഷൻ എടുക്കുന്നത്. സോ മെമ്പേഴ്സിന്റെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മുടെ സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. താങ്ക് യു. സോ നമുക്ക് ഈ സെഷൻ എടുക്കാനായിട്ട് ത്രിമൂർത്തി സാറാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു ഫോർ ദ സെഷൻ. Good afternoon, Trivandrum, Kerala. I always pressure. Whenever I wanted to come to Kerala, I always feel pressure. Why? Because not only because of its beauty, its unique culture, unique approach, unique literacy, like this. Number of uniques. I always be pressure to be in Kerala. This is a great opportunity to give some inputs about CRI pumps, because you people know that CRI pumps are involved in wide range of applications. Not only in, you could have heard in agricultural and residential pumps. Yes, CRI is popular because in India and globally we are exporting the product to 120 countries plus. Because I feel that crowd outside, people should come inside. It may be an input, not sure, but this may not be the platform to learn, means that's different. But I would like to tell you again, not even today, tomorrow, or day after tomorrow,
should not be any compromise. I am not the expert in firefighting. You all people's expert. I am basically being a customer for the firefighting because I am not only offering the product, I am also the customer because I have one house in Coimbatore. We have office in Coimbatore. So, being a customer, the quality of the product should be ensured in all the aspects. As Kumar sir said that the technology drives the world. Yes, we have the ancient histories, very huge histories of our Bharat and India. But keep on changing to the modern is the matter. Are we? It's the matter. Because one of the presentation I could see that across the country there are many fire accidents are happening. We are also watching those accidents in television or newspapers, some other social medias. In my understanding, we are not a firefighting expert. I am not the firefighting expert. I am always surprised. This is the building got fired yesterday. This is the residence got fired yesterday. Completely burned. What is the use of these firefighting inputs, all these systems? I am surprised. Because of the poor awareness about the fire and the activities immediately started when fire starts up. I said there's one floor or one room got fired means rather than the fire, the smoke would spread like anything. This is what the smoke kills the more than the fire. Don't compromise in the product of which are used in firefighting. Let it be the pumps, let it be the pipes, whatever the equipments which are used, but better quality. There are few scopes in front of us. Please utilize those in front of those few which are available. I am not sure CRA is the only pump which is better or best. I won't say that. But whatever the pump used, please ensure the pump is the perfect for the application. 10% for because we peoples are not giving high importance, because if government insisting us to wear the helmet or seat belt, we are not giving the importance. The government norms are insisting us to give the priority for the firefighting for the buildings or any industries. Why? Because we are not realizing the impact of the particular family. Till it is happening in my family, till it is happening in my family members, we will never realize the importance of the helmet or seat belt or nothing but firefighting. I regret to say that if when you go to one of the client, I don't want to mention it. It's not the good thing to mention the name, because if the good things he made means I would have mentioned, but he have made the adverse things. One of the building he wants to get the certification for fire clearance. There are pumps available in rental. How serious we are actually, please think. After that inspection done, then it will be removed out, and then it's there in Bombay and all, it's there. We are spending a lot for the elevation. We are spending a lot for the beautifullness of the particular building. But ensuring the health and wealth of the particular family who are inside the building or living in the building, not given importance. So Kerala is unique in that area. The contractors are, we literacy state in our country. High literacy state in country. So my request is use the excellent product, technology driven product. What is the
futures brought up newly to the market. Please consider it, because when you come across Kerala from Coimbatore by road, I could see the number of thousands of high-rise buildings. Yes, when we were doing the small house or single or one-story building, till it's okay. When you see the multi-story building, how complication if fire happens, since how complication supplying the water. Water means drinking water or utility water, also fire water. All the systems directly driven would be. But I do not know how many of we peoples, because when we go to the Dubai and all, Dubai or any other country or even North India, Bombay and all, because the multi-storage buildings which are used by multi-outlet pumps, 3 hydraulic circuits would be built in pressure, because you know that centrifugal pumps, high pressure pumps should not be opened, should not be utilized in low pressure. But in fire pumps, in the 70 meter, 100 meter, 120 meter, and all 120 meter pumps which are designed should not be operated 40 meter, 50 meter. It should not be operated. Otherwise, the prime mover get burned out, damaged. So to overcome those challenges, multi-outlets, one pump with multi-outlets. Extreme outlet will be max 300 meter head. Second may be 250, 200, 150, like that. The hydraulics line, fire circuits would be 2 or 3 would be split. So which floor, which zone got fired, that alone be the targeted by the exhaust pressure of the particular zone. For those under all technology are driven. I would like, because this is the very short period, I would take another 5 minutes only, just going through. But for this organization, president or secretary, I would appeal to them, because you were telling during your presentation in the meeting, some technical classes are being conducted. We would like to give one online classes, basics of the pumps, how to select the pumps, factors affecting the pumps during the fire, factors to be taken care during the fire, all those cases, all those chapters, subjects, we would like to give a presentation, training classes. Because we normally tell this too. Being Kerala, near to Coimbatore, if you all these team wish to come to Coimbatore, I will take a class in the company regime itself. If this is up to you again, I will conduct the program online or offline or directly also. This is appeal to the association, this Alpha Association. 1. So, next I will drive to the presentation, not the presentation, just a photo. These are all the pumps, because the centrifugal pump is not the just 1 hour program, it's at least a 1 year program it is. Pump is not just a pump. Lots of technology involved. Please go through. It's a vision, because CRI not only in the agriculture, residential, industrial, chemical industry, wastewater, and lift irrigation, and also the mining industry, any industry, pump, metal pumps, what are all the pumps, what are all the applications involved, the metal pumps and all the applications pumps, CRI being manufactured, Coimbatore. Next, sir. These are all the travel. CRI was the very small company, just we made a footwall check walls, which were used in agricultural. In 1960, we were a very small company. We have traveled towards the few milestones. These are our multiple milestones. We have come up to now this level of
a few megawatt size of pumps we are manufacturing. Pumps which are consuming the few megawatts of power we are manufacturing. Pumps flow is more than 30,000 meter cube. We record 40,000 meter cube. Designs are available with us. It's not only the CRI is being there are companies which are company because being in Bharat, your Indian company, it is your Indian company, that your nearby company, Coimbatore, which is spreading its wings across the globe. We must be proud. Please consider priority, give the priority for your Indian company, which are into the international market and also the coming with the new modern technologies. These are all, next. These are all the footprints. Across the globe, our presence are there. Next. These are our sales and service network. Wherever we go, big Norton, wherever, every place is there. Next. Yes, we are into the agricultural residential because it is another building services. Building services, the booster systems, wastewater systems, HVAC system, and fire systems, and hot water, cold water systems. Industry, if you say industry, any industry, what the liquid, you tell us, we can compete the material to suitable. And wastewater, next. Pressure boosting, I said nowadays we are very with the IoT, Internet of Things. IoT solutions, wastewater, mixer and aerator. You know that the wastewater treatments and all, the mixers are being used and the aerators are being used. Firefighting, HVAC, machine tool applications, CNC machines applications. Industrial equipment manufacturers, industrial projects, water supply projects or lift irrigation projects. We have been. Next. Applications, yes, when you go for the industry, for the first fire application, jockey pumps, sprinklers, hydrants, boosters. Booster system. All these we have. For all these we have pumps, and different types of pumps we have. Next one. Horizontal backflow pump, I think you are normally using for fire applications. Horizontal split case pumps, you know that larger flow pumps for the fire applications. Vertical turbine pumps for applications. Horizontal multi-stage pumps, multi-outlets up to 300 meter. Vertical multi-stage pumps, vertical valid case pumps. I'll show the pump photos also next. The first one is vertical turbine pump. Next one is vertical multi-stage pump. Top third is backflow 10 section pumps. Bottom is centrifugal monoblock pumps which are used in terrace booster. And next right is that left, I think in my point of view left. At your point of view right. It's that horizontal multi-stage multi-outlet. Next. The bottom, second bottom is split case pump, which are highly used in firefighting application. Next. Turbine pumps, motor driven, engine driven, jockey, these three are available. N section pumps, motor driven and engine driven, and also the horizontal multi-stage pumps, multi-outlet, motor driven, engine driven, jockey available. Next. Yes. This is, I could show the photos of this.
because technically talking, there are wide things are involved. That's why I appeal to this master intelligence that if you are really interested, please let's start a link through which we are interested to give the training also. Offline, online training, we are ready. If you are still interested, you can make a visit to our factory in Coimbatore, very near to you. Welcome you. Please support to CRI. Our dealer Aimfire is our distributor here. Please support him in all these. If you have any doubt, you can ask me. Otherwise, off the line we can discuss also. Please support to CRI. Thank you. Sir, Aim sir, Ram sir, enga irkeenga? I don't know, sorry. I can understand Malayalam. I am unable to talk. Ram sir, he is in that counter. He will be coming. Ram sir, you are asked. You are called. Vaanga, mela vaanga. Sir கேக்குறாரு. நாங்க நீங்க எல்லாம் சின்னதா பேசுங்க. ഗുഡ് മോർണിംഗ് ഓൾ. ഫസ്റ്റ് ഈ പ്രോഗ്രാം ഇത്രയും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത സംഘാടകർക്ക് ഞാൻ എൻ്റെ അഭിനന്ദനം പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഞാൻ എയിം ഫയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എയിം ഫയറിന് എല്ലാ പ്രൊഡക്ട്സും ഫ്രം പമ്പ്സ്, പമ്പ്, ഹൈഡ്രൻ്റ്, അലാം, PA എല്ലാ പ്രൊഡക്ട്സുകളുടെയും നമ്മൾ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് കേരളത്തിലെ. പമ്പ് നോക്കിക്കഴിഞ്ഞാൽ CRI എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. CRIക്ക് ചെറിയ പമ്പ് മുതൽ വലിയ പമ്പ് വരെ, ഡീസൽ എൻജിൻ പമ്പ്, എല്ലാ പമ്പ്സും CRI സെഗ്മെന്റിൽ വരുന്നുണ്ട്. പല ആൾക്കാർക്കും അറിയില്ല പമ്പ് ഇത്രയും CRIക്ക് ഇത്രയും റേഞ്ച് ഉണ്ടോ. അപ്പോൾ പല CRI വളരെ പഴയ കമ്പനിയാണ്, ഓൾറെഡി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പലർക്കും CRI കുറിച്ച് വ്യക്തമായിട്ടൊരു ബോധ്യമില്ല. പക്ഷേ CRIക്ക് എല്ലാ റേഞ്ചസ്, ചെറിയ പമ്പ് മുതൽ മോണോ ബ്ലോക്ക്, ഇപ്പോൾ എല്ലാം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. മോണോ ബ്ലോക്ക് മുതൽ ഹയർ HP പമ്പ്സ്, 100 HP, 200 HP ഗവൺമെന്റ് പ്രൊജക്ട്സിലേക്ക് ഒരുപാട് സപ്ലൈ CRIയുടെ പോകുന്നുണ്ട്. എല്ലായിടത്തും അപ്രൂവ്ഡ് ആണ്. എൻജിൻ ഡ്രിവൺ പമ്പ്സ് ഉണ്ട്. അപ്പോൾ CRI കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പമ്പ് കഴിഞ്ഞാൽ നമ്മൾ പമ്പിന് CRIയിൽ തന്നെ അതർ സെഗ്മെന്റ്സ്, പ്രഷർ ബൂസ്റ്റിംഗ് സിസ്റ്റംസ്, അതർ സെഗ്മെന്റ്സ് ഉണ്ട്. ടർബൈൻ പമ്പ്സ്, വെർട്ടിക്കൽ ഇൻലൈൻ പമ്പ്സ്. പിന്നെ എനിക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക്, അതായത് ജോക്കി പമ്പ്, ഇപ്പൊ പല ആൾക്കാർ യൂസ് ചെയ്യുന്ന ജോക്കി പമ്പ് വെർട്ടിക്കൽ ഇൻലൈനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പേസ് അത്രയും കുറയും. വളരെ സ്പേസ് നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റും. ഹയർ ഹെഡ്, അതായത് ഒരു എനിക്ക് തോന്നുന്നു 1.5 2 HP നിയർലി 70 meters ഹെഡ് വരെ കിട്ടും. 2 HP വരെ, 2 to 3 HP 5 HP കിട്ടും. 80 meter ഹെഡ്, എനിക്ക് എക്സാക്ട്ലി നോക്കണം. അത്രയ്ക്ക് ഹെഡ് വരെ വെർട്ടിക്കൽ ഇൻലൈനിൽ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്റെ ഒരു സജഷൻ, ജോക്കി പമ്പ് വരുന്ന സ്ഥലത്ത് ജോക്കി പമ്പ് വെർട്ടിക്കൽ ഇൻലൈനിൽ ഹൊറിസോണ്ടൽ വരും വെർട്ടിക്കൽ ഇൻലൈൻ ആക്കി കഴിഞ്ഞാൽ സ്പേസും കുറവും മതി. നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള LPM-ഉം ഹെഡും കിട്ടും. 180 LPM ആണ് സാധാരണ ജോക്കി പമ്പിന് വരുന്നത്. 180 LPM നിങ്ങൾക്ക് അപ് ടു, ഇത് വെർട്ടിക്കൽ ടർബൈൻ പമ്പ്സ് ആണ്, കിട്ടും. അതുകൂടാണ്ട് തന്നെ പമ്പ് കഴിഞ്ഞാൽ ഹൈഡ്രൻ സിസ്റ്റം, പ്രഷർ സ്വിച്ച്, നമ്മുടെ പ്രഷർ സ്വിച്ച് UL പ്രഷർ സ്വിച്ച് ആണ് നമ്മുടെ വരുന്നത്. അത് വിത്ത് UL സർട്ടിഫിക്കറ്റ്സ് ആണ്. പ്രഷർ ഗേജ് വരുന്നുണ്ട്. ഹൈഡ്രൻ, അലാം, PA സിസ്റ്റംസ് എല്ലാത്തിന്റെയും ഡെമോൺസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇത് ഫയർ അലാം, അഡ്രസബിൾ സിസ്റ്റം, PA 2-way ടോക്ക് ബാക്ക് സിസ്റ്റം, SS-ന്റെ എല്ലാം ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ MIT വാൾസ്, ഞങ്ങൾ MIT വാൾസ് ചെയ്യുന്നുണ്ട്. MIT എന്ന് പറഞ്ഞാൽ MITയുടെ ബട്ടർഫ്ലൈ വാൾവ്, NRV ബോർഡ് വാൾസ് എല്ലാം PN16 ആണ്. എല്ലാവരുടെയും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ പ്രൈസ് വൈസ് വളരെ കോമ്പറ്റീറ്റീവ് ആണ് ഇതിൽ വരണം, MITയിൽ വരണം. എല്ലാത്തിൻ്റെയും ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. വേറെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. നല്ലൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു, വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തു. അതിൽ ഞാൻ സംഘാടകരോട് പിന്നെയും ഞാൻ നന്ദി പറയുന്നു. അതുകൂടാണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഒതുങ്ങാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വളരെ വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും.
അതിൽ കോമ്പറ്റീഷൻ ഇപ്പോൾ ഒരു സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ ഇടയിൽ കുറച്ചേ ഞാൻ കേട്ടുള്ളൂ. സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊജക്റ്റിൽ കോട്ട് ചെയ്യാൻ വരുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീറ്റേഴ്സ് ആണ്. എല്ലാവരും നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് തന്നെയാണ്. പക്ഷെ കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വളരെ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള സംഘടന പോലെയല്ല. എനിക്കറിയാം നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ വളരെ ഒത്തൊരുമയോടുകൂടിയും ഒരുപാട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തും പോകുന്ന സംഘടനയാണ്. അപ്പോൾ ഈ സംഘടനയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. Thank you so much, sir. താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ ലഞ്ച് ബ്രേക്കിന് മുന്നേയുള്ള സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോൾസ്, നമുക്ക് പുറത്ത് ഒരുപാട് സ്റ്റോൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സ്റ്റോൾസ് വിസിറ്റ് ചെയ്യണം. അവിടെ നിങ്ങളെ കാലത്ത് കുറച്ച് ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ആണ്, നമ്മുടെ അടുത്ത സെഷന് ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ലക്കി ഡ്രോ. പറഞ്ഞതുപോലെ കിലോസ്കർ സ്പോൺസർ ചെയ്തിട്ടുള്ള 42,000 രൂപ വിലമതിക്കുന്ന ഗിഫ്റ്റ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ പമ്പാണ് നല്ല, നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ എല്ലാവരും. സോ താങ്ക് യു സോ മച്ച് കിലോസ്കർ. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് പ്രൈസ് 3 പേർക്കാണ് 4,000 രൂപ വിലമതിക്കുന്ന സമ്മാനമാണ്. തേർഡ് പ്രൈസ് 3,500 രൂപ വിലമതിക്കുന്ന സമ്മാനം 3 പേർക്കുണ്ട്. അതുപോലെ എല്ലാവരും സ്റ്റോൾ വിസിറ്റ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാമിന്റെ എൻഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ FCWA സ്പോൺസർ ചെയ്തിട്ടുള്ള ഡയറി, അങ്ങനെ മറ്റു കുറച്ച് ഗിഫ്റ്റുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം മാത്രമേ എല്ലാവരും പോവുള്ളൂ. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക, വേഗം തിരിച്ചു വരിക. സ്റ്റോൾസ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം നമുക്ക് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പോൺസേഴ്സ് ഗിഫ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഗിഫ്റ്റുകളും വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഒരു ഡയറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കാത്തിരിപ്പുണ്ട്. അപ്പൊ എല്ലാവരും ലഞ്ച് കഴിച്ചിട്ട് വേഗം തന്നെ തിരിച്ചു വരാം. ഒരുപാട് ടൈം കളയാനുള്ള, എല്ലാവർക്കും തിരിച്ചു പോകേണ്ടതാണ്. സോ വേഗം ലഞ്ച് കഴിച്ചിട്ട് വന്നാൽ നമുക്ക് ഉച്ചയ്ക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനദാനം ഒക്കെയാണ്. സോ താങ്ക് യു സോ മച്ച്. ഇതുവരെ ഇവിടെ ഇരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഫുഡ് കഴിച്ചിട്ട് വേഗം തിരിച്ചു വരാം. താങ്ക് യു. ഇൻവൈറ്റ് ചെയ്യാം. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം ഫോർ ദ സെഷൻ. സോ പ്ലീസ്. സോ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്ന, പുറത്ത് നിൽക്കുന്ന എല്ലാവരും ഒന്ന് അകത്തേക്ക് വന്നിരിക്കുക. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ഒന്ന് അകത്തേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പുറത്ത് നിൽക്കുന്ന എല്ലാവരും ഒന്ന് അകത്തേക്ക് വന്ന് വേഗം തന്നെ സീറ്റ്സിലേക്ക് ഇരിക്കുക. മാക്സിമം ഫ്രണ്ടിലേക്ക് ഇരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ഒന്ന് അകത്തേക്ക് വന്ന് സീറ്റ്സിലേക്ക് ഇരിക്കുക. ആൻഡ് സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഗുഡ് ആഫ്റ്റർനൂൺ യു ആൾ. എങ്ങനെയാ, ഊണൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടോ? സംഘാടകരെവിടെ? ഇവിടെ ഇങ്ങനെ ആളുകളെ കാണുന്നില്ല. സംഘാടകരെ വിളിക്കേ. അപ്പൊ നമുക്ക് എന്ത് തുടങ്ങണം? ഇതാകെ അരമണിക്കൂർ, നിങ്ങൾ 5-6 പേരുമുണ്ട്. ഞാൻ എന്തു പറയണമെന്ന് പറ. അസംബ്ലി ബിൽഡിങ്ങിന്റെ ലൈഫ് ആൻഡ് സേഫ്റ്റി സിസ്റ്റത്തെ കുറിച്ചാണ് എന്നോട് പറയാൻ പറഞ്ഞത്. അസംബ്ലി ബിൽഡിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ പറയണം. അസംബ്ലി ബിൽഡിംഗ് ഫയർ ആൻഡ് സേഫ്റ്റി സിസ്റ്റം അല്ലേ? 1 സെക്കൻഡ്, ഞാൻ ഫോണിൽ എടുത്തോട്ടെ. നെക്സ്റ്റ്, എന്താണ് ഫയർ? അറിയാലോ. എന്താണ്? അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും ഏതെങ്കിലും ഫ്യൂവലുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷനാണ് ഫയർ എന്ന് പറയുന്നത്. അപ്പൊ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്തുമാകാം. പക്ഷെ ഓരോ ഫ്യൂവലിനും അതിന്റെ ഒരു ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഉണ്ട്. ഇപ്പൊ മരം, ഇരുമ്പ് അങ്ങനെയുള്ളതൊന്നും നേരിട്ട് ഓക്സിജനുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. ഇരുമ്പുണ്ടാവും, അത് പുറത്ത് മാത്രം. അതാണ് തുരുമ്പായിട്ട് വരുന്നത്, അയോൺ ഓക്സൈഡായിട്ട് വരുന്നത്. സോഡിയം നിങ്ങൾക്കറിയാമല്ലോ. സോഡിയം എവിടെയാണ് സൂക്ഷിക്കുന്നത് സാധാരണ? മുമ്പൊക്കെ കെറസിനിലായിരുന്നു. ഇപ്പൊ ടെക്നോളജി ചെയ്തുകൊണ്ട് ലിക്വിഡ് നൈട്രജനിലാണ്. പുറത്തെടുത്താൽ അപ്പൊ തന്നെ കത്തില്ല, പക്ഷെ ഒരു അടുപ്പിന്റെ അടുത്തൊക്കെ ഇരുന്നാൽ കത്തിപ്പോവും. അപ്പൊ സോഡിയത്തിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ
നമുക്ക് നോർമൽ ടെമ്പറേച്ചർ താഴെയാണ് ബാക്കി വസ്തുക്കളൊക്കെ. പക്ഷേ ഈ മെറ്റീരിയലിന് നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി, ഇലക്ട്രിക് സ്പാർക്ക് മതി. ഇലക്ട്രിക് സ്പാർക്കാണ് ഫയർ ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന ഹേതു, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽസിൽ. എപ്പോഴും കൾപ്രിറ്റ് ആരാ? ഇലക്ട്രിക് സ്പാർക്ക്. ഒരു ഇലക്ട്രിക് സ്പാർക്ക് എന്തെങ്കിലും വന്ന് അല്ലെങ്കിൽ ഒരു കടലാസ് കത്തിയോ മരവും ഇരുമ്പും ഒക്കെ ചൂടായി കഴിഞ്ഞാൽ അതിന്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചറിന് പോയി കഴിഞ്ഞാൽ അത് ഫയറാവും. അപ്പോൾ ഫയർ കടത്താൻ എന്താ നമ്മൾ ചെയ്യുക? നമുക്ക് യൂണിവേഴ്സലായിട്ട് വാട്ടറാണ് നല്ലത്. പല സിസ്റ്റങ്ങളുണ്ടെങ്കിലും വാട്ടറാണ്. വാട്ടർ എന്താ ചെയ്യുന്നത്? വാട്ടർ നമ്മളൊരു വസ്തുവിലേക്ക് അങ്ങ് ഒഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൂടുതലാണ്, അത്രയും ഓക്സിജനെ അവൻ എക്സ്പെൽ ചെയ്യും. അപ്പോൾ റിയാക്ഷനുള്ള സാധ്യത കുറവാണ്. ശരിയല്ലേ? പിന്നെ മറ്റൊന്നെന്താ? ഇതിന് ബേസ് മെറ്റീരിയലിനെ, കത്തുന്ന മെറ്റീരിയലിനെ വെള്ളം തണുപ്പിക്കും. അത് സെക്കൻഡ് ഗുണമാണ്. മൂന്നാമത്തേത്, ഈ വാട്ടറിന്റെ ലെയർ കത്തുന്ന വസ്തുവിനെ ഒരു ബ്ലാങ്കറ്റ് പോലെ പൊതിഞ്ഞു സൂക്ഷിക്കും. അതുകൊണ്ടാണ് വാട്ടർ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ. ഗ്യാസുകൾ ഒരുപാടുണ്ടെങ്കിലും ഗ്യാസുകൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കൃത്രിമമായത് എന്തും നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണ്. അപ്പൊ ഗ്യാസ് ബേസ്ഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും എപ്പോഴും വാട്ടറാണ്. അപ്പൊ വാട്ടർ നേരത്തെ പറഞ്ഞല്ലോ, വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ ഫയലുകൾ ചീത്തയാവും, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് പോകും, ഇലക്ട്രോണിക് എക്യുപ്മെന്റ് പോകും, പിന്നെന്തൊക്കെ പോകും? സോഫിസ്റ്റിക്കേറ്റഡ് സെർവർ റൂം പോകും, ഇതെല്ലാം പോകും. അതുകൊണ്ട് വെള്ളം പറ്റില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ വീണ്ടും വെള്ളത്തിലേക്ക് വന്നിരിക്കുന്നു. അതെങ്ങനെയത്? മിസ്റ്റ് വളരെ ടൈനി പാർട്ടിക്കിളായിട്ട് മാറ്റിയിട്ട് ഈ വസ്തുവിലേക്ക് തള്ളുമ്പോൾ ഇതിന്റെ പെട്ടെന്ന് ഇവൻ എക്സ്പാൻഡ് ചെയ്യും. ഈ മിസ്റ്റ് നോസിലാണ്, അത് നോസിൽ നിന്ന് പുറത്തേക്ക് ആടുമ്പോൾ ഇവൻ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് വെള്ളത്തിനേക്കാൾ, കുറച്ച് വെള്ളം ഒഴിക്കുന്നതിന്റെ എഫക്റ്റിനേക്കാൾ കൂടുതൽ അവൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ഓക്സിജൻ ആ പ്രദേശത്ത് നിന്ന് തള്ളിക്കളയും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തണുപ്പിക്കുകയൊക്കെ. അപ്പൊ വെള്ളമാണ് ഏറ്റവും നല്ലത്, അല്ലേ? ഓടിക്കല്ലേ, ഞാനും എടുത്തോട്ടെ. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് തീർക്കണം. ഫയറിനെ കുറിച്ച് പറഞ്ഞു, ഡബിൾ ഇൻ ദി ഫസ്റ്റ് മിനിറ്റ് എന്നൊക്കെ നേരത്തെ പറഞ്ഞു. കൂടുതൽ പറഞ്ഞാൽ കുഴപ്പമാവും. അത് എത്ര പെട്ടെന്നാണ് ഫയർ കാര്യങ്ങൾ ഓരോന്നിലേക്കും വരാം. അപ്പൊ പ്രിവെൻഷൻ, പിന്നെന്താണ്? ഡിറ്റക്ഷൻ. എപ്പോഴാണ് ഡിറ്റക്ട് ചെയ്യേണ്ടത്? ഇൻ ദ ഇൻസിപ്പിയൻ സ്റ്റേജ്. അതായത് ഒരു സ്മോക്കോ ഒരു സ്പാർക്കോ ഉണ്ടായാൽ ഉടനെ ചെയ്യണം. അതുകൊണ്ട് ഫയർ അലാം സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ഈ ഫയർ അലാം സിസ്റ്റം ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഏതെങ്കിലും ഫയർ അലാം സിസ്റ്റം മേടിച്ച് വെച്ചാൽ അപ്രൂവൽ കിട്ടും. വർക്ക് ചെയ്യുന്നൊന്നുമില്ല. വർക്ക് ചെയ്യുന്നതിൽ ഡിസൈൻ ചെയ്ത് അതിനെപ്പറ്റി നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്ത്, നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ണടച്ചല്ല ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ NBC കാണും, ആരാണ് കുറെയൊക്കെ ചെയ്യും, അല്ല നിങ്ങളെ കുറ്റമൊന്നുമല്ല കേട്ടോ അത്. പക്ഷെ അതല്ല, നമ്മൾ ഒരു കെട്ടിടത്തിന്റെ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ചെയ്യുമ്പോൾ ആദ്യം ആ കെട്ടിടം എന്താണ്, അതിന്റെ ആവശ്യകത എന്താണെന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ശാസ്ത്രം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ എഞ്ചിനീയറിംഗ് ഉണ്ടാവും. എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എന്താ എഞ്ചിനീയറിംഗാ ഉള്ളത്? എന്താ ഉള്ളത്? മെക്കാനിക്കലുണ്ട്, ഇലക്ട്രിക്കലുണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, IT ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോഴത്തെ ഫയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർന്നതാ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാലേ നമുക്കൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എങ്ങനെയാ വന്നത്? 46 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ അതും കൂടി പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അതായത് ഞാൻ ഫയർ എന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടായിരുന്നു. ആദ്യം ഞാൻ ഗൾഫിലായിരുന്നു ജോലി ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ MEP കൺസൾട്ടന്റ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, AC ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു ദിവസം ഒരു കൊച്ചു കമ്പനിയാണ്. പക്ഷെ കൊച്ചു കമ്പനി ആയതുകൊണ്ട് എനിക്ക് എന്റെ ടെക്നിക്കൽ കപ്പാസിറ്റി വളർത്താൻ കഴിഞ്ഞു. പക്ഷെ നട്ടുച്ചയ്ക്ക് വരികയാണ് അത് മരുഭൂമിന്ന്. വേർത്ത് കുളിച്ച് വന്നപ്പോൾ വെള്ളം നേരത്തെ പിടിച്ചു വെച്ചില്ലെങ്കിൽ കുളിക്കാൻ പറ്റില്ല. അപ്പൊ രാവിലെ വെള്ളം പിടിച്ചു വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ കുളിമുറിയിൽ ഇന്ന് ഞാൻ കുളിക്കുകയാണ്. അപ്പൊ അതിന്റെ അപ്പുറത്തൊരു കോറിഡോറുണ്ട്. ഇതൊരു പഴയ കെട്ടിട, എനിക്ക് എന്ന ഹോട്ടൽസിലാണ്. അപ്പൊ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡെൻ സ്മോക്ക് കുളിമുറിയിലേക്ക് വന്നു. ഈ വരാന്തയെ ഫേസ് ചെയ്തുകൊണ്ടാണ് അതിന്റെ വെന്റിലേറ്റർ. ഇതെന്താണെന്ന് അറിയാണ്ട് പെട്ടെന്ന് ഒരു ലുങ്കി എടുത്ത് ആ നനഞ്ഞ തോളത്തിട്ടുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആളുകൾ അങ്ങോട്ടും കൂടി ഓടുക. ഡെൻസ് സ്മോക്കാണ് കോറിഡോർ മുഴുവൻ. അപ്പോഴ് ഞാൻ ആ ഇലക്ട്രീഷ്യൻ, അവരൊക്കെ എന്റെ സ്റ്റാഫ് ഇലക്ട്രീഷ്യനോട് ചോദിച്ചാൽ എന്താ സാറേ അവിടെ DB ഇന്ന് കത്തുകയെന്ന്. ഞാൻ പറഞ്ഞു കത്തുന്നതിന് അത് ഓഫ് ചെയ്യണ്ടേ, അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഓഫ് ചെയ്തില്ലെങ്കിൽ കെട്ടിടം കത്തിപ്പോവും. എനിക്ക് അപ്പൊ തോന്നിയത് ശരി വന്നിട്ട് ആ നനഞ്ഞ തോർത്തോണ്ട് മുഖം മൂടിക്കൊണ്ട് ഞാൻ DB പഴയ തരം DPയാ, ഇന്നത്തെ പോലെയല്ല കേട്ടോ. നമ്മുടെ ലിവർ വെച്ച് തന്നെ ഓഫ് ചെയ്യേണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലിവറുമ തൊടാൻ പറ്റുമോ? പിന്നെ എന്ത് ചെയ്തു? മുണ്ടടിച്ചു.
മുണ്ടഴിച്ച് അതുമായി പിടിച്ചിട്ട് നിർത്തി. അപ്പൊ ഫയർ അങ്ങ് നിന്നു. അപ്പൊ സ്മോക്ക് കുറെ കഴിഞ്ഞോട്ടാ പോയതട്ടെ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് സ്മോക്ക്, ഇത് വന്നാൽ എന്ത് സംഭവിക്കാന്ന് മനസ്സിലായപ്പോ എണ്ണ നമ്മൾ പറയാറില്ല, എണ്ണ ഇതൊന്ന് മുത്തി ഒരു കാർന്നോര് ബിഷപ്പിന്റെ കൈ മുത്താൻ പോയ കഥയൊക്കെ അറിയാല്ല, എണ്ണ ഈ ഡാഷൊന്ന് മുത്തിക്കളയാന്നും പറഞ്ഞ് കിട്ടി. പുള്ളി ചെന്ന് കഴിയുമ്പോൾ ആളുകൾ ഇടിച്ചു ഓടിക്കും. പുള്ളി ബിഷപ്പിന്റെ കൈ മൊത്താൻ ചെല്ലും, ഒരു പാവം പിടിച്ച് കാർന്നോരാ, ബാക്കി ജനം കൂടി ഇടിച്ചു കളയും. അവസാനം പുള്ളിക്ക് ദേഷ്യം കയറി. ഇത് കഴിഞ്ഞു അത് മുണ്ടൊക്കെ മുടക്കി കുത്തിട്ട് എന്നാ ഈ ഡാഷ് ഞാൻ പറയുന്നില്ല, ഞാനൊന്ന് മുത്തിക്കളയാന്ന്. അപ്പൊ അതുപോലെ ഞാൻ വിചാരിച്ചു എന്നാ ഈ ഡാഷ് ഒന്നും മുത്തിക്കളയാം. അങ്ങനെ ഫയർ എന്താണെന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് എനിക്ക് പിന്നെ ഇലക്ട്രിക്കലിലും AC-ലും പ്ലംബിങ്ങിലും ബേസ് ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ എന്നെ CRAയുടെ ചീഫാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു, സാർ യു ആർ അപ്ഡേറ്റിംഗ്. എന്റെ വയസ്സ് എത്രയാണെന്നറിയാം? ഐ എം 71 years old. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അതാണ് എന്റെ ഗുണം. അതാണ് നിങ്ങൾ അറിയേണ്ടത്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അടുത്തിടയ്ക്ക് 3 പൊങ്ങച്ചം പറയാലോട്ടെ, ഇതൊക്കെ നിങ്ങൾ വായിക്കേണ്ട വേണം. 3 ആർട്ടിക്കിൾ എഴുതി. ഒന്ന് ഹോസ്പിറ്റൽ ഫെയറുകളാണ്, രണ്ടാമത് ഹൈ ലെവൽ സീലിംഗ്, അസംബ്ലി ബിൽഡിങ്ങിലേക്ക് തന്നെ വരുന്നത് കേട്ടോ. ഹൈ ലെവൽ സീലിംഗില് എന്ത് വേണം? സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യില്ല എന്നാണ് NBC പറയുന്നത്. എബോവ് 18 meter സ്പ്രിംഗ്ലർ ഇൻസ്റ്റലേഷൻ മേ ബി ഇൻഎഫക്റ്റീവ്, സോ മേ ബി അവോയ്ഡഡ്. അത് NBC പറയുന്നത്. ഞാൻ സമ്മതിക്കില്ല. ഞാനതിന്റെ പുറകെ നടന്ന് എല്ലാ റെക്കോർഡുകളും ചെയ്തപ്പോ NBC-യിലൊന്നും NFPA-യിലൊന്നും പറയുന്നില്ല റെസ്ട്രിക്ഷൻ. ഞാനത് പഠിച്ചു. FM ഗ്ലോബൽ തപ്പിയെടുത്ത് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് 100 feet വരെ സ്പ്രിംഗ്ലർ കൊടുക്കാം, അതായത് 30 meter വരെ. പക്ഷെ വെറുതെ ഒന്നും കൊടുക്കാല്ല, അതിനൊരു ഡിസൈൻ അപ്രോച്ച് വേണം. അത് ഡിസൈൻ നമ്മൾ പഠിക്കണം. അതിന് നമുക്ക് ഇന്ന് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, കമ്പ്യൂട്ടർ സിമുലേഷൻ ഉണ്ട്. നമുക്കൊരു ടോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഞാനത് കാണിക്കാം. സ്വാമി ഓക്കെ, നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ അത് വരുന്നുണ്ട്. സ്ലൈഡ് കുറെ കൂടി കഴിഞ്ഞിട്ട് വരില്ല. അതിൽ കമ്പ്യൂട്ടർ സിമുലേഷൻ നടത്തിയിട്ട് ഫയർ ടെസ്റ്റ് നടത്താം. ഫയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബിലല്ല, കമ്പ്യൂട്ടറിൽ നടത്താം. കമ്പ്യൂട്ടറിൽ നടത്തിയിട്ട് ഓരോ ഹൈറ്റിനും ഓരോ കാറ്റഗറിക്കും 30 meter വരെ നമുക്ക് കൊടുക്കാം. അതിലെ സ്പ്രിംഗ്ലർ സെലക്ട് ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. സ്പ്രിംഗ്ലർ ഇപ്പൊ 18 meter മുകളിലേക്കായിട്ട് 6.1 into 6.1 സ്പേസിൽ വരെ നമുക്ക് സ്പ്രിംഗ്ലർ കൊടുക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് എക്സ്ട്രാ ലാർജ് ഓറിഫീസ് അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് കവറേജ് സ്പ്രിംഗ്ലർ ആണ്. ആ സ്പ്രിംഗ്ലറിന് പ്രത്യേകതയുണ്ട്, അതിന്റെ കർവ് ഇങ്ങനെ പോകും. അപ്പൊ ഒരു സ്പ്രിംഗ്ലറിൽ നിന്ന് തൊട്ടടുത്ത സ്പ്രിംഗ്ലറിന്റെ ബൾബിനെ തണുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അകലം കൊടുക്കുന്നത്. ഇതെല്ലാം കണ്ണടച്ചൊരു കാര്യമല്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് കമ്പ്യൂട്ടർ സിമുലേഷൻ നടത്തിയിട്ട് നടക്കും. വലിയ പ്രോജക്റ്റ് ആകുമ്പോൾ അത് വേണം അല്ലേ? ഞാൻ കൊടുത്തിട്ടുണ്ട് ടാഗോർ തിയേറ്ററില്ലേ, അതിന് അവർ അപ്രൂവലൊന്നും മേടിച്ചില്ല, ഗവൺമെന്റ് പ്രോജക്റ്റ്. പക്ഷെ എന്റെ പാർട്ട് അപ് ടു ടെൻഡറേ ഉണ്ടായിരുന്നുള്ളൂ, അതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കോൺട്രാക്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നി. ഞങ്ങളത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. തൃശ്ശൂരുള്ളതാണ്. നമ്മൾ ഹൈ ലെവലിൽ സ്പ്രിംഗ്ലർ കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ അടുപ്പിച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു ഡിസൈൻ വേണം അല്ലേ? പിന്നെ നമ്മൾ അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു അസംബ്ലി ബിൽഡിങ്ങിനെ കാണുന്നുള്ളൂ. നിങ്ങൾ കാണുന്ന ചെറുതിനെയൊന്നും ഞാൻ കാണുന്നില്ല. അതൊക്കെ നിങ്ങൾ ചെയ്തോ. ഞാൻ മൾട്ടിപ്ലക്സിലാണ് വരുന്നത്. മൾട്ടിപ്ലക്സിൽ എന്തൊക്കെയാ ഉള്ളത്? ഉപ്പ് തൊട്ട് ബാക്കി എന്താ? കർപ്പൂരമൊക്കെ പോയി, അത് പഴയത്. ഉപ്പ് തൊട്ട് റോക്കറ്റ് വരെ, അല്ല ആണവായുധം വരെ കിട്ടാവുന്നത്. ഇതാണ് ഇന്നത്തെ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും കർപ്പൂരമൊക്കെ പോയിട്ടോ. പിന്നെന്താ? മുട്ടിന് റെസ്റ്റോറന്റ്, പല ഫ്ലോറിൽ ഫുഡ് കോർട്ടുകൾ. പിന്നെയോ അവിടെ ഇവിടെ കുറെ പെമ്പിള്ളേരും വന്ന് ഡാൻസും പാട്ടും കൂത്തും പ്രൊമോഷൻ. പിന്നെ ഒരിടത്ത് ഐസ് സ്കേറ്റിംഗ്, വേറെ പലതും ഉണ്ട്. ഇങ്ങനെ തീരെ കോംപ്ലിസിറ്റി ഉള്ളതാണ് ഒരു മൾട്ടിപ്ലക്സ്. 10-12 തിയേറ്റർ. ഞാനിന്ന് രമേശ് ചെന്നിത്തലയായിട്ട് ഞങ്ങൾ പതുക്കെ സംസാരിച്ച പറഞ്ഞു, ഞാൻ പണ്ട് നമ്മുടെ ഒരു വലിയ നേതാവിന്റെ
എറണാകുളത്തെ പ്രോജക്റ്റ് 12 തിയേറ്റർ. അത് അന്ന് അതിനപ്പുറം ഞാൻ കിട്ടില്ല എന്ന് അവരോട് പറഞ്ഞു. ഞാനായിരുന്നു അവരുടെ കൺസൾട്ടന്റ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടില്ല, ഞങ്ങൾ മേടിക്കും. അത്ര വലിയ നേതാവ് MB ആയിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്ത് വരെ വന്നിരുന്നു രമേശ് ചെന്നിത്തല. ആ മീറ്റിങ്ങിന്, രമേശ് ചെന്നിത്തലയായിട്ടുള്ള മീറ്റിങ്ങിന് എന്നോട് വരാൻ ക്ലയന്റ് പറഞ്ഞു. ഞാൻ പോയില്ല, കാരണം എനിക്കറിയാൻ നടക്കൂല എന്ന്. അത് ഞാൻ ഇന്ന് ഓർപ്പിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു അത് അന്നേ നടക്കൂല. ഞാൻ പറഞ്ഞു എനിക്കും അറിയായിരുന്നു. ഞങ്ങൾ പതുക്കെ പറഞ്ഞതുകൂടെ ഇരുന്ന്. അപ്പൊ 10ഉം 12ഉം തിയേറ്റർ ഇതെല്ലാം കൂടി വന്നിട്ട് നമ്മളെ എങ്ങാണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കും അല്ലേ? ഇതിന്റെ സിസ്റ്റം ചെയ്യുന്നത് എങ്ങനെ വേണം, എങ്ങനെയാ വേണ്ട? ഒന്നാമത് ഇതിന്റെ ലൈഫ് സേഫ്റ്റി സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റാ. നമ്മൾ ഈ KBR ഒന്നും കൊണ്ടു കിടന്ന വലിയ ബിൽഡിങ്ങിൽ 8 പശു പുല്ല് തിന്നൂല എന്ന് പറഞ്ഞാൽ പറയും. അതിന് അതിന്റെ NBC നോക്കാം, അതിനു മുകളിലുള്ളത് നോക്കാം. കാരണം എന്നറിയാമോ? ഒന്നാമത് ഈ ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ്. ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ് തീരുമാനിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ ഉള്ളത്? സ്ലൈഡിലേക്ക് പോകുന്നില്ല കേട്ടോ, സ്ലൈഡ് പറഞ്ഞാൽ തീരുമില്ല ഇപ്പൊ. എന്തൊക്കെയാ നമുക്ക് അറിയേണ്ടത്? എന്തൊക്കെയാ? ഒന്ന്, നമ്മൾ ആ ഒരു വലിയ ഹാൾ എടുത്തു എന്ന് വിചാരിച്ചോ, അസംബ്ലി ബിൽഡിങ്ങില്. ഹലോ, നിർത്ത് മാഷ, രണ്ടും കൂടി ശരിയാവണം എങ്ങനെയാ? അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അല്ലാണ്ട് ഇത് എന്നാ പിന്നെ ഞാൻ നിർത്താം. ഏതാ വേണ്ടേ നിങ്ങൾ പറയൂ. അപ്പൊ ഇതാരാ വച്ചിരിക്കുന്നത്? ഇതെനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഞാൻ നിർത്തുകയാണ് കേട്ടോ. ഒരാൾ സംസാരിക്കുന്നത് അത് രാവിലെ ഉണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ സ്റ്റേജിലിരിക്കുന്ന ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തൊരു ഇറിറ്റേഷൻ ആണെന്നറിയാമോ സംസാരിക്കുന്നവർക്ക്? ഹാളിലിരുന്ന് സംസാരിക്കുന്നവരല്ല സ്റ്റേജിലിരുന്ന് സംസാരിക്കുന്നവർക്ക് സംസാരിക്കുന്ന ആൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കില്ലേ? ഹലോ, കേൾക്കാമോ? കേൾക്കാലോ അല്ലേ? എന്നാ പറയാം. ഒരു അസംബ്ലി ഒരു മൾട്ടിപ്ലക്സ്, ചെറു ബിൽഡിംഗ് ഒക്കെ നിങ്ങൾ നോക്കിക്കോട്ടോ. നിങ്ങളും ആർക്കിടെക്റ്റും ഫയർ ഓഫീസറും നോക്കിക്കോ. ഒരു മൾട്ടിപ്ലക്സ് എവിടെ ആയിരിക്കും, അതിന്റെ ലൊക്കേഷൻ ഏതായിരിക്കും? കഴിഞ്ഞതൊക്കെ പോട്ടെ, എവിടെ ആയിരിക്കണം ലൊക്കേഷൻ? പട്ടണത്തിന്റെ നടുക്കല്ലേ? ഞാൻ എൻ്റെ മൂവാറ്റുപുഴ ഒരു കൊച്ചു പട്ടണമാണ്, ഒരു പുരാതന പട്ടണം, കൊച്ചു പട്ടണമാണ്. അതിലൊരു മാള് വന്നോടുകൂടി സകലതും തീർന്നോടെ. ബ്ലോക്ക് കാരണം ടൗൺ മുഴുവൻ പോയി. ലുലു തുടങ്ങുമ്പോൾ അന്നത് അവിടെ തിരക്കുള്ള ഏരിയ അല്ലായിരുന്നു. കാരണം അതിന്റെ പ്രിലിമിനറി സ്റ്റേജിൽ ഞാനതിന് ഇൻവോൾവ് ആണ്. അതിന്റെ വെള്ളവും കറണ്ടും ഒക്കെ എവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റഡി വേറൊരു കൺസൾട്ടന്റ്, ഒരു ആർക്കിടെക്റ്റിന് വേണ്ടി നടത്തിയിരുന്നു. പിന്നെ അത് എനിക്കൊന്നും വന്നില്ല, അദ്ദേഹത്തിനും കിട്ടിയില്ല ജോബ്. പക്ഷെ ഇപ്പോഴാണ് അവിടെ തിരക്കായത് ലുലു വന്നതോടുകൂടി. ഇനി വരുന്നത്, ഞാൻ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് മൾട്ടിപ്ലക്സിന്റെ കോൺട്രാക്ടർ ആയിരുന്നിട്ടുണ്ട്. അതെല്ലാം മെയിൻ സിറ്റിയിൽ നിന്ന് അകന്നാണ് വരുന്നത്. കാരണം ഇന്ന് എല്ലാവർക്കും വണ്ടിയുണ്ട്, സ്കൂട്ടർ പോലും ഇല്ലാത്തവരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇനിയും വരുന്നത് ആസ് ഫാർ ആസ് അവേ ഫ്രം ദി ഹെഡ് ഓഫ് ദി സിറ്റി, അവിടെയാണ് വരുന്നത്. പിന്നെ അങ്ങോട്ടുള്ള റോഡ്, ആ റോഡിന് നമുക്ക് കണക്കുകൾ പറയുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം കൂടി കാണണം, നമ്മൾ കാണാത്തതിന്റെ അപ്പുറവും കാണണം. അതായത് ഒരു എമർജൻസി ഉണ്ടായി, വണ്ടികൾ നമുക്ക് ആംബുലൻസുകൾ ഓടണം, നോർമൽ ട്രാഫിക് അവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു അഡീഷണൽ ഫാക്ടറും കൂടി റോഡിന് കാണണം. ഏത്? ഈ ആംബുലൻസുകൾക്ക് ഓടാൻ. എമർജൻസി വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, വന്നാലേ കുഴപ്പമുള്ളൂ. ഞാനിന്ന് രാവിലെ പറയണമെന്ന് വിചാരിച്ചോ. ഞാൻ പഴയ ഒരു ഡയറക്ടറോടും ചോദിച്ചതാ, നിങ്ങൾ വലിയ ഫയർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോന്ന്. അപ്പൊ അവർ പറഞ്ഞു ഉണ്ട്, അത് ഞങ്ങൾ കുറെ പേര് മരിച്ചു. അതൊക്കെ ശരിയാ. ഹൈറൈസ് ബിൽഡിങ്ങിൽ
ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഹൈറൈസ് ബിൽഡിങ്ങിൽ ഒരു തീ ഉണ്ടാകട്ടെ, അപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. ഇവാക്യുവേഷൻ എന്താണ്, മറ്റെന്താണ്, സ്റ്റെയർ കേസ് എന്താണെന്നൊക്കെ അറിയുന്നത്. അപ്പൊ എപ്പോഴും നല്ല റോഡ് വേണം. പിന്നെ ചുറ്റും നമ്മുടെ ഇവർക്ക് 10 ടേബിൾ ലാഡർ ഒന്നും ഇല്ല വാങ്ങാൻ. പണ്ട് പോലെ തീരുമാനം എടുത്താൽ നടന്നിട്ടില്ല. ഇവർക്ക് നമ്മുടെ മറ്റേ ഹൈ ലെവൽ ചെയർ എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മളിത് സിനിമയിലൊക്കെ കാണില്ലേ. മിനിമം 9 മീറ്റർ വേണം അവനെ ഒന്ന് കൊണ്ടുവന്ന് നിർത്തി ഒന്ന് അവന്റെ ബൂം പൊക്കാനായിട്ട്. ശാസ്ത്രീയമായിട്ട് ഉള്ളതാണത്. ഇവിടെ ഉണ്ടോ? ആകെ 2 വശത്ത് 5 മീറ്റർ കൊടുത്താൽ മതി എന്ന് അല്ലേ. ഇത് NBC അങ്ങനെയൊന്നുമല്ല പറയുന്നത്. NBC അതിന്റെ ആവശ്യം അനുസരിച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇത് പണ്ട് നമ്മുടെ ബഹ്റ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഞാനിവിടെ ഫോണിൽ കൂടി തർക്കിച്ചതാ. അപ്പൊ അങ്ങനെ അദ്ദേഹം എന്റെ ആവശ്യം ഫോണിൽ കൂടെ ആവശ്യപ്പെട്ടു. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് KBR അനുസരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു നിങ്ങൾ 10 ടേബിൾ ലാഡർ 100 മീറ്റർ ഉള്ളത് വാങ്ങാൻ. അപ്പൊ നമ്മുടെ അതിനു മുമ്പുള്ള ജേക്കബ് തോമസ് സാർ ഓർഡർ കൊടുത്തിരുന്നു 100 മീറ്റർ ഹൈറ്റുള്ള ചെയർ വാങ്ങാനായിട്ട്. ഈ ബഹ്റ വന്നു കഴിഞ്ഞപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അപ്പൊ ഐ എം നോട്ട് ഗോയിങ് ടു ബൈ 100 മീറ്റർ 10 ടേബിൾ ലാഡർ എന്ന്. എളുപ്പമില്ല അല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 10 ടേബിൾ ലാഡർ ഉണ്ടെങ്കിൽ 2 വശം 5 മീറ്റർ ഉള്ളെങ്കിൽ ഇപ്പുറത്ത് തൂങ്ങിക്കിടന്നാടുന്ന സ്ത്രീകൾ കാണും. മനസ്സിലായ? ഞാൻ പറഞ്ഞില്ലേ, പുക കണ്ട ഏതിലേ ചാടും. അപ്പൊ സാരിയൊക്കെ കൂട്ടിക്കെട്ടിയിട്ടാണ് ചാടുന്നത്. നോക്കിയോ, ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ ഒരുപാട് സ്ലൈഡുണ്ട്, ഇപ്പൊ കാണിക്കാൻ നേരമില്ല. ഇത്ര ഇതൊന്നും കാണിക്കാൻ നേരമില്ല. അപ്പൊ ചാടും. അവരെ അയലോക്കത്തുകാരന്റെ വീട് തല്ലിപ്പൊളിച്ചിട്ട് കയറിയിട്ട് വേണം 10 ടേബിൾ ലാഡർ അവിടെ പോകാനല്ലേ. അപ്പൊ 10 ടേബിൾ ലാഡർ ഇപ്പൊ അവർക്കില്ലെങ്കിലും ഫ്യൂച്ചറിൽ വരും, വന്നേ പറ്റുള്ളൂ. ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞില്ലേ, ഞാൻ ഇതൊക്കെ കൂടി എഴുതി കൊടുത്ത് അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിച്ചോളും. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ സംഭവിക്കും. അതിന് ചുറ്റും സ്ഥലം വേണം. പിന്നെ ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും കാണിച്ചു വെച്ചാൽ മതി. ഒരു ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസിന്റെ മിനിമം വിഡ്ത്ത് എത്രയാ പറയുന്നത്? നിങ്ങൾ പറ. ഉച്ചക്കല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. എത്രയാ? അല്ല, 1 മീറ്റർ അല്ല, 75 സെന്റിമീറ്റർ. എന്താ 75 സെന്റിമീറ്ററിന്റെ സങ്കല്പം? നമ്മുടെ ഒരു നോർമൽ മാന്റെ ഷോൾഡർ ടു ഷോൾഡർ 51, 55, അതിന് മുകളിലുള്ളതും കാണും. ഞാൻ നോർമൽ മാൻ 55 സെന്റിമീറ്ററാണ്. നമ്മൾ പാനിക് സ്റ്റേജിൽ ഓടുമ്പോൾ ഒരു സേയിങ് ഉണ്ടാവും. ആ സേയിങ്ങിന് 5 സെന്റിമീറ്റർ ഇവിടെ, 5 സെന്റിമീറ്റർ ഇവിടെ. ഇപ്പൊ എത്രയായി? 65 സെന്റിമീറ്റർ. പിന്നെ ഒരു 10 സെന്റിമീറ്റർ സേഫ്റ്റി ഫാക്ടർ. ഇത് കൂടുമ്പോഴാണ് 75 സെന്റിമീറ്റർ ഒരു ഫയർ എസ്കേപ്പ് സ്റ്റെയർസിന്റെ വിഡ്ത്ത് വരുന്നത്. അത് കഴിഞ്ഞാൽ എത്രയാ പറയാ? 75 കഴിഞ്ഞാൽ കൂട്ടണം. എത്രയാ? വെറുതെ കൂട്ടിയിട്ട് കാര്യമില്ല. 2005 NBCയിൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ അന്നേ ഞാൻ എന്നെ കമന്റ് ചെയ്തിരുന്നു. 1 മീറ്റർ ഉണ്ടെന്ന് കാര്യം ഒരു കാര്യമില്ല. ഓക്കെ, ശരിയും കൂടി വീതി കിട്ടുന്ന വെച്ചാൽ 150. ഇപ്പോഴത്തെ NBCയിൽ എത്ര പറയുന്നത്? 150 ആണ്. 2 പേർക്ക് ഒരേ സമയത്ത് ഓടിയിറങ്ങാം. പിന്നെ ഹാളിന്റെ നമ്മൾ ഈ സ്പ്രിംഗ്ലർ ബിൽഡിംഗ് ആണെങ്കിൽ ട്രാവൽ ഡിസ്റ്റൻസ് എത്രയാ? 45 മീറ്റർ കിട്ടും. KBR പറയുന്നില്ല, NBCയിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ഒരു ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസ് ഒരു സ്ഥലത്ത് തീരുമാനിച്ചാൽ അതിന്റെ ചുറ്റും 45 മീറ്റർ റേഡിയസിൽ ഒരു ക്വാർട്ടർ സർക്കിളോ ഹാഫ് സർക്കിളോ വരച്ചു നോക്കാം. അപ്പൊ അവിടുത്തെ ഏരിയ എടുക്കുക, ആ സെക്ടറിന്റെ ഏരിയ എടുത്തിട്ട് ഓക്യുപ്പന്റ് ലോഡ് NBCയിലും KBRലും പറയുന്നുണ്ട്. അത് വെച്ചിട്ട് ഹരിക്കുമ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദാറ്റ് ഏരിയ ആണ്. ഒരാൾക്ക് 10 mm ആണ് സ്റ്റെയർ വിഡ്ത്ത് വേണ്ടത്. അതായത് നമ്മൾ ഒരു സെക്ടർ എടുക്കുമ്പോൾ അവിടെ 100 ആളുകളെയാണ് കിട്ടിയെങ്കിൽ 100 × 10 എത്രയാ? 1000. 1000ന് ഇപ്പൊ NBCയിൽ സ്റ്റെയർ കേസ് എത്രയാ പറയുന്നത്? 1500. അപ്പോൾ ഒരു എക്സ്റ്റേണൽ സ്റ്റെയർ കേസ് മതി. 200 ആളായാലോ 2 മീറ്ററായി. അപ്പൊ ഒരു ഫയർ എസ്കേപ്പ് സ്റ്റെയർ മതിയോ? ഒരു ഫയർ എസ്കേപ്പ് സ്റ്റെയറും പോരാ, ഒരു ഇന്റേണൽ സ്റ്റെയർ കേസ് മിനിമം വേണം. 2 ഫയർ ആയാലും കുഴപ്പമില്ല, ഒരു ഇന്റേണൽ സ്റ്റെയർ കേസ് വരുമ്പോൾ NBC അനുസരിച്ച് 2 മീറ്റർ വീതി കൊടുക്കണം കേട്ടോ. അതൊക്കെ ഒരു തെറ്റുകളാട്ടോ. ഫയർ എസ്കേപ്പിന് ഇത്രയും മതിയെന്നും മറ്റതിന് ഇത്രയും വേണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചിലതൊന്നും ലോജിക്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ എത്ര സ്റ്റെയർ കേസ് വേണം, അത് എവിടെയൊക്കെ വേണമെന്ന് തീരുമാനിക്കും. ഇതൊക്കെ നമ്മൾ ഇരുന്ന് കുത്തിയിരുന്ന് ചെയ്തു നോക്കണം. ഇതൊന്നും ആർക്കിടെക്റ്റോ ഇവരൊന്നും ചെയ്യില്ല, നമ്മൾ വേണം ചെയ്തു കൊടുക്കാൻ നല്ലൊരു ബിൽഡിങ്ങിന്റെ. അപ്പോൾ അങ്ങനെ ചെയ്ത് അത് കിട്ടും. ഇനി എന്താ ഉള്ളത്? ഇനി നമ്മൾ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലേക്ക് വരാം അല്ലേ. പിന്നെ കമ്പാർട്ട്മെന്റേഷൻ, അത് വലിയ ഇതല്ലേ കമ്പാർട്ട്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ. എന്താ കമ്പാർട്ട്മെന്റേഷന്റെ ഉദ്ദേശം? എന്താ? ഫയർ ആൻഡ് സ്മോക്ക് ഒരു റീജിയണിൽ നിന്ന് മറ്റൊരു റീജിയനിലേക്ക് പോകരുത്.
അതിന് 2 hour ഫയർ റെസിസ്റ്റൻസ് ബാരിയർ വെച്ച് തടയണം. അപ്പൊ നമുക്ക് 750 m² കൂടുതലുണ്ടെങ്കിൽ 750 ഒരു കമ്പാർട്ട്മെന്റിന്റെ മിനിമം ഏരിയ 750 m² ആയിരിക്കണം. പക്ഷെ അപ്പൊ തന്നെ പറയുന്നുണ്ട് അത് മിനിമം 2 കമ്പാർട്ട്മെന്റ് വേണം. അപ്പൊ 750 m² ഉള്ളുവെങ്കിലും 2 കമ്പാർട്ട്മെന്റ് വേണം. അതായത് ഇടയ്ക്കൊരു ബാരിയർ വേണം അല്ലേ? ഇടയ്ക്കൊരു ബാരിയർ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് കൂടുതലുണ്ടെങ്കിലോ അതിനനുസരിച്ച് കണക്കൂട്ടിപ്പോണം അല്ലേ? പക്ഷെ നമ്മൾ സ്പ്രിംഗ്ലേഡ് ബേസ്മെന്റ് ഉള്ളതിന് നമ്മുടെ കാർ പാർക്ക്, ബേസ്മെന്റ് കാർ പാർക്കിൽ 3000 m² പറയുന്നുണ്ട്. 3000 m² ഒരു കമ്പാർട്ട്മെന്റ് മതി എന്ന് പറഞ്ഞു. പക്ഷെ അപ്പം അതിന്റെ നോട്ട് വരുന്നുണ്ട് മിനിമം 2 വേണമെന്ന്. അപ്പോൾ 3000 ഉള്ളെങ്കിലും ഇടയ്ക്കൊരു കമ്പാർട്ട്മെന്റ് വേണം. കാർ പാർക്കിംഗ് ബേസ്മെന്റ് വേറെ വല്ലതിനും ഉപയോഗിക്കുകയാണെങ്കിൽ 2000 മതി. അസംബ്ലി ബിൽഡിങ്ങിനും 2000 അപ്പോൾ ഈ നമ്മുടെ ബാരിയർ വെച്ച് ചെയ്യാം. ബാരിയർ പല ഉന്തി തള്ളി നീക്കേണ്ടി വരും തീ വരുമ്പോൾ. അത് നടക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഫയർ കർട്ടൺ ആവാം. ഫയർ കർട്ടൺ ഇട്ട് മൂടിക്കളയാം. 2 hour ഫയർ കർട്ടൺ. അപ്പൊ ഈ ഭാഗത്തുള്ളവർ ഇതിലേ പൊക്കോളാം. അപ്പൊ ഇവിടെ എക്സിറ്റ് വേണോട്ടോ എല്ലായിടത്തേക്കും. അവിടെയുള്ളവർ അങ്ങോട്ട് പോകും. പക്ഷെ കാർ പാർക്കിൽ അങ്ങനെ വന്നാലോ കാറുകൾക്ക് ഓടാൻ പറ്റൂല അല്ലേ? അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാട്ടർ കർട്ടൻ ഉപയോഗിക്കുന്നത്. വാട്ടർ കർട്ടൻ നോസിൽസ്. അത് നോസിൽസും ഒരു പമ്പും വാട്ടർ സപ്ലൈ എല്ലാം കൂടി ചേർന്ന ഒരു ഡെലൂജ് വാൽവും എല്ലാം കൂടി ചേർന്ന സിസ്റ്റമാണ് വാട്ടർ കർട്ടൻ സിസ്റ്റം. ആ വാട്ടർ കർട്ടൻ ഡിസൈൻ ചെയ്യുന്നതിലും കുറെ ഫാക്ടറികളുണ്ട്. ആ വാട്ടർ കർട്ടൻ നോസിലിന്റെ K ഫാക്ടർ 23 ആയിരിക്കണം. 37 ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്ററിൽ ഡിസ്ചാർജ് ചെയ്യണം. അതായത് ഒരു വാട്ടർ കർട്ടൻ 370 മീറ്റർ നീളമുള്ളതാണെങ്കിൽ, 37 മീറ്റർ നീളമുള്ളതാണെങ്കിൽ, 37 ലിറ്റർ പെർ മിനിറ്റ് പെർ മീറ്റർ. അപ്പൊ 10 മീറ്റർ ആണ് നീളമുണ്ടെങ്കിൽ 370 ലിറ്റർ പെർ മിനിറ്റ് ഡിസ്ചാർജ് ചെയ്യണത് അല്ലേ? അത്രയും ഡിസ്ചാർജ് ചെയ്താലേ വാട്ടർ കർട്ടൻ ആവുകയുള്ളൂ അല്ലേ? ഈ വാട്ടർ കർട്ടൻ നോസിലിന് നമുക്ക് സെപ്പറേറ്റ് പമ്പ് വേണം. ആ പമ്പ് മെയിൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെടുത്താം. അപ്പൊ നല്ലൊരു സിസ്റ്റത്തിന് എത്ര പമ്പ് വേണമെന്ന് നോക്കുന്നതൊക്കെ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വശത്തേക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര പമ്പ് വേണം നല്ലൊരു സിസ്റ്റത്തിന്? പറയാ ഹൈഡ്രന്റ്, സ്പ്രിംഗ്ലർ, പിന്നെ നമ്മുടെ സ്റ്റാൻഡ് ബൈ, കൂടാതെ വാട്ടർ കർട്ടന് വേണ്ടിയിട്ട് ഒരെണ്ണം വേണം. അപ്പൊ 4 പമ്പും മിനിമം 2 ജോക്കി പമ്പും വെച്ചിട്ട് വേണം തരാം. ഇന്ന് രാവിലെ ഞാനത് പറയണമെന്ന് വിചാരിച്ചതാ. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രോജക്റ്റിൽ, അത് കിൻഫ്രയുടെ പ്രോജക്റ്റാണ്, വലിയ പ്രോജക്റ്റാണ്. ഇതേമാതിരി പമ്പുകൾ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ പമ്പിന്റെ പേര് P1, P2, P3, P4, P5, P6 6 പമ്പുണ്ടല്ലോ. എന്നിട്ട് ഞാൻ അതിന്റെ നോട്ട് എഴുതും. P1 എന്ന് പറഞ്ഞ ഇതാണ്, അതിന്റെ ഇത് ഫ്ലോ റേറ്റ് ഇതാണ്, ഹെഡ് ഇതാണ്, ഹെഡ് അറൈവ് ചെയ്ത് എങ്ങനെയാണ് എന്നൊക്കെ നോട്ട് കാൽക്കുലേഷനോട് കൂടി വയ്ക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ P5ഉം P6ഉം എന്താണ് ജോക്കി പമ്പുകളാ. അന്ന് 2 ജോക്കി പമ്പ് ആയിട്ടില്ല. NBC 2016 വന്നിട്ടില്ല. അതിനു മുമ്പ് ഞാൻ കൊടുക്കുന്നത് ഒറ്റ ജോക്കി പമ്പ് മതി. ഞാൻ 2 ജോക്കി പമ്പ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ സ്കീമിൽ വന്നപ്പോൾ മാത്രം P5 എന്നായിപ്പോയി. ബാക്കി എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഡിസൈൻ നോട്ടിലുണ്ട്, മെയിൻ ഡ്രോയിങ്ങിലുണ്ട്, പബ് റൂമിന്റെ എല്ലായിടത്തും ഡ്രോയിങ് ഉണ്ട്. അതിലൊക്കെ ഓരോ പമ്പിൽ ഈ സ്കീമിൽ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാലോ, ഡ്രോയിങ് വരയ്ക്കുന്നവർക്ക് വായിച്ചിട്ട് നമ്മൾ പിന്നെ തിരുത്താന്ന് വെച്ച് മറന്നുപോയി. അത് പാലക്കാട് നിന്ന് ഒരു കമന്റ് ആയിട്ട് വന്നു, അറിയാമോ? അന്ന് അരുൺ സാറാണ് അവിടെ ഇത്. അപ്പൊ ഞാനല്ല പോയത്, ക്ലയന്റ് കിൻഫ്ര നേരിട്ടാ പോയത്. അപ്പൊ എന്നോട് പറഞ്ഞു ഒന്ന് പോയി ചോദിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അരുൺ സാറിന് ആദ്യമായിട്ട്, അപ്പൊ അന്നത്തെ DT എന്നോട് പറഞ്ഞു റിയൽ കൺസൾട്ടന്റ് ഈസ് കമ്മിങ്, അതുകൊണ്ട് അങ്ങനെ നന്നായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അതേമാതിരി ചെന്നെനിക്ക് നല്ല സ്വീകരണം കിട്ടി അരുൺ സാറിന്റെ അടുത്ത് നിന്ന്. അരുൺ തന്നെ കോട്ടയത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പെരുപ്പേ, കോട്ടയത്തെ RFO അരുൺ. അങ്ങേരോട് ഞാനിത് പറഞ്ഞു. അപ്പൊ അരുണല്ലേ ഇത്? അരുൺ ഭാസ്കർ ഇപ്പൊ അല്ലേ? ഓക്കെ. അപ്പൊ പുള്ളി മറ്റേ സബ് ഡിവിഷൻ ഓഫീസറെ വിളിച്ചിട്ട് പറഞ്ഞു എന്തിനാ ഇതൊക്കെ എന്നിങ്ങനെ എന്നെ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇതൊക്കെ ഒരു ഒബ്ജക്ഷൻ ആവരുത്, എല്ലായിടത്തും എഴുതിയിട്ടാണ്. ഇതൊരു ക്ലറിക്കൽ ഒരു ഡ്രാഫ്റ്റ്സ്മാൻ മിസ്റ്റേക്ക്. നിങ്ങൾക്ക് നിർബന്ധിച്ചുണ്ടെങ്കിൽ ആളെ വിളിക്കുക, അവിടെ തിരുത്തി തരാൻ പറയാല്ലേ, അതിന് മാത്രം ഒരു ഡ്രോയിങ് തരാൻ പറയാം. അതിലെ എന്നെ മാന്യത. ഈ വലിയ ഹ്യൂജ് പ്രോജക്റ്റിന്റെ മൊത്തം ഒരു കാരണം പറഞ്ഞ് റിജക്ട് ചെയ്തു.
ഒക്കെ ആരാന്നൊക്കെ എനിക്കറിയാം, പറയുന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് കഥകൾ. അപ്പോൾ നമുക്ക് വലിയതിന് വാട്ടർ കട്ടർ നോസിലും കൂടി വേണം. പിന്നെ കമ്പാർട്ട്മെന്റേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാ NBC അനുസരിച്ച് തന്നെ ചെയ്യണം. ഇനി അടുത്ത സിസ്റ്റത്തിലേക്ക് വരാം. സിസ്റ്റം എന്തൊക്കെയുള്ളത് നമുക്ക് സാധാരണ സിസ്റ്റം അറിയാമല്ലോ. ഫയർ ഹോസ്റ്ററി സിസ്റ്റം, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, അങ്ങനെ ഇങ്ങനെയൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പൊ അതില് നമ്മൾ ഓരോ പമ്പുകൾ സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ. പമ്പുകൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ഇപ്പൊ ഈ ഉച്ചയ്ക്ക് പറഞ്ഞാൽ ശരിയാവില്ല, കാൽക്കുലേഷനൊക്കെ പറഞ്ഞാൽ തലവേദന എടുക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാൽക്കുലേഷൻ ഇതിനകത്തുണ്ടല്ലോ. കാൽക്കുലേഷൻ പമ്പുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ ഫ്ലോ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഒരു ഹൈഡ്രൻ പമ്പ്, നമ്മുടെ ഒരു ഹൈഡ്രൻ പമ്പ് ഉള്ളുവെങ്കിൽ നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ 3 ഹൈഡ്രന്റ് ഒരേ സമയത്ത് ഒരു ഫയർ വന്നാൽ വർക്ക് ചെയ്യുന്നതാണ് മിനിമം കേട്ടോ. അങ്ങനെയൊന്നും അല്ല കേട്ടോ, വലിയ ഫയർ എവിടെയും കയറി കത്ത് വരും. പക്ഷെ എന്നാലും ഒരു കണക്കൂട്ടലിൽ 3 പമ്പ് 3 എണ്ണം ഒരേ സമയത്ത് വർക്ക് ചെയ്യാനുള്ള ഫ്ലോ റേറ്റ് നോക്കിയിട്ടാണ്. നല്ല ഊണായിരുന്നല്ലേ, ചിലരൊക്കെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. നല്ല ഊണൊക്കെ കൊടുത്താലുള്ള കുഴപ്പം ഇതാണ് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിലോട് എനിക്ക് ഒട്ടും നല്ല താല്പര്യമില്ലാത്ത ആളുകൾ. നമ്മളിങ്ങനെ കിടന്ന് വാചോടിച്ചോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യുന്നേ, ഉറങ്ങേണ്ടവർ പുറത്ത് പോയിരുന്ന് ഉറങ്ങ്, എന്നിട്ട് അതിനകത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ പമ്പുകളിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലോ റേറ്റ് വേണം. ഹൈഡ്രൻ പമ്പ് ആണെങ്കിൽ 3 എണ്ണം. അപ്പൊ നമ്മൾ അതിന്റെ ഫ്ലോ റേറ്റ് വെച്ചിട്ട് 3 എണ്ണം വെച്ചിട്ട് എത്ര LPM എന്ന് കണക്കാക്കണം. പിന്നെ സ്പ്രിംഗ്ലറിന് ഓരോ കാറ്റഗറി ഉണ്ട്. നമ്മളിപ്പോൾ മോഡറേറ്റ് കാറ്റഗറി വെച്ചാൽ ഇത് ഡിസൈൻ ചെയ്യാൻ പോണേ. മോഡറേറ്റ് കാറ്റഗറിയിൽ മറ്റേ IS 15015 അതാണ് സ്പ്രിംഗ്ലർ സിസ്റ്റത്തിന്റെ. എല്ലാ ISകളും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, നിങ്ങൾ അറിഞ്ഞോളൂ. IS 3844 എന്ന് പറഞ്ഞാൽ ഹൈഡ്രൻ സിസ്റ്റത്തിന്റെയാണ്. അതെല്ലാം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എന്താ അതിന്റെ എല്ലാം കമന്റ് ചെയ്യാൻ എനിക്ക് വരുന്നുണ്ട്. ഞാനത് കമന്റ് ചെയ്ത് കൊടുക്കുന്നു. ചിലതൊക്കെ വരുന്നുണ്ട്. NBCയിൽ ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞിരുന്നു. NBCയിലെ അന്ന് NBCയുടെ ഡ്രാഫ്റ്റ് വന്നപ്പോൾ അതിൽ പറഞ്ഞിരുന്നു തേർഡ് പാർട്ടി ഇൻസ്പെക്ഷനാണ് വർഷം തോറും നടത്തേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ അതിന് കമന്റ് എഴുതി. ഇങ്ങനെ തന്നെ എഴുതിയത് 90% ഓഫ് ദി ഫയർ ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ are not well aware of the systems and its design. അതുകൊണ്ട് അപ്രൂവൽ കൊടുക്കലും ഇനിഷ്യൽ അപ്രൂവലും ഫൈനൽ അപ്രൂവലും ഒരു തേർഡ് പാർട്ടി മെമ്പറേയും കൂടി ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞ് ഞാൻ കൊടുത്തതുകൊണ്ട് ഗുണം കൊണ്ടായിരിക്കും ആ പാർട്ടി എടുത്തു കളഞ്ഞു. ഞാനത് എഴുതിക്കൊണ്ടാണ് എടുത്ത് കളഞ്ഞു. അപ്പോ ഇത് ഞാൻ പറഞ്ഞത് ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എഞ്ചിനീയറിംഗ് ഉണ്ട്. IS 15015 വെച്ചിട്ട് മോഡറേറ്റ് ഹസാർഡിലെ 5 ലിറ്റർ പെർ മിനിറ്റ് ആണ് ഒരു സ്ക്വയർ മീറ്ററിൽ വീഴേണ്ട വെള്ളം. ഇൻറ്റു 360 അസ്യൂംഡ് ഏരിയ ഓഫ് മാക്സിമം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അസ്യൂംഡ് ഏരിയ ഓഫ് മാക്സിമം ഓപ്പറേഷൻ എന്ന് പറയുന്നത് അത് അസ്യൂം ചെയ്തിരിക്കുന്ന ഇത്ര ഏരിയയിൽ 390 m² 5 mm വെച്ചെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണിക്കുമ്പോൾ അതിന്റെ പമ്പിന്റെ കപ്പാസിറ്റി കിട്ടും. ഇനി അത് വച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ തന്നെ NBCയിൽ മിനിമം പറഞ്ഞിട്ടുണ്ട് 2850 LPM ആണ് അല്ലേ. സ്പ്രിംഗ്ലറിനും ഹൈഡ്രനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് 2850 LPM അല്ലേ. ഇനി അടുത്ത ഹെഡ് എങ്ങനെയാ? ഒരു ഹെഡ് അല്ലേ. എങ്ങനെയാ ഹെഡ്? ശരിക്കും ചെയ്യണമെങ്കിൽ ഹൈഡ്രോളിക് കാൽക്കുലേഷൻ നടത്തണം. അത് മാനുവലായിട്ടും ചെയ്യാം മിനിമം. പക്ഷേ ഇന്ന് മാനുവൽ ഒരുമാതിരി പേര് അംഗീകരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം പ്രോഗ്രാം ഉണ്ട്, അപ്രൂവ്ഡ് പ്രോഗ്രാംസ് ഉണ്ട്. അത് വെച്ചിട്ട് ഫുൾ ഹൈഡ്രോളിക് കാൽക്കുലേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് പമ്പിന്റെ ഫ്ലോ റേറ്റും ഹെഡ് കിട്ടുള്ളൂ. ഹെഡ് മാനുവലായിട്ട് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? എങ്ങനെയാ? നമ്മുടെ NBC അനുസരിച്ച് ഏറ്റവും ടോപ്പിലുള്ള അല്ലെങ്കിൽ ഏറ്റവും അകലത്തിലുള്ള ഹൈഡ്രന്റിന് 3.5 ബാർ പ്രഷർ കിട്ടണം. അപ്പൊ എത്ര മീറ്ററായി? 35 മീറ്റർ ഹെഡ്. അത് കഴിഞ്ഞ് ആ ഹൈഡ്രന്റിൽ നിന്ന് പമ്പ് ഇരിക്കുന്നവരെയുള്ള ഡെപ്ത് എടുക്കണം, അല്ലെ ഹൈറ്റ് എടുക്കണം. അത് 100 മീറ്റർ ആണെങ്കിൽ 100 പ്ലസ് 135. ഇനി 135ന്റെ 10% ഹൈഡ്രോളിക് ലോസ് കൊടുക്കണം എന്നാണ് തമ്പ് റൂള്. പോരാ, കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ 135 × 10 എത്ര വന്നു? 150 മീറ്റർ ആണ് അതിന്റെ ഹെഡ് വേണ്ടത്. പിന്നെ ഇതിനൊക്കെ കാൽക്കുലേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു കാൽക്കുലേഷൻ അവിടെ കൊണ്ട് ഇപ്പൊ തീരുവില്ല, പ്രത്യേകിച്ച് ഈ സമയത്ത് തീരുവില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇത്രയാണ്. പിന്നെ ഇനി അടുത്ത് വരേണ്ടത്
കിച്ചൺ, ഇതിലെല്ലാം കൊമേഴ്സ്യൽ കിച്ചൺ കാണും. ഒരു എറണാകുളത്തൊരു വലിയ മാളിൽ ഫയറുണ്ടായി, ഓർമ്മയുണ്ടോ? പറയാനൊന്നും പറ്റൂല എനിക്ക്, കാരണം അതിൽ ഞാൻ ഇൻവോൾവ് ആയി പോകും. അതിൻ്റെ കൺസൾട്ടന്റ് ഞാനായിരുന്നു. ആദ്യത്തെ എറണാകുളത്ത് വലിയ ന്യൂയല്ല, അതിനു മുമ്പ് വന്ന മാള്. അതിൽ ഞാനായിരുന്നു കൺസൾട്ടന്റ്. പക്ഷെ ഞാൻ ഉള്ളപ്പോൾ അതിൽ കൊമേഴ്സ്യൽ കിച്ചണോ ഫുഡ് കോർട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഷോപ്പിംഗ് തന്നെയായിരുന്നു. അത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് ക്ലയന്റ് ഇതെല്ലാം ആഡ് ചെയ്തു. നിങ്ങളായിരുന്നു എൻ്റെ കോൺട്രാക്ടർ? അല്ല 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 അല്ല, ഇവർക്ക് ഞാൻ കൊടുക്കുന്നതല്ലേ ചെയ്യേണ്ട കാര്യമുള്ളൂ. എൻ്റെ ഡിസൈനിൽ ഫയർ പ്രോ ആയിരുന്നു, നിങ്ങളുണ്ടായിരുന്നു അതിൽ. ഫയർ പ്രോ ആയിരുന്നു ചെയ്തത്. അവർ നമ്മുടെ ഡിസൈൻ ഫയർ പ്രോ അല്ലല്ലോ, വേറെ ഏതോ കമ്പനിയായിരുന്നു, പുറത്ത് മദ്രാസ് എന്തെങ്കിലും ആട്ടെ, നിങ്ങളല്ലായിരുന്നു. അപ്പം അത് ചെയ്തിട്ട് എന്താ പറ്റിയെന്നറിയാമോ? എവിടെയാ ഈ തീ പിടിച്ച ഉടനെ തീ കിടത്തിയെന്ന് നമ്മുടെ ഒരു ഡയറക്ടറായിട്ട് അടുത്തിടയ്ക്ക് റിട്ടയർ ചെയ്ത ആൾ റിപ്പോർട്ട് കൊടുത്തു, അതിൽ സിസ്റ്റം വർക്ക് ചെയ്തു എന്ന്. അപ്പം എൻ്റെ പിള്ളേരൊക്കെ, നിങ്ങളെപ്പോലെ എന്നെ ഇഷ്ടമുള്ള പിള്ളേർ കുറേ ഉണ്ടല്ലോ, അവരെല്ലാം ഫേസ്ബുക്കിലുണ്ടോ ഇവിടുത്തെ ഈ തീ ഗോപകുമാർ സാറിൻ്റെ കഴിവ് കൊണ്ട് കെടുത്തിയെന്ന്. എനിക്ക് വിശ്വാസമില്ല, എനിക്ക് അത്ര കഴിവൊന്നുമില്ല. ഞാൻ അതിൻ്റെ എന്ത് കിട്ടിയാലും പുറകെ പോകും. ഞാൻ പോയി, അവിടെ സിസ്റ്റവും വർക്ക് ചെയ്തില്ല, ടാങ്കിൽ വെള്ളമില്ലായിരുന്നു. അത് എൻ്റെയോ കോൺട്രാക്ടറെയോ കുഴപ്പമില്ല, ഫുഡ് കോർട്ട് അഡീഷണലായിട്ട് തീർന്നു. അപ്പം ഞാൻ പുള്ളിക്ക് ഒരു സോറിയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ, എൻ്റെ അല്ല, ഒരു കണ്ടോളൻസ് പോലെ ഒരു മെയിൽ വിട്ടു ഉടമസ്ഥന്. ഉടമസ്ഥന് എന്നെ ഉടനെ വിളിച്ചു, നമുക്കൊന്ന് ഇരിക്കണം എന്ന് പറഞ്ഞു. ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വരാം, ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാനതിൽ പറഞ്ഞിരുന്നു, ഈ കിച്ചൺ ഫുഡിന് നമ്മൾ കിച്ചൺ ഫയർ സപ്രഷൻ സിസ്റ്റം കൊടുക്കണം, മറ്റേ നൈട്രജൻ പർജിങ് ചെയ്യണം. അതായത് ഈ കിച്ചൺ ഫുഡിൽ ഇങ്ങനെ തീയും നമ്മുടെ ഗ്രീസ്, ഒരുപാട് ഗ്രീസ് ഉണ്ടല്ലോ, ഗ്രീസ് ആൻഡ് ഓയില് ഇങ്ങനെ കട്ടിപ്പിടിച്ചിരിക്കും, അതാണ് ഈ പെട്ടെന്ന് കത്തുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഒരു പർജിങ് ഏജന്റ് വെച്ച്, നൈട്രജൻ ആയാലും മതി, പർജിൻ ഏജന്റ് വെച്ച് ഇവനെ കളഞ്ഞുകൊണ്ടിരിക്കുക. അത് പറഞ്ഞ ഉടനെ പുള്ളി പറഞ്ഞു നമുക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് പുള്ളി പറഞ്ഞു നമ്മുടെ ആ മീറ്റിംഗ് ഒന്ന് മാറ്റി വെക്കാട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി എല്ലാത്തിനും റിവൈസിൽ സാങ്ഷൻ കിട്ടിയത്, മനസ്സിലായ? ഇതാണ് ആ കൊടുത്ത ആളെ എനിക്കറിയാം. അങ്ങനെ വലിയ ഡയറക്ടറായിട്ടാണ് പോയത്. അപ്പൊ ഇതൊക്കെയാണ് കഥകൾ ഇവിടെ നടക്കുന്നത്. മക്കളെ, നിങ്ങളൊരു മൾട്ടിപ്ലക്സ്, ഒരു വലിയ ബിൽഡിംഗ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ റൂൾസ് എല്ലാം നോക്കുക. ആവുന്നത് എന്നോട് ഫോണിൽ ചോദിക്കുക, പറഞ്ഞു തരാവുന്നൊക്കെ ചില കാൽക്കുലേഷനൊക്കെ ഞാൻ കാശ് മേടിക്കും കേട്ടോ. എൻ്റെ കാശ് ഇച്ചിരി കൂടുതലാണ്, ഞാൻ അങ്ങനെയാ, തൊട്ട കാശാണ്, തൊട്ടിലേക്ക് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ചോദിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പൊ ഇനി അടുത്തത് എന്താണ്? കിച്ചൺ ഫുഡിന് നമ്മുടെ വെറ്റ് കെമിക്കൽ അല്ലെങ്കിൽ വാട്ടർ മിസ്റ്റ് സിസ്റ്റം വെച്ചുള്ള ഇത് കൊടുക്കണം, കിച്ചൺ ഫുഡ് സപ്രഷൻ സിസ്റ്റം. അതെല്ലാം ഇതിനകത്തോണ്ട് ഇനിയിപ്പോൾ പറഞ്ഞാൽ തീരൂല. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? പെട്ടെന്ന് തീർക്കാനുള്ള ഫയർ അലാം സിസ്റ്റം. ഈ ഫയർ അലാം ഏതെങ്കിലും ഒന്ന് മേടിച്ചു വെക്കണ്ടേ? പ്രത്യേകിച്ച് ഹ്യൂജ് ബിൽഡിങ്ങിന് ഫയർ അലാമും ഈ ടോക്ക് ബാക്ക് സിസ്റ്റവും പിന്നെ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഒന്നും വേണ്ട. ഫയർ അലാം കം വോയിസ് ഇവാക്യുവേഷൻ സിസ്റ്റം, അതാണ് വേണ്ടത്. വോയിസ് ഇവാക്യുവേഷൻ, നിങ്ങൾക്കിപ്പോൾ ഒരു വലിയ ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായി, ആകെ 5 നിലയുള്ളതിൽ 3-ാമത്തെ നിലയിൽ ഒരു പോർഷനിലെ ഫയർ ഉണ്ടായുള്ളൂ. നമ്മുടെ ബെല്ലെല്ലാം കൂടി അടിച്ച് എല്ലാത്തിനെയും കൂടി ഇറക്കി വിട്ട് ഇടിച്ച് വീണ് കലാമിറ്റി ഉണ്ടാക്കണ്ട. അതിനെന്ത് ചെയ്യണം? വോയിസ് ഇവാക്യുവേഷൻ, ഫയർ അലാം കം വോയിസ് ഇവാക്യുവേഷൻ ഉള്ളതിൽ എന്താ ചെയ്യുന്നത്? അവൻ അറിയിക്കേണ്ട അവരെ മാത്രമേ അറിയിക്കുള്ളൂ, ബാക്കിയുള്ളവരോട് പറയും ഈ ബിൽഡിങ്ങിൽ ഫയർ ഉണ്ട്, പ്ലീസ് കം സ്റ്റേ ദെയർ വെയർ യു ആർ, കം ആൻഡ് ക്വയറ്റ്, ഞങ്ങൾ ബാക്കി എന്തെങ്കിലും ഡെവലപ്മെന്റ് വേണ്ടി അറിയിക്കാൻ. പക്ഷെ ആ ഏരിയയിലുള്ളവരോട് പറയും ഫയർ ഉണ്ട്, ഇന്ന സ്റ്റെയർ കേസിൽ കൂടി. ഇതെല്ലാം ഫയർ അലാമാണ് ഡിസൈഡ് ചെയ്യുന്നത്, നമ്മളല്ല. ഇപ്പൊ ഇന്ന് അരുൺ ഭാസ്കർ പറഞ്ഞില്ലേ, ലിഫ്റ്റിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ലിഫ്റ്റ് കോൾ ബാക്ക് സിസ്റ്റം. ആരാത്? ഫയർ അലാം കം വോയിസ് ഇവാക്യുവേഷൻ സിസ്റ്റം ചെയ്യുന്നത്. എല്ലാറ്റിനെയും പമ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് അല്ലാതെ, പമ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ ഫയർ അലാം പറയും സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയും. ടാങ്കിൽ വെള്ളമില്ലെങ്കിൽ അപ്പം നമ്മളെ അറിയിക്കും. ഇതിങ്ങനെ നല്ലൊരു സിസ്റ്റമാണ്, നല്ലൊരു ഇതിന് ചെയ്യേണ്ടത്. ഫയർ അലാം സിസ്റ്റം എന്തെല്ലാം ചെയ്യുന്നറിയാമോ? ഈ ഇത് തീ വരുമ്പോൾ തുറക്കേണ്ട വാതിലിനെ തുറക്കും, അടയ്ക്കേണ്ട വാതിലിനെ അടയ്ക്കും. ഈ പറഞ്ഞില്ലേ, ഒരു ഫയർ എസ്കേപ്പിൽ സ്റ്റെയർ കേസിൽ തീ ഉണ്ടായാലോ എന്ന് ചോദിച്ചില്ലേ പുള്ളി അദ്ദേഹം, എന്താ ചെയ്യണ്ടേ? ആ ഫയർ എസ്കേപ്പിലേക്കുള്ള ഡോർ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ചെയ്ത് അവിടെ ഉടനെ ഡേഞ്ചർ സിഗ്നൽ വരും. ഇതൊക്കെ ഉള്ളതാണെന്നേ, ഞാൻ ചെയ്യുന്നതാണെന്ന്. കാശ് കൊടുക്കും. അത് പിന്നെ ഇന്റർനാഷണൽ ചെയിൻ ഓഫ് ഹോട്ടൽസ് മാത്രമേ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ.
പിന്നെ ചില മറ്റേ ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെയുള്ള മൾട്ടിപ്ലക്സുകാരും ചെയ്യുന്നുണ്ട്, ബാക്കി ആരും ചെയ്യുന്നില്ല. അപ്പോൾ ആ സ്റ്റെയർ കേസിൽ വിടില്ല, നമ്മൾ വേറെ വിധത്തിൽ വേറെ വഴിക്ക് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഡോർ തുറക്കും, അടയ്ക്കും, ലിഫ്റ്റ് വേണ്ടിടത്ത് കൊണ്ട് നിർത്തും. ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് ലിഫ്റ്റ്, എല്ലാ ലിഫ്റ്റും ഗ്രൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരണം. ഈ ഫയർ ലിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം വേറെ ആട്ടോ, ഇത് നമ്മൾ കാണുന്നൊന്നുമല്ല ഫയർ ലിഫ്റ്റ്. അത് ഇവിടെയൊന്നും ആർക്കും അറിഞ്ഞൂടാ, ഫയർ ഓഫീസർമാർക്കും അറിഞ്ഞൂടാ. ഫയർ ലിഫ്റ്റ് ചെയ്യുന്ന ഈ ലിഫ്റ്റ് മാനുഫാക്ചർമാർക്കും ചിലർക്കൊക്കെ അറിഞ്ഞൂടാ, ചിലർക്കറിയാം. ഈ ഫയർ ലിഫ്റ്റ് എന്ന് പറയുന്ന സാധനം വേറെ, അത് പറഞ്ഞാൽ തീരില്ല. അപ്പോൾ ഫയർ ലിഫ്റ്റ് വന്നിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ മാത്രമേ അവൻ വന്ന് നിൽക്കും. നോർമലി ഗ്രൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൽ തീ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു സേഫ് ഫ്ലോർ അവൻ ഉടനെ തന്നെ കണ്ടുപിടിക്കും. ആരെ? ഫയർ അലാം പാനൽ ഉടനെ കണ്ടുപിടിച്ചിട്ട് ലിഫ്റ്റിനെ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ, അവിടെ ഒന്ന് നിന്നാൽ മതി എന്ന് പറയും, താഴേക്ക് ഇറക്കണ്ട. അപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത ഫയർ അലാം കം വോയിസ് ഇവാക്യുവേഷൻ സിസ്റ്റം. ഇപ്പൊ ഫയർ അലാം പലതും ഉണ്ടെങ്കിലും ഈ ഫയർ അലാം കം വോയിസ് ഇവാക്യുവേഷൻ സിസ്റ്റം ഇവിടെ ആളുകളുണ്ട്. പക്ഷെ ഞാൻ തുറന്നു പറയാം, അതിൽ ഞാൻ നിങ്ങളോട് പറയാം, നോട്ടിഫയർ ഈസ് ദി ബെസ്റ്റ്. ഇങ്ങനെയുള്ള സിസ്റ്റം ആരാ? ഹണിവെല്ലിന്റെ നോട്ടിഫയർ. ബാക്കി എല്ലാവരും ഉണ്ട്, പക്ഷെ ദിസ് ഈസ് ദി സുപ്രീം. അത് ഫയർ അലാം കം വോയിസ് ഇവാക്യുവേഷൻ സിസ്റ്റത്തിന് അതാണ്. അത് വെച്ച് ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, എക്സ്റ്റിങ്ക്വിഷേഴ്സ് വേണം, അത് വേണം, ഇത് വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി വല്ല ചോദ്യങ്ങൾക്ക് നമുക്ക് അവസാനിപ്പിക്കാം. ചോദ്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തീർത്തേക്കാം. എല്ലാവരും ഹറിബറിയിലാണ്, ഞാൻ ഒഴിച്ച്. പറഞ്ഞോ. ഏതാ? തൊളി എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? അല്ല, ചെളി പമ്പ് ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. നമുക്ക് അതിനകത്തിരിക്കുന്ന വസ്തുക്കളെ, ആളുകളെയൊക്കെ ചെളി പമ്പ് ചെയ്ത് നശിപ്പിക്കണോ? അല്ല, ഇൻഡസ്ട്രിയല് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന മനുഷ്യരുള്ള സ്ഥലത്താണ്. മനുഷ്യരുള്ള തരത്തിൽ ചെളി പമ്പ് ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. കടൽ വെള്ളം പമ്പ് ചെയ്യാം, പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല. ഹൈഡ്രന്റ് രാജഭരണത്തിന്റെ, അത് ബ്രിട്ടീഷ് സിസ്റ്റമാണ്. അത് രാജാക്കന്മാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരോട് വെച്ചതാ. ബ്രിട്ടീഷുകാർ അതെല്ലാം ഇടിച്ചു പൊളിച്ചു കളഞ്ഞില്ലേ? ഞാൻ നമ്മുടെ എറണാകുളം മാർക്കറ്റിന്റെ ഡെവലപ്മെന്റുമായിട്ട് ഒരു ആർക്കിടെക്ട് എന്നെ വിളിച്ചിരുന്നു. ഞാനത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഹൈഡ്രന്റ് സിസ്റ്റം മുഴുവൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ടാന്ന് പോളാവില്ലേ എന്ന് പറഞ്ഞു എന്നോട്. അത് പിണറായി വിജയൻ പറഞ്ഞില്ലേ, പോടാ പോടാ, എന്താ പറഞ്ഞു, ശ്രീധരൻ ചോദിക്കുന്നവരോട് പോടാന്ന് പറയണത്, എന്നോട് പുള്ളി പറഞ്ഞു പോടാന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് നല്ലതും ചീത്തയായിട്ട്. അപ്പൊ നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുക, പക്ഷെ നിങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ടോ ഒരുപാട്. അപ്പം ഞാൻ പറയുന്നത്, ഒരു ചെറിയ അസംബ്ലി ബിൽഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഫോർഗെറ്റ് എന്ത് വേണമെങ്കിലും ചെയ്തു. വലുത് വരുമ്പോഴും ആളുകൾ കൂടെ ഉള്ളതും ഇത് വേണം. ഇനി വല്ലതുണ്ടെങ്കിൽ ചോദിച്ചോളൂ, തീർക്കാം നമുക്ക്. എനിക്കും പോകണം, നിങ്ങൾക്കും പോകണം. ഒന്ന്, വാട്ടർ ഡാമേജ് വളരെ കുറവാണ്. പിന്നെ മറ്റൊരു കാര്യം ഓർത്തോളണം, ഏത് എക്യൂപ്മെന്റിന്റെ IC 68 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിൽ പോയി അടിച്ചു പോകും. അപ്പൊ അവൻ അല്ലെങ്കിൽ അടിച്ചു പോകും. അപ്പൊ അതിനുമുമ്പ് ഇത്തിരി വാട്ടർ മിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡാമേജ് കുറവായിരിക്കും. 68 ഡിഗ്രിയിലൊക്കെ അടിച്ചു പോകുന്ന ICകളും കമ്പോണൻസ് ഒരുപാട് നമ്മുടെ സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റത്തിലുണ്ട്, ഇല്ലേ? അപ്പൊ വാട്ടർ മിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോയി ശരിക്കും ഇങ്ങനെ എന്താ മഞ്ഞ് പൊടിയാണത്. അത് വാട്ടർ ഡാമേജ് ഈസ് മിനിമം. വാട്ടർ ഡാമേജ് ഇല്ല എന്ന് ഞാൻ പറയില്ല, മിനിമമാണ്. പാടില്ല. അത് നമ്മൾ അതിനൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. സിസ്റ്റങ്ങൾ എവിടെയെങ്കിലും അക്യുമുലേറ്റ് ചെയ്യുന്നിടത്തേക്ക് അത് എന്തെങ്കിലും ചെയ്തു. ഏത് എക്സ്റ്റിങ്ക്വിഷർ? അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ക്യാപ്സൂൾ സിസ്റ്റങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല. അതൊക്കെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. എനിക്ക് ശരിയായ സിസ്റ്റത്തിനോട് അത് ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാട്ടോ. ഞാൻ ഒരു ക്യാപ്സൂളിനെ വിശ്വസിക്കുന്നില്ല. ഞാൻ എപ്പോഴും യഥാർത്ഥ സിസ്റ്റങ്ങൾ ഡിസൈൻ. കാശ് കൂടും, പക്ഷേ ഹൈ പ്രഷർ സിസ്റ്റത്തിനാണെങ്കിൽ അത് 220 ബാറൊക്കെ 320, 125 ഡിസൈൻ അനുസരിച്ച് ഭയങ്കര പ്രഷറാണിത്. ലോ പ്രഷർ വാട്ടർ സിസ്റ്റം ആണെങ്കിൽ മിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു 5 ദിവസത്തെ വെബിനാർ ഉണ്ടായിരുന്നു.
എങ്ങനെയോ എൻ്റെ ജർമ്മനിയിൽ നിന്നായിരുന്നു എൻ്റെ പേര് കിട്ടി. എനിക്ക് അത്ഭുതമായി പോയി. ഞാൻ 5 ദിവസം അത് അറ്റൻഡ് ചെയ്തിരുന്നു. അതിനു മുമ്പ് തന്നെ ഞാൻ പഠിച്ചിരുന്നു. അതാണെങ്കിൽ നമുക്ക് 3.5 ബാർ മുതൽ 5.5 ബാറിൽ വരെ വർക്ക് ചെയ്യും. അത് നമ്മുടെ നേരിട്ട് ഇപ്പം നമ്മൾ ഒരു സിസ്റ്റം ചെയ്തു എന്ന് വെച്ചാൽ സ്പ്രിംഗ്ലർ സിസ്റ്റം. അപ്പം നമ്മുടെ സെർവർ റൂം ഇവിടെയുണ്ട്, അല്ലെങ്കിൽ ഒരു ബയോമെഡിക്കലിൻ്റെ കൺസോൾ ഇവിടെയുണ്ട്. അവിടെ നമ്മൾ ഇത് കൊടുക്കാം, ഏത് ലോ പ്രഷർ വാട്ടർ നോസിൽ കൊടുക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ നോസിലിൻ്റെ ഹോളൊക്കെ വളരെ ചെറുതാണ്. അതുകൊണ്ട് ഒരു പൊടി കയറിയാൽ അടഞ്ഞു പോകും. അപ്പം അതിനു മുമ്പ് നല്ലൊരു സ്ട്രെയിനറും കൂടി കൊടുക്കണം. സ്ട്രെയിനറും കൂടി കൊടുത്തിട്ടാണ് കൊടുക്കേണ്ടത്. അത് നമ്മുടെ സാധാരണ സിസ്റ്റത്തിനോടൊപ്പം ചെയ്യാം. 5.5 ബാർ വരെ മാക്സിമം മതി. പിന്നെ റാപ്പിഡ് ഡ്രോപ്പിനുണ്ട്, ആർക്കൊക്കെ ഉണ്ട്, ജർമ്മനിയിൽ നിന്നുള്ള 1-2 കമ്പനികളുണ്ട്. റാപ്പിഡ് ഡ്രോപ്പിനുണ്ട്. പിന്നെ ആർക്കും ഉണ്ട്, ഞാൻ എത്ര ടൈക്കോയ്ക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ റാപ്പിഡ് ഡ്രോപ്പിൻ്റെ എടുത്തിരുന്നു. ഒരു എനിക്ക് ടെൻഡർ പ്രിപ്പയർ ചെയ്യുമ്പോൾ കോട്ട് വേണമല്ലോ, അതെല്ലാം ഞാൻ എടുത്തിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വീണ്ടും വെള്ളത്തിലേക്ക് പോവാം. സകല FM 200-നെയും നോവാക്കിനെയും എല്ലാത്തിനെയും നമ്മൾ വീണ്ടും കളഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു? വാട്ടർ ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ വാട്ടറിൻ്റെ ഡാമേജ് കുറയ്ക്കാനും വാട്ടറിൻ്റെ അളവ് കുറയ്ക്കാനുമാണ് ഈ സിസ്റ്റങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് സമയമില്ലാത്തതുകൊണ്ടാട്ടോ പെട്ടെന്ന് വായടച്ചു പോകുന്നത്. അടുത്തത് പറഞ്ഞോ, തീർന്നോ? എന്നാ അവസാനിപ്പിക്കാം. സമയമായില്ലേ? സമയം കഴിഞ്ഞു അല്ലേ? സോറി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അല്ലേ? ഓക്കെ, വണക്കം. താങ്ക് യു സോ മച്ച് ഗോപകുമാർ സർ. വളരെ നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. സോ അടുത്തതായിട്ട് നമ്മുടെ പ്ലാറ്റിനം സ്പോൺസേഴ്സിന്റെ ടെക്നിക്കൽ പ്രസന്റേഷൻ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻവൈറ്റ് ചെയ്ത് ദാറ്റ് ഈസ് ആസ്ട്രൽ 5 Pro പ്രസന്റേഷൻ ഉള്ളവർ സ്റ്റേജിലേക്ക് വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. പ്ലാറ്റിനം സ്പോൺസേഴ്സിന്റെ പ്രസന്റേഷൻ ആണ് അടുത്തതായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ആസ്ട്രൽ 5 Pro ടീം മെമ്പേഴ്സ് സ്റ്റേജിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഫോർ ദ പ്രസന്റേഷൻ. Please. Yeah. Yeah, very good evening to one and all. Sorry about this. I think there's some technological issue. Yeah. So we are back. So myself, Ram Kumar. I'm basically from Mumbai, and I'm working with a company called Astral Pipes. And to talk about Astral, so we have just completed 25 years of our existence. And this is our Sandeep engineer, who is the owner of this company. And these are the vision, so I'll skip these things. The quality, trust and innovations part. Then we have now established in different fields, not only in plumbing, we are established into fire also, we have established into sanitary and CP fittings, infrastructure products, so then adhesives. So we are established in these fields also. So we do export, and we have approximately around more than 2,000 distributors and 38 depots in India itself. And we have showrooms also at different places. We have been first in everything. So whatever we bring it in India, people tend to follow us. Be it even for the fire sprinkler piping, which we have put our stall. That also we were the first one to bring in, and then there was a lot of people started coming into it.
So these are our brand ambassadors. You have Ranveer Singh for the Hindi heartland, and then you have Allu Arjun for the southern India. We also sponsor a lot of IPL teams. We sponsor a lot of matches also. So you must be seeing a lot of, even India, Australia, the T20 match, you know, you had Astral brands everywhere. So these CSR activities also, we do a lot of CSR. Coming to fire. So these are some of the headlines which we see, you know, in the newspapers, especially during the COVID times. You know, the hospital getting burned, and the major issue has been that, you know, there's no fire systems available there. You know, you had the extinguishers, but not the sprinkler systems. The hydrants were not working, so sprinkler system was not available also in those hospitals. These are some of the incidents which has happened, and if you look at majority of the incidents, you will find that, you know, in those incidents, you know, there's no sprinklers which have been available, especially the AMI Kolkata hospital, which, you know, which got gutted due to fire. You know, there was no sprinklers available. And it's not only the commercial wherein, you know, there's fire which is happening, it's also happening in residential. Nowadays, you will find that, you know, it's not horizontal, it's all vertical. So we are, in fact, in Mumbai, there's a 90-story building coming up, which is supposed to be the highest residential tower which is being constructed. So then there's 110-story also which is coming up. So in these, when it comes vertical, you need to have fire systems, because even the fire department can't put up a ladder to extinguish those fires. They have to go to the staircases or through the lift. So one of the major fire which you have seen is the London fire. You know, the whole building got gutted within 10 minutes. I'm sorry, I can't speak in Malayalam, so English is the primary. So then it's not only that, even in India, you have in Mumbai, I can say that, you know, every now and then I see a fire incidents happening, which comes on the paper, which comes on the news, and all are majorly on the high-rise buildings. Now, everybody knows that, you know, how fire occurs. Fire occurs because of these three elements. If these three elements combines together, you have a fire happening. That is oxygen, heat, and fuel. If one of the element doesn't exist, the fire doesn't happen. We all know these are the fire systems which are being used in the building industry. So it's just a basic I'm going to, before going into my topic of CPVC. These are the different type of pipings or the sprinkler systems which we use. That is the wet pipe, dry pipe, and deluge, and you have a pre-action systems. Now for CPVC, we have been recommended in only in the wet pipe as well as the pre-action systems. Now this is the basic diagram of a wet pipe systems. You have a riser, and from there you have a branches which goes into the sprinklers. Now when you talk about CPVC, we are concentrating majorly on the branches. The risers will be either with GI and MS. Only the branches tends to go with CPVC. This is the basic of sprinklers. I need not go into it. So if you look at the piping industry, there are three types of piping which are now readily available. One is the GI, which is basically used in the coastal market, coastal area. Then you have an MS pipe or black steel pipe, which we call, which is basically into the interiors. Now we have a CPVC pipes, which has started scratching certain part of the market. So if you look at GI pipes, usually it's a threading, or you have a grooved mechanical coupling which is being used. But people also tend to do the welding, which is not supposed to be done. MS, it's majorly welding or grooved couplings, which is being used to join those pipes. In CPVC, it's all solvent cemented. So what's the issue of the conventional system? One is the corrosion. That's a major issue. And the corrosion doesn't happen in the interior of the pipe. It happens where the thickness comes down. That is where your threading happens. So on the threading itself, your corrosion happens and it closes the pipes. So when there's a fire which happens, your water doesn't come out.
Then the second thing is, the corrosion also happens on the pipes. When the water starts flowing, the particles of the corrosion goes and blocks those sprinkler systems. And when there's a fire, again the water suddenly comes out. Then there's a third issue. You can't control your labor. During the welding time, what they do is they have to create an arc. When they need to create an arc, what they do is they create an arc on the pipe itself. Now there the thickness comes down. Once the thickness comes down, obviously corrosion happens, and ultimately there's a pinhole and your water starts coming out of it. So these are some of the issues. And there are other issues like, you need to have certain height or distance from your ceiling to install these systems. And I know majority of the builders, they don't give you that height or the distance for the welding rod to go on these pipes. So then you need to use that glass or mirror to weld those pipes because you don't have the space. So for that, these CPVC has been more beneficial. I'll tell you later on how it is beneficial. So because of these issues, we brought in this piping system called CPVC. Now, whenever I go out, the first thing they ask is whether this is NBC approved. Yeah, NBC mein approved hai kya? So there are two things. One is NB code and another is standard. Code only talks about where and what. Like for example, this is a hotel. It only will tell you in a hotel you need to have a sprinkler system, you need to have a hydrant system, you need to have extinguishers. Those things it will tell. It will not tell you, what type of sprinkler system has to be used. Whether it has to be used wet systems, whether it is to be used what you call MS pipes or whether it's GI pipes, that won't tell you. Those things are told in the standards. So if you look at it, we have been approved in IS 15105, which is the standard for sprinkler systems, code of practice. We have been approved in IS 16088, which is a standard for CPVC to be used in the fire extinguishing systems. And obviously, we have been approved in NFPA 13, 13R, 13D, and NFPA 26. So these are the listings and approvals which we have. We have been approved in NFPA 13, which is common Bible for the sprinkler systems. 13D and 13R is basically for 1-story, 2-story buildings. NFPA 24 is for the underground pipings. And these are all pipes and fittings are UL listed. These pipes and fittings are ISI marked. And in LPCB also, NFPA allows us to use it in light hazard. LPCB, allows us to use it in light hazard, ordinary hazard 1, 2, and 3. In BIS, as per the IS 15105 and as per IS 16088, these have been allowed to use in light hazard occupancies. So how is this being tested? Now, one of the things people tend to say that, if you put this pipe on fire, it will melt. But this is the testing which happens, and this is a rigorous testing. This is a heptane tank. Okay, this is a heptane tank, and heptane is a liquid. If you put in water also, it will not get extinguished. Or if you put it on fire, if you put in water also, it will not get extinguished. You need to cut off the oxygen level. So the fire reaches at around 760 degrees centigrade at bottom of this. It comes in contact with the pipe at 370 to 480 degrees centigrade. Now, after 1 minute, of course, because of the heat, you have the sprinklers breaking in. Now, for UL, the weakest point is the joints. So if you look at it, it is just below the T. The fire has been kept just below the T. Because for them, the joint as well as the fitting is the weakest link. And this is what happens to the pipes. There is a charring on the outer layer. Now this charring happens because you need 60% oxygen to melt these pipes. And as I said, I have shown the triangle, the oxygen part. So in atmosphere, only 20% oxygen. And when there's a fire which is happening, that oxygen is also consumed. So automatically, there's no oxygen in the air. So there's a carbon chain which breaks
Because of that, you have a charring on the outer layer. Now, other plastics, they tend to melt and there will be flame droplets which will keep on falling. But that won't happen here. So, your inner surface remains as it is. Your outer surface will get charred. Your inner surface remains as it is. And it doesn't, flashover is not created. So, these are the markings on the pipes. So, next question comes, do you have the fire department approval? So, if you look at it, we have majority of the approvals across different states and different cities. The recent one is I mentioned Karnataka. The recent one is also Rajasthan. Also, we got an approval. Lucknow has given an approval in the recent one. So, we are working on with Kerala Fire Department also to get an approval done. So, these are typical physical properties. I won't go in detail. I'll cover the last 5 part of it. One is the flame spread, which is 0. The flame will not spread. It will not burn like a candle. Smoke development is 5 to 20 parts, which is very low, and it doesn't harm any human beings. The limiting oxygen index, I said 60%. You need 60% oxygen to burn this or melt this. It's 60. Flash ignition temperature is 482 degrees centigrade. And these are all flame retardant. So none of the material across the world is a fire resistance or flame resistance. Either it can be a fire retardant or flame retardant, and both the fire retardant and flame retardant is CPVC. So what's the benefit? The benefits are it has a 50 years life expectancy with the safety factor of 2. So you have a 100 years life expectancy. The hydraulic capabilities, if you look at the C value is 150. So Gopakumar sir, I think, was talking about the hydraulic part. So when you talk CP, when the C value is 150, you can actually downsize these pipes. So instead of a 25 mm, you can go ahead and use a 20 mm pipes also. Still, you will get the same flow rate. Then it's very clean. There is no grease required. There's no welding required. So very clean to use. So especially in a retrofit application, like this hotel needs to be, all the pipes has to be removed and then replaced with CPVC. That is much easier. It will be very clean to install this. Lightweighted, so if somebody wants to take pipes, a conventional system, you to require, one pipe, you can take it. Here you can take 3 or 4 pipes or 4 bundles together and climb up the stairs. Less interference with other trades. During the welding process, you need to vacate that area. Here, even during that welding time, you can still do the plumbing work. People can do the HVAC work. People can do other works. You need not vacate the area. Flexible and can fit in tight spaces. When a single pipe, if you see, it's a little bit flexible. So if there's an HVAC coming in between, HVAC line, you can go over that HVAC line. It will be in a tension, but still, with the solvent cementing and everything, it can still work. Can start and stop anywhere. You can come from 3 different sides and join it in the middle. So you can start and stop anywhere you want. No prefabrication required. You need not have threading. So you save a lot of time in it. Can be used underside of the concrete. Earlier I said, you need to give space. Here you can directly clamp it with the concrete and take it. You need not give that space. So we have certain builders, in Hyderabad, especially my home, wherein, they saved that space of this and they put in another floor. So for them, it's a sellable floor. And it's quick to install, so overall cost saving. So this will take only 10 days to install, 2 days to install when you compare it with 10 days for the conventional systems. This won't happen. The MIC, the microbiological immersion conversion. So whenever you open a sprinkler system, you'll have that blackish, brownish water coming out of it. And disposing that water itself is becoming very difficult. So when you open this, even after 1 year, you will get a clear water from these piping systems.
So there is a lot of misconception which is, which we have seen during my 20 years. So I put it in a single this, is that, these pipes melt. But if you look at it, the flyer classification says otherwise. It is BS1, B0. B means low flammability, S1 means low smoke development, and D0 means no burning drops falling. So if you look at other plastic, that tends to be a burning drop. It burns like a candle and you'll have a molten liquid keep on falling. That won't happen in these piping systems. So you'll have only the charring on the outer layer. Another thing they say that, it won't perform, GI or MS. But if you look at it, we need not make a ladder and climb on it. It doesn't need any strength. It just needs water to go to it and to make sure that, when there is a fire which is happening, it should make sure that, it suppresses the fire. So if you look at it hydraulically, this is much, much better than the conventional systems. Another thing is that, it's not approved by industry bodies. So if you look at it, we have the maximum approval. It's been listed in NFPA. It's all UL listed products. FM also approves these products. LPCB has approved these products. So we have all the approvals which is being needed across the world. Hard to install. When you compare it with a conventional system, this is much, much easier to install. As I said, it takes only 2 days, whereas a conventional system will take you 10 days to install these systems. When you talk about the availability, these are available from 3/4 inch to 3 inches, that is 20 mm to 80 mm, with all type of fittings are available, including unions, including the sprinkler adapters, everything is available. The pipes are manufactured as per SDR 13.5. When it talks about SDR 13.5, it is basically the thickness I'm talking about. So as the sizes increases, your thickness also increases to maintain the pressure rating. Whereas the fittings are manufactured as per Schedule 80. When you talk about the temperature and pressure rating, these are 12 kg when the water temperature at 65 degrees centigrade. When the water temperature at room temperature, this will go up to 28 kgs. UL and IS, they test it at 60 kg, 60, and the bursting pressure will be approximately 100 kgs. And if you don't believe me, you can always come to our plant to check it. We do test these pipes, so we can show you that, the bursting pressure of it. Installation, these are easy to install. You need to apply a solvent cement on the pipe. So you need to apply a solvent cement on the pipe, on the inside the fitting, and join it. So now what does the solvent cement, so people call it as an adhesive, but it's not an adhesive. Now what does the solvent cement does is, the solvent will melt the upper part of the pipe. It will melt the inside part of the fitting, and the cement, which is the base material, will bond these two layers. So it becomes a homogeneous joint. So it's just like a welding. The only thing, we use a chemical to melt this, whereas in metal, heat is being used to melt it. Application-wise, this can be used in high-rise buildings, hospitals, hotels, as per the NFPA 13. So we have a lot of applications, except the risers and... So these are some of the installation which has been done. This is one of the 40-story building which has come up, and it's been handovered also. Marathon Monte Carlo, which is in Mumbai, wherein these pipes have been installed. So the reason of showing this is your joints. So when the connection with metal, you have a flange joint which can be used. So you have a butterfly valve, from there you can take it forward. So this is one of the Rohan builders, which has again been handovered. It's been almost 3 to 4 years now, and still the system is running. This is one of the hospital, Jivraj Hospital in Ahmedabad, where this has been installed, and this has been installed with patients in the hospital. It has been used in hydrants also, as well as in
sprinkler systems also. This is one of our prestige project, that is Taj Skyline, wherein they have used it in water mist. Low water mist technology they have used it. And this is a property of Taj. So this is Baya Central. They did a fire test. Can somebody hit the play button from there? No, on my laptop. Play. Back. Go down. Go at the bottom and then here. Back. Here they will come. Just go here. On the base. Yeah. So this has been tested by the Mumbai Fire Department. So one of the things which they saw is that, when the sprinkler breaks, obviously you have that vibration, the kickback. So in these terms, the kickback happens, but since it's flexible, it goes and come back to its original shape. It doesn't break. So these are some of the installation which we have done. So Monte Carlo, I have shown you. Mahavir Yunus is the first residential installation which we have done 12 years back. Still it's running and there's no issue. We got a testimony from the builder himself. Satellite Group again has in Mumbai, it has been done. Sankalp Square, it's a commercial establishment in Ahmedabad where these piping has been used. My Home, Avatar is basically in Hyderabad, wherein the projects has been installed. Lansam in Vizag. So Hyderabad, if you look at it, many of the builders, My Home, Jayberry, in Bangalore, we are presently doing Prestige. Shobha is doing these projects, wherein these pipes have been installed. So it's not only the sprinkler applications. There's one more application which we are installed in many of the places is for the aspiration systems, which is, for the VESDA system which we call. So one of the things is that, since your sensors are UL, your panel is UL, the piping is not UL. But here with the piping given, the whole system becomes a UL listing. And we have already installed it in Chennai Airport. We have already installed it in Tirupati Airport also. These systems have been used. So if you look at some of the catalogs of the, this is system sensors catalog, wherein they specifically says that, you need to use orange colored CPVC pipes, which has to be UL listed. That's it from my side. Question and answer, obviously I can take it now, I can take it at my stall. Thank you very much. Thank you so much, sir. So നമ്മുടെ പ്ലാറ്റിനം സ്പോൺസേഴ്സിന്റെ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്തു. അടുത്ത പ്രസന്റേഷനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഫ്രം പോളിക്യാബ് വയേഴ്സ് ആൻഡ് കേബിൾസ് റെപ്രസെന്റേറ്റീവ് സ്റ്റേജിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്തു ഫോർ ദ പ്രസന്റേഷൻ. So the next presentation is by Polycab Wires and Cables. അതുപോലെ തന്നെ ഈവനിങ്ങിൽ അറ്റ് ദ എൻഡിലാണ് നമ്മുടെ ലക്കി ഡ്രോ വരുന്നത്. ആരെങ്കിലും കൂപ്പൺസ് ഫില്ല് ചെയ്യാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാളിൽ ആ കൂപ്പൺസ് കൊടുക്കുന്നുണ്ട്, അത് ഫില്ല് ചെയ്ത് അവിടെ ഇടണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്.
ആരെങ്കിലും ഇനിയും ഫില്ല് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക. അടുത്ത പ്രസന്റേഷനായിട്ട് ലെറ്റ് മീ ഇൻവൈറ്റ് ദ ടീം ഫ്രം പോളിക്യാബ് വയർസ് ആൻഡ് കേബിൾസ്. ആൻഡ് താങ്ക് യു. A circle has potential to change the world. It brings a unique perspective. This circle inspires us to look beyond at our customers and their lives, at their necessities. Here, we saw an opportunity to evolve ourselves. And that brought a new dawn. By designing purposeful solutions that make life comfortable, effortless, uncomplicated, wonderful, joyful. We're taking a leap with the possibilities of transformation, imagination, innovation. Our thoughtful ideas are creating purposeful solutions. Because when ideas connect with people, the present transforms into the future. Polycab. Ideas connected. A circle. എല്ലാ സ്നേഹം നിറഞ്ഞ FSCWയുടെ എല്ലാ പ്രതിനിധികൾക്കും എല്ലാ മെമ്പേഴ്സിനും ആദ്യമേ തന്നെ ഞങ്ങൾ പോളിക്യാബിൻ്റെ പ്രസന്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യമേ
ഞങ്ങളൊന്ന് ടീമിനെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജേക്കബ് സക്കറിയ. ഞാൻ പോളിക്യാബിൻ്റെ LHDC ഡിവിഷൻ, അതായത് കേബിൾസ് ആൻഡ് വയേഴ്സ് ഡിവിഷൻ്റെ സൗത്ത് കേരള ഏരിയ മാനേജറാണ്. ഇന്ന് എന്നോടൊപ്പം ഇവിടെ ഉള്ളത് ശ്രീ മിഥുൻ രാജൻ സെൻട്രൽ കേരള കേബിൾസ് ആൻഡ് വയേഴ്സിൻ്റെ ഏരിയ മാനേജറാണ്. സോ നമ്മൾ പോളിക്യാബിനെ പറ്റി പറയുമ്പോൾ ജസ്റ്റ് കമ്പനി 1964 ഈ ഫോട്ടോയിൽ കാണുന്നതാണ്. ഇത് നമ്മളുടെ പ്രൊമോട്ടേഴ്സാണ്. ശ്രീ ജയ്സിംഗാനി ബ്രദേഴ്സ് ഒരു റീറ്റെയിൽ ചെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്ത, ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൻ്റെ റീറ്റെയിൽ ചെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനം ഇന്ന് 14,000 കോടി ടേൺ ഓവറുള്ള ഒരു ബൃഹത് പ്രസ്ഥാനമായി വളർന്നു. അത് നിങ്ങളുടെ ഏവരുടെയും പ്രോത്സാഹനങ്ങൾ കൊണ്ടും പിന്തുണകൾ കൊണ്ടും മാത്രമാണ്. അപ്പോൾ അതിന് ആദ്യമേ തന്നെ നിങ്ങളെല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അപ്പം നമ്മളുടെ കമ്പനീനെ പറ്റി ഒരു ഓവറോൾ ബ്രീഫ് പറയുമ്പോൾ, ഇത് ആരംഭിച്ചത് 1964 64 ആരംഭിച്ച് 2009 ആയപ്പോഴത്തേക്കിനും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്തു, നല്ല രീതിയിൽ വളർച്ച പ്രാപിച്ചു വന്നപ്പോൾ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഇൻവെസ്റ്റ്മെന്റ് ലഭിച്ചു. പിന്നെ അതിനുശേഷം കമ്പനി കേവലം വയർ ആൻഡ് കേബിൾ മാനുഫാക്ചറിംഗ് കമ്പനിയായിട്ടാണ് ആരംഭിച്ചത്. എങ്കിൽ പോലും പിന്നീട് FMEG, ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രിക്കൽ ഗുഡ്സ് മേഖലയിലേക്ക് കമ്പനിനെ എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ ഫാൻ, ലൈറ്റ്, സ്വിച്ച് ഗിയർ തുടങ്ങി കംപ്ലീറ്റ് ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രിക്കൽ ഗുഡ്സിന്റെ ഒരു കേബിൾസ് ആൻഡ് വയേഴ്സിനോടൊപ്പത്തേക്കും റേഞ്ച് തന്നെ നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. പിന്നെ ശേഷം കമ്പനി വീണ്ടും വളർന്നു. 2019 ആയപ്പോഴത്തേക്കിന് സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റ് രജിസ്റ്റർ ചെയ്ത് ഏകദേശം 500 രൂപയുടെ വാല്യൂവിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി ഇപ്പോൾ ഏകദേശം 5,400 രൂപയിൽ, കേവലം 2019 മുതൽ 2023 വരെയുള്ള കാലഘട്ടങ്ങൾ കൊണ്ട് കമ്പനി ഇത്രയും വളർന്നു. അത് വളരാൻ സാധിച്ചത് നിങ്ങളുടെ ഏവരുടെയും പിന്തുണയും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഇലക്ട്രിക്കൽ വയേഴ്സ് ആൻഡ് കേബിൾസിന്റെ ഓവറോൾ സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ കമ്പനി ഓൾമോസ്റ്റ് 14,100 സംതിങ് കോടിയുടെ ടേൺ ഓവറാണ് കമ്പനി ചെയ്തേക്കുന്നത്. അതിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അതിൽ 89% കേബിൾസ് ആൻഡ് വയേഴ്സ് ആണ്. പിന്നെ ബാക്കിയുള്ളതാണ് 9% ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രിക്കൽ ഗുഡ്സ്, പിന്നെ 2% കോപ്പർ. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണിയിലൂടെ കമ്പനി ഏകദേശം 14,000 കോടി ടേൺ ഓവറുള്ള ഒരു പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. നമ്മുടെ കമ്പനിയെ പറ്റി പറയുമ്പോൾ ഒരു ഇന്ത്യൻ MNC എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇന്ത്യയിൽ മാത്രമല്ല, ഓൾമോസ്റ്റ് 70-ൽ പരം വിദേശ രാജ്യങ്ങളിൽ, അതായത് ഏഷ്യ, ആഫ്രിക്കൻ, യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിൽ ഉൾപ്പെടെയുള്ള 70 അമേരിക്കൻ കോണ്ടിനെന്റ് ഉൾപ്പെടെയുള്ള ഏകദേശം 70 മുകളിൽ രാജ്യങ്ങളിലേക്ക് നമ്മളുടെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു എക്സ്പോർട്ട് ബിസിനസ്സും റീറ്റെയിൽ ലോക്കൽ ബിസിനസ്സും എല്ലാം കൂടെ കൂടിയാണ് കമ്പനി ഈ ഒരു രീതിയിൽ ഇത്രയും വലിയ പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ പ്രൊഡക്ട്സിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത് ഇപ്പം നമ്മളെ കേബിൾസ് പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് പവർ കേബിൾസ് ആണ്. പവർ കേബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കിന് HT LT കേബിളുകൾ, പിന്നെ കൺട്രോൾ കേബിൾ, അതായത് കോപ്പർ കൺട്രോൾ കേബിളുകൾ, പിന്നെ മറ്റ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ഇൻസ്ട്രുമെന്റേഷൻ കേബിൾസ്, ഫ്ലെക്സിബിൾ വയേഴ്സ്, പിന്നെ നോർമൽ ബിൽഡിംഗ് വയേഴ്സ്, FRLSH, HRFRLSH തുടങ്ങിയ ബിൽഡിംഗ് വയേഴ്സ്, പിന്നെ സോളാർ കേബിൾസ്. ഇങ്ങനെയുള്ള റേഞ്ച് ഓഫ് കേബിൾസ് ആൻഡ് വയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒപ്പം തന്നെ നമ്മളുടെ ഒരു വൈഡ് കൺസ്യൂമർ ബേസിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ പവർ സെഗ്മെന്റിൽ നമ്മളുടെ പ്രോഡക്റ്റ് സപ്ലൈ പോകുന്നുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്ട്രക്ഷൻ, IT പാർക്കുകൾ, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ, റിന്യൂവബിൾ എനർജി പ്രൊജക്ടുകൾ, നോൺ മെറ്റൽ, സിമെന്റ്, അഗ്രികൾച്ചറൽ, റിയൽ എസ്റ്റേറ്റ്, ടെലികോം, റെയിൽവേ, ഡാറ്റാ സെന്റേഴ്സ്, ഓട്ടോ, ന്യൂക്ലിയർ എനർജി, ഇങ്ങനെ തുടങ്ങിയ ഓൾമോസ്റ്റ് എല്ലാത്തരം സെഗ്മെന്റുകളിലും കേബിൾസ് ആൻഡ് വയേഴ്സ് ആവശ്യമായിട്ടുള്ള എല്ലാ സെഗ്മെന്റുകളിലും നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് നമ്മുടെ ഓവറോൾ പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവിനെ പറ്റി പറയുമ്പോഴത്തേക്കിന് LV പവർ കേബിൾസ്, ലോ വോൾട്ടേജ് പവർ കേബിൾസ്, ലോ വോൾട്ടേജ് കൺട്രോൾ കേബിൾസ്, മീഡിയം വോൾട്ടേജ് പവർ കേബിൾസ്, എക്സ്ട്രാ ഹൈ വോൾട്ടേജ് പവർ കേബിൾസ്, ഓവർഹെഡ് കണ്ടക്ടേഴ്സ്, ഇൻസ്ട്രുമെന്റേഷൻ കേബിൾസ്, റെയിൽവേ സിഗ്നലിംഗ് കേബിൾസ്, FRLSH കേബിൾസ് ആൻഡ് വയേഴ്സ്, പിന്നെ ABC കേബിൾസ്, ഏരിയൽ ബഞ്ച്ഡ് കേബിൾസ്, ഫയർ സർവൈവൽ. ഇതാണ് നമ്മളുടെ മെയിൻ പ്രോഡക്റ്റ്. നമ്മളുടെ ഫയർ കോൺട്രാക്ടേഴ്സുമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മളുടെ മെയിൻ പ്രോഡക്റ്റ് ഇതാണ്, ഫയർ സർവൈവൽ കേബിൾ. ബാക്കി ഓൾമോസ്റ്റ് പ്രൊഡക്റ്റുകളെല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. ബട്ട് ഞങ്ങൾ
നമുക്ക് ഇത്തരം ഉൽപ്പന്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്തരം പ്രൊഡക്ട്സ് ഉണ്ട് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ബ്രീഫ് ചെയ്യുന്നതാണ്. നമ്മളുടെ മെയിൻ പ്രൊഡക്റ്റ് FRLS അല്ലെങ്കിൽ ഫയർ അലാം കേബിൾസ് അല്ലെങ്കിൽ FRLS നോർമൽ വയേഴ്സ് ആണ് നമ്മൾ ഫയർ കോൺട്രാക്ടേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ജനറലി ഉപയോഗിക്കുന്നത്. ബട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലെക്സിബിൾ മൾട്ടികോർ കേബിൾസ് അവൈലബിൾ ആണ്, വയേഴ്സ് അവൈലബിൾ ആണ്, ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. പിന്നെ റബ്ബർ കേബിൾസ് ഉണ്ട്. റബ്ബർ കേബിൾസ് കൂടുതലായിട്ടും ഈ കോറി അതുപോലെ റഫ് ആൻഡ് ടഫ് ആപ്ലിക്കേഷൻ സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റബ്ബർ കേബിൾസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നോർമൽ PVC വയേഴ്സ്, ഫ്ലെക്സിബിൾസ്, പിന്നെ തെർമോകപ്പിൾ ആൻഡ് കോമ്പൻസേറ്റിംഗ് കേബിൾസ്. അപ്പം ഇങ്ങനെയുള്ള എൻറ്റയർ റേഞ്ച് ഓഫ് കേബിൾസ് പൊളിക്യാബിനിൽ നിന്ന് അവൈലബിൾ ആണ്. അതുമാത്രമല്ല നമ്മളുടെ വാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്, അതിനെപ്പറ്റി ഞാൻ മുന്നോട്ടുള്ള സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ലഭ്യതയെ പറ്റിയെല്ലാം നമുക്ക് പറഞ്ഞുതരാം. പിന്നെ നമ്മളെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിനെ പറ്റി പറയുമ്പോൾ ഓൾമോസ്റ്റ് 24ഓളം ഫാക്ടറീസ് നമുക്ക് ഓൾ പ്രൊഡക്ട്സ് റേഞ്ചിൽ അവൈലബിൾ ആണ്. 16ഓളം കേബിൾസ് ആൻഡ് വയേഴ്സിന്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് നമുക്ക് ഗുജറാത്തിലെ ഹലോൾ എന്ന സ്ഥലത്തും പിന്നെ ദമൻ ആൻഡ് ദിയു യൂണിയൻ ടെറിട്ടറി അവിടെയായിട്ട് നമുക്ക് നമ്മളുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് 250 ഏക്കർ മുകളിൽ വിസ്തൃതിയുള്ള മാനുഫാക്ചറിങ് സെറ്റപ്പാണ് നമ്മളുടെ ഫാക്ടറീസ്. പിന്നെ നമ്മളുടെ ഓൾമോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് 54,000 മെട്രിക് ടൺ കോപ്പറും 6,000 മെട്രിക് ടൺ അലുമിനിയത്തിന്റെ ആനുവൽ കൺസപ്ഷൻ ആണ്. പിന്നെ ഓൾമോസ്റ്റ് 15,000 കിലോമീറ്റേഴ്സ് ഓഫ് കേബിൾസ് ആൻഡ് 125,000 കിലോമീറ്റേഴ്സ് ഓഫ് വയേഴ്സ് നമ്മൾ പെർ മന്ത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ അല്ല, ഓൾ ഓവർ ദി വേൾഡ് സപ്ലൈക്ക് ആവശ്യമായ രീതിയിൽ. പിന്നെ ജസ്റ്റ് പെട്ടെന്നൊന്ന് ഓടിച്ചു പറഞ്ഞു വിടാം. ഇത് നമ്മളുമായിട്ട് അധികം ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും ഒരു ഓവറോൾ അവയർനെസ്സിന് വേണ്ടി മാത്രമായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് റേഞ്ചാണ്. ഇപ്പോൾ HDC പവർ കേബിൾസ് എന്ന് പറയുമ്പോൾ അതായത് ഈ HV അതായത് എക്സ്ട്രാ ഹൈ വോൾട്ടേജ് പവർ കേബിൾസ് നമുക്ക് അവൈലബിൾ ആണ്. എക്സ്ട്രാ ഹൈ വോൾട്ടേജ് പവർ കേബിൾസ് കൂടുതലും റെയിൽവേ അല്ലെങ്കിൽ പവർ ആപ്ലിക്കേഷൻ, ഈ എയർപോർട്ട്സ്, സ്മാർട്ട് സിറ്റീസ് തുടങ്ങിയ മേജർ പവർ റിക്വയർമെന്റ് ഉപയോഗിക്കുന്ന ഈ HV കേബിൾസ് അവൈലബിൾ ആണ്. പിന്നെ മീഡിയം വോൾട്ടേജ് ആൻഡ് ഹൈ വോൾട്ടേജ് HT പവർ കേബിൾസ്, അത് നമ്മൾ ജനറലി ഇവിടെ എല്ലാവരും കാണുന്നതായിരിക്കും, HT പവർ കേബിൾസ്. പിന്നെ ഒപ്പം അടുത്തത് HDC പവർ ആൻഡ് കൺട്രോൾ കേബിൾസ്, അതായത് നമ്മളുടെ എനർജി യൂട്ടിലിറ്റി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന LT കേബിളുകളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ കേബിൾസ് നമ്മളിൽ പലരും ഉപയോഗിക്കുന്നുണ്ടാവും. ഷീൽഡഡ് ആർമേഡ് കേബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് പവർ ആൻഡ് കൺട്രോൾ ആപ്ലിക്കേഷനിൽ കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇൻസ്ട്രുമെന്റേഷൻ കേബിൾ. 1 പെയർ 1.5, 2 പെയർ 1.5 അല്ലെങ്കിൽ 2.5 എന്നൊക്കെ പറഞ്ഞു വരുന്ന കേബിൾസ്. പിന്നെ റെയിൽവേ സിഗ്നലിംഗ് ആപ്ലിക്കേഷന് വേണ്ടിയുള്ള കേബിൾസ്. പിന്നെ മെയിൻ പ്രോഡക്റ്റ് പോളിക്യാബ് ഇഗ്നിസ് എന്ന് പറഞ്ഞാൽ ഫയർ സർവൈവൽ കേബിളാണ്. ഇപ്പം CPWയുടെ പല സ്പെക്കുകളിലും ഇപ്പം ഈ FS കേബിളുകൾ ആവശ്യപ്പെടുന്നുണ്ട്, അത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ജെല്ലി ഫില്ലർ ടെലിഫോൺ കേബിൾസ്. പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ LDC എന്ന് പറയും, HDC ആൻഡ് LDC. HDC മീൻസ് ഹെവി ഡ്യൂട്ടി കേബിൾസ്, LDC മീൻസ് ലൈറ്റ് ഡ്യൂട്ടി കേബിൾസ്. അതിലാണ് നമ്മളുടെ വയേഴ്സ്, ഫ്ലെക്സിബിൾ മൾട്ടികോർ ഒക്കെ വരുന്നത്. അപ്പം LDC പിന്നെ LDC ബ്രേഡഡ് കേബിൾസ്, പിന്നെ ഇൻഡസ്ട്രിയൽ ഫ്ലെക്സിബിൾ കേബിൾസ് ഒക്കെ നമുക്കൊരു ഡിസ്പ്ലേയിലുണ്ട്. നമ്മുടെ നോർമൽ ഫ്ലെക്സിബിൾ കേബിൾസ് ആണ്. പിന്നെ കോആക്സിയൽ കേബിൾസ് അവൈലബിൾ ആണ്, ലാൻഡ് കേബിൾസ് അവൈലബിൾ ആണ്, CCTV കേബിൾസ് അവൈലബിൾ ആണ്, സബ്മേഴ്സിബിൾ കേബിൾസ്, ഫെസ്റ്റൂൺ കേബിൾസ്, അതായത് ഹൈ ഫ്ലെക്സിബിലിറ്റി ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫെസ്റ്റൂൺ കേബിൾസ്. പിന്നെ റബ്ബർ കേബിൾ ഓർ ഇലാസ്റ്റോമെട്രിക് കേബിൾ, റബ്ബർ ഔട്ടർ ഷീറ്റ് റബ്ബർ ആയിരിക്കും, റബ്ബർ ഇൻസുലേഷൻ ആയിരിക്കും ഫോർ മോർ ഫ്ലെക്സിബിലിറ്റി. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്, കാഥോഡിക് പ്രൊട്ടക്ഷൻ കേബിൾസ്, ഓരോന്നും ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള പ്രൊഡക്ട്സ് ആണ്. പിന്നെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് വരുന്ന EV ചാർജിങ് ആപ്ലിക്കേഷൻ ഉണ്ട്. EV ഇലക്ട്രിക് വെഹിക്കിളിന്റെ ചാർജിങ് ആപ്ലിക്കേഷന് വേണ്ടിയുള്ള EV ചാർജിങ് കേബിൾസ് അവൈലബിൾ ആണ്. പിന്നെ ബീം കേബിൾസ് എന്ന് പറയും, അല്ലെങ്കിൽ സോളാർ DC കേബിൾസ്. ഇപ്പോൾ സ്വല്പം സോളാറിന്റെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ സോളാർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ബീം കേബിൾസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഓട്ടോമാറ്റിക് കേബിൾസ്, അതൊക്കെ വീണ്ടും വണ്ടികളുടെ ഉള്ളിൽ ഉപയോഗിക്കുന്ന വയറുകളാണ്, കേബിൾസ് ഒക്കെയാണ്. പിന്നെ നമ്മൾക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മൾക്ക് മെയിനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഡബൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1960 സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യയിലെ ഒരു മേജറായിട്ടുള്ള ഒരു കേബിൾസിന്റെ ലെഗ്സ് ആൻഡ് ഗ്ലാൻസ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ഡബൽസ്. അപ്പോൾ ആ കമ്പനിനെ പോളിക്യാബ് റീസെൻ്റ്ലി ഏറ്റെടുത്തു. ആ കമ്പനി കംപ്ലീറ്റ് പോളിക്യാബ് ഓൺഡ് കമ്പനിയാണ്. 1961 സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഇപ്പോൾ 2016 അതിൻ്റെ മെജോറിറ്റി സ്റ്റേക്കും പോളിക്യാബ് പ്രൊക്യൂർ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ അത് നമ്മളുടെ ഫാക്ടറിയിലേക്ക് ഒരു 15,000
സ്ക്വയർ ഫീറ്റ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഈ ഡബിൾസ് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്പെസിഫിക്കേഷനുകളിലും ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ ഇത് നമ്മളുടെ മേജറായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി ഡബിൾസിൻ്റെ ലെഗ്സ്, ഗ്ലാൻസ്, ഡബിൾ കംപ്രഷൻ ഗ്ലാൻഡ്, സിംഗിൾ കംപ്രഷൻ ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്ന പ്രൊഡക്ട്സ് എല്ലാം ഡബിൾസിൻ്റെ ബ്രാൻഡിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ മേജർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി അവൈലബിൾ ആണ്. അപ്പം ലൈക്ക് ഗ്ലാൻസ് പറയുമ്പോഴത്തേക്കിന് നോർമൽ ഗ്ലാൻസിൻ്റെ ട്യൂബുലർ കണക്ടേഴ്സ് ഉണ്ട്. ഇതിലൂടെ ഡിസ്പ്ലേയിലുണ്ട്, നമ്മുടെ സ്റ്റോളിൽ ഡിസ്പ്ലേയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റിങ്സ് ആൻഡ് പിൻസ് ഇതെല്ലാം അവൈലബിൾ ആണ്. ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസിനും പവർ, ഓയിൽ ആൻഡ് ഗ്യാസ്, അതായത് കേബിൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ ലെഗ്സ് ആൻഡ് ഗ്ലാൻസും പോകുന്നൊരു പ്രൊഡക്റ്റാണ്. അതും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ കൊറോഷൻ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ട കോമ്പൗണ്ട് ഡബിൾസിന്റെ ബ്രാൻഡിൽ അവൈലബിൾ ആണ്. ഈ ലെഗിന്റെയും ഗ്ലാൻഡിലൊക്കെ ഉപയോഗിക്കാനുള്ള. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്സസറീസ് ഉണ്ടല്ലോ, ക്രിമ്പിംഗ് ടൂള് അല്ലെങ്കിൽ അങ്ങനെയുള്ള എർത്ത് ടാഗ്, ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഡബിൾസ് ബ്രാൻഡിൽ. സോ അപ്പം നമ്മൾ പോളിഗ്യാബിനെ പറ്റി ജസ്റ്റ് ഒന്ന് വേറൊരു നമ്മുടെ ഇവിടുത്തെ റീറ്റെയിൽ നെറ്റ്വർക്കിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പോളിഗ്യാബ് ഞങ്ങൾ കേരളത്തിൽ കേബിൾസ് ആൻഡ് വയേഴ്സ് ഡിവിഷനിൽ 5 പേരുടെ ടീമാണ്. കമ്പയർ ടു നമ്മുടെ മറ്റ് ഡിവിഷൻസ് വേറെയാണ്. അത് FMEG, ലൈറ്റ്, ഫാൻ, സ്വിച്ച് അങ്ങനെയുള്ള ഡിവിഷൻസ് ഒക്കെ വേറെയുണ്ട്. നമ്മളുടെ കേബിൾസ് ആൻഡ് വയേഴ്സ് നമ്മളുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് പോകുന്ന ഡിവിഷൻ, അതായത് ഫയർ ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ സുഹൃത്തുക്കളുമായിട്ടും ചേർന്ന് പോകുന്ന ഡിവിഷൻ കേബിൾസ് ആൻഡ് വയേഴ്സ് ആണ്. ഞങ്ങളുടെ ഡിവിഷൻ, പ്രൊജക്ട് ഡിവിഷൻ എന്ന് പറയാം അല്ലെങ്കിൽ. അപ്പോൾ ഇതിൽ നമ്മളുടെ മെയിൻ പ്രൊഡക്റ്റ് ഫയർ അലാം കേബിൾ, 2 കോർ 1.5 FRLS ഫയർ അലാം കേബിൾ, അതായിരിക്കും എല്ലാവരും കൂടുതൽ ഉപയോഗിച്ച് പരിചയമായിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ അത് നമുക്ക് അക്രോസ് കേരള നമുക്ക് മേജറായിട്ടുള്ള 5 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഉള്ളത്, മെയിൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതായത് ഇപ്പം എറണാകുളത്ത് ട്രിവാൻഡ്രം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പ് മാർക്കറ്റിംഗ് ഉണ്ട്, എറണാകുളത്ത് ദീപ, പിന്നെ സെഞ്ചുറി മാർക്കറ്റിംഗ് തൃശ്ശൂർ, കോഴിക്കോട് ഇൻഡോ കോഴിക്കോട്, പിന്നെ കണ്ണൂർ UVC പയ്യന്നൂർ. ഇത്രയും ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് നമുക്ക് ഓൾ കേരളയിൽ നമ്മളുടെ ഈ പ്രൊഡക്ട്സിൻ്റെ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ മറ്റ് ഡീലേഴ്സ് വഴിയും ഈ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങളുടെ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഓൾ കേരള ഹെഡ് ശ്രീ ലിക്സൺ ജോസഫ്, അദ്ദേഹം ഇന്നിവിടെ എത്തേണ്ടതാണ്, പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഞങ്ങൾ 4 പേരാണ് ഓൾ കേരളയിലുള്ളത്. നിങ്ങളെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4 പേരുണ്ട്. സൗത്ത് കേരള ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു, എൻ്റെ പേര് ജേക്കബ്. എന്നോടൊപ്പം സെൻട്രൽ കേരള ഹാൻഡിൽ ചെയ്യുന്ന മിഥുൻ ഇവിടെ ഉണ്ട്. പിന്നെ നോർത്തിലേക്ക്, അതായത് ഫ്രം എറണാകുളം ടു തൃശ്ശൂർ പാലക്കാട് ഏരിയ അജിൻ എന്നൊരാളുണ്ട്, അജിൻ ജോസ് ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ നോർത്ത് കേരള, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ഏരിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷ്. ഞങ്ങളൊരു 4 പേരുടെ ടീമാണ്. അപ്പം ഞങ്ങളുടെ ഇപ്പം പലർക്കും നമ്മളെ പരിചയമായി, പലരുമായിട്ട് പരിചയങ്ങളുണ്ട്. എല്ലാ ഓരോ ഏരിയയിലെ റെസ്പെക്റ്റീവ് ആൾക്കാരുടെ കോൺടാക്ട്സ് ഒക്കെ വേണമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. എല്ലാവരുമായിട്ടും നമുക്ക് നമ്മുടെ നമ്പറുകൾ ഷെയർ ചെയ്യാം. അപ്പം ഇനി മുന്നോട്ടുള്ള റിക്വയർമെൻറ്റുകളിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാം. അപ്പം ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് പോളിക്യാബ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനിക്ക് ഇങ്ങനെ തന്ന ഇതിൻ്റെ എല്ലാ പ്രിയ ഭാരവാഹികൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അടുത്ത നമ്മുടെ പ്ലാറ്റിനം സ്പോൺസേഴ്സിന്റെ തന്നെ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്ത പ്രസന്റേഷൻ ഈസ് ബൈ ദാറ്റ് ഈസ് KSB പബ്സ്. ടീം മെമ്പേഴ്സ് വേദിയിലേക്ക് വരാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. The next presentation is by KSB Pumps. Sorry, the next presentation is by ASIA Security Systems. In case of any emergencies. The members will get free technical training and attend the exhibitions held by the association.
Good evening. My name is Amit Kumar Rai, and I am taking care Southern region for ASCS Security. ASCS Security having head office in Delhi and two factories. One is in Ghaziabad and second one is in Greater Noida. We started our journey in 1997 with the manufacturing of fire alarm system. So, and we are also having our branches in Mumbai, Kolkata, and Bangalore. We are having our partner across India, like in Hyderabad, Kochi, Chennai. So all major cities we are having our partner. We are having across India, we are having our presence, and other than India also we are having our presence in abroad also. When we are talking about fire, there should be an alarm. There are three major categories like fire alarm or fire detection, firefighting, and fire protection or passive fire. So we are basically dealing in fire detection or fire alarm. So I always say that when there is fire, there should be an alarm. Why there is an alarm? Because we need to save the life. So wherever we are talking about to save the life, to protect the life, fire alarm is the compulsory part. And when we are talking about ASCS Security Private Limited, ASCS is having all these products like fire alarm system, electrical control panels, fire rated doors, fire suppression system, aspiration systems, exit and emergency light, and public address system. So this is our conventional range. In conventional range also we are having different panels. Starting from 2 zone, we are having up to 96 zone panel in fire alarm system. There are different applications. When we are talking about different buildings, there are different applications like residential segments, hospitals, schools, or big buildings for IT and all. So different application we are using different products. When we are talking about some low-rise buildings below 18 floors or below the height of 55 meter or 60 meter, then we are going for conventional system with the manual call point and hooter with PA and talkback systems. But when the height is more, like more than 60 meter or 55 meter the building is, then the norm says that we have to go for automatic detection also, and that should be a kind of automatic detector. It should be either a smoke or heat or multi kind of detectors. So there are certain norms and we need to follow that norms. So for basic segments, for residential segments, for low-rise buildings, we are having all the conventional range with us, starting from 2 zone panel to 96 zone. Whatever the requirement is, we can provide all kind of panels. We are having all the panel with us. As I told you, like based upon the requirement, we are having different model in the same range. We are having all our ASCS detectors, as I told you already, smoke, heat and multi. Based upon the application, for normal areas we are using smoke detector. For kitchen and heat application we are using heat detectors, and some of the area where both the applications are there like smoke and heat both are there, we are using multi kind of detectors. Some application where the old buildings we cannot install wired system or fully fire alarm system, there we need wireless detector. So ASCS is also having wireless detector, battery operated detector with us. So this is all the range of manual call point, hooter, everything, all the accessories required for fire alarm system we are having in our portfolio. This is the most important part in a building PA system. This is generally called as public addressing system. See, as I told you, there are different applications, so there are different solutions. We cannot work for a single application, we cannot work for a single solutions. So there are different application and there are different solutions. Different solution in the sense like if there is fire, there should be an alarm. In case of alarm, we need to guide the people how to escape, what is the route, how they can vacate the building. Okay, so all this announcement we have to make. So for making the announcement through speaker, we are using this PA system. There are some zone selectors, and this is our advanced digital kind of PA system where we are using
Ahuja make amplifier and mic, and we are having zone-wise selector switches. We are having digital kind of keyboard. With the help of that, we can make announcement and we can protect the life. And this system we are having in two categories. Like one is wall mounted. In wall mounted, we are keeping that amplifier inside and mic hanging type in the same cabinet. So we are having cabinet type, wall mounted type, PA and talkback PA system also, and we are having tabletop also. So if depend upon the requirement, we are having different product also. Again, this is a talkback system for high-rise building, and like when we are talking about PA, again we are talking about one product, talkback. PA is the system where we want to make some announcement, but talkback is very important part where suppose if that is a 15 or 16 floor building, if there is fire, somebody can go and access the panel and make the announcement. That is okay. That is one-way kind of communication. But suppose if a person got stuck on 12th floor or 13th floor, how he or she will communicate that he or she got stuck on 13th floor? So for that purpose, we are using talkback system. That is also called as two-way talkback. That is not one way. That is two-way talkback system, or also called as callback. Talkback, callback, or two-way talkback system. So this plays very important role in the when we are talking about safety norms. So we are using talkback system also, and we are master of customization. We are doing all kind of customization. Customization in the sense based upon the requirement. Here in the for residential building, always people are asking a combo of PA and talkback. So we are having combination of PA and talkback. The unit we are having speaker talkback. Again, if somebody is asking for 3-in-1 unit, yes, we are having 3-in-1 unit, including MCP, hooter, and speaker talkback. And the same way panel also we are having fire PA and talkback panel. So any kind of customization is possible at ASCS, and we are doing day by day. Every year we are improving ourselves, and we are adding some more products with the portfolio. So this is all our range for like sprinkler initiation panel, some other panels, gas release panel for total flooding. As I told you, year by year we are adding some more products in our portfolio. So last year we came up with the fully addressable fire alarm system. This is our new product in the category, and we are having this panel, touch screen panel, starting from 1 loop to 10 loop panel. Each loop supporting 125 detector and devices, and cable length we can go up to 1.5 kilometer loop length. So this system is very much cost effective, and we are providing minimum 3 years warranty on the product. This is our main features, that we are providing good support in terms of commissioning, in terms of technical support, and on this particular product we are providing 3 years open warranty. So if anybody going for any kind of addressable fire alarm system, just you can use and install for a small site first, then get some confidence, and yes, I think it will be a best product. We are having all the range, all the detectors, all the manual call, everything is a fully addressable system and loop powered. Like hooter also is a loop powered. There is no extra power required for hooters, no extra wire required for hooter. So all the detector devices and hooter are loop powered only. We are having all the exit lights and signage. Again, we are dealing into fire rated doors. When we are talking about escape route, or we are talking about the norms says if there is a staircase, because in case of fire nobody can use lift. So we have to use staircase. So that staircase should be the fire protected. So when we are talking about staircase, that door should be fire rated doors, and that should be for minimum 2 hours fire rating. So we are having fire rated doors with 120 minutes fire rating, certified by CBRI. The most important thing, whatever the product ASCS is having, all the products is having proper certifications with the particular category. So we are having all the range in fire door also. Again, we are having electrical panel for firefighting pumps.
We are also dealing in panel protection because you know very well that almost 60-70% fire gets from through the short circuit or electrical panel. So but the norm says ki yes, we should protect the panel also, electrical panel. So we are having panel protection system also with the clean agent and tube suppression system. So this is our factory setup, kind of things we are having in-house setup. And we are having all the certifications. Our brand has been approved all the location in CPWD, PWD, NBCC. We are doing major projects with government, private sector. We are working with consultants. We are working with the different kind of vertical. Like we are having our distributor partner across India. We are working in government sector, private sector. Means all kind of certification we are having in banking sectors. So all this kind of credential we are having. So just we are looking for the opportunity, and I would like to thank you, all of you, to give us this time. Thank you so much. So thank you so much, sir. എല്ലാവരും നമുക്കിനി ഈ ഒരു സെഷനിൽ കുറച്ച് പ്രസന്റേഷനൂടെ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സീറ്റ്സിലേക്ക് ഇരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരാൾ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിൽ ഒരാൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴേ പുറത്ത് നിൽക്കുന്നവരെ സംസാരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇവിടെ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. സോ നിങ്ങളിൽ ഒരാളാണ് ഇവിടുന്ന് സംസാരിക്കുന്നതെന്ന് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്ലീസ് എല്ലാവരും ഒന്ന് റിസൈൻ ചെയ്യുക. ആൻഡ് അടുത്ത പ്രസന്റേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. പ്ലാറ്റിനം സ്പോൺസേഴ്സിന്റെ പ്രസന്റേഷൻ ആണ്. ലെറ്റ് മീ ഇൻവൈറ്റ് KSB പമ്പ്സ് റെപ്രസെന്റേറ്റീവ് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് മിസ്റ്റർ പ്ലീസ്. Good afternoon to everybody. Myself, Praveen. I am representing KSB for commercial building segment. We are into firefighting pumps and PHE pumps and HVAC pumps. KSB is a German brand, and we are into the market more than 150 years. And in India itself, our presence is around 60 years. And in Kerala, actually, we are associated with Vijaya Fluid Tech, who is having around 50 years market experience in this current field, firefighting pump business. I hope everybody knows about Mr. Matthew, sir. He is representing our product all over Kerala. Not only firefighting, for PHE and HVAC pumps also he is only handling. He is a sole dealer for this complete entire Kerala region. Just to give an elaborate futures of our company, actually, we started our business, global business, by 1873. Currently, we closed around 150 years. And in India, we closing around 60 years. We currently have though we are a German company, we have a manufacturing unit in India. Around in 7 places we are having our own manufacturing unit. Especially to highlight it, we have a big factory in Kerala itself, in Alva, which having a automated valves actually. This is actually a firefighting event. I just start to give just an intro on the fire pumps, which we use as a tag for firefighting application. First, actually, always main electrical pump, it will play a major role. After that, backup, it will be taken care by engine control panel. Jockey is initial startup pump. And in other, apart from Kerala, is right now water curtain pump is a mandatory one. I don't think so. I didn't get much inquiry on water curtain pump in Kerala. And terrace booster pumps also, now it's playing a major role. Most of other states, actually, terrace booster becoming a mandatory one. Why we need a firefighting pump? Where we need to apply this firefighting pump? That is the major queries and question will rise actually. As per the NBC, above the building is height is above 15 meter, we need to go with a firefighting pump. And wherever that a public people, wherever there is a movement of public people is there, we need to have a proper firefighting protection in that building or commercial areas. Just to highlight it, what NBC says, I have just highlighted that NPC in norms.
These are the other norms over there in firefighting market actually. NFEA, which commonly we are using in Indian market, and ULFM and FM. Most probably MNC company, they are insisting to go with the ULFM branding. See, specifically NFEA states that above 150% we need to match as per the duty point, and 65% of the duty point we need to match. As per that only we need to select a pump, not at all on duty point. Most of us actually making a mistake that selecting a pump in duty point, it doesn't apply for a firefighting application. Since maximum in Kerala 80% contractor come consultants are there. That's what my understanding. Most of the contractors, they play a role as a consultant also. My humble request to them actually, please consider these norms exactly, because it will create a lot of difference in the selecting the pump. It makes, while it will not, if you are selecting a duty point pump, it will not serve your purpose actually. As Gopakumar sir is exactly telling about this point. We need to give a proper quality supplies to our client actually. That has to be done through a contractor and consultant only. Since here actually the market is different. Since consultant plays as a contractor also, we request to comply these norms. There is a little premium on pricing, but it will show your quality and the product. It serves the purpose. That is the main criteria for selecting this norm. To show a simple math how to select a pump, I am not complicating the things. Let's say our flow is 100 meter. We need to select a pump with 150 meter cube power flow and 65% of the duty point. This is a simple math, but it will apply for all the flows. Just you can manipulate these numbers in whichever flow and head which you derive. Sorry. This actually how the pump starts and start to function. Let's say the pump pipes are charged with a 7 bar pressure. First, initially, if the pressure is reducing to 6 bar, first the jockey pump will start. And next it will jump to the electrical driven pump when the pressure again reduced to 5 bar. Finally, it will comes to the engine driven pump. That main criteria is written in the downside. No auto stop for main pumps and electrical and diesel. Only jockey pump can stop in auto function, but main and engine driven pump, electrical and engine driven pump should not stop in auto function. It has to be worn out. That is the actual function of these two pump in case of emergency. That criteria, that selection, that whatever, that reverse calculation has been done. Even the engine fuel sizing, also fuel tank sizing also, that also has to be, dimension has to be calculated as per this engineering. These are the certain tags we have in our firefighting system. First end section pump, then split casing pump, vertical multi-stage pump. See, this vertical multi-stage pump in 2021 also I was part of this event. We were insisting the contractor to go with a jockey pump with a multi-stage vertical inline pumps. Actually, to be frank, it will benefit the contractor. Your installation cost will get down by this kind of pump installation. Even the capital cost will be reduced and running cost also, power efficiency is there, since the running cost also it will be reduced. And it's mandatorily equipped with a seal, mechanical seal, not a gland packing. It will serve the purpose also without affecting the application deradization actually. This another thing is diesel engine pump. It's always we have in split casing diesel engine pumps also we are having. Same way vertical inline pump. Actually, most probably in this market it's not applicable. And multi-stage pumps obviously we are using for a higher head and higher flow ranges. This is actually as a pump vendor scope, we are very clear what we are going to supply and what contractor going to supply. This is the clear clarification or segregation we are given to the market while we are giving the offer itself, we are giving this clarity to the client. Bare pump, gland packing, coupling guard with the motor, it will come in our scope. Apart from whatever is coming, it will go to the contractor scope only. Basically, there will be a confusion. There pump part only supplied by the OEM, not other accessories. This clarity we are giving to the contractor. They should not have a confusion that the entire system was given by a OEM. This is a simple SLD drawing. This is also a high-rise building. How it will fire system will be looking. You may know about this.
This is actually our factory capacity. These are the pumps are manufactured in factory, and to be very precise, this is assembled in factory. Everything pumps are assembled and tested in factory. This is our split casing pump range. We have up to 3,200 meter cube overflow split casing pump we are giving. Mostly here CPWD job demands for a split casing pump. This is actually a multi-stage, multi-outlet pump. It's actually majorly it's coming for a very high-rise building. Most probably we doesn't have a inquiry in Kerala, but in Mumbai and other Bangalore region and all, these pumps are frequently moving, and this will reduce the pump room size. Actually, that is the main advantage for the contractors. This actually just to give a clarity how KSB strong on pump industry. Let's say a pre-construction site. We'll start with the borewell pump. I can proudly say borewell pump is introduced by KSB only in India. We started this business, now a lot of other people are following. We started our business through this borewell pump only. Next, site or foundation, there will be a lot of water segregation will be there. To remove that water, we can use a dewatering pump. That products also we can supply. Above that, we have open well pumps, both vertical and horizontal top. While rough framing size, time it will be very useful for you. Exterior sales, what about we are right now presenting that only firefighting pumps. That range, entire range we are having. Currently we are having, I can proudly say this year we started with the UL of a firefighting pump also. Maybe next year we can increase our population on UL of pump ranges also. Third, hydropneumatic system, where the plumbing requirement is there, it's a much required, much needed pump right now for a high-rising building and even for the other commercial buildings also. That also we are giving, we are selling in Chennai itself per year around 350 sets for a year actually, and it's a very good product in our portfolio, and hopefully we push our population here in Kerala region also. This is actually a HVAC product. We started this business 4-5 years before only, but currently we are pushing in very hard this product, and we are very specialized in this product also. We have a vertical inline pump also in this range, but just to give a clarity how our strength on this pump industry, A to Z product, whichever pump application or auto application is coming, we can provide a pump, and our one point contact for a Kerala region is Vijaya Fluid Tech, and Mr. Matthew is having a good service support. And apart from that, we do have our sales engineer, Mr. Lijo, is taking care of entire Kerala for commercial building segment. Myself from Chennai, I am sitting and taking control of all my sales engineers who are sitting in other states, especially Kerala also is coming under my control only. And I like contact to any queries, technical queries, any kind of support you can reach us. To indicate more on us, KSB is the only brand which have an office in Kerala itself. We have an office in Alva, and we have a branch manager, Mr. Prasid, who is leading this entire Kerala team. Whichever you nowhere you are contactless, everywhere our team is there. Whenever you have a support, we are there to there. That is our quality and assurance we can give from this forum, and I thank FSCWA team, and I can, on the pricing side, I can tell who and all member of FSCWA team, we can give a better pricing. That commitment I can give through Mr. Lijo. Lijo is taking care of this segment. Who are a member of this forum, they can contact Lijo and get a better pricing and technical support. Through that, I am just closing my technical presentation. Next, Mr. Havel's team will take care of next presentation. Myself, Anoj, taking care of Havel's Motor, Kochi. ഞങ്ങളിപ്പം KSB ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് KSBയുടെ പമ്പും അതുപോലെ തന്നെ ഹാവൽസിന്റെ ഫ്ലെയിം പ്രൂഫ് ഫയർ ഫൈറ്റിംഗ് മോട്ടോഴ്സ് കപ്പിൾ ചെയ്തിട്ട് ഇവിടെ വിജയ് ഫ്ലൂയിഡ് ടെക് ത്രൂ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ മാനുഫാക്ചറിങ് വീഡിയോ ഇവിടെ ഷോ ചെയ്യാം. ഇതൊരു 50 HP പമ്പ് സെറ്റാണ് ഇവിടെ നമ്മൾ കപ്പിൾ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. We also have an integrated pumping solution unit to manufacture stainless. പ്ലാന്റ് വരുന്നത് നിംറാന, രാജസ്ഥാനിലാണ്. With its large array of energy-efficient motors, Havells is an excellent ally for the country's progress. The Havells Motor Factory in നമുക്ക് പ്ലാന്റ് വരുന്നത് നിംറാന, രാജസ്ഥാനിലാണ്.
കപ്പാസിറ്റി വരുന്നത് 0.25 HP മുതൽ 470 HP വരെയുള്ള TFC സ്ക്വയറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ് വരുന്നത്. Motor plant's 50-acre facilities are cutting edge. Because of its advanced infrastructure, it can produce 30,000 three-phase motors and 8,000 single-phase motors every month. Havells Neemrana Motor Plant is ISO certified for quality, occupational health and safety, environment and energy management. 9001, 45,001, 14,001 and 50,001. Havells Production and Quality Awards validate our commitment to excellence and demonstrate our success in providing high-quality products and services. The plant produces three-phase LV motors with horsepower from 0.25 to 470. നമ്മൾ ടെക്നിക്കലി ഇത് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പ്ലാന്റ് വരുന്നത് നീമ്രാന രാജസ്ഥാനിലാണ്. Supply. Havells general purpose single phase motors are also available with horsepower ratings from 0.25 to 4. Havells offers flame-proof motors for hazardous sectors like oil and gas, petrochemical, paint, chemical fertilizers. These motors are designed to work for gas groups 2A and 2B environment. Havells uses premium raw materials to make high-quality motors. We have a strict supplier registration process to assure high-quality materials. Each component is quality tested to meet Indian and IEC standards. Components are processed after passing all quality tests. Havells uses cutting-edge software to design and analyze all components, ensuring client satisfaction. Over 90 high-tech CNC machines, 42 VMC machines, automatic winding machines, 4 balancing machines, and conveyorized impregnation systems maintain product quality throughout manufacturing. We use mechanized copper winding for motor manufacturing. Uniformity and insulation quality are improved using this method. Havells can wind the precision and consistency using fully automated winding lines. Most of our products are now wound on these fully automated lines. The electrical winding undergoes slot insulation, coil winding, coil insertion, electrical connection, and lacing to provide uniform wound pack impregnation quality. After strict electrical testing, wound packs are impregnated in an automated impregnation plant with PLC control system for consistent wound pack impregnation quality. Our PLC controlled SCADA equipped plant offers vacuum pressure impregnation VPI up to 630 frames. CNC machines grind shafts to the correct bearing diameter for increased accuracy. If requested, Havells can supply stainless steel shaft instead of EN8 steel. All shafts are marked with a unique number of traceability. Havells has a state-of-the-art rotor balancing machine capable of balancing rotors at their rated RPM. The overall exterior dimensions also checked for uniformity to millimeters to ensure that the perfect balance gets embedded in the motor that would reduce any wear and tear during operation. Motors are 100% tested after assembly. Only cleared motors are processed. Facility to test motors for extensive analysis as per customer request. Havells conveyorized automated paint shop paints motor with quick dry tough coat and temperature controlled drying. We offer wide range of motors for various segments and applications. Energy efficient continuous duty motors, smoke extraction motors, crane duty motors, brake motors, VFD compatible motors, firefighting motors, gearbox application motors,
flame-proof motors and single-phase motors are offered in various mounting arrangements. നമ്മുടെ എൻ്റെ റേഞ്ച് മോട്ടറിന്റെ വീഡിയോസ് ആണത്. ഇപ്പൊ ഫയറിൽ വരുന്ന എല്ലാ പ്രോജക്ട്സുകളും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വിജയ എഞ്ചിനീയറിംഗിനെയും പമ്പ് സെറ്റിന്റെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. നമ്മുടെ പ്ലാറ്റിനം ലെവൽ സ്പോൺസേഴ്സിന്റെ പ്രസന്റേഷൻ കഴിഞ്ഞു. അടുത്ത പ്രസന്റേഷനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തത് ഗ്ലോബി പബ്സിലെ റെപ്രസെന്റേറ്റീവിനെയാണ്. അവരിപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. സോ ടീം മെമ്പേഴ്സ് ഒന്ന് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. Attainable and sustainable. There is a company who has set its sight on becoming the global pumping icon by 2020. This company sees itself as a game changer in India and world. The company which we all proudly know as Luby Pumps. At Luby Pumps, imagination and innovation drive our vision for the future. For us, attainable and sustainable is the mantra, not just for us, but a way of life. So how do we make our products last a lifetime? Can we recycle, reuse, repurpose, reinvent? Our research and development team continuously strive to find better answers that align with our mission. We believe everything is attainable and sustainable. Our history traces back to 1965 when Luby Pumps was established in Ahmedabad. We began as small foundry to manufacture cast iron castings. A year later in 1966, we introduced a range of engine-driven pumps under the brand name of Rainbow. Over the years, we have grown by leaps and bounds. We have more than 20 branch offices and over 2,000 network of distributors and dealers across India, North, Central and South America, Europe, Middle East, North Africa, Central Africa and Southeast Asia. We provide pumping solutions to more than 80 countries in 6 continents. We have become synonymous to quality pumping solutions in India and globally. We understand the need of the end customers and we are continuously adapting and delivering products to meet their needs. We have pumps for all imaginable use, right from domestic to industrial and agriculture to construction. We deliver pumps for various applications. With its steadfast commitment, Luby Pumps has become a global pumping monolith. At our flagship unit at Naroda Road, we run one of the largest submersible pumps manufacturing facility in India. At Kadadra, we have the country's best in-house and technically advanced foundry unit. We also have an integrated pumping solution unit to manufacture stainless steel and industrial pumps at Valsad. At our electronics division, we provide value-added engineering solutions using industrial automation products. At Luby, it is our constant endeavor to provide the best products. Our research and development wing is continuously working to improve the product performance by constantly working towards increasing efficiency of our products and also focusing on ways of reducing weight using alternate materials. Our foundry unit at Kadadra caters to the requirements of castings to our various manufacturing divisions involved in manufacturing pumps, motors, valves and other related products. Of 0.5 horsepower to 30 horsepower horizontal and vertical open well pump sets in high-grade cast iron and stainless steel material. We manufacture single and three-phase induction motors ranging from 0.25 horsepower to 400 horsepower, which are designed for industrial applications. At Valsad, we have invested in a separate dedicated production division for stainless steel fabricated pumps.
This unit is spread over 1,50,000 square feet and produces 4-inch to 10-inch fully stainless steel bore-well submersibles as well as vertical multi-stage pumps using advanced technologies and automated machinery for modern fabrication. At this facility, we also manufacture 5-star rating energy-efficient pumps. We also have state-of-the-art large pump testing facility to test pumps up to 500 horsepower and 600 mm size. Adhering to our mantra, attainable and sustainable, we have invested in NABL accredited testing facility. We have the strongest team of engineers, technicians, sales support and shipping personnel in the solar industry, as well as the best stocked warehouse. Our state-of-the-art manufacturing facility can produce 40 megawatts of solar panels per year, which are IEC and UL approved. And the responsibilities are endless. We believe we can deliver, and we are working towards achieving our mantra, attainable and sustainable. So thank you so much. And നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വൈൻഡ് അപ്പ് പാർട്ടിലേക്ക് പോവാണ്. നിങ്ങളെല്ലാവരും കാത്തിരുന്ന ലക്കി ഡ്രോ ഒക്കെ ഉടൻ തന്നെ ഉണ്ട്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് പുറത്ത് നിൽക്കുന്ന എല്ലാവരും അകത്തേക്ക് വന്നിരിക്കാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് ടൈം കൂടെ മാത്രമേ ഇവിടെ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലാസ്റ്റ് പാർട്ടിൽ എല്ലാവരും വേണം, എല്ലാവരും അകത്തേക്ക് വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. പുറത്ത് നിൽക്കുന്നവരൊക്കെ അകത്തേക്ക് വരിക. അടുത്ത പ്രസന്റേഷൻ ആയിട്ട് ലെറ്റ് മീ ഇൻവൈറ്റ് കിർലോസ്കറിലെ റെപ്രസെന്റേറ്റീവ് വേദിയിലേക്ക് ചെയ്യുന്നു. ഓൾ പ്രസന്റേഷന് ശേഷം തന്നെ നമ്മുടെ ലക്കി ഡ്രോ വിനേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാം കൂടി വരുന്നത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ടയർഡായി. ഞാനിനി വലിയൊരു പ്രസന്റേഷനിലേക്ക് ഒന്നും പോകുന്നില്ല. ചുരുങ്ങിയ 2-3 വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ബിനോയ് പോൾ, ബ്ലൂ ഡയമണ്ട് ഏജൻസീസ്, കിർലോസ്കർ പമ്പ് സെറ്റുകളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. നമ്മളുടെ ഒരു സന്തോഷം ആദ്യമേ പറയട്ടെ. ഈ അസോസിയേഷൻ തുടങ്ങിയ ആദ്യത്തെ ഫംഗ്ഷൻ, ആദ്യത്തെ പ്രോഗ്രാം ഫുൾ നമ്മൾ സ്പോൺസർ ചെയ്യാനായിട്ട് പറ്റി. അതിൽ നിന്നും അസോസിയേഷൻ വളരെ ഉയരത്തിലേക്ക് ഇവിടം വരെ എത്തി. എല്ലാത്തിലും വളരെയധികം സന്തോഷം. ഒരു കൂട്ടം അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടുള്ള ആളുകളുടെ ഒരു പ്രയത്നമാണ് ഇന്ന് ഈ അസോസിയേഷനെ ഈ രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും അടുത്ത ഒരു പ്രോഗ്രാം വരുന്നത് നമുക്ക് കുറച്ചും കൂടി കളർഫുൾ ആയിട്ട് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളും എല്ലാവരും ഇതോടൊപ്പം സഹകരിക്കാം എന്നുള്ള ഒരു ഉറപ്പും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്റെ ടീം മെമ്പേഴ്സായിട്ട് കിർലോസ്കർ പമ്പിന്റെ പോൾ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. സർ, ചെറിയൊരു പ്രസന്റേഷൻ കൂടി ആവാം. കൂടാതെ നമ്മൾ ഈ ആളുകളേക്കൊന്ന് പിടിച്ചിരുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മുടെ അസോസിയേഷൻ ആളുകളുമായിട്ട് സഹകരിച്ചപ്പോഴാണ് അവരുടെ ഭാഗത്തു നിന്നും ഒരു ലക്കി ഡ്രോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത്. അതനുസരിച്ചിട്ട് ഞങ്ങള് ചെറിയൊരു സമ്മാനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രമാത്രം ആളുകൾ വന്നിരിക്കും എന്നുള്ള ഒരു ഇതിൽ നിന്നും ശരി, കിർലോസ്കറിന്റെ ഈ അസോസിയേഷനിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ജോക്കി പമ്പ് തന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു സമ്മാനം കൊടുക്കാം എന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങളുടെ കിർലോസ്കർ കമ്പനിയിൽ നിന്നും വന്നു. എന്തായാലും ഇതിനുവേണ്ടി സഹകരിച്ച കിർലോസ്കർ കമ്പനിയോടുള്ള ആ ഒരു നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 6-7 സമ്മാനം ഉള്ളപ്പോൾ എന്തായാലും പ്രതീക്ഷകൾ ഒത്തിരി പേർക്ക് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വളരെയധികം ആകാംക്ഷാഭരിതരായിട്ട് നിൽക്കുകയാണെന്നറിയാം. എല്ലാവരോടും ഒരിക്കൽ കൂടി ഈ അവസരം തന്നെ അസോസിയേഷനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. നന്ദി. വീഡിയോ പ്രസന്റ്. Tapestry of success. Mr. Binoy Paul's journey is woven with threads of resilience and determination. From humble beginnings, he emerged as a luminary entrepreneur, where dreams fueled his passion more than the allure of wealth. Starting as a sales executive at Kirloskar Pumps, his journey took
a transformative turn in 2004, birthing the saga of Blue Diamond Engineering in Kozhikode. Guided by his father's mentorship, Mr. Paul expanded his horizons in 2008, establishing Blue Diamond agencies in Ernakulam. A decade of steadfast growth led to a momentous accolade in 2011, recognition as the All-India Most Promising Dealer at the Kirloskar World Conference in Istanbul. In 2013, BJ Traders in Kozhikode became a cornerstone, offering sales and services for the cutting-edge products. Beyond distribution, Mr. Paul's commitment extended to technical support and training, earning him acclaim as an exemplary teacher. Kirloskar entrusted Blue Diamond Associates with the distribution of pump sets in Coimbatore, catering to a diverse clientele from households to industries of substantial magnitude. The foray into industrial and agricultural sectors showcased Mr. Paul's daring spirit. In the face of adversity, Mr. Binoy's compassionate heart shone brightly during the 2018 Kerala floods. Choosing to adopt Puthanvelikara village in North Karur, the Blue Diamond team joined forces with the MLA and leader of opposition, Advocate Sri V.D. Sadishan. Together, their commendable efforts went beyond words, cleansing water sources and distributing pumps. They became a beacon of hope for 51 families in the aftermath of the devastating floods. Amid the chaos, their unity and resilience brought solace and light to a community in need. In 2022, a new chapter unfolded with the inauguration of a cutting-edge 5,000 square feet godown in Ernakulam, showcasing Blue Diamond's commitment to innovation. The team's exceptional customer care, technical support, and product quality made Mr. Binoy Paul's voyage more humble and seamless. In the dynamic realm of Team Blue Diamond, the committed and hardworking employees stand as the backbone and the strongest pillar. It is their collective commitment that propels the team forward, creating a solid structure that withstands challenges and paves the way for enduring success. As they chart their course forward, the Blue Diamond team envisions expanding their influence across all 14 districts of Kerala. Mr. Binoy isn't just an entrepreneur, he is a proven farmer, leaving an indelible mark on industry and agriculture. His story is a testament to the power of dreams, dedication, and the unwavering spirit that propels one towards greatness. സോ നമ്മുടെ ക്ലോസിന്റെ പ്രസന്റേഷൻ സാർ പ്രസന്റേഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ Hello. Yeah, good evening to all. Myself, Kowski Paul, representing Kirloskar. I'm taking care of South India. So, as we are into the last part of the thing, I'll now close the presentation in a simple manner. So, this is my, we are just established in 1888 and incorporated in 1920. So, we are almost 100 years company. And we have more subsidiaries and other companies in abroad also. And we cater into all the sectors by application. So we have division like oil and gas, power sector, marine and defense, irrigation and agriculture, building and construction, and customer service support, and water resource management.
So we are from building and construction sector where we give these firefighting pumps, plumbing pumps and HVAC application and dewatering and sewage pumps to cater all the buildings, commercial IT parks or residential, hotels, hospitals and other parts. So now the main part is about the firefighting pumps. We can say that we are one of the main number one company in supplying the firefighting pumps. So pumps as per NBC and IS standards, we supply N-section pumps and we have three models, DBXC and CPHM and GK pumps, which we can give in various RPMs and with IE2 and IE3 motors, gland packing mechanical seal. And same as split case pump, we have four models, UP, SCT, DSM and ISG pumps, and these can be also given with the same MOC and other parts. And we have multi-stage pump. This is the pump where we can use it for jockey application and for higher heads. Even RKB pumps, we can use horizontal multi-stage. It can be used as a vertical also even for jockey application. Apart from that, we have KCL model for jockey application. And this is one of the product multi-stage multi-outlet where for high-rise building we can use this. It is like 2 outlets, 3 outlets. We can give up to 7 outlets depending upon the higher heads. In Mumbai like area, we have given already 4 outlets. It is divided into zones, lower zone and higher zone. For example, if it is 160 meter, the first zone can be catered in the 80 meter and the second outlet can be catered into 160 meter. This is vertical turbine pumps. Now, I think everybody is aware that as per NBC 2016, negative section is not allowed. Still, a lot of places in Kerala, I am also finding that with the priming tank and footwall, you are using the ordinary N section form for negative section. Normally, it is not allowed. See, if you are spending 1 crore for the entire firefighting system and you use that system with a single footwall of 1,000 rupees, if that footwall fails, 1,000 rupees fail, your entire system fails. So, I request you not to use that, and for negative application, you can always go with this vertical pump, turbine pump, which is approved and we have supplied to many projects. And this is the main thing on which we have seen that it is lagging in Kerala. Normally, these pumps has to be selected for rated flow. For example, 2280, 137 meter cube per hour at 100 meter means the pump has to work for 205 meter cube per hour also. That is 150% flow. And when the pump is working at 150% flow, whatsoever head generated should not be less than 65% of rated head. It is less than 65, not less than 65, not exactly. It is not less than 65%. It can be within that limit. Sometimes people say, no, we need exactly at 65%. It is not that. It is within the limit of 65% of the rated head. And whatsoever power we select, that power should be on 150% flow. Normally, we have seen many a times people ask, no, you give only rated flow condition and we don't record 150% flow condition. Why? It is going to run once in a while. No, we are giving these pumps for safety application and it is going to serve the human life and the premises. We have to always follow the guidelines of fire norms requirement. So always power has to be selected for 150% flow. For example, if it for rated flow 45 kilowatt comes and for 150% flow it comes for 55 kilowatt. People say 45 kilowatt is enough. No, you have to go with 55 kilowatt. And because of this commercial implication, people say, no, we need only 45 kilowatt. Kindly don't go with it. Please go as per the norms 150% flow, and whatsoever power comes for 150% flow, that has to be taken care. And this another one main part which we have seen in Kerala is casing can be always cast iron. In NTC it is clearly said impellers should be of non-corrosive material. But most of the time I have seen in inquiries cast iron impeller. And I think till now I have seen most of the inquiries comes with CA impellers only. But no, CA impellers are not allowed as per the standards and even as per the NBC2. If you follow the codes and standards, you have to go with non-corrosive metal either with bronze or SS impellers. Normally for fire application, bronze impeller is the always used. Factory fitted pump set. Why factory? See, a lot of times many people I know they buy the pump somewhere from Delhi
and they can couple the pump with engine or motor locally, and they can supply. And we don't know whether it is compliant to the fire norms or not. So we know a lot of complaints, and from customers we had this, and we came across with that, so that it should be a factory which no local manufacturers can give for Kirloskar, and that comes with the product called KFE. KFE is nothing but Kirloskar fire engine set. Any product, if you just take in KFE, it fully complies to the norms of fire norms whatsoever it required. So for that we can give from 97 meter cube per hour to 273 meter, from starting from 50 meter to 140 meter, and apart from that, if you require more, then it will be on case to case, on back to back orders. So this is the example of footprint. For example, when it is factory fitted, instead of going with 94 HP, we can give it 72 HP. Whatsoever nearest HP is coming, accordingly engine is selected and coupled and give as a factory fitted, and it will come as a KFE. KFE is nothing but Kirloskar fire engine set. So I will not go much into this. This is Surfacer NFA 20 ULFM pumps. We have also ULFM pumps. Kirloskar is the first company to get ULFM approval, and we are supplying to many projects, even in Kerala now. Hospitals like General Hospital and Malabar Cancer Center, and even ISRO, all people are using ULFM. This is a reliable product. This is a global approval product. It comes with a controller also. Like engine, if in standard pumps it checks for one time crank, but here it checks for 6 times crank. It's first cranks with the first battery and then goes to the second battery. Even now the second battery is not giving, then again it comes to the first battery. It tries 6 times crank. So, and whatsoever, even battery failure, everything will be recorded in the controller. So this is one of the global reliable product. A lot of people use this one, because most of the time people don't put the system in auto mode in fire application. But here, if it is not done immediately, it gives the alarm, and it can be checked who is doing the malpractice. So these are the pumps. It's the engine, and this is the controller which I was talking about. All products will be ULFM approved. And this is with N section pump with ULFM approved, with the controllers, batteries, everything. Split case, and vertical pumps also we can give with ULFM approvals. This is my testing lab. And another one product is FLD. FLD is nothing but wherever you have a small shops or bungalows, you can instead of going for a bigger pumps, you can go with this FLD type of pumps. It can cater up to 4 sprinkler or 6 sprinklers, even more according to the requirement. This is one of the new products which we are given. Instead of going for electrical engine jockey, it can be connected to the ordinary water line, and then it can be used. And it comes with panel. Only you need to connect with the suction and delivery. It comes with panel, and all auto setup is already given in the skid itself. And apart from that, we are containerized fire. As you know, we are moving in technology, so everybody want to keep the system like plug and play system. So containerized system also we can able to, whether it is 1 electrical, 1 DG or 1 jockey, or 2 electrical, 1 DG, 1 jockey, whatsoever according to the requirement, it can be put in the container. All whatsoever pipeline and valves or instrumentation required for the system to be put in auto operation is done in the plant, and only with the container it comes. You need to connect only the suction and delivery. This is the containerized fire pump set. Is the schematics. And the last product I want to tell is about Auto Prime. This is for a flooding application. Normally, a lot of places we use this for wherever flooding to dewater it immediately. It can be a portable type and movable type, or stationary type also. It is like a plug and play system. Only there is no record of foot valve or anything. Just you need to put the suction pipe and just start, like how we start the car, just start the engine. Within 30 seconds it automatically prime and the water will be drained. So this is mainly used for flooding application. These are the some of the reference which we have supplied. So that's all from my side, and any question you can ask, or we can ask us later also.
So our dealer Blue Diamond agency is here. They will be able to support you, and they have a stock also. They can supply at any point of time for you. And apart from that, anything you can also reach to us. We are here for you. Thank you. താങ്ക് യു സോ മച്ച് സർ. നമുക്ക് അടുത്തത് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന എനിക്കറിയാം നമ്മുടെ ലക്കി ഡ്രോ ആണെന്ന്. പക്ഷെ അതിന് മുന്നേ നമുക്ക് ചെറിയൊരു പ്രസന്റേഷനോടെ ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ ലക്കി ഡ്രോയിലേക്ക് പോകുന്നത്. സോ നമ്മുടെ പ്ലാറ്റിനം സ്പോൺസർ ആയിട്ടുള്ള സൂര്യ സ്റ്റീൽ ട്യൂബ്സ് ആൻഡ് പൈപ്സിന്റെ ഒരു പ്രസന്റേഷൻ കൂടിയുണ്ട്. അതിനുശേഷം വി ആർ മൂവിംഗ് ഓൺ ടു ദ ലക്കി ഡ്രോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സാർ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. Namaskaram to all dignitaries. So we have a short of time. So we have a corporate video. So you get all the details, whatever the specification and all about the company, you will get the same over there. Need not to repeat the same because there is a time constraint. So I am requesting to play the video. Most of all, we have exchanged our business card and contact details. So if any queries or any technicality is required, we can reach you any point of time. So yeah. The sun is the harbinger of life. Hence it is revered by one and all. Surya, on the rise since 1973. Our way of life would be impossible without pipes, be it in the construction industry, water pipelines, factories, firefighting systems, power projects, agriculture, irrigation, or oil and gas pipelines. As the world progresses in leaps and bounds, so does the demand for steel pipes of all kinds and sizes. Visionaries can see the tree where the rest of us see just a seed. The vision of our founder, Mr. J.P. Agrawal, which started with steel pipe and tube manufacturing in 1973, is today a diversified conglomerate. Today, Surya is considered amongst the market leaders when it comes to making steel pipes and lighting products in India. Of late, we have diversified into fans of all kinds. We have also a multifarious portfolio of home appliances, PVC pipes and CR strips, in addition to being a global player in steel pipes. I believe that dreams only come true when you wake up and work hard for it. I am really proud of Surya's immense growth and prosperity. It is because we have the right associates, partners, technology and commitment that has shaped Surya's every venture into success. Today, Surya is a name to reckon with, not only in India but across the globe, with exports to over 50 countries worldwide and a turnover of approximately $800 million. This is a byproduct of Surya's passion for excellence, which can be seen not only in our plants and machinery, but each and every one of our 5,000 employees. For Surya is not just a consumer brand, but a way of life. Surya aims to bring smiles on the faces of its customers with superior products at the right price. Its employees with a conducive working environment, with eco-friendly products and practices. To keep up with the burgeoning demands of all kinds of pipes, Surya Steel Pipes have an installed capacity of producing approximately 1 million metric tons in its 4 plants situated at Bahadurgarh, Malanpur, Hindupur near Bangalore
and Anjar in Kutch, Gujarat, near the port city of Kandla and Mundra, enabling easy transportation. Capacity expansion is always an ongoing exercise at Surya. We are committed towards a better tomorrow. Our vision is to be the largest global enterprise which delivers optimized solutions to the customers and value to the stakeholders. Our mission is to be the global leader by consistently exceeding our customer demand, building long-term relationship with our partners, customers, associates and employees. Being the market leaders, we need to stay ahead of the curve and blaze a new trail for others to follow. This vision is formulated at the very top by the best brains in the country and then transferred seamlessly to our workforce so that a synergy is maintained at our plants. Training is imparted and regular sessions are conducted by the highly experienced technical heads so as to keep our workforce always up to date with the latest technology and practices. The best of minds are provided with the best of machines from the world-class equipment suppliers like Bayard Malaysia, Olympus Canada, GE Germany, EFD Norway, and Shimatsu Japan, etc. These machines work day and night to churn out a vast array of both ERW and spiral welded pipes. The pipes range from a tiny diameter of half an inch, weighing a few kilograms, to colossal 22-ton pipes with a huge diameter of 105 inches. The thickness of the pipes ranges from 1.6 millimeters to 25 millimeters. A computer-programmed process is at par with the best in the world. No wonder today Surya is one of the global leaders in steel pipe manufacturing. Since all the manufacturing is in-house, we maintain a strict surveillance and control over the quality of the end product. Incoming raw material is sourced from the trustworthy suppliers. But still, all raw material is put through a battery of tests to ensure that only the avant-garde materials go onto our expansive production floors. The literally long process starts with decoiling and leveling, edge milling, linear forming, HFI welding, seam normalizing, air cooling and water quenching, non-destructive testing such as online eddy current, and ultrasonic testing. Cutting, hydro testing. Integrity is tested first and foremost so that leakages of any kind are detected here. After all the machine-aided tests are cleared, the pipes have to pass muster of our diligent personnel through the final visual inspection where the dimensions are checked and verified before they are sent for painting or printing. Galvanizing, to get cleaned for coating of high quality zinc, or grooving as per Victoric standard.
pipes are then sent to a humongous finishing area to be packed and stacked for loading onto carriers for delivery through 25,000 domestic dealers across India. And our products are also being exported to over 50 countries across the globe, including the Middle East, Europe, Canada, USA and Australia. Surya has certifications and gradations from the world's premier authorities. These are of API 5, CT and API 5L grade, X42 and X80. Our state-of-the-art plants are certified by API and ISO by DNV GL. These are the world's top-notch certifications when it comes to integrity, longevity and quality of the pipes. No wonder our fabled list of customers is ever expanding. Just like the sun never sets, but always keeps rising in one part of the globe or the other. We at Surya take inspiration from our name to be on the ascendant and spread happiness wherever we are. Surya, making India proud. So thank you, Surya, and അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന രഞ്ജൻ സാറിനെയാണ് ഫോർ ദ വോട്ട് ഓഫ് താങ്ക്സ്. വയലുകളിൽ വെള്ളം സൂര്യ, മികവാർന്ന ജീവിതം സൂര്യ, ബിൽഡിംഗ് ഉണ്ടാക്കാൻ സൂര്യ, ആകാശം മുട്ടേ സൂര്യ, തീപിടുത്തം തടയാൻ സൂര്യ, ഓയില ജലമോ. പ്രകാശ് സൂര്യ പൈപ്പ് 50 വർഷത്തെ വിശ്വാസം. ठंडा ठंडा खिलखिलाता सूर्या, चुस्तीला फुर्तीला चुलबुला सूर्या, हरा भरा मजबूत सूर्या, रंगीन हसीन चमचमाता सूर्या, हर घर जगमगाता सूर्या. Surya, enabling new India. Are entitled to receive the following. ബഹുമാന്യരെ, വളരെയധികം ഭംഗിയായി FSCWയുടെ ഈ പ്രോഗ്രാം നടത്താൻ ഇതിലെ മെമ്പേഴ്സിന് എല്ലാവർക്കും ചേർന്നും ഇത് സാധിക്കുകയുണ്ടായി. എൻ്റെ കർത്തവ്യമെന്ന് പറയുന്നത് എല്ലാവരോടും ഒരു നന്ദി വാക്ക് പറയുക എന്നുള്ളതാണ്. അത് ഒറ്റ നന്ദി വാക്കിൽ തീരില്ല. അത്ര വളരെ ഗംഭീരമായ രീതിയിൽ നമുക്ക് ഈ സംസ്ഥാന സമ്മേളനം വളരെ ഭംഗിയായി കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അതൊരു വൻ വിജയമാണെന്നുള്ളത് വളരെ ഏറെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യത്തെ വക നന്ദി. ഒപ്പം മെമ്പേഴ്സായിട്ടുള്ള നമ്മുടെ ഈ ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനീസിലുള്ള എല്ലാ മെമ്പേഴ്സിനും എല്ലാ കമ്പനിക്കാർക്കും എൻ്റെ ആദ്യത്തെ നന്ദി അറിയിക്കുന്നു. രണ്ടാമതായി നന്ദി അറിയിക്കേണ്ടത് ഇതിലെ സ്പോൺസേഴ്സിനാണ്. നമ്മുടെ ഇതില് ഡയമണ്ട് സ്പോൺസറായി നിന്ന് CRI പമ്പ്സിന്, ദെൻ പ്ലാറ്റിനം സ്പോൺസേഴ്സായി വന്ന് സൂര്യ റോഷ്നി, ആസസ്, പോളിക്യാബ്, KSB പമ്പ്സ്, ദെൻ ആസ്ട്രോൾ. അതിനോടൊപ്പം സിൽവർ സ്പോൺസറായി നിന്ന് കിർലോസ്കർ, ലൂബി, ഇൻസ്പയർ എന്നിവർക്കും FSCWയുടെ പേരിൽ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അടുത്ത നന്ദി പറയേണ്ടത് നമുക്ക് വേണ്ടി ഈ വേദി ഒരുക്കി തന്ന അപ്പോളോ ഡിമോറോ ഹോട്ടൽ മാനേജ്മെന്റിനും അതിന്റെ സ്റ്റാഫുകൾക്കുമാണ്. വളരെയധികം കോപ്പറേറ്റ് ആവുന്ന അതിലെ സ്റ്റാഫുകൾക്ക് പ്രത്യേകം നന്ദി അവർ അർഹിക്കുന്നു, അവർക്കത് അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് ഈ ഇവന്റ് വളരെയധികം ഭംഗിയാക്കാൻ വേണ്ടി വളരെയേറെ പരിശ്രമിച്ച യൂണിസെൻസിലെ അരുണും അതിന്റെ ടീമിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു FSCWയ്ക്ക് വേണ്ടി. ഒപ്പം യൂട്യൂബ് ലൈവിൽ നിന്ന് അദ്ദേഹത്തിനും സൗണ്ട് സിസ്റ്റം അതിനോടൊപ്പം നിന്ന് ആങ്കറിംഗ് വളരെയധികം ഭംഗിയായിട്ട് ഗംഭീരമായി
ഇത് ഈ സമയം വരെയും കൊണ്ടെത്തിച്ച നമ്മുടെ രേഷ്മയ്ക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ FSCWയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഒരു നാഷണൽ ആന്തം ഉണ്ട്. അതിനോടൊപ്പം നമുക്ക് ലക്കി ഡ്രോയിങ് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും പിരിയാം. വീണ്ടും കാണാം. വളരെയധികം ഭംഗിയോടുകൂടി വീണ്ടും എല്ലാവർക്കും ഒന്നിച്ച് കാണണം, ഒന്നിക്കണം. ഈ സംഘടന നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എല്ലാവരുടെയും സഹകരണം പൂർണ്ണമായും ഉണ്ടാവണം. പ്ലീസ്. ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗ വിന്ധ്യ ഹിമാചല യമുനാ ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. താങ്ക് യു. അടുത്ത ലക്കി ഡ്രോയിലേക്ക് നമ്മൾ സോ അടുത്തതായിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലക്കി ഡ്രോ ആണ്. ഞാൻ അതിന് മുന്നേ ആയിട്ട് കിർലോസ്കർ ടീമിലെ മെമ്പേഴ്സിനെ എല്ലാവരെയും ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് അങ്ങനെ നമ്മൾ വളരെ ഗംഭീരമായ രീതിയിൽ നമ്മുടെ FSCWAയുടെ സംസ്ഥാന സമ്മേളനവും വാർഷികാഘോഷമൊക്കെ വളരെ ഗംഭീരമായ രീതിയിൽ ഇവിടെ നടന്നെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നല്ലേ ഉച്ച കഴിഞ്ഞ് ഫുള്ള് പ്രസന്റേഷനൊക്കെ ആയിട്ട്? ഇങ്ങനെ ഉണ്ടോ പ്രഷർ ഒന്നും ലോക്കിയല്ലേ എല്ലാവരും? അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളൂ. നമുക്ക് ലക്കി ഡ്രോ വിന്നേഴ്സിനെ കൂടെ തിരഞ്ഞെടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ചായയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കുടിക്കാം. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ എനിവേസ് കിർലോസ്കർ ടീമിലെ മെമ്പേഴ്സിനെ ഒരിക്കൽ കൂടി ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞതുപോലെ 7 പേർക്കാണ് സമ്മാനം വരുന്നില്ലേ. 3 പേർക്ക് സെക്കൻഡ് പ്രൈസ്, 3 പേർക്ക് തേർഡ് പ്രൈസ് ആൻഡ് ഒരാൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. സോ ആദ്യം 3ാം സമ്മാനം 3 പേർക്കാണ്. ആ 3 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പാടുത്തുന്ന പൃഥ്വിമോനുണ്ട് ഫ്രണ്ടിൽ. അപ്പൊ ആളെ തന്നെ ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിലല്ലേ പ്രസന്റ് കൊടുക്കത്തില്ലേ. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് വരാം. ഇനി നിങ്ങളുടെ അവസരമാണ്. നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് വന്ന് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ കയ്യിലാണ് ആ ഭാഗ്യവാന്റെ പേരിരിക്കുന്നത്. സോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോട്ടോ. നമ്മുടെ തേർഡ് പ്രൈസിന്റെ ആളെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അനൗൺസ് ചെയ്യാം പേരെന്താണെന്ന്. കൂപ്പൺ നമ്പർ ആണോ? പേര് പറയാം. എന്തായാലും സുരേഷ് കുമാർ ആണ് നമ്മുടെ തേർഡ് പ്രൈസ് വിന്നർ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് സേഫ് ടിക് 5 സിസ്റ്റംസ് എന്നാണ് പേര്. ആൻഡ് കൂപ്പൺ നമ്പർ 6. സോ തേർഡ് പ്രൈസ് 3500 രൂപയുടെ സമ്മാനമാണ് ലഭിക്കുന്നത്. ഒന്ന് ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കാൻ, നമുക്ക് ഒന്നിച്ച് സമ്മാനം കൊടുക്കാമല്ലേ ആ ഒരു മെമ്പേഴ്സ്. ആൻഡ് ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്. ഓരോ കമ്പനിയെ റെപ്രസെന്റ് ചെയ്താണ് നിങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനം കമ്പനിക്ക് അർഹതപ്പെട്ടതായിരിക്കും എന്നുകൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. ആർക്ക് ലഭിച്ചാൽ അത് കമ്പനിക്ക് ഉള്ളതാണ്. എന്തായാലും സന്തോഷം കൂടി ഇരട്ടിയായെന്ന് തോന്നുന്നു. സുരേഷ് കുമാർ സാറിന് തന്നെയാണ് തേർഡ് പ്രൈസ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഇനി 2 പേരുടെ തേർഡ് പ്രൈസിന്റെ 2 പേരെ കൂടെ തിരഞ്ഞെടുക്കണം. 1 3 പ്ലീസ്. രണ്ടാമത്തെ ആളുടെ പേര് എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ശ്യാം ഫ്രം ഫയർമാക് സേഫ്റ്റി കൊട്ടാരക്കര. ശ്യാം ഫയർമാക് സേഫ്റ്റി കൊട്ടാരക്കര തേർഡ് പ്രൈസ് വിന്നർ ആണ്. കൺഗ്രാറ്റുലേഷൻ. 3ാം സമ്മാനത്തിന് 2 പേര് സ്റ്റേജിലുണ്ട്. ഒരാൾ കൂടെ എടുക്കാനുണ്ട്. ഞാൻ നമ്മുടെ ലാസ്റ്റ് തേർഡ് പ്രൈസിന്റെ ലാസ്റ്റ് വിന്നറിനെ തിരഞ്ഞെടുക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് R രാധാകൃഷ്ണൻ KKL ഫയർ എക്സ്പ്ലോയിറ്റ് ആണെന്ന് തോന്നുന്നു, തിരുവല്ല. ഇനി സാറിനാണ് വിന്നറായിട്ടുള്ള. സാറാണോ? രാധാകൃഷ്ണൻ സാറാണ് വരുന്നത്. 3 പേരും ഇവിടെ തന്നെയുണ്ട്. നല്ലൊരു കയ്യടിയാവാൻ കേട്ടോ 3 പേർക്കും. 3 പേർക്ക് ലഭിച്ചിട്ടുള്ള സമ്മാനം കമ്പനിക്ക് അർഹതപ്പെടുന്നതിന്റെ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 3 പേരും ഇവിടെ ഉണ്ട്. സോ 3 പേര് കൊടുക്കാനാണോ? നമ്മുടെ തേർഡ് പ്രൈസ് വിന്നേഴ്സിന്റെ സമ്മാനം ഈ ഒരു അവസരത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സെക്കൻഡ് പ്രൈസിന്റെ 3 പേരെ തിരഞ്ഞെടുക്കാം.
സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ് അവർക്കുള്ള സമ്മാനം നൽകാനായിട്ട്. പ്രസിഡന്റ് സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. 3 പേർക്ക് സമ്മാനമുണ്ട്. 3 പേരും ഫ്രണ്ടിലേക്ക് വന്ന് സാറിന്റെ കയ്യിൽ എന്തൊരു സമ്മാനം മേടിച്ച് വാങ്ങിക്കണം റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കിർലോസ്കറിന്റെ ടീം മെമ്പേഴ്സും കൂടെ അവരോടൊപ്പം ഒന്ന് ജോയിൻ ചെയ്യാം. ആ ഒരു ഫോട്ടോയ്ക്ക് എല്ലാവരും ഒന്ന് പ്ലീസ് ക്യാമറയിലേക്ക് നോക്കി നല്ലൊരു സ്മൈൽ. സോ കൺഗ്രാറ്റുലേഷൻസ് രാധാകൃഷ്ണൻ സർ. മറ്റു 2 പേരും കൂടെ സുരേഷ് കുമാർ സർ വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. 3 പേർക്കാണ് 3ാം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. സർ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യും. നല്ലൊരു കയ്യടി കൂടി ആവാം. സുരേഷ് കുമാർ സാറിനാണ് ഗിഫ്റ്റ് ലഭിച്ചിട്ടുള്ളത്. അതായത് ശ്യാം സാറാണ് അടുത്തതായിട്ട് ഗിഫ്റ്റ് ഏറ്റുവാങ്ങിക്കുന്നത്. 3ാം സമ്മാനം ലഭിച്ചിട്ടുള്ള 3 പേർക്കും സമ്മാനം ലഭിക്കുകയാണ്. സോ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻ. ആൻഡ് നമ്മുടെ അടുത്തതായിട്ട് വീണ്ടും സെക്കൻഡ് പ്രൈസ് 3 പേർക്കുണ്ട്. 4000 രൂപ വിലമതിക്കുന്ന സമ്മാനമാണ് 3 പേർക്ക് ലഭിക്കുന്നത്. അവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. That is Prasannan K. പ്രസന്നൻ കെ സാറിനല്ലേ? യെസ്, സാറിന് സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണല്ലേ. ആൻഡ് നമ്മുടെ സെക്കൻഡ് പ്രൈസ് വരുന്ന സെക്കൻഡ് മെമ്പർ ദാറ്റ് ഈസ് വിനോദ് ആർ. വിന്നറാണ് വിനോദ് ആർ. ഇതുണ്ടോ? വിനോദ് ആർ, സേഫ് കൊട്ടാരക, എറണാകുളം. കൂപ്പൺ നമ്പർ 070 ഉണ്ടോ? സേഫ് ടെക് ആണെന്ന് തോന്നുന്നു. പേര് ക്ലിയർ അല്ല. എനിവേസ് വിനോദ് പി ആണ് നെയിം. സോ വേദിയിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. 2 പേരായിട്ടുണ്ട്. ഞാൻ 3ാമത്തെ ആള് ദാറ്റ് ഈസ് എൽദോസ് ജോയ് ശ്രീ ഫയർ സിസ്റ്റംസ് കരമന. പ്ലേസ് കാക്കനാടാണെന്ന് തോന്നുന്നു. കാക്കനാട് ഉണ്ടോ? എൽദോസ് ജോയ് പോയോ? കൂപ്പൺ നമ്പർ 013. എൽദോസ് ജോയ് ആണ് 3ാമത്തെ ആള്. 2 പേര് നമ്മളോടൊപ്പം സ്റ്റേജിലുണ്ട്. അനദർ വൺ ഈസ് എൽദോസ് ജോയ് ശ്രീ ഫയർ സിസ്റ്റംസ് കാക്കനാട്. ആള് പോയെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്താണ് അതിനുള്ള സൊല്യൂഷൻ? ഒരിക്കൽ കൂടി ഇവിടെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് മാറ്റി വേറെ ആളെ എടുക്കാമെന്നാണോ? സോ ഒരിക്കൽ കൂടി തിരഞ്ഞെടുക്കണം. 3ാമത്തെ ഈ സെക്കൻഡ് പ്രൈസിന്റെ 3ാമത്തെ ആൾ. ആളിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കുകയാണ്. That is Shankar EICC Limited, Tonnikal, Trivandrum. Yes. സാറിന് ഭാഗ്യമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു 3ാമത്തെ ആളുടെ ഇല്ല. ശങ്കരൻ. സോ 3 പേരും സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവർക്കുള്ള സമ്മാനം കൊടുക്കാം. പ്രസന്നൻ സാറിനുള്ള സമ്മാനം വിനോയ് സാർ നൽകുന്നതായിരിക്കും. കൺഗ്രാറ്റുലേഷൻസ് സാർ. ശങ്കരൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യും. വിനോദ് യെസ്. വിനോദ് മാസ്ക് മാറ്റിക്കോട്ടോ, ഫോട്ടോ എടുക്കണ്ടേ? യെസ്, ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ്. നല്ലൊരു കൈയടി ആവാം. ആൻഡ് ശങ്കരൻ സാറെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഒരു ഗിഫ്റ്റ് കൈപ്പറ്റാനായിട്ട്. കൺഗ്രാറ്റുലേഷൻസ് സർ. കൈയടിക്കല് കിട്ടാതെ വിഷമം കൊണ്ടാണെന്ന് തോന്നുന്നില്ല ആരും കൈയടിക്കാതിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് പ്രൈസ് കഴിഞ്ഞു, തേർഡ് പ്രൈസ് കഴിഞ്ഞു. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തത് ഫസ്റ്റ് പ്രൈസ് ദാറ്റ് ഈസ് 42,000 രൂപയുടെ അല്ലേ? കിർലോസ്കറിന്റെ ജോയ് പമ്പ് സെറ്റ് ആണ്. ജോക്കി പമ്പ് സെറ്റ്, റൈറ്റ്? യെസ്, ഇവിടെ ഉള്ളത്. ഇതാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. അതിന്റെ വിന്നറിന്റെ ആൾ അവിടെ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുപോകാം. ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അടുത്താണ്. യെസ്. സോ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നർ എന്റെ കയ്യിലുണ്ട്. ഞാൻ ആരാണെന്ന് ഇപ്പൊ പറയാം. മധുസൂദനൻ നായർ, സേഫ് ടെക്. യെസ്, മധുസൂദനൻ സാറാണ് വിന്നർ. കൂപ്പൺ നമ്പർ 123. കൺഗ്രാറ്റുലേഷൻസ്. നല്ലൊരു ഗംഭീര കൈയ്യടി കൊടുത്തോണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. മധുസൂദനൻ സാറാണ് 42,000 വില മതിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ ഏറ്റവും ലക്കി ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാറിന് വേണ്ടിയുള്ള ഗിഫ്റ്റ് ഇവിടെ
ഒന്ന് ചേർന്ന് നിൽക്കുക. സാറാണ് വിന്നർ. സാർ സെന്ററിലേക്ക് നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാം. അങ്ങനെ ഒരുപാട് പേര് വെയിറ്റിംഗ് ആയിരുന്നു. ഇവിടെ നമുക്ക് 7 പേർക്ക് ഇന്ന് സമ്മാനം കിട്ടിയുള്ളൂ. അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്തൊരു സമ്മേളനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ സാറിന്റെ കൂടെ നിന്ന് നല്ലൊരു ഫോട്ടോ എടുക്കാം. സോ കൺഗ്രാറ്റുലേഷൻസ് മധുസൂദനൻ സർ. FSCWയുടെ എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒന്ന് വേദിയിലേക്ക് വരിക. നമുക്കൊരു ഫോട്ടോ എടുക്കാം എല്ലാവർക്കും ചേർന്നിട്ട്. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് വേദിയിലേക്ക് വരിക. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ വൈൻഡപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ടീ ഓപ്പൺ ആണ്. എല്ലാവരും ചായ കുടിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ നമുക്കിപ്പോ നല്ലൊരു ഫോട്ടോ എടുക്കാം സ്റ്റേജിലുള്ള എല്ലാവർക്കും ചേർന്ന്. വെയിറ്റ് ചെയ്യണം. നമ്മുടെ മെമ്പേഴ്സിന് എല്ലാവരും വെച്ച് നമുക്കൊരു ഫോട്ടോ എടുക്കേണ്ടതാണ്. അവരൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഓൺ സ്റ്റേജിൽ മധുസൂദനൻ സാർ ഇന്നത്തെ ഏറ്റവും ലക്കി ആയിട്ടുള്ള മാന്റെ കൂടെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും കിർലോസ്കർ ടീമിലെ മെമ്പേഴ്സും ചേർന്നൊരു ഫോട്ടോ എടുക്കാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെ സന്തോഷത്തോടു കൂടി നല്ലൊരു കയ്യടി കൊടുത്ത് എല്ലാവരും ചേർന്നത് നല്ലൊരു ഗംഭീര കയ്യടി. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് FSCWA. ഒരുപാട് നല്ലൊരു മൊമെന്റ് അറിയിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന സമ്മേളനം വളരെ ഗംഭീരമായ രീതിയിൽ ഇവിടെ അവസാനിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ നല്ലൊരു ഫോട്ടോ കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഓൾ. ഫോട്ടോയ്ക്ക് ശേഷം എല്ലാ മെമ്പേഴ്സ് FSCWയുടെ എല്ലാ മെമ്പേഴ്സും വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കണം. ഇന്നത്തെ ഈ ദിവസത്തെ ഓർമ്മയ്ക്കായിട്ട് നല്ലൊരു ഫോട്ടോ തന്നെ നമുക്ക് എടുക്കണം. സോ എല്ലാ മെമ്പേഴ്സും വേദിയിലേക്ക് വരാമെന്നും റിക്വസ്റ്റ് ചെയ്യണം ഈ ഒരു ഫോട്ടോയ്ക്ക് ശേഷം. സോ താങ്ക് യു സോ മച്ച് ഓൾ. അടുത്തതായിട്ട് FSCWയുടെ എല്ലാ മെമ്പേഴ്സും ഒന്ന് വേദിയിലേക്ക് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി മെമ്പേഴ്സും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഒന്ന് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് വേദിയിലേക്ക് വരിക. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതുപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റി മെമ്പേഴ്സും ഒന്ന് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പുറത്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് അകത്തേക്ക് വന്ന് ഈ ഫോട്ടോയുടെ ഭാഗമാകാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് എല്ലാവരും. ഫോട്ടോയ്ക്ക് ശേഷം മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് വേദിയിലേക്ക് വരുന്ന റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പൊ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും ചേർന്നൊരു ഫോട്ടോയ്ക്ക് ഒന്ന് പോസ് ചെയ്യോ പ്ലീസ്. എല്ലാവരും ഒന്ന് നിങ്ങൾ തന്നെ സ്വയം അറേഞ്ച് ചെയ്യണം പ്ലീസ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അറേഞ്ച് ആയിട്ട് ഒന്ന് സ്റ്റേജിൽ വന്ന് നിൽക്കുക. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക ഒരു ഫോട്ടോയ്ക്ക്. ചേർന്നിട്ട് ഈ ഒരു ഫോട്ടോയ്ക്ക് ശേഷം എല്ലാ മെമ്പേഴ്സും വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മളോടൊപ്പം സ്റ്റേജിലുള്ളത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും പ്രോഗ്രാം കമ്മിറ്റി മെമ്പേഴ്സും ആണ്. സോ എല്ലാവരും ഒന്ന് മാക്സിമം ക്യാമറയ്ക്ക് കിട്ടുന്ന രീതിയിൽ ഒന്ന്
വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ് ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതുപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റി മെമ്പേഴ്സ് വേദിയിലേക്ക് വരണം. ലാസ്റ്റ് ഫോട്ടോയിൽ ഇല്ല എന്നൊരു പരാതി വരുന്നത്, അതുകൊണ്ടാണ് വീണ്ടും ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ഫ്രെയിം കംപ്ലീറ്റ് ആയോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഫ്രെയിമിൽ ജോയിൻ ചെയ്യാനുണ്ടോ, നിങ്ങളൊന്നും ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ഈ ഒരു ഫോട്ടോയ്ക്ക് ശേഷം എല്ലാ മെമ്പേഴ്സും ഒന്ന് വേദിയിലേക്ക് വരാനായിട്ട് കൂടി റിക്വസ്റ്റ് ചെയ്യാണ്. എന്തായാലും നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. ഇപ്പൊ മാക്സിമം ക്ലോസ് ആയിട്ട് നിൽക്കാം. സന്തോഷ് സാർ ഒന്ന് വേദിയിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സന്തോഷ് സാർ പ്ലീസ് വേദിയിലേക്ക് വരണം. ആൻഡ് വിജി മാം വേദിയിലേക്ക് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് വൈശ, അങ്ങനെ എല്ലാവരും നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഒന്ന് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വരെ ഒരു ഫോട്ടോ എടുക്കാനായിട്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് വേഗം തന്നെ വേദിയിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഒന്ന് അപ്പൊ ഈ സൈഡിൽ ക്യാമറയിലേക്ക് നോക്കി സ്മൈൽ പ്ലീസ്. എല്ലാവരും ക്യാമറയിലേക്ക് ആൻഡ് സ്മൈൽ. ഒരു കൗണ്ട് തരട്ടെ. ഓക്കെ ആണോ? സോ ഹിയർ വി ഗോ. 3, 2 and 1. സോ ആൻഡ് മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സും ഒന്ന് വേദിയിലേക്ക് വന്ന് ഇവരോടൊപ്പം ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാ മെമ്പേഴ്സും ഒന്ന് പ്ലീസ് വേദിയിലേക്ക് വരണം. എല്ലാ മെമ്പേഴ്സും ഒന്ന് വേദിയിലേക്ക് വന്ന് ഒരു ഫോട്ടോയ്ക്ക് ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവരും വേദിയിലേക്ക് വരിക. FSCWയുടെ നിലവിലുള്ള എല്ലാ മെമ്പേഴ്സും ഒന്ന് വേദിയിലേക്ക് വരാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. എല്ലാ മെമ്പേഴ്സും ഒന്ന് വേദിയിലേക്ക് വരണം. FSCWയുടെ നിലവിലുള്ള എല്ലാ മെമ്പേഴ്സും നിങ്ങളെ തന്നെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് വേദിയിലേക്ക് വന്ന് ഈ ഒരു ഫോട്ടോയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് വേദിയിലേക്ക് വരിക. എല്ലാവരും ചേർന്ന് നമുക്ക് വളരെ നല്ലൊരു ഫോട്ടോ എടുക്കാം. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്.
സ്പോൺസേഴ്സ് ഒന്ന് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നവർക്ക് സ്പോൺസേഴ്സ് എല്ലാവരും ഒന്ന് പ്ലീസ് വേദിയിലേക്ക് വരണം. So sponsors എല്ലാവരും ഒന്ന് വേദിയിലേക്ക് വരാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. All the sponsors please come on the stage for a photo. എല്ലാ സ്പോൺസേഴ്സ് ഒന്ന് വേദിയിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരു ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാ സ്പോൺസേഴ്സ് ഒന്ന് വേദിയിലേക്ക് വരിക. സോ അതുപോലെ തന്നെ കിർലോസ്കർ ടീമിന്റെ ബിനോയ് സാറിന് ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ഫോട്ടോ എടുക്കാനായിട്ട്. സാർ പ്ലീസ് വേദിയിലേക്ക് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ബിനോയ് സാർ വേദിയിലേക്ക് വരണം. ബിനോയ് സാർ വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സൈഡിൽ നിന്നാൽ എല്ലാരും കിട്ടും കേട്ടോ. ഒന്ന് ഒരു സൈഡിലേക്ക്. ഓക്കെ,
anyways, thank you so much, John. Special thanks to all the sponsors. Thanks a lot.